ഹലോ പഞ്ചാര മുഞ്ചാരകളെ മുഞ്ചന്മാരെ മുഞ്ചത്തുകളെ തക്കുടുകളെ എല്ലാരും ഞാൻ വെളുത്തിട്ട് പാറി നടക്കണ പടച്ചോനെ. എല്ലാരും ഇവിടെ പോരെ 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 ബൊട്ടനെ പഠിക്കാൻ പോര് വാടാ മുഞ്ചന്മാരെ മുഞ്ചത്തുകളെ തക്കുടുകളെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എല്ലാരും പാടാ തങ്കമണി തങ്കച്ചി എല്ലാം പാ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ് ആകാറില്ലേ സാർ? ഏതാ ഉണ്ട് ഓക്കെ, എന്താ പറയണേ എനിക്ക് മനസ്സിലാണില്ലല്ലോ. ഹായ് സാറേ. പിന്നെ അല്ല സാറേ, ഞാൻ കൃത്യസമയത്ത് വന്നു. നിങ്ങൾ അവിടെ മക്കളെ എടാ പതിവ് പോലെ തുടങ്ങിക്കോ. ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, എല്ലാം ചെയ്തോടാ. പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പാലിറ്റി, എടാ കുടുംബശ്രീ എല്ലാ ഗ്രൂപ്പിലേക്കും പോട്ടെ. എല്ലാവരും ഗ്രൂപ്പിലേക്കും. സാറേ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കുക. അത്ര തന്നെ കുട്ടി, അത്രക്കൊക്കെ തന്നെ ഉള്ളൂ. ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാ, ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ട് പഠിക്കുക, അത്ര തന്നെ. ഓക്കേടാ, വേഗം ഷെയർ ആക്കി ലൈക്ക് അടിച്ച് സാർ. പിന്നെ അല്ല, ലൈക്ക് ഞാൻ കാണാം. ലൈക്ക് ഒരു 1K എത്തിയിരിക്കണം ഇത് കാണുന്നത്. ഓക്കെ സാറേ, ഗുഡ് നൈറ്റ്. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് വന്നു. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്. നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അത് നാളെ ചെയ്യാം. സാർ ലുക്ക് അയക്കണേ. മറ്റേ ഇന്നത്തെ സലാം കാശ്മീരില് ജയറാം ഭട്ട് എടുത്ത പോലെ ഓക്കെ, റൊമാൻറ്റിഫിക്കേഷൻ. നിങ്ങൾ എപ്പോഴാ മണ്ണാർക്കാട് വരെ സാറേ? മണ്ണാർക്കാട് ഞാൻ ഇല്ലടാ, ഇനി നിർത്തി ഞാൻ അങ്ങോട്ടൊക്കെ വരല്. ഓക്കെ, എന്നെങ്കിലൊക്കെ വരാം. ഇന്ന് ഫുള്ള് ബോട്ടോ? എന്ത് ബോട്ട്? സാറ് മൊഞ്ചനാണല്ലോ. പിന്നെ അല്ല, പണ്ടേ മൊഞ്ചനാ. തീരെ എനിക്ക് ഇമാതിരി ഏറിക്കയറ്റലും ഏറിക്കിടന്ന് കളിക്കാൻ വയ്യ മക്കളെ. അതുകൊണ്ട് വേഗം 3 ചാപ്റ്റർ 1 മണിക്കൂറിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. എന്നിട്ട് ബാക്കിയുള്ള 4 ചാപ്റ്റർ സുവോളജി ബിലാൽ സാർ വരും. പിന്നെ എന്താ പ്രിയമാമ എടുക്കും കേട്ടോ. ഓക്കെ മക്കളെ, വേഗം പോവാം. സാറ് സുന്ദരനാ. പിന്നെ അല്ല, വേഗം പോവാം. ഞാൻ ഇങ്ങനെ ചോദിക്കും, എൻ്റെ ഒപ്പം ഇങ്ങനെ ആൻസർ പറഞ്ഞോട്ടോ. വേറെ ഒരു പരിപാടിക്കും പോണ്ട, ഒരു ടെൻഷനും വേണ്ടടാ. ഇത് ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ ഇതൂടെ കഴിഞ്ഞാൽ അങ്ങ് തീർന്നല്ലോ എന്ന് സമാധാനിച്ച് ഉഷാറായിട്ട് പഠിച്ചോ. ചിലർക്ക് ഒരു അലമ്പ് കാണും, ലാസ്റ്റ് എക്സാം കഴിയാണല്ലോ വരാൻ പോണേ, അപ്പൊ കുറച്ച് സ്ലോ ആയിരിക്കും പഠിത്തം. വേണ്ട, പണിപാളും. നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഏതെങ്കിലും ഒരു ടൈം, ഏതെങ്കിലും ഒരു ഭാഗത്ത് പഠിച്ചായിരുന്നെങ്കിൽ അതങ്ങാണ് പരീക്ഷയ്ക്ക് വന്നാലോ. അതുകൊണ്ട് സമയം ഒരിക്കലും വേസ്റ്റ് ആക്കല്ല ഈ ടൈമില്. ഓക്കെ മക്കളെ, വേഗം പോടാ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. എല്ലാവരും ഒന്ന് തീ ഫയർ തിജ്ജിടെ ഹൃദയത്തെ പുഴുങ്ങണ തിജ്ജ. അതെനിക്ക് വേണ്ടത്. ഹൃദയത്തെ പുഴുങ്ങണ തിജ്ജിട്ടടാ. ഹൃദയത്തെ പുഴുങ്ങണ തിജ്ജ. ആ തിജ്ജല്ല, ഹൃദയത്തെ പുഴുങ്ങുന്ന തിജ്ജ്. എല്ലാവരും മക്കളെ, ഇതല്ല, ഇത് പൂത്തിരിന്റെ പൂത്തിരി ഫയർ അല്ല വേണ്ടത്, ഹൃദയത്തെ പുഴുങ്ങുന്ന ഫയർ. സാർ നല്ലൊരു ചുള്ളനാണ്. മതി മക്കളെ. നിങ്ങൾ എന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നാണോ? എന്നെ ഇപ്പൊ തന്നെ കെട്ടിച്ചു പറഞ്ഞെന്ന് എന്തിനാണ് ഇത്ര ആഗ്രഹം? സാർ കുളിച്ചിട്ടില്ലല്ലേ? താങ്ക് യു. രാവിലെ ഇട്ട് അതേ ഡ്രസ്സ് ആയതുകൊണ്ടായിരിക്കും. പൊട്ടറാ. ഓക്കെ മക്കളെ, ഇത് മതിയടാ. 245 പേരായി. പതുക്കെ കൂടി വരട്ടെ. ലൈക്കും കമന്റും ഒക്കെ അടിച്ചോ. നല്ല പോലെ ശ്രദ്ധിച്ചോ. ഞാൻ എന്ത് ചോദിച്ചാലും വേഗം ഉത്തരം പറയണം കേട്ടോ. ശ്രദ്ധിച്ചോളാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇതെന്താ? 4 മാർക്കിന്റെ ചാപ്റ്റർ. ഇതെന്താ 4? എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. 4 മാർക്കിന്റെ ചാപ്റ്റർ മക്കളെ നമ്മൾ പഠിക്കാൻ പോണേ. ഏത്? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് കേട്ടോ. നന്ദുവേ നമ്മൾ പഠിക്കാൻ പോണ 4 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. വേഗം ആദ്യം തന്നെ പറയാൻ പോണത് എന്താ സാറേ സെൽ തിയറി നമ്മൾ ആദ്യം പറയാൻ പോണേ മക്കളെ. സെൽ തിയറിയില് 3 പോയിന്റുകൾ ഉണ്ട്. ഏതൊക്കെയാ സെൽ തിയറിയിലെ 3 പോയിന്റുകൾ? പറ. ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. 2 എന്താ? ഓൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. 3 എന്താ? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഈ 3 പോയിന്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാ എന്ത്? സെൽ തിയറി. പറയടാ, 3 പോയിന്റുകൾ ഏതൊക്കെ? സെൽ തിയറിയിലെ 3 പോയിന്റുകൾ ഏതൊക്കെ സാറേ? സെൽ തിയറിയിലെ 3 പോയിന്റുകൾ ഉണ്ട്. ഒന്നെന്താ? എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കിയിരിക്കുന്ന സെല്ല് വെച്ച ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഈ പോയിന്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാ? ഈ പോയിന്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണടാ ആര്? മാത്തിയാസ് ലീഡൻ. പറ, ഈ പോയിന്റ് കൊണ്ടുവന്നത് ആരാ? മാത്തിയാസ് ലീഡനാ. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ആനിമൽസും ഉണ്ടാക്കിയിരിക്കുന്ന സെല്ല് വെച്ച ഈ പോയിന്റ് കൊണ്ടുവന്നത് ആരാ? ഈ പോയിന്റ് കൊണ്ടുവന്നതാണ് സാർ ആര്?
തിയോഡർ ഷ്വാൻ. ഈ പോയിന്റ് കൊണ്ടുവന്നത് ആരാടാ? തിയോഡർ ഷ്വാന. ഒന്നാമത്തേത് ഓൾ പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ, കൊണ്ടുവന്നത് മാത്തിയാസ് ഈഡൻ. രണ്ടാമത്തേത് ഓൾ ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ, കൊണ്ടുവന്നത് തിയോഡർ ഷ്വാൻ. ലാസ്റ്റിലത്തെ പോയിന്റ് എന്താ? പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിന. പറ പറ പറ, ലാസ്റ്റ് പോയിന്റിന്റെ മലയാളം എന്താ? പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിന. ന്യൂ സെല്ല് സാറ് പറ, എന്റെ കൂടെ പറ, എന്താ? ന്യൂ സെല്ല്, പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിന. പറ, പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിന. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പ്രീ എന്ന് പറഞ്ഞ പഴയ സെല്ല്. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പറ, ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഈ പോയിന്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാ? റുഡോൾഫ് വിർഷോ. പറ, റുഡോൾഫ് വിർഷോ. കണ്ടോ, 3 സയന്റിസ്റ്റുകളും ഉണ്ടാടാ സെൽ തിയറി കൊണ്ടുവരാൻ സഹായിച്ചവര്. ഒന്ന് മാത്തിയാസ് ഈഡന. മാത്തിയാസ് ഈഡൻ എങ്ങനെ സഹായിച്ചേ? ഈ പോയിന്റ് തന്നിട്ടാണ് സഹായിച്ചത്. തിയോഡർ ഷ്വാൻ എങ്ങനെ സഹായിച്ചേ? ഈ പോയിന്റ് കൊണ്ടുവന്നിട്ടാണ് സഹായിച്ചത്. റുഡോൾഫ് വിർഷോ എങ്ങനെ സഹായിച്ചേ? ഈ പോയിന്റ് കൊണ്ടുവന്നിട്ടാണ് സഹായിച്ചത്. 3 സയന്റിസ്റ്റുകളുടെയും ഓരോ പോയിന്റ് എടുത്തിട്ടാ എന്തുണ്ടാക്കിയേക്കണേ? സെൽ തിയറി ഉണ്ടാക്കിയേക്കണത്. ഓൾ പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ, ഷീഡൻ കൊണ്ടുവന്ന പോയിന്റാ. ഓൾ ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ, ഷ്വാൻ കൊണ്ടുവന്ന പോയിന്റാ. പുതിയ സെല്ല് പഴയ സെല്ലിൽ നിന്ന് ഉണ്ടാകുക നമ്മുടെ റുഡോൾഫ് വിർഷോ കൊണ്ടുവന്ന പോയിന്റാ. അപ്പൊ സെൽ തിയറിയിൽ 3 പോയിന്റ് ഉണ്ട്. സെൽ തിയറി കണ്ടുപിടിച്ചാരാൻ ചോദിച്ചാൽ പലരും തെറ്റിദ്ധാരണന്റെ പുറത്ത് സ്വീഡനും ഷ്വാനും മാത്രം എഴുതൂ. തെറ്റാണ്. റുഡോൾഫ് വിർഷോം കൂടാടാ എന്ത് കണ്ടുപിടിച്ചേ? സെൽ തിയറി കണ്ടുപിടിച്ചേ. സെൽ തിയറി കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ സ്വീഡനും ഷ്വാനും മാത്രം എഴുതി വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റ്. സ്വീഡനും ഷ്വാനും മാത്രമല്ല സെൽ തിയറി കണ്ടുപിടിച്ചത്. സെൽ തിയറിനെ ഫൈനൽ ഷേപ്പിലാക്കുന്നതിൽ റുഡോൾഫ് വിർഷോയ്ക്കും എന്തുണ്ട്? ഒരു സാന്നിധ്യമുണ്ട്. റുഡോൾഫ് വിർഷോന്റെ പേരും എഴുതണം. അപ്പൊ സെൽ തിയറി കണ്ടുപിടിച്ചത് ആരൊക്കെ? സ്വീഡന്, ഷ്വാന്, റുഡോൾഫ് വിർഷോ. എങ്കിൽ എൻ്റെ മക്കൾ പറയടാ, ഈ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഈ പോയിന്റിനെ നമ്മൾ എന്താ മക്കളെ ലാറ്റിനിൽ വിളിക്കുക? ഈ പോയിന്റിനെ ലാറ്റിനിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. പറ, ഈ പോയിന്റിനെ എങ്ങനെ ലാറ്റിനിൽ വിളിക്കുക? പറ കേക്കട്ടെ. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ, പുതിയ സെൽ ഉണ്ടാകുന്ന പഴയ സെല്ലിന. ഇതിനെ എങ്ങനെ ലാറ്റിനിൽ വിളിക്കുക? ലാറ്റിൽ എങ്ങനെ വിളിക്കാന്നറിയോ? ഒംനിസെല്ലുലെ ഈ സെല്ലുല. പറ, ഒംനിസെല്ലുല ഈ സെല്ലുല. പറ, ഒംനിസെല്ലുല ഈ സെല്ലുല. പറ, ഒംനിസെല്ലുല ഈ സെല്ലുല. പറ, ഒംനിസെല്ലുല ഈ സെല്ലുല. എന്താ ഒംനിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാല്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഈ വാചകം കണ്ടുപിടിച്ചത് ആരാ? റുഡോൾഫ് വിർഷോ. ആരാടാ? റുഡോൾഫ് വിർഷോ. സെറ്റല്ലേ മക്കളെ? എടാ മനസ്സിലാവുന്നുണ്ടോടാ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോടാ? ബംഗാളി പണി എടുക്കണമല്ലോ പഠിച്ചോന്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോടാ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പറയടാ, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സെറ്റ്. പിന്നല്ല, സെൽ തിയറി അത്ര മതി. സെൽ തിയറിയിലെ 3 പോയിന്റുകൾ അതൊക്കെ കണ്ടുപിടിച്ചോമാരൊക്കെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണേ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരെ കുറിച്ചാ. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ ഓർഗനൽസ്. പറ, സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരെ എന്താ വിളിക്കുക? സെൽ ഓർഗനൽസ് എന്നാ വിളിക്കുക. ചില സെൽ ഓർഗനൽസിന് 2 മെമ്പറൈൻ ഉണ്ട്, ഡബിൾ മെമ്പറൈൻ ഉണ്ട്, 2 തുണിയുണ്ട്. 2 തുണിയുള്ള സെൽ മെമ്പറൈന്റെ പേരെന്താ? ഡബിൾ മെമ്പറേനിയസ് സെൽ ഓർഗണൽ. ഒരു തുണി മാത്രമുള്ളവരുടെ പേരെന്താ? സിംഗിൾ മെമ്പറേനിയസ് സെൽ ഓർഗണൽ. ഒരു തുണിയില്ലടാ. ഒരു തുണിയില്ലാത്തവരുടെ പേരെന്താ? ഒരു തുണിയില്ലാത്ത സെൽ ഓർഗനൽസിന്റെ പേരാണെന്ത്? നോൺ മെമ്പറേനിയസ് സെൽ ഓർഗണൽ. ചില സെൽ ഓർഗൻ, സെല്ലിന്റെ ഓർഗൻ, സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന സാധനങ്ങൾ, അതാണ് സെൽ ഓർഗണൽ. ചിലർക്ക് 2 മെമ്പറൈൻ, ചിലർക്ക് 1 മെമ്പറൈൻ, ചിലർക്ക് മെമ്പറൈൻ തന്നെ ഇല്ല. പറയടാ, ഡബിൾ മെമ്പറൈൻ ഉള്ള സെൽ ഓർഗണൽ ആരൊക്കെ? അതാണ് ചോദ്യം. പറ, ഡബിൾ മെമ്പറൈൻ ഉള്ളവർ ആരൊക്കെ? ഡബിൾ മെമ്പറൈൻ 2 തുണി ഉടുത്ത സെൽ ഓർഗണൽ ആരാ? പറ, ആരൊക്കെയാ? വെരി കിങ്ങിണി ചോദിക്കും. കുറെ നാളായിട്ട് വന്നിട്ടില്ല. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആടാ, 1 മാർക്കിന് ചോദിക്കും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആടാ, 1 മാർക്കിന്. പറ, ഡബിൾ മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെ? നോക്കടാ, മൈറ്റോകോൺട്രിയ. ഓർത്തോ. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പിന്നാരാ? ന്യൂക്ലിയസ്. ഇത്രയും പേർക്കും ഡബിൾ മെമ്പറൈൻ. ആരൊക്കെ? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്. ഈ 3 പേർക്കും 2 മെമ്പറൈൻ ഉണ്ട്.
സിംഗിൾ മെമ്പറിൻ ഉള്ളത് ആർക്കൊക്കെയാ പറ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, ലൈസോസോം ഉണ്ട്, വാക്യൂൾ ഉണ്ട്, മൈക്രോബോഡി ഉണ്ട്. ഈ 5 പേർക്കും ഒറ്റ മെമ്പറിനേ ഉള്ളൂ. ഒറ്റ മെമ്പറിൻ ഉള്ളത് ആർക്കൊക്കെയാ സാറേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്, മൈക്രോബോഡി. ഒരൊറ്റ മെമ്പറിനുള്ളവൻ ആരൊക്കെ പറ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്, മൈക്രോബോഡി. 5 ഒറ്റ മെമ്പറൈനേ ഉള്ളൂ. ഒരു മെമ്പറൈനും ഇല്ലാത്തത് 2 പേരാടാ. ഒന്നാരാടാ റൈബോസോമ, രണ്ടാരാടാ സെൻട്രോസോമ. റൈബോസോമിനും ഒരു മെമ്പറൈനേ ഉള്ളൂ, സെൻട്രോസോമിനും ഒരു മെമ്പറൈനേ ഉള്ളൂ. ഓർത്തോ, ഒരൊറ്റ ഒരു മെമ്പറൈനും ഇല്ലാത്തത്, സോറി ഒരു മെമ്പറൈൻ ഇല്ല മക്കളെ, ഒരു മെമ്പറൈനും ഇല്ലാത്തവരാണ് ആരൊക്കെ? റൈബോസോമും സെൻട്രോസോമും. സെൻട്രോസോം എവിടെ മാത്രമേ കാണൂ? ആനിമൽ സെല്ലിൽ മാത്രമേ കാണൂ. ഓർത്ത് വെച്ചോ, സെൻട്രോസോം എവിടെ മാത്രമേ കാണൂ? സുവോളജി ആയിരിക്കുമോ ബോട്ടണി ആയിരിക്കുമോ സിമ്പിൾ? നിങ്ങളുടെ സീനിയേഴ്സിന് ബോട്ടണി ആയിരുന്നു ടഫ്, അപ്പൊ നിങ്ങൾക്ക് ബോട്ടണി ആയിരിക്കും സിമ്പിൾ. എൻ്റെ ഒരു പരീക്ഷണം കേട്ടോ. പറ മനസ്സിലായോടാ? പറ. ഒരു മെമ്പറൈനും ഇല്ലാത്തത് ആരൊക്കെ? റൈബോസോം, സെൻട്രോസോം. സെൻട്രോസോം ഏത് സെല്ലിൽ മാത്രമേ കാണൂ? ആനിമൽ സെല്ലിൽ മാത്രമേ കാണൂ. ഓർത്ത് വെച്ചോ, സെൻട്രോസോം എവിടെ മാത്രമേ കാണൂ? മോനെ വേറെ അങ്ങോട്ട് നോക്കല്ലേ, നിന്നോടാ വേറെ നോക്കല്ലേ, പറ മനസ്സിൽ ഉറപ്പിക്ക് പറ. ആനിമൽ സെല്ലിൽ മാത്രം ആ സെൻട്രോസോം കാണുക, ആനിമൽ സെല്ലിൽ മാത്രം ആ സെൻട്രോസോം കാണുക. മനസ്സിൽ പറ. ഓക്കെ, സെറ്റിലടാ. ഡബിൾ മെമ്പറൈൻ ആർക്കൊക്കെ? സിംഗിൾ മെമ്പറൈൻ ആർക്കൊക്കെ? ഒരു തുണിയും ഇല്ലാത്തവരാരൊക്കെ? മനസ്സിലായി സാർ, മനസ്സിലായി. എങ്കിൽ മക്കളെ പറയടാ, ബാക്ടീരിയൻ്റെ ഉള്ളിലെ ബാക്ടീരിയക്ക് 3 കവറിങ് ഉണ്ട് സാറേ. ബാക്ടീരിയക്ക് എത്ര കവറിങ് ഉണ്ടടാ? ബാക്ടീരിയക്ക് 3 കവറിങ് ഉണ്ടടാ. ഏറ്റവും പുറത്തെ കവറിങ്ങിന്റെ പേരെന്ന് പറയാമോ? ബാക്ടീരിയന്റെ ഏറ്റവും പുറത്തെ കവറിങ്ങിന്റെ പേരെന്ന് പറയാമോ? ബാക്ടീരിയന്റെ ഏറ്റവും പുറത്തെ കവറിങ്ങിന്റെ പേരെന്ന് പറയാമോ ചോദിച്ചാലും പറയുന്നില്ലല്ലോ പഠിച്ചവനെ. ഏറ്റവും പുറത്തെ ലെയറിന്റെ പേരെന്താ? ബാക്ടീരിയന്റെ ഏറ്റവും പുറത്തുള്ള ലെയറിന്റെ പേരാ സാറേ എന്ത്? ഗ്ലൈക്കോകാലിക്സ്. പിന്നകത്തുള്ള ലെയറിന്റെ പേരാണ് എന്ത്? സെൽ വോള്. ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് ഏത്? സെൽ മെമ്പറൈൻ. പറ, സെൽ മെമ്പറൈൻ. ബാക്ടീരിയന്റെ ഏറ്റവും പുറത്തുള്ളത് ആരാ സാറേ? ഗ്ലൈക്കോകാലിക്സാ. അകത്തുള്ളത് ആരാ സാറേ? സെൽ വോളാ. ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആരാ? സെൽ മെമ്പറൈനാ. ഈ 3 ലെയറിനെ കൂടി ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? സെൽ എൻവലപ്പ്. പറ, എന്താ വിളിക്കുക? സെൽ എൻവലപ്പ് എന്നാ വിളിക്കുക. ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, സെൽ മെമ്പറൈൻ, ഇവരെ 3 പേരെയും കൂടി, ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, സെൽ മെമ്പറൈൻ, ഇവരെ 3 പേരെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ സാറേ? സെൽ എൻവലപ്പാ. എടാ, ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആരാ? സെൽ മെമ്പറൈനാ. ഈ സെൽ മെമ്പറൈൻ അകത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന കണ്ടോടാ, സെല്ലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന കണ്ടോ? ഈ ഉന്തലുകളുടെ പേരാണടാ എന്ത്? മീസോസോം. എന്താ വിളിക്കുക? മീസോസോം എന്നാ വിളിക്കുക. ബാക്ടീരിയന്റെ ഉള്ളിലെ സെൽ മെമ്പറൈൻ ഉണ്ട്. ഈ സെൽ മെമ്പറൈൻ അകത്തേക്ക് ഉന്തി നിൽക്കും. ഈ ഉന്തലുകളുടെ പേരാണടാ എന്ത്? മീസോസോം. അപ്പൊ എന്താ മീസോസോം എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഉന്തല്. ആരുടെ ഉന്തല? സെൽ മെമ്പറൈൻ ഉന്തല. എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ into the cell. പറ, എന്താടാ മീസോസോം? പറ, എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ into the cell. മക്കളെ പറയടാ, എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ into the cell. സെൽ മെമ്പറൈൻ അകത്തേക്ക് ഉന്തി നിൽക്കുന്നതിനെ എന്ത് വിളിക്കുക? മീസോസോം എന്ന് വിളിക്കുക. എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ ഇൻടു ദ സെൽ. എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ ഇൻടു ദ സെൽ. എക്സ്റ്റൻഷൻ ഓഫ് സെൽ മെമ്പറൈൻ ഇൻടു ദ സെൽ. അതിന്റെ പണി പഠിക്കണേ മക്കളെ, ഓർത്തു വെച്ചോ. ഈ മീസോസോം കാരണം സർഫസ് ഏരിയ കൂടും. പറയടാ, മീസോസോം എന്ത് കൂട്ടും? സർഫസ് ഏരിയ കൂട്ടും. 2, മീസോസോമ ബാക്ടീരിയയിൽ എനർജി ഉണ്ടാക്കാൻ സഹായിക്കുക. എനർജി ഉണ്ടാക്കുന്നതിന് എന്താ വിളിക്കുക? റെസ്പിറേഷൻ എന്നാ വിളിക്കുക. ഈ റെസ്പിറേഷനെ സഹായിക്കുന്നത് മൈറ്റോകോൺട്രിയയിലെ ബാക്ടീരിയയിലെ ആരാ? ചോദിക്കും. നമ്മുടെ ഉള്ളിൽ റെസ്പിറേഷൻ നടത്താൻ സഹായിക്കുന്നത് മൈറ്റോകോൺട്രിയ. അതേപോലെ മൈറ്റോകോൺട്രിയ ബാക്ടീരിയക്ക് ഇല്ല. അപ്പൊ സാറേ അവരെങ്ങനെ റെസ്പിറേഷൻ നടത്തുക? പറ, എനിക്ക് ഉത്തരം പറഞ്ഞതാ. നമുക്ക് റെസ്പിറേഷൻ നടത്താൻ മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇതേപോലെ മൈറ്റോകോൺട്രിയ അവർക്കില്ല. പിന്നെ അവരെങ്ങനെയാ റെസ്പിറേഷൻ നടത്തണേ? പറഞ്ഞതാ. ചോദിക്കാം 2 മാർക്കിന്. വെൻ വിച്ച് സ്ട്രക്ചർ ഹെൽപ്പ് ഫോർ റെസ്പിറേഷൻ ഇൻ ബാക്ടീരിയ? പറഞ്ഞതാ. ഏത് സ്ട്രക്ചറാ ബാക്ടീരിയയില്
എനർജി ഉണ്ടാക്കാൻ റെസ്പിറേഷനെ സഹായിക്കാം മക്കളെ. നമുക്ക് മൈറ്റോകോൺട്രിയ ഉണ്ട്, പക്ഷെ ബാക്ടീരിയക്ക് മൈറ്റോകോൺട്രിയ ഇല്ല. മൈറ്റോകോൺട്രിയ ഇല്ലാഞ്ഞിട്ടും അവരെങ്ങനെ റെസ്പിറേഷൻ നടത്താന്നറിയാമോ? അവർക്ക് മീസോസോം ഉള്ളത് കൊണ്ടാ. ഓർത്ത് വെച്ചോ, നമുക്ക് മൈറ്റോകോൺട്രിയ ആണെങ്കിൽ അവർക്ക് മീസോസോമ, നമുക്ക് മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ബാക്ടീരിയക്ക് മീസോസോമ. ഓർത്ത് വെച്ചോ. അപ്പൊ എന്താണ് മീസോസോമിന്റെ പണി? സർഫസ് ഏരിയ കൂട്ടും, റെസ്പിറേഷൻ നടത്തും, DNA ഇരട്ടിക്കും. കണ്ടോ, ബാക്ടീരിയ DNA ഉണ്ടടാ, ഈ DNA ഇരട്ടിക്കാൻ സഹായിക്കും. DNA റെപ്ലിക്കേഷൻ എന്നാ വിളിക്കുക. DNA ഇരട്ടിക്കുന്നതിന് എന്താ വിളിക്കുക? DNA റെപ്ലിക്കേഷൻ എന്നാ വിളിക്കുക. അടുത്ത എന്താടാ? സെൽ വോൾ ഉണ്ടാക്കാൻ സഹായിക്കും. എന്തുണ്ടാക്കാൻ സഹായിക്കും? സെൽ വോൾ ഉണ്ടാകാൻ സഹായിക്കും. പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. നിങ്ങളുടെ സീനിയേഴ്സിന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. പറ, മീസോസോമിന്റെ പണി എന്താ മക്കളെ? മീസോസോമിന്റെ പണി എന്താ മക്കളെ? കേക്കട്ടെ. ഇൻക്രീസ് സർഫസ് ഏരിയ, റെസ്പിറേഷൻ നടത്തും, പിന്നെന്താ? DNA ഇരട്ടിക്കും, DNA റെപ്ലിക്കേഷൻ, ലാസ്റ്റ് സെൽ വോൾ ഫോർമേഷൻ. എന്താ? ഇൻക്രീസ് സർഫസ് ഏരിയ, റെസ്പിറേഷൻ നടത്തും, DNA ഇരട്ടിക്കും, DNA റെപ്ലിക്കേഷൻ നടത്തും, സെൽ വോളുകളെ ഉണ്ടാക്കും, സെൽ വോൾ ഫോർമേഷൻ. ഓക്കെ മക്കളെ, എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയടാ. ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് വരുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെ? അതാണ് ചോദ്യം. ഇതാണ് മക്കളെ എന്ത്? ബാക്ടീരിയ എന്നിരിക്കട്ടെ. ഈ ബാക്ടീരിയന്റെ സർഫസ് ഇതാണല്ലോ. ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെ? പറ. ബാക്ടീരിയന്റെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെ? സർഫസിൽ നിന്ന് വരുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെ? ചോദിക്കാം. ബാക്ടീരിയന്റെ സർഫസ് സ്ട്രക്ചറുകൾ ഏതൊക്കെ? പറ. സെക്രീഷൻ ഓഫ് എൻസൈം ഉണ്ടോ? ഉണ്ടടാ, കറക്റ്റ് ആണ്. മീസോസോമിന്റെ ഫംഗ്ഷൻ അത് എഴുതാം. സെക്രീഷൻ ഒരു ഫംഗ്ഷനാണ്. ഞാൻ കൊടുക്കാത്തേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള നാലെണ്ണം കൊടുത്തു, അത്രേ ഉള്ളൂടാ. പറ മക്കളെ, പറ. ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് വരുന്ന സ്ട്രക്ചർ ഏതൊക്കെ? പറ. ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 3 സ്ട്രക്ചർ ഉണ്ടടാ. ഒന്നാമത്തതാടാ ബാക്ടീരിയ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഫ്ലജെല്ല. രണ്ടാമത്തേതാണടാ ഏത്? പിലൈ എന്നാ വിളിക്കുക, പിലൈ. മൂന്നാമത്തേനെ വിളിക്കുന്ന പേരാ ഫിംബ്രിയെ. എന്താ? ഫിംബ്രിയെ. ഇത് 3ഉം ഓർത്ത് വെച്ചോ. ഇത് 3ഉമാ ബാക്ടീരിയന്റെ പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകള്. പറ, ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് വരുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെ? ബാക്ടീരിയന്റെ സർഫസ് സ്ട്രക്ചറുകൾ ഏതൊക്കെ? ഫ്ലജെല്ല, പിലൈ, ഫിംബ്രിയെ. പറ, ബാക്ടീരിയന്റെ സർഫസ് സ്ട്രക്ചറുകൾ ഏതൊക്കെ? ഫ്ലജെല്ല, പിലൈ, ഫിംബ്രിയെ. സർഫസ് സ്ട്രക്ചർ ഏതൊക്കെ? ഫ്ലജെല്ല, പിലൈ, ഫിംബ്രിയെ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഈ ഫ്ലജെല്ല കാരണമാ ബാക്ടീരിയ മൂവ് ചെയ്യുക. ഈ പിലയും ഫിംബ്രിയും കാരണമാ ബാക്ടീരിയ എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യുക. ഏതിനെ? റോക്കിനെ, പാറകളെയൊക്കെ കയറി പിടിക്കാൻ ചില ബാക്ടീരിയ ഇങ്ങനെ നദിയിൽ കുളിക്കുമായിരിക്കും. നദിയിൽ കുളിക്കുന്ന സമയത്ത് അവർക്ക് കരയിലേക്ക് കയറണമെങ്കിൽ പാറയിൽ അള്ളിപ്പിടിക്കാൻ പാറയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഏതൊക്കെ സ്ട്രക്ചറാ? പിലയും ഫിംബ്രിയും. ഓർത്ത് വെച്ചോ. ബാക്ടീരിയക്ക് പാറയിലേക്ക് കയറാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ ഏതൊക്കെ? പിലയും ഫിംബ്രിയേമാ. ബാക്ടീരിയ ചലിപ്പിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ഏതാ? ഫ്ലജെല്ല. ഓർക്കണം സാറേ, ഫ്ലജെല്ലിന്റെ പണി എന്താ? ഹെൽപ്പ് ഇൻ മൂവ്മെന്റ്. എന്താ സാറേ പിലയിന്റെയും ഫിംബ്രിയന്റെയും പണി? അവർ ബാക്ടീരിയനെ പാറയിലേക്കോ വേറെ ജീവികളുടെ മുകളിലേക്കൊക്കെ ഒട്ടിപ്പിടിക്കാനാ സഹായിക്കാം. അറ്റാച്ച് ടു റോക്ക്. എൻ്റെ മക്കളെ, എങ്കിൽ നിങ്ങൾ പറ, ഫ്ലജെല്ലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെ? ഫ്ലജെല്ലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെ? പഠിച്ചു മരിച്ചു പഠിച്ചതാ. പറ, ഫ്ലജെല്ലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെ? സാറേ, പെന്നിന്റെ കട്ടി കുറയ്ക്കാമോ? അതാ ഞാനേ നോക്കണതേ. പെന്നിന്റെ കട്ടി എങ്ങനെ കുറയ്ക്കാവോ? മുത്തേ, ആരെങ്കിലും ഒന്ന് വരുമോ? ഒന്നും കേൾക്കുന്ന പോലും ഇല്ലേ ആരും? ആ, കൊള്ളാലോ. ഇതെന്താ? അയ്യോ, തീ വരുന്നുണ്ടല്ലോ. ഇത് മാഞ്ഞു പോകും. പിന്നെ ഇത് മതിയല്ലേ? ഓക്കേടാ. സാറിന്റെ ക്ലാസ് 8:35 വരെ. പറടാ, ഭാഗങ്ങൾ ഏതൊക്കെ? കേട്ടെ. പറ ഏതൊക്കെയാടാ മക്കളെ? പറ. ബേസൽ ബോഡി. 2 ഏതാ? ഹുക്ക്. 3 ഏതാ? ഫിലമെന്റ്. 3 സ്ട്രക്ചർ ഏതൊക്കെ? പറ. ബേസൽ ബോഡി. പോയാ അതെങ്ങനെ തിരിച്ചു വരുത്താവോ? ബേസൽ ബോഡി. പറ. ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ്. ഇത് 3 ഭാഗങ്ങൾ ഏതൊക്കെ? ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ്. ഇത് 3 മാസാറേ ഫ്ലജെല്ലിന്റെ ഭാഗങ്ങൾ. ഏതൊക്കെ ഫ്ലജെല്ലിന്റെ ഭാഗങ്ങൾ? ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ്. ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ്. ഇത് 3 ഭാഗങ്ങൾ. ഓർത്ത് വെക്കണം കേട്ടോ. മക്കളെ, കട്ടി കുറയ്ക്കുന്ന എങ്ങനെയാ ചോദിച്ചു വരട്ടെ കേട്ടോ.
നന്ദുവേ, നന്ദു, എവിടെ പോയി കിടക്കുന്നത്? ഇതിന്റെ കട്ടി ഒന്ന് കുറച്ച് തരുമോ? കട്ടി കുറയ്ക്കാൻ പറ്റണില്ലല്ലോ. താങ്ക് യു. ഓക്കേടാ, റെഡി ആയിട്ടേ. രണ്ട് വീണ്ടും കൂടിയല്ലോ. ഓക്കെ, സെറ്റ് ആയിക്കോട്ടെ മക്കളെ. ഓക്കേടാ. പഞ്ചാര കുഞ്ചുകളെ ഷെയർ ചെയ്യൂ, പവറാക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ പറയടാ. സെവറൽ റൈബോസോംസ് ആർ അറ്റാച്ച്ഡ് ടു നോക്കടാ. ഒരുപാട് റൈബോസോമുകൾ വരും. ഒരുപാട് റൈബോസോമുകൾ വന്നിട്ട് നമ്മുടെ mRNA-യുമായി ചേർന്ന് നിൽക്കും. അതിനെന്താ വിളിക്കുക? റൈബോസോമുകൾ mRNA-യുമായി ചേർന്ന് നിൽക്കുന്നതിന് എന്താ വിളിക്കുക? ഓക്കെ മക്കളെ, കറക്റ്റാടാ. എന്താ വിളിക്കുക? പോളി റൈബോസോം. ഒരുപാട് റൈബോസോമുകൾ വന്നിട്ട് mRNA-യുമായി ചേർന്ന് നിൽക്കുന്നതിന് എന്താ വിളിക്കുക സാറേ? പോളി റൈബോസോം. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, എന്താ വിളിക്കുക? പോളിസോം. രണ്ടും ഓർത്ത് വെച്ചോ. പോളി റൈബോസോം, പോളിസോം. പറ, പോളി റൈബോസോം, പോളിസോം. ഒരുപാട് റൈബോസോം വരും, mRNA-യുമായി ചേർന്ന് നിൽക്കും. അതിനെന്ത് വിളിക്കുക? പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം. അടുത്ത പറ മക്കളെ. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? പറ മക്കളെ. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? പറ കേക്കട്ടെ. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയടാ കേക്കട്ടെ. എന്തൊക്കെയാ വ്യത്യാസങ്ങൾ? ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? അതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയാമോടാ? ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? നോക്കടാ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറേ ബാക്ടീരിയ എടുത്തു. നോക്കി ശ്രദ്ധിച്ചോ. നമ്മൾ കുറേ ബാക്ടീരിയനെ എടുത്തു. കുറേ ബാക്ടീരിയന്റെ മുകളിൽ ഒരു കളർ ഇട്ട് കൊടുത്തു. ആ കളറിന്റെ പേര് സ്റ്റെയിൻ എന്നിരിക്കട്ടെ. സ്റ്റെയിൻ പറഞ്ഞ കളർ. ഈ ഒരുപാട് ബാക്ടീരിയന്റെ മുകളില് ഒരു കളർ ഒഴിച്ചു, ഒരു സ്റ്റെയിൻ ഒഴിച്ചെന്നിരിക്കട്ടെ. ഈ കളർ ഒഴിച്ചു കൊടുത്തപ്പോൾ ചില ബാക്ടീരിയന്റെ മുകളിൽ വയലറ്റ് കളർ ഉണ്ട്. ഈ കളർ അടിച്ചു കൊടുത്തപ്പം ചില ബാക്ടീരിയക്ക് വയലറ്റ് കളർ ഉണ്ട്. വയലറ്റ് കളർ ഉള്ള ബാക്ടീരിയ ആണ് ഏത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. വയലറ്റ് കളർ ഇല്ലാത്ത ബാക്ടീരിയ ആണ് ഏത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. പറയടാ. കുറെ ബാക്ടീരിയ എടുത്ത് സാറേ അതിന്റെ മുകളിൽ ഒരു കളർ ഒഴിച്ചു, ഒരു സ്റ്റെയിൻ ഒഴിച്ചു കൊടുത്തു. ഈ സ്റ്റെയിൻ ഒഴിച്ചു കൊടുത്തപ്പം ചില ബാക്ടീരിയ ഈ സ്റ്റെയിനെ വാങ്ങിച്ചിട്ട് വയലറ്റ് കളറായി. വയലറ്റ് കളർ ഉള്ളവരാണ് ആര്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. വയലറ്റ് കളർ ഇല്ലാത്തവരാണ് ആര്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓർത്ത് വെച്ചോ. ദ ബാക്ടീരിയ വിത്ത് വയലറ്റ് കളർ അതാരാ? ഗ്രാം പോസിറ്റീവ്. ബാക്ടീരിയ വിത്തൗട്ട് വയലറ്റ് കളർ അതേതാ? ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന്റെ സെൽ വോൾ എന്തായിരിക്കും എന്നറിയാമോ? ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ സെൽ വോൾ എന്തായിരിക്കും എന്നറിയാമോ? കട്ടി കുറഞ്ഞതായിരിക്കും. അവിടെ ഓർത്ത് വെച്ചോ. ഗ്രാം പോസിറ്റീവുകൾക്ക് കട്ടിയുള്ള സെൽ വോൾ ആയിരിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് കട്ടി കുറഞ്ഞ സെൽ വോൾ ആയിരിക്കും. മനസ്സിലായല്ലോ സാറേ? രണ്ട് ബാക്ടീരിയ ഉണ്ട് സാറേ. കളർ ഒഴിച്ചു കൊടുത്ത് എങ്ങനെ മനസ്സിലാക്കുക? കളർ ഒഴിച്ചു കൊടുത്ത് കളർ എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബാക്ടീരിയ. ഒന്നാമത്തെ ബാക്ടീരിയ കളറിനെ സ്വീകരിക്കും, എന്നിട്ട് വയലറ്റ് കളറാകും. അതിന്റെ പേരെന്താ? ഗ്രാം പോസിറ്റീവാ. കളർ എടുത്തു. രണ്ടാമത്തേത് കളർ ഒഴിച്ചു കൊടുത്തിട്ടും വയലറ്റ് കളറിനെ സ്വീകരിച്ചില്ല. അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് സെൽ വോൾ കട്ടി കൂടുതലാ, ഗ്രാം നെഗറ്റീവിന് കട്ടി കുറവാ. ഓർത്ത് വെച്ചോ. ഇതാണ് മക്കളെ റൈബോസോം. റൈബോസോം അറിയാലോ? കണ്ടുപിടിച്ചതാരാടാ? പായസം നക്കിന്റെ പേരെന്താ? ജോർജ് പാലട. പറ. റൈബോസോം കണ്ടുപിടിച്ച പായസം നക്കിന്റെ പേരെന്താ? ജോർജ് പാലട. റൈബോസോം കണ്ടുപിടിച്ച പായസം നക്കിന്റെ പേരെന്തുവാണ്? പറ. പായസം നക്കി ജോർജ് പാലട. റൈബോസോം കണ്ടുപിടിച്ച പായസം നക്കി അതാരാ? പാലട. റൈബോസോം കണ്ടുപിടിച്ചത് ജോർജ് പാലട. പാലഡ് എന്നട്ടോ.
ഓക്കേടാ. റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന ആരെയൊക്കെ വെച്ചാ RNA-നെയും പ്രോട്ടീനെയും വെച്ച കേട്ടോ. റൈബോസോം RNA-നെയും പ്രോട്ടീനെയും വെച്ചാ ഉണ്ടാക്കിയേക്കണേ. റൈബോസോം മാത്രമേ പ്രോ കാരിയോട്ടിലും യു കാരിയോട്ടിലും കാണൂ. പ്രോ കാരിയോട്ടിക് സെല്ലിലും യു കാരിയോട്ടിക് സെല്ലിലും രണ്ടിടത്തും കാണുന്ന ഒരേ ഒരു സെൽ ഓർഗണൽ എഴുതി വെച്ചോ. പ്രോ കാരിയോട്ടിക് സെല്ലിലും യു കാരിയോട്ടിക് സെല്ലിലും രണ്ട് സെല്ലിലും ഒരേപോലെ കാണുന്ന ഒറ്റ ഒരാൾ, അതാരാ? റൈബോസോമാണ്. പ്രോ കാരിയോട്ടിക് സെല്ലിലും യു കാരിയോട്ടിക് സെല്ലിലും ഒരേപോലെ കാണുന്ന ഒറ്റ ഒരാൾ, അതാരാ? റൈബോസോമ. റൈബോസോം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 70S, രണ്ട് ഏതാ? 80S. എസ് എന്ന് പറഞ്ഞാലാണ് എന്ത് വിളിക്കുക? സിഡ്ബർഗ് യൂണിറ്റ് എന്നാ വിളിക്കുക. സിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കാം. Ribosome is two types, 70S and 80S. S stands for, S എന്തിനാ സൂചിപ്പിക്കുക? അപ്പൊ എഴുതണം സിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. പറയടാ എസ് എന്താന്ന് എഴുതി കാണിക്കുക. എസ് എന്താന്ന് കമന്റ് ബോക്സ് എഴുതി കാണിക്കുക. എന്താ എസ്? സിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. വേഗം എഴുതി കാണിക്കടാ. സിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. സിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. മക്കളെ ഈ 70S ആടാ പ്രോ കാരിയോട്ടിൽ കാണുക, 80S ആ മക്കളെ യു കാരിയോട്ടിൽ കാണുക. ഓർത്ത് വെക്കണം. രണ്ടിടത്തും റൈബോസോം കാണും, പക്ഷെ പ്രോ കാരിയോട്ടിലെ 70S ആണ്, യു കാരിയോട്ടിലെ എന്താ? 80S ആണ്. ഓർത്ത് വെച്ചോ. പ്രോ കാരിയോട്ടിലെ 70S, യു കാരിയോട്ടിലെ എന്താ? 80S. പ്രോ കാരിയോട്ടിലെ 70S ആയിരിക്കും, യു കാരിയോട്ടിലെ 80S ആയിരിക്കും റൈബോസോം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയടാ. സെൽ മെമ്പറൈനിന് ഇത്രേ ക്വസ്റ്റ്യൻ വരുള്ളൂ. വേഗം പറ. സെൽ മെമ്പറൈനിലെ ക്വസ്റ്റ്യൻ ഏതൊക്കെ? പറ, എന്നോട് പറ. എന്നോട് പറ. ഏതൊക്കെയാ സെൽ മെമ്പറൈന്റെ കമ്പോണന്റുകൾ? പറ, ഏതൊക്കെയാ സെൽ മെമ്പറൈന്റെ കമ്പോണന്റ്? മോനെ നിന്നോടാ ചോദ്യം, നീ തന്നെ പറ. ഏതൊക്കെയാ സെൽ മെമ്പറൈന്റെ കമ്പോണന്റുകൾ? സെൽ മെമ്പറൈന്റെ കമ്പോണന്റുകൾ ഏതൊക്കെ? പറ. സെൽ മെമ്പറൈന്റെ കമ്പോണന്റുകൾ ഏതൊക്കെ? പറ മക്കളെ. ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. LPC, PLC, CPL, സെലിബ്രിറ്റി പ്രീമിയർ ലീഗ്, CPL. ഓക്കെടാ. ഏതൊക്കെ പറ. പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. പറ. പ്രോട്ടീന്, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്. ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. ഇവരെ 3 പേരെ വെച്ച് എന്തുണ്ടാക്കിയേക്കണേ? സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയേക്കണേ. അപ്പൊ സെൽ മെമ്പറിന്റെ കമ്പോണന്റുകൾ ആരൊക്കെ? ബയോമോളിക്യൂൾ ആരൊക്കെയും ചോദിക്കും. അപ്പൊ എന്താ എഴുതുക? ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. അടുത്തത്, ഈ 3 പേരിൽ ആരാണ് 2 ലെയറായി കാണുക? ബൈ ലെയറായിട്ട് കാണുന്നത് ആരാ? ബൈ ലെയറായി കാണുന്നത് ആരാടാ? ബൈ ലെയറായിട്ട് കാണുന്നത് ഏതാ? ബൈ ലെയറായിട്ട് കാണുന്നത് ആരാ? ലിപ്പിഡ് ആണ് കേട്ടോ. 2 ലെയറായി നിൽക്കുന്നത് ഏതാന്ന് ചോദിക്കും. ആരാ? പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ അല്ല. 2 ലെയറായി കാണുന്നത് ആരാ? ലിപ്പിഡ്. ഓക്കെ. അടുത്ത്, സെൽ മെമ്പറൈനിൽ കാണുന്ന 2 ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? സെൽ മെമ്പറൈനിൽ കാണുന്ന 2 ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെയാണ്? സെൽ മെമ്പറൈനിൽ കാണുന്ന 2 ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? സെൽ മെമ്പറൈനിൽ കാണുന്ന 2 ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? ഒന്നാമത്തെ പ്രോട്ടീന്റെ പേര് ഇന്റഗ്രൽ പ്രോട്ടീൻ. രണ്ടാമത്തെ പ്രോട്ടീന്റെ പേരെന്താ? പെരിഫറൽ പ്രോട്ടീൻ. ഓർത്തോണം. ഇന്റഗ്രൽ പ്രോട്ടീനുമുണ്ട്, പെരിഫറൽ പ്രോട്ടീനുമുണ്ട്. 2 ടൈപ്പ് പ്രോട്ടീനാണ് ആ സെൽ മെമ്പറൈനിൽ കാണുക. ഒന്ന് ഇന്റഗ്രൽ പ്രോട്ടീനാ, 2 പെരിഫറൽ പ്രോട്ടീനാ. ഇന്റഗ്രൽ, പെരിഫറൽ. അടുത്ത ചോദ്യം, സിംഗർ ആൻഡ് നിക്കോൾസൺ കൊണ്ടുവന്ന ഒരു മോഡൽ ഉണ്ട് സെൽ മെമ്പറൈനുമായിട്ട് ബന്ധപ്പെട്ട്. ആ മോഡലിന്റെ പേരെന്താ? സെൽ മെമ്പറൈനുമായി ബന്ധപ്പെട്ട സിംഗർ ആൻഡ് നിക്കോൾസൺ കൊണ്ടുവന്ന മോഡലിന്റെ പേരെന്താടാ? സിംഗറേട്ടനും നിക്കോൾസേട്ടനും കൊണ്ടുവന്ന സെൽ മെമ്പറൈനുമായി ബന്ധപ്പെട്ട മോഡൽ എന്തുവാ സാറേ? ഞാൻ പറയാം സാറേ, സാറ് തന്നെ പറയണം സാറേ. ഏതാ സാറേ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പറ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാ വിളിക്കുക. പിന്നല്ല സാർ. എന്താടാ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അറിയാലോ? എടാ, ലിപ്പിഡ് സെൽ മെമ്പറൈന് ഒരു സെമി ഫ്ലൂയിഡ്, ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ട്. ആ ലിപ്പിഡ്, ആ സെൽ മെമ്പറൈനിൽ പ്രോട്ടീനുകൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രോട്ടീൻ ലാറ്ററൽ മൂവ്മെന്റ് കാണിക്കുകയാണ്. സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സെൽ മെമ്പറൈനിൽ പ്രോട്ടീനുകൾ ലാറ്ററൽ മൂവ്മെന്റ് കാണിക്കുകയാണ്. സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സെൽ മെമ്പറൈനിൽ പ്രോട്ടീനുകൾ ലാറ്ററൽ മൂവ്മെന്റ് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കേട്ടോ. ഈ പറയടാ, സെൽ മെമ്പറൈന്റെ 2 പണികളൊന്ന് പറ. സെൽ മെമ്പറൈന്റെ ഒന്നാമത്തെ പണി എന്താ? സെൽ മെമ്പറൈന്റെ ഒന്നാമത്തെ പണിയാ, സെൽ മെമ്പറൈൻ എന്തിന് സഹായിക്കും? സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. ഒന്നാമത്തെ പണി എന്താ സെൽ മെമ്പറൈന്റെ? സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെ പണി എന്താ സെൽ മെമ്പറൈന്റെ? സെല്ല് ഗ്രോത്തിന് സഹായിക്കും. ആര്? സെൽ മെമ്പറൈന്.
ഈ രണ്ട് കാര്യം ഓർത്താൽ മതി കേട്ടോ. സെൽ മെമ്പറിന്റെ പണികൾ ഏതൊക്കെ? സെല്ലിനെ വളരാൻ സഹായിക്കും, സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ. എക്സ്ക്രീഷനൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് വേണ്ട സാധനങ്ങളെ പുറത്തേക്ക് തള്ളുക, മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക സെല്ലിന്റെ ഉള്ളിലേക്ക്. അതൊക്കെയാണ് പണി. നോർത്ത് വെച്ച് രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ. മക്കളെ, എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിൽ 4 പേരുണ്ട്. ആരൊക്കെ? എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിൽ 4 പേരുണ്ടടാ. ആരൊക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്. ഈ 4 പേരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? എൻഡോ മെമ്പറൈൻ സിസ്റ്റം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്. ഈ 4 പേരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? എൻഡോ മെമ്പറൈൻ സിസ്റ്റം. അപ്പൊ ചോദിക്കും, 2 മാർക്കിന് ചോദിക്കും, മെമ്പേഴ്സ് ഓഫ് എൻഡോ മെമ്പറൈൻ സിസ്റ്റം ആരൊക്കെയാ? എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിൽ കാണുന്ന ആൾക്കാർ ആരൊക്കെ? എഴുതി വെച്ചോളാം മക്കളെ. മുഞ്ചാരകളെ ഞങ്ങൾ എഴുതും സാറേ. എന്തൊക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്. ഇവർ 4 മാസാറെ ആൾക്കാർ. 2 ടൈപ്പ് അറിയാലോ. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഏതൊക്കെ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. RER. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് മക്കളെ. റൈബോസോം ഉള്ളവരാണ് ആര്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഇല്ലാത്തവരാണ് ആര്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ഉണ്ടാക്കുക? പ്രോട്ടീനുകളാ ഉണ്ടാക്കുക. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ഉണ്ടാക്കുക? ലിപ്പിഡുകളാ ഉണ്ടാക്കുക. ഇതൊന്ന് ഓർത്ത് വെക്കണം. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് സാറേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കയ്യിൽ റൈബോസോം കാണും. റൈബോസോം ഉള്ളവരാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫാടാ. റൈബോസോം കിടക്കുമ്പോൾ നമ്മുടെ റഫല്ലേ, വീട്ടില് കല്ലും മണലും ഒക്കെ ഉണ്ടെങ്കിൽ അത് റഫായിരിക്കില്ല. അതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ റൈബോസോം ഉണ്ടെങ്കിൽ റഫായിരിക്കും. റൈബോസോം ഇല്ലാത്തവരെ സ്മൂത്ത് എന്നാ വിളിക്കുക. റഫ് എന്താ ഉണ്ടാക്കുക? പ്രോട്ടീൻ ഉണ്ടാക്കുക. സ്മൂത്തോ ലിപ്പിഡാ ഉണ്ടാക്കുക. ലിപ്പിഡും സീറോയിഡ് ഹോർമോൺസുമാണ് ഉണ്ടാക്കുക. ഗോൾഗി അപ്പാരറ്റസിന്റെ പണിയെടുക്കേണ്ട ഈ ചുരുണ്ട് പോലെ കാണുന്ന ഇയാളാണ് ഗോൾഗി അപ്പാരറ്റസ്. ഈ ചുളിവുകളുടെ പേരാണ് സിസ്റ്റേർനെ എന്നാ വിളിക്കുക. ചുളിവുകൾ എന്താ വിളിക്കുക? സിസ്റ്റേർനെ എന്നാ വിളിക്കുക. ഗോൾഗി അപ്പാരറ്റസിന്റെ പണിയാണ് സെല്ലിൽ പാക്ക് ചെയ്യുക. സെല്ലിന്റെ അകത്തേക്കും പുറത്തേക്കും വിടുന്നവരെ പാക്ക് ചെയ്യുന്നവരാരാ? പാക്ക് ചെയ്ത് അയക്കുന്ന സെയിൽസ്മാൻ ആരാ? സെയിൽസ്മാൻ ആരാ? ഗോൾഗി അപ്പാരറ്റസാ. സെല്ലിന്റെ പുറത്തേക്കും അകത്തേക്കും പോകേണ്ട സാധനങ്ങളെ പാക്ക് ചെയ്യും. പാക്ക് ചെയ്യുന്നത് ആരുടെ പണിയാ? ഗോൾഗി അപ്പാരറ്റസിന്റെ പണിയാടാ. ഓക്കെ മക്കളെ, ലൈസോസോമിന്റെ പണിയാണ്. ലൈസോസോമിന്റെ ഉള്ളിലായി എന്ത് കാണുക? ഹൈഡ്രോലൈറ്റിക് എൻസൈം. അപ്പൊ ചോദിക്കും സാറേ, ഏത് സെൽ ഓർഗണില്ല ഹൈഡ്രോലൈറ്റിക് എൻസൈം കാണുക? പറ കേക്കട്ടെ, പറ. ഏത് സെൽ ഓർഗണില്ല ഹൈഡ്രോലൈറ്റിക് എൻസൈം കാണുക? ഏത് സെൽ ഓർഗണില്ല ഹൈഡ്രോലൈറ്റിക് എൻസൈം കാണുക? പറ. ഏത് സെൽ ഓർഗണില്ല ഹൈഡ്രോലൈറ്റിക് എൻസൈം കാണുക? എന്റെ മക്കള് പറ. ഏത് സെൽ ഓർഗണില്ല മക്കളോ? പറ. ഏതാ ഏത് സെൽ ഓർഗണില്ല സാറേ ഹൈഡ്രോലൈറ്റിക് എൻസൈം കാണുക? ഏതാ ലൈസോസോമാ. കറക്റ്റ് ആടാ. അടുത്ത നമ്മൾ പഠിക്കാൻ പോണ വാക്യൂളാ. വാക്യൂളിന്റെ പണി എന്താണെന്നറിയാമോടാ? വേസ്റ്റ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യാം. സെല്ലിന്റെ ഉള്ളിലെ അവശിഷ്ടങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ആരാ? വാക്യൂളാ. 3 ടൈപ്പ് വാക്യൂൾ ഉണ്ട്. സാപ്പ് വാക്യൂൾ, ഫുഡ് വാക്യൂൾ, കൺട്രാക്റ്റൈൽ വാക്യൂൾ. സാപ്പ് വാക്യൂൾ എവിടെ കാണുക? പ്ലാന്റ്സിലെ കാണാറുള്ളൂ. ഫുഡ് വാക്യൂൾ എവിടെ കാണുക? പ്രോട്ടിസ്റ്റയിലെ കാണാറുള്ളൂ. അമീബ എന്ന പ്രോട്ടിസ്റ്റയിലെ എടുത്ത് കാണുന്ന ഒരാളാണ് ആര്? കൺട്രാക്റ്റൈൽ വാക്യൂൾ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കണം. വേസ്റ്റിനെ സ്റ്റോർ ചെയ്യുന്നവരാരാ സാറേ? വാക്യൂളാ. 3 ടൈപ്പ് വാക്യൂൾ ഏതൊക്കെ? സാപ്പ് വാക്യൂൾ ഉണ്ട് സാറേ, ഫുഡ് വാക്യൂൾ ഉണ്ട് സാറേ, കൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട് സാറേ. സാപ്പ് വാക്യൂൾ എവിടെ കാണുക? പറ. സാപ്പ് വാക്യൂൾ ഏത് ജീവിയിലെ കാണുക? പ്ലാന്റ്സിലെ കാണുക. ഫുഡ് വാക്യൂൾ എവിടെ കാണുക? പറ. പ്രോട്ടിസ്റ്റകളിലെ കാണുക. കൺട്രാക്റ്റൈൽ വാക്യൂൾ എവിടെ കാണുക? അമീബയിലെ കാണുക. വാക്യൂളിന് ഒരൊറ്റ മെംബ്രെയിനേ ഉള്ളൂ. ഈ ഒരു മെംബ്രെയിൻ ഒരു സ്പെഷ്യൽ പേരുണ്ട്. എന്താ? നിങ്ങൾ അതിന് ടൈപ്പ് ചെയ്യും. വാക്യൂളിന് ഒറ്റ മെംബ്രെയിനേ ഉള്ളൂ. ആ മെംബ്രെയിൻ ഒരു പേരുണ്ട്. ടൈപ്പ് ചെയ്യടാ. വാക്യൂളിന്റെ മെംബ്രെയിന്റെ പേരെന്താ? വേഗം ടൈപ്പ് ചെയ്തോ. വാക്യൂളിന്റെ മെംബ്രെയിന്റെ പേര് വേഗം ടൈപ്പ് ചെയ്യടാ. വാക്യൂളിന് ഒരു മെംബ്രെയിനേ ഉള്ളൂ. ആ ഒരു മെംബ്രെയിന്റെ പേരെന്താ? വാക്യൂളിന് ഒരു മെംബ്രെയിനേ ഉള്ളൂ. ആ ഒരു മെംബ്രെയിന്റെ പേരെന്താ? ടോണോപ്ലാസ്റ്റ്. വെരി ഇങ്ങനെ ഒരു മാർക്കിനെ ചോദിക്കും. വാക്യൂളിന്റെ സിംഗിൾ മെംബ്രെയിന്റെ പേരെന്താ? ടോണോപ്ലാസ്റ്റ് എന്നാ വിളിക്കുക. അടുത്താണ് മക്കളെ
പ്ലാസിഡ് അറിയാലോ. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും മാത്രം കാണുന്നവരാ. പ്ലാസ്റ്റിഡ്സ് എവിടെ മാത്രമേ കാണാറുള്ളൂ? പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും മാത്രമേ കാണാറുള്ളൂ. 3 ടൈപ്പ് പ്ലാസിഡ് ഉണ്ട് മക്കളെ. 3 ടൈപ്പ് പ്ലാസിഡ് ഏതൊക്കെ? 1 ക്ലോറോപ്ലാസ്റ്റ്, 2 ക്രോമോപ്ലാസ്, 3 ലൂക്കോപ്ലാസ്. 3 ടൈപ്പ് പ്ലാസിഡ് ഉണ്ട് സാർ. ഏതൊക്കെ? ക്ലോറോപ്ലാസ്, ക്രോമോപ്ലാസ്, ലൂക്കോപ്ലാസ്. ഇതിൽ കളർ ഇല്ലാത്ത പ്ലാസിഡ് ആരാ? കളർ ഇല്ലാത്ത പ്ലാസിഡ് ആരാ ചോദിക്കും. കളർലെസ് പ്ലാസിഡ് ആരാ? ലൂക്കോപ്ലാസാ. കളർ ഇല്ലാത്ത പ്ലാസിഡ് ആരാ? ലൂക്കോപ്ലാസാടാ. ഈ ലൂക്കോപ്ലാസ് വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ടടാ. വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. ലൂക്കോപ്ലാസിന്റെ 3 ടൈപ്പ് ഏതൊക്കെയാടാ? 1 സാറേ അമൈലോപ്ലാസ്, കൊള്ളാലോ. 2 സാറേ അല്യൂറോപ്ലാസ്, ബെഗുത്തച്ച. 3 ഏതാ സാറേ? എലയോപ്ലാസ്. പോയി മൂട് പോയി പറ. 3 ലൂക്കോപ്ലാസ് ഉണ്ട്. എടാ പ്ലാസിഡ് 3 ടൈപ്പ് ഉണ്ട്. ക്ലോറോപ്ലാസ്, ക്രോമോപ്ലാസ്, ലൂക്കോപ്ലാസ്. അതിലെ ലൂക്കോപ്ലാസ് വീണ്ടും 3 എണ്ണം ഉണ്ട്. ഏതൊക്കെ? അമൈലോപ്ലാസ്, അല്യൂറോപ്ലാസ്, എലയോപ്ലാസ്. അമൈലോപ്ലാസ്, അല്യൂറോപ്ലാസ്, എലയോപ്ലാസ്. അമൈലോപ്ലാസ് ആണ് എന്ത് സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്നൊക്കെ പറയാം. അവരെന്താ സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റാ സ്റ്റോർ ചെയ്യുക. അല്യൂറോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റുമാ സ്റ്റോർ ചെയ്യുക. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഓർത്ത് വെക്കണേ. അമൈലോ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന അർത്ഥം. അമൈലോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റാ സ്റ്റോർ ചെയ്യുക. അല്യൂറോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റുമാ സ്റ്റോർ ചെയ്യുക. കണ്ടോ? എലയോ OI ഉണ്ടല്ലോ. OI ഉണ്ട്. ആ ഓയിൽ നോർത്താൽ മതി. ഓയിൽ എലയോപ്ലാസ്. ഓക്കേടാ. എലയോപ്ലാസ് മനസ്സിലായോ? അമൈലോ കാർബോഹൈഡ്രേറ്റ്, അല്യൂറോ പ്രോട്ടീൻ, എലയോ ഓയിൽ ആൻഡ് ഫാറ്റ്. ഈ ചിത്രം ഓർത്ത് വെക്കണേ. ഇത് സീലിയന്റെ അല്ലെങ്കിൽ ഫ്ലജല ഏതെഴുതിയാലും കറക്റ്റാണ്. രണ്ടും മുറിച്ചാൽ ഇതാ കാണുക. ഇത് ഞാൻ ഇന്നത്തെ ഷുവർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ എത്തിൽ. ഇമ്പോർട്ടൻ്റാ. കണ്ടോ? ഇത് ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇതാണ് പെരിഫറൽ മൈക്രോട്യൂബ്യൂൾ, ഇത് സെൻട്രൽ മൈക്രോട്യൂബ്യൂൾ. ഇതിന്റെ അറേഞ്ച്മെന്റിന് ഒരു പേരുണ്ട്, പറയാമോ? ഈ മൈക്രോട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റിന് ഒരു പേരുണ്ട്, പറയാൻ പറ്റുമോടാ? മൈക്രോട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റിന്റെ പേരെന്ന് പറയാൻ പറ്റുമോ? സീലിയയിലും ഫ്ലജലയിലും കാണുന്ന മൈക്രോട്യൂബിളിന്റെ അറേഞ്ച്മെന്റ് എത്ര? 1 2 3 4 5 6 7 8 9. 9 എണ്ണം സൈഡില്, 1 2 2 സെൻട്രല്. ഈ അറേഞ്ച്മെന്റിന് എന്താ വിളിക്കുക? 9+2 അറേഞ്ച്മെന്റ്. ചോദിക്കും സീലിയയിലും ഫ്ലജല്ലയിലും എങ്ങനെയാണ് മൈക്രോട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റ്? 9+2 അറേഞ്ച്മെന്റ്. സീലിയയിലും ഫ്ലജല്ലയിലും എങ്ങനെ അറേഞ്ച്മെന്റ്? 9+2 അറേഞ്ച്മെന്റ്. ഓർത്തോണം. ഇതാണ് റേഡിയൽ സ്പോക്ക്, ഇതാണ് സെൻട്രൽ ഷീത്ത്, ഇതാണ് ഇന്റർ ഡബിലറ്റ് ബ്രിഡ്ജുകൾ. 2 ഡബിലറ്റുകളെ കൂട്ടി ചേർക്കുന്ന ഇന്റർ ഡബിലറ്റ് ബ്രിഡ്ജുകൾ. ഓക്കെ അല്ലേ? ഇത് പ്ലാസ്മ മെമ്പറൈന്, ഇത് പെരിഫറൽ മൈക്രോട്യൂബ്യൂൾ. അടയാളപ്പെടുത്താൻ ചോദിക്കാം. ഇതാണ് മക്കളെ ക്രോമസോമിന്റെ ചിത്രം. ഇത് സെൻട്രോമിയർ. അതിന്റെ 2 സൈഡിലുമുള്ള ഡിസ്കുകളെ വിളിക്കുന്ന പേരാ കൈനറ്റോകോർ. ഈ കൈനറ്റോകോറിലേക്ക് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുക? പറ. കൈനറ്റോകോറിലേക്ക് ഇത്രയും കാലം പഠിക്കുകയല്ലേ? പറ. കൈനറ്റോകോറിലേക്കാണ് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുക? കൈനറ്റോകോറിലേക്ക് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുക? ഒരു ക്രോമസോമിന്റെ ഇതാരാ? സെൻട്രോമിയർ. സെൻട്രോമിയറിന്റെ 2 സൈഡിലുമുള്ള ഈ ഡിസ്കുകളെ എന്താ വിളിക്കുക? കൈനറ്റോകോർ. ഈ കൈനറ്റോകോറിലേക്ക് ഒരാൾ വന്ന് കയറി പിടിക്കാറുണ്ട്. പറ. ഈ കൈനറ്റോകോറിലേക്ക് വന്ന് പിടിക്കുന്നവൻ ആരാ? പറ. ഇതാണ് കൈനറ്റോകോർ. ഇതിലേക്ക് പിടിക്കുന്നവൻ ആരാ? ഇതിലേക്ക് വന്ന് പിടിക്കുന്നവൻ ആരാ? പറ. കൈനറ്റോകോറിലേക്ക് പിടിക്കുന്നവൻ ആരാ? സ്പിൻഡിൽ ഫൈബേഴ്സ്. കറക്റ്റ് മക്കളെ. ഉസാർ. മകത്തായ ഉത്തരം. കൊള്ളാമടാ. സ്പിൻഡിൽ ഫൈബേഴ്സ് ആ മക്കളെ കൈനറ്റോകോറിൽ വന്ന് പിടിക്കുക. കൈനറ്റോകോറിൽ വന്ന് പിടിക്കുന്നവൻ ആരാടാ? സ്പിൻഡിൽ ഫൈബേഴ്സാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. കുറെ നേരമായി. 4 ടൈപ്പ് ക്രോമസോം ഉണ്ടെന്നറിയാലോ? 4 ടൈപ്പ് ക്രോമസോം ഉണ്ട്. സെൻട്രോമിയറിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രോമസോമിലും നടുക്ക് തന്നെ അല്ല സെൻട്രോമിയർ. സെൻട്രോമിയർ ചിലപ്പോൾ നടുക്കാകും, ചിലപ്പോൾ മേലോട്ട് കയറും, ചിലപ്പോൾ ഒന്നുകൂടെ കയറും, ചിലപ്പോൾ ക്രോമസോമിന്റെ അറ്റത്തൊക്കെ ആയിരിക്കും. സെൻട്രോമിയറിന്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ഉണ്ടടാ ക്രോമസോം. എടാ, ഒരു ക്രോമസോമിന്റെ നടുക്കാണ് സെൻട്രോമിയർ എങ്കിൽ ആ ക്രോമസോമിന്റെ പേരെന്താ? മെറ്റാസെൻട്രിക് ക്രോമസോം. നടുക്കൂന്ന് കുറച്ച് മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ ക്രോമസോമിന്റെ പേരെന്താ? സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. കുറച്ചുകൂടെ മേപ്പോട്ട് കയറിയിട്ടുണ്ടെങ്കിലോ ആ ക്രോമസോമിന്റെ പേര് അക്രോസെൻട്രിക് ക്രോമസോം. കയറി സെൻട്രോമിയർ ക്രോമസോമിന്റെ അറ്റത്താണെങ്കിലോ അതിന്റെ പേര് ടീലോസെൻട്രിക് ക്രോമസോം.
4 ടൈപ്പ് ക്രോമസോം ഉണ്ടടാ, പറയടാ. 4 ടൈപ്പ് ക്രോമസോം ഏതൊക്കെയാ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, പിന്നെ ഏതാ? അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. കണ്ടോ? ചില ക്രോമസോമിന്റെ തലേന്നൊരു പപ്പടക്കമ്പി ഉണ്ടാകും. ഈ പപ്പടക്കമ്പികളുടെ പേരാണ് എന്ത്? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ചില ക്രോമസോമുകളുടെ മുകളിൽ നിന്ന് ഒരു പപ്പടക്കമ്പി ഉണ്ട് ഇങ്ങനെ. ഈ പപ്പടക്കമ്പിന്റെ പേരെന്താ? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഈ പപ്പടക്കമ്പിന്റെ അറ്റത്ത് ഒരു കഷ്ണം ക്രോമസോം ഉണ്ട്. പപ്പടക്കമ്പിന്റെ പേര് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. അതിന്റെ അറ്റത്തുള്ള ഈ ക്രോമസോമിന്റെ പേരാണെന്ത്? സാറ്റലൈറ്റ്. എന്താ വിളിക്കുക? സാറ്റലൈറ്റ് എന്നാ വിളിക്കാം. സാർ അമൈലോ പ്ലാസി സ്റ്റോർ ചെയ്യുന്നത് എന്താണ് മോള് ചോദിക്കണത്? സാറ്റലൈറ്റ്. അങ്ങനെ ഓർത്താ മതി കേട്ടോ. ചില ക്രോമസോമിന്റെ മുകളിൽ നിന്നൊരു പപ്പടക്കമ്പി ഉണ്ട്. പപ്പടക്കമ്പിന്റെ പേരെന്താ? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഈ പപ്പടക്കമ്പിന്റെ മുകളിലുള്ള DNA പേരെന്താ? DNA പേര് സാറ്റലൈറ്റ്. എന്താണ്? സാറ്റലൈറ്റ് എന്നാ വിളിക്കുക. ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ. എന്താണ് സാറ്റലൈറ്റ് എന്ന് ചോദിക്കും. എന്താ സാറ്റലൈറ്റ്? ചില ക്രോമസോമുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രാഗ്മെന്റ്, സ്മോൾ ഫ്രാഗ്മെന്റ് പ്രൊജക്റ്റഡ് അപ്വേർഡ് ടു ദ ക്രോമസോം, അതാണ് എന്ത്? സാറ്റലൈറ്റ്. സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാരണം ഇങ്ങനെ നിൽക്കുക. ഓക്കെ സാർ, അമൈലോ പ്ലാസ്റ്റ് സ്റ്റോറേജ് ചാർജും ഇല്ലേ? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് തന്നെ മക്കളെ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാലും ശരിയാ, ചാർജ് എന്ന് പറഞ്ഞാലും ശരിയാ. ബിലാലെ ഓക്കേടാ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ഈ ചാപ്റ്റർ ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്തെന്നറിയാം. എന്തെങ്കിലും മനസ്സിലായോടാ? എന്തെങ്കിലും മക്കളെ മനസ്സിലായോ? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കീഴട പുഴുങ്ങടാ, ഹൃദയത്തെടുത്ത് പുഴുങ്ങ. മഹത്തായ കർമ്മങ്ങൾ ചെയ്ത് മഹത്തായ റിസൾട്ട് വാങ്ങി എന്തിലാട്ടോ മനസ്സിലായി സാർ. നീ നീറ്റ് ചെയ്യുന്നുണ്ടോ? ഓ, കോഴിത്തരം ഉണ്ടല്ലേ? ക്യാരി മക്കളെല്ലാവരും, എല്ലാ കോഴികളും നന്നായി വരട്ടെ. ഓക്കെ, അഖിലേട്ടായി ഈ ചാപ്റ്റർ സെറ്റായി പോകള്ളി. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. സെൽ സൈക്കിളിലേക്ക് പോവാട്ടോടാ. ഞാൻ സെൽ സൈക്കിളിലേക്ക് പോവാ. ഈ ചാപ്റ്റർ 4 മാർക്കിന്റെ തന്നെ കേട്ടോ മക്കളെ. സെൽ സൈക്കിൾ അറിയാലോ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ നേരം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ സെൽ സൈക്കിൾ എന്ന് വിളിക്കാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ നേരം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ ചേഞ്ച് സെല്ലിൽ നടക്കുന്നുണ്ടോ, ആ ചേഞ്ചിനെ സാറെ സെൽ സൈക്കിൾ എന്ന് വിളിക്കാം. ഓൾ ഇവന്റ്സ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഡിവിഷൻ ഓഫ് സെൽ. പറ, ഓൾ ഇവന്റ്സ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഡിവിഷൻ ഓഫ് സെൽ. 2 ഫേസുകൾ ഉണ്ടാടാ സെൽ സൈക്കിളിൽ. ഒന്നാമത്തത് ഏതാ? സെല്ല് പ്രിപ്പയർ ചെയ്യുന്ന ഫേസ്, അതിന്റെ പേരെന്താ? ഇന്റർഫേസ്. രണ്ടാമത് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസ്, അതിന്റെ പേരെന്താ? മൈറ്റോസിസ് ഫേസ്. 2 ഫേസ് ഉണ്ടാടാ. ഇന്റർഫേസും ഉണ്ട്, മൈറ്റോസിസ് ഫേസും ഉണ്ട്. ഇന്റർഫേസ് എന്താ? സെല്ല് പ്രിപ്പയർ ചെയ്യാ. മൈറ്റോസിസ് എന്താ? സെല്ല് പ്രസവിക്കുന്ന ഫേസാ മൈറ്റോസിസ് ഫേസ്. തയ്യാറെടുക്കുന്നത് ഇന്റർഫേസ്, തയ്യാറെടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് ഫേസിലാ. ഇന്റർഫേസിനെ വീണ്ടും 3ആയി തിരിക്കാം. ഏതൊക്കെ? G1 ഫേസ്, S phase, G2 phase. സോറി, G1 phase, S phase, G2 phase. ഈ S ഫേസിലാടാ എന്ത് നടക്കുക? DNA റെപ്ലിക്കേഷൻ നടക്കുക. ചോദിക്കും, ഏത് ഫേസിലാ DNA ഇരട്ടിക്കുക? ഏത് ഫേസിലാ? ചോമ്പ് കാണുന്നില്ലല്ലേ? ഏത് ഫേസിലാ DNA ഇരട്ടിക്കുക? ഏത് ഫേസിലാ DNA റെപ്ലിക്കേഷൻ നടക്കുക? S ഫേസിലാ. ചോദിക്കും, ഏത് ഫേസിലാ സാറേ DNA റെപ്ലിക്കേഷൻ നടക്കുക? S ഫേസിലാ നടക്കുക. ഈ മൈറ്റോസിസിനെ നമുക്ക് വീണ്ടും 2ആയി തിരിക്കാം. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാണ് സാർ എന്ത്? കാരിയോകൈനസിസ്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിലെ ന്യൂക്ലിയസ് 2 ആകുക. സെല്ലിലെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതാണ് കാരിയോകൈനസിസ്. സെല്ലിലെ സൈറ്റോപ്ലാസം സെല്ല് ന്യൂക്ലിയസ് 2 എന്നിട്ട് ഈ സെല്ല് മുറിഞ്ഞിട്ട് വീണ്ടും 2 സെല്ലാകും. സെല്ല് മുറിയുന്നതാണ് സൈറ്റോകൈനസിസ്. ന്യൂക്ലിയസ് മുറിഞ്ഞ് 2 ആകുന്നതാണ് കാരിയോകൈനസിസ്. കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ചേർന്നതാണ് ഏത്? മൈറ്റോസിസ് ഫേസ്. കാരിയോകൈനസിസിലെ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് പറയാൻ പറ്റുമോ? കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് 2 ആകല. ഇത് 2 ആകണമെങ്കിൽ 4 സ്റ്റെപ്പ് നടക്കണം. ഏതൊക്കെ? കാരിയോകൈനസിസിലെ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെ? 1 പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4
ടീലോഫേസ്. ഇത് 4 മാട കാരിയോകൈനസിസിലെ സ്റ്റെപ്പുകൾ ചോദിക്കും. 2 മാർക്കിന് ചോദിക്കും കാരിയോകൈനസിസിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ പറ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പറ 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 പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇത് 4 മക്കളെ കാരിയോകൈനസിസിലെ സ്റ്റെപ്പുകൾ. എങ്ങനെ നമ്മൾ ഓർക്കുക പറ. എങ്ങനെ നമ്മൾ ഓർക്കുക പറ. എങ്ങനെ നമ്മൾ ഓർക്കുക പറ. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. ഓർക്കടാ ഓർക്കടാ ഓർക്കടാ. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പ്രേ പ്രേ എന്താ പ്രേ പ്രേമമല്ല. പ്രേ എന്താ പ്രേ എന്താ പ്രോഫേസ്. മേട്ട മേട്ട മെറ്റാഫേസ്. അന അന അനാഫേസ്. തീറ്റ 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 ഫേസ്. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പറ പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. പമട്ട് പമട്ട എന്താ സാധനം. പ്രേമേട്ട ആനയ്ക്ക് തീറ്റ. അതിലുണ്ണി അതിലുണ്ണി വിളിക്കുന്ന കുട്ടി വേഗം പോവാ എങ്ങോട്ടേലും. പറ വേഗം പറ വേഗം പറ. കാരിയോകൈനസിസിലുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ മക്കളെ, ഓക്കെ മക്കളെ, ഇതാണടാ നമ്മുടെ സെൽ സൈക്കിൾ അടയാളപ്പെടുത്താൻ ചോദിക്കൂട്ടോ. G1, S, G2, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. എന്നിട്ട് ലാസ്റ്റ് കാരിയോകൈനസിസ് നടക്കും. കാരിയോകൈനസിസ് നടന്നാൽ കയറിയ സെല്ല് എത്ര സെല്ലായി മാറും? 2 സെല്ലായിട്ട് മാറും. കാരിയോകൈനസിസ് കൂടി കഴിഞ്ഞാലേ സെല്ല് 2 ആകുള്ളൂ. കാരിയോകൈനസിസ് കൂടി കഴിഞ്ഞാലേ സെല്ല് 2 ആകുള്ളൂ. ചില സെല്ലുകൾ G1 ഫേസിൽ കയറും, പക്ഷെ അടുത്ത S ഫേസിലേക്ക് പോകൂല. സാധാരണ G1 കയറണം. G1 കയറിയിട്ട് നേരെ S പോയിട്ട് G2 പോയി പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിലൊക്കെ കയറണം. എന്നാൽ ചില സെല്ല് G1 കയറിയിട്ട് S പോകൂല മക്കളെ. G1 നിന്ന് നേരെ മാറിയിരിക്കും, വാഴയായിട്ട് ഇനാക്റ്റീവ് ആയിരിക്കും, ഒരു പണിയും എടുക്കാതെ റെസ്റ്റ് എടുക്കും. ചില സെല്ലുകള് G1 ഫേസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് മാറിയിരിക്കുന്ന ഈ ഫേസിനെ എന്ത് വിളിക്കുക? G0 ഫേസ് അല്ലെങ്കിലോ ക്യൂസെന്റ് സ്റ്റേജ് എന്നാ വിളിക്കുക. ക്യൂസെന്റ്. ഇതെന്ത് സ്പെല്ലിംഗാ? QUSTIONT. ക്യൂസെന്റ് സ്റ്റേജ് എന്നാ വിളിക്കുക. ക്യൂസെന്റ് സ്റ്റേജ് എന്നാ വിളിക്കുക. പറയടാ പറ. എന്താ വിളിക്കുക? ക്യൂസെന്റ് സ്റ്റേജ് എന്നാ വിളിക്കുക. പറ. ചില സെല്ലുകള് G1 ഫേസിൽ കയറും. G1 ഫേസിൽ കയറിയിട്ട് എന്താ പറ്റുക? നേരെ S ഫേസിൽ പോകൂല, നേരെ മാറിപ്പോയി വേറെ ഫേസിലിരിക്കും. ഇനാക്റ്റീവ് ആയിട്ട് വാഴയായിട്ടിരിക്കുന്ന ആ സ്റ്റേജിന്റെ പേരെന്താ? ക്യൂസെന്റ് ഫേസ് അല്ലെങ്കിലോ G0 ഫേസ് എന്നാ വിളിക്കുക. G0 ഫേസ്. അത്രയും മതിടാ. ക്യൂസെന്റ് ഫേസ് എന്നാ വിളിക്കും. എഴുതാൻ പാടാ. അപ്പൊ പറ എന്താ സാറെ ക്യൂസെന്റ് ഫേസ്? ചില സെല്ലുകള് G1 കയറും. G1 കയറിയിട്ട് S പോകൂല. ചില സെല്ലുകൾ G1 കയറിയിട്ട് നേരെ വാഴയായിട്ട് മാറി റെസ്റ്റ് എടുക്കുന്ന, ഇനാക്റ്റീവായിട്ട് റെസ്റ്റ് എടുക്കുന്ന പീരീഡ് ആണ് ഏത്? G0 ഫേസ് അല്ലെങ്കിൽ ക്യൂസെന്റ് ഫേസ് എന്നാ വിളിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അറിയാലോടാ. സ്റ്റേജസ് ഓഫ് കാരിയോകൈനസിസ് ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതാണ് കാരിയോകൈനസിസിലെ സ്റ്റേജുകൾ. ഓക്കെടാ. എങ്ങനെ സാറേ പ്ലാന്റ്സിലും ആനിമൽസിലും സൈറ്റോകൈനസിസ് നടക്കാം? പറ മക്കളെ, എങ്ങനെ ആനിമൽസിൽ സൈറ്റോകൈനസിസ് നടക്കാം? ആനിമൽസിൽ എങ്ങനെ സൈറ്റോകൈനസിസ് നടക്കാം? സെൽ മെമ്പറൈൻ കുഴിയുന്ന കാരണമാ. സെൽ മെമ്പറൈൻ കുഴിയും, എന്നിട്ട് ഈ കുഴികൾ കൂട്ടിമുട്ടും എന്താ പറ്റുക? ഇത് ഒരു സെല്ലായി മാറും, ഈ ഭാഗം അടുത്ത സെല്ലായി മാറും. സെൽ മെമ്പറൈനിലെ ഫറോ ഉണ്ടാകും. ഫറോ എന്ന് പറഞ്ഞാൽ കുഴി ഉണ്ടാകും. സെൽ മെമ്പറൈനിൽ എന്താ ഉണ്ടാകുക? കുഴി ഉണ്ടാകുന്ന കാരണം 2 എണ്ണമാകുക. പറ. ആനിമൽസിൽ എങ്ങനെ സാറേ സൈറ്റോകൈനസിസ് നടക്കുക? സെൽ മെമ്പറൈൻ കുഴിയുന്ന കാരണമാ സൈറ്റോകൈനസിസ് നടക്കുക. ഫറോ ഫോർമേഷൻ. സെൽ മെമ്പറൈനിൽ ഫറോ ഉണ്ടാകും, കുഴി ഉണ്ടാകും. എങ്കിൽ പറ മക്കളെ, പ്ലാന്റ്സിൽ എങ്ങനെയാടാ? പ്ലാന്റ്സിൽ എങ്ങനെ സൈറ്റോകൈനസിസ് നടക്കുക? പ്ലാന്റ്സ് സിമ്പിളാ. ഒരു സെല്ലാന്നിരിക്കട്ടെ. ഈ സെല്ലിന്റെ നടുക്ക് എന്തുണ്ടാകും? ഒരു സെൽ പ്ലേറ്റ് ഉണ്ടാകും. സെല്ലിന് നടുക്കുണ്ടാകുന്നത് ഏതാടാ? സെൽ പ്ലേറ്റ് ഉണ്ടാകും. ഈ സെൽ പ്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ പറ്റുക? ഈ ഭാഗം ഒരു സെല്ലായി മാറും,
ഈ ഭാഗം അടുത്ത സെല്ലായി മാറും. അപ്പൊ പറ, ആനിമൽസിൽ എങ്ങനെ 2 സെല്ലാകുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ആനിമൽസിൽ എങ്ങനെ സൈറ്റോകൈനസിസ് നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ട്. ഇത് ഓർത്ത് വെക്കണം. ഇത് മാത്രം മതിടാ. ആനിമൽസ് അല്ല പ്ലാന്റ്സ്. ആനിമൽസിൽ എങ്ങനെ സൈറ്റോകൈനസിസ് നടക്കുക? സെൽ മെംബ്രെയിനിൽ ഫറോ ഉണ്ടായിട്ടാ. ഫറോ ഫോർമേഷൻ ഇൻ സെൽ മെംബ്രെയിൻ. പ്ലാന്റ്സിൽ എങ്ങനെ സൈറ്റോകൈനസിസ് നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ഈ 2 വാക്ക് ഉണ്ടാക്കിയാൽ മതിടാ. 2 വാക്ക് ഓർത്തിരുന്നാൽ മതി. ആനിമൽസിൽ ഫറോ ഇൻ സെൽ മെംബ്രെയിൻ, പ്ലാന്റ്സിൽ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. ആനിമൽസിൽ ഫറോ ഇൻ സെൽ മെംബ്രെയിൻ, പ്ലാന്റ്സിൽ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. 2 കാര്യം ഓർത്ത് വെച്ചാൽ മതി, വേറൊന്നും ഇല്ലടാ. ഇതൊന്ന് ഓർക്കണം മക്കളെ. ഈ ചിത്രം ഒന്ന് ഓർക്കണേ. ഈ ചിത്രമാണ് എപ്പോഴും ചോദിക്കുക. മെറ്റാഫേസും അനാഫേസും ഈ ടീലോഫേസുമാണ് എപ്പോഴും ചോദിക്കുക. മെറ്റാഫേസിലായിരിക്കും ക്രോമസോം നടുക്ക് വന്ന് നിൽക്കുക. നടുക്ക് വന്ന് നിൽക്കുന്നതിന് എന്താ വിളിക്കുക? മെറ്റാഫേസിൽ ക്രോമസോം നടുക്ക് നിൽക്കുന്നതിന് എന്താ വിളിക്കുക? മെറ്റാഫേസിൽ ആ ക്രോമസോം നടുക്ക് നിൽക്കുക. അതിനെന്താ വിളിക്കുക? ഇതൊന്നും അറിയാത്തവന്മാര് മരമണ്ടന്മാരാകും. പറ, ഇതൊന്നും അറിയാത്ത ഒരു കുഞ്ഞു പോലും ലോകത്തില്ല. +1 പഠിക്കുന്ന കേരളക്കാര് പറയടാ. ക്രോമസോം നടുക്ക് നിൽക്കുകയാണെങ്കിൽ എന്താ വിളിക്കുക? മെറ്റാഫേസിൽ. പറ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയേണ്ടി വരും. ആരും പറയണില്ലല്ലോ മക്കളെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? ക്രോമസോമുകൾ നടുക്ക് നിൽക്കുന്നതിന് വിളിക്കുന്ന പേരെന്താ? മെറ്റാഫേസിൽ. അത് തന്നെ, മെറ്റാഫേസ് പ്ലേറ്റ്. എന്താ വിളിക്കുക? മെറ്റാഫേസ് പ്ലേറ്റ് എന്നാ വിളിക്കുക. ക്രോമസോം നടുക്ക് നിന്നോ, അതിന്റെ പേരെന്താ? മെറ്റാഫേസ് പ്ലേറ്റാ. അടുത്ത പറ. ക്രോമസോം മുറിഞ്ഞ് 2 അറ്റത്തേക്ക് പോവാ. കണ്ടോ? നോക്കടാ, നോക്ക് ഞാൻ കളിച്ചുതരാം. നോക്കടാ, ഈ ക്രോമസോം കണ്ടോ? അത് മുറിഞ്ഞടാ, ഒരു കഷ്ണം മേലോട്ട്, ഒരു കഷ്ണം താഴേക്ക്. ഈ ക്രോമസോം കണ്ടോ? അത് മുറിഞ്ഞടാ, ഒരു കഷ്ണം മുകളിലേക്ക്, ഒരു കഷ്ണം താഴേക്ക്. ഈ ക്രോമസോം കണ്ടോ? അത് മുറിഞ്ഞടാ, ഒരു കഷ്ണം മുകളിലേക്ക്, ഒരു കഷ്ണം താഴേക്ക്. 2 കഷ്ണങ്ങൾ 2 അറ്റത്തേക്ക് പോകുന്നു. ഈ ക്രോമസോം ഇങ്ങോട്ട്, ഈ ക്രോമസോം ഇങ്ങോട്ട്, ഇതിങ്ങോട്ട്. പറ, 2 ക്രോമസോമിൽ 2 അറ്റത്തേക്ക് പോകുന്നതാണ് ഏത്? അനാഫേസ്. ഓർത്തോണം, 2 നടുക്ക് നിന്ന മെറ്റാഫേസാ, പൊട്ടി 2 അറ്റത്തേക്ക് പോകുന്നത് ഏതാ? അനാഫേസ. കണ്ടോടാ, ഈ ക്രോമസോമുകൾ ഈ അറ്റത്തെത്തി മക്കളെ. ഈ ക്രോമസോമുകള് ഈ അറ്റത്തെത്തി. 2 ക്രോമസോമുകളും 2 അറ്റത്തെത്തുന്നതിനെ ടീലോ എന്ന് വിളിക്കുക. ടീലോ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? എൻഡ് എന്നാണ് അർത്ഥം. ടീലോ സെൻട്രിക് ഒക്കെ. ടീലോ എന്ന് വെച്ചാൽ എന്താ? അറ്റത്തെത്തി എന്നാട്ടോ അർത്ഥം. അറ്റത്തെത്തി. ഓർക്കണം മക്കളെ, 2 ക്രോമസോമുകൾ 2 അറ്റത്തേക്ക് പോകുന്നത് ഏതാ? അനാഫേസ. അറ്റത്ത് പോയിട്ട് 2 അറ്റത്ത് എത്തിച്ചേരുന്നത് ഏതാ? ടീലോഫേസ. മക്കളെ ഓർത്ത് വെച്ചോ, ടീലോഫേസ. പിന്നല്ല, ടീലോഫേസ. ഓക്കെ മക്കളെ, പറയടാ. മൈറ്റോസിസും മിയോസിസും നമ്മളെ വ്യത്യാസങ്ങൾ ഏതൊക്കെ? മൈറ്റോസിസും മിയോസിസും നമ്മളെ വ്യത്യാസങ്ങൾ പറ, വേഗം പറയടാ. മൈറ്റോസിസും മിയോസിസും നമ്മളെ വ്യത്യാസങ്ങൾ ഏതൊക്കെ? മൈറ്റോസിസ് എവിടെ മാത്രമേ നടക്കാറുള്ളൂ? നമ്മുടെ സൊമാറ്റിക് സെല്ലിൽ മാത്രമേ നടക്കാറുള്ളൂ. മിയോസിസ് എവിടെ നടക്കുക? നമ്മുടെ ഓവറിയിൽ മാത്രമേ നടക്കാറുള്ളൂ. റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് നടക്കുക. മൈറ്റോസിസ് എവിടെ നടക്കുക? സൊമാറ്റിക് സെല്ലിലാ. മിയോസിസ് എവിടെ നടക്കുക? റീപ്രൊഡക്റ്റീവ് സെല്ലിലാ. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂക്ക്, കണ്ണ്, സ്കിന്ന്, എല്ലാ സെല്ലും സൊമാറ്റിക് സെല്ലാ. ഞാനൊരു ആൺകുട്ടിയായതുകൊണ്ട് എൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, എൻ്റെ ടെസ്റ്റിസിലുള്ള സെല്ലിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുക? റീപ്രൊഡക്റ്റീവ് സെൽ എന്ന് വിളിക്കുക. ബാക്കി എല്ലാ സെല്ലിനെ എന്താ വിളിക്കുക? സൊമാറ്റിക് സെൽ എന്നാ വിളിക്കുക. ഒരു ഫീമെയിൽ ബോഡിയില്, ഒരു പെൺകുട്ടിയില് അവളുടെ ഓവറിയിലെ സെല്ല് മാത്രമാണ് റീപ്രൊഡക്റ്റീവ് സെല്ല്. ബാക്കി എല്ലാ സെല്ലും എന്താ? സൊമാറ്റിക് സെല്ലാ. ഈ റീപ്രൊഡക്റ്റീവ് സെല്ലിൽ മാത്രമേ മിയോസിസ് നടക്കൂ. സൊമാറ്റിക് സെല്ലിൽ മാത്രമേ മൈറ്റോസിസ് നടക്കൂ. അപ്പൊ പറ, മൈറ്റോസിസ് ഏത് സെല്ലാ നടക്കുക? സൊമാറ്റിക് സെല്ലാ നടക്കുക. മിയോസിസ് എവിടെ നടക്കുക? റീപ്രൊഡക്റ്റീവ് സെല്ലാ നടക്കുക. എടാ, മൈറ്റോസിസിലെ ഒരു സെൽ എത്ര ആയിട്ടാ മാറുക? 2 സെല്ലായിട്ടാ മാറുക. ഓർത്ത് വെച്ചോ, മൈറ്റോസിസിൽ ഒരു സെൽ എത്ര ആയിട്ടാ മാറുക? 2 സെല്ലായിട്ടാ മാറുക. പക്ഷെ മിയോസിസിൽ എത്ര സെൽ ഉണ്ടാകും? 4 സെൽ ഉണ്ടാകും. ഇത് വെച്ച് പ്രോബ്ലം വരും. ഒരു പ്രോബ്ലം വരും. പറ, മൈറ്റോസിസിൽ ഒരു സെല്ല് 2 ആകും, മിയോസിസിൽ ഒരു സെല്ല് 4 ആകും. മൈറ്റോസിസിൽ ഒരു സെല്ല് 2 ആകും, മിയോസിസിൽ ഒരു സെല്ല് 4 ആകും. മക്കളെ, എന്താടാ ഒന്നും പറയാത്തെ? എക്സാമാ. എൻ്റെ എക്സാമാ. ഈ എക്സാം വരിക 7 പേപ്പർ ഉണ്ട്. 7 പേപ്പറിൽ ഏകദേശം നല്ല മാർക്ക് വാങ്ങിച്ചാലേ പാസ്സാവുള്ളൂ. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ലൈവിന് കയറുന്ന മുമ്പ് വരെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. വന്ന് ക്ലാസ് എടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നില്ലേ? ഉത്തരം ഇങ്ങനെ വേഗം പറഞ്ഞതാടാ. വേറെ ഒന്നും വേണ്ട. കേക്ക് ഉത്തരം ഇങ്ങനെ പറഞ്ഞാൽ കോഴിത്തരൊക്കെ പിന്നാകാൻ ചങ്ങായിമാരെ. ഞാൻ ഒരുപാട് കോഴിത്തരം കാണുന്നുണ്ട്.
റബിൻ മന്ദത്ത് എന്തൊക്കെയാ കൊടുത്തത് അവിടെ കാട്ടണേ. ഇത്രയും എഫേർട്ട് എടുക്കല്ലേ, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ ക്ലാസ് എടുക്കല്ലേ, എന്താ ചങ്ങായിമാരെങ്ങൾ ഇങ്ങനെ കാട്ടണേ. ഓക്കെ, നല്ല പോലെ പറഞ്ഞു. ഞാൻ എന്ത് ചോദിച്ചാലും ഇങ്ങനെ ഉത്തരം പറയടാ. എന്താണ് എഫേർട്ട്? സീന എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ, എഫേർട്ട് എടുക്കാൻ വയ്യല്ലേ? അത് തന്നെ. ഓക്സിലറി അതെന്താ സാറ് ആരോടാണോ ചോദിക്കണോ? സാർ ഡോക്ടറാണോ? ഇനി അടുത്ത ചോദ്യം. സാർ ഡോക്ടറാണോ? കണ്ടാൽ ലുക്കില്ലാന്നുള്ളൂ, ഞാൻ ഭയങ്കര പഠിപ്പിയാ. കണ്ടാൽ ലുക്കില്ലാന്നുള്ളൂ മക്കളെ, ഞാൻ ഭയങ്കര പഠിപ്പിയാ. ഓക്കെ, ഞാൻ കാട്ടുകോഴി, മരക്കോഴി, കളർ കോഴിയാണ് മക്കളെ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ പറ, മൈറ്റോസിസ് നടന്നാൽ ഒരു സെല്ല് 2 ആകും, മിയോസിസ് നടന്നാൽ ഒരു സെല്ല് 4 ആകും. അടുത്ത് എന്താ അറിയാമോടാ? ശ്രദ്ധിച്ചോ നോക്കടാ. ഒരു സെല്ലില് മൈറ്റോസിസ് നടന്നിട്ട് 2 സെല്ലായിട്ട് മാറൂലേ? ഒരു സെല്ലിൽ മൈറ്റോസിസ് നടന്നിട്ട് 2 ആയാലേ ഈ അച്ഛൻ സെല്ലിന്റെ കയ്യിൽ എത്ര ക്രോമസോം നമ്പർ ഉണ്ടോ അത് തന്നെ ആയിരിക്കും മക്കൾക്ക്. അച്ഛന്റെ ക്രോമസോം നമ്പർ 46, അപ്പൊ ഉണ്ടാകുന്ന 2 മക്കൾക്കും എത്ര തന്നെ? 46. മൈറ്റോസിസ് നടന്നാൽ ക്രോമസോം നമ്പർ മാറില്ല. അച്ഛന് 46 ആണെങ്കിൽ 2 മക്കൾക്കും 46. ക്രോമസോം നമ്പർ മാറാത്തത് കൊണ്ടാ നമ്മൾ മൈറ്റോസിസിനെ എന്തെന്ന് വിളിക്കണേ? ഇക്വേഷണൽ ഡിവിഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഇക്വേഷണൽ ഡിവിഷൻ എന്നാ വിളിക്കുക. പറ കേക്കട്ടെ. എന്തുകൊണ്ടാ സാറേ മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കണേ? എന്താ സാറേ മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കണേ? കാരണം മൈറ്റോസിസ് നടക്കുമ്പം അച്ഛന്റെ ക്രോമസോം നമ്പർ എത്ര ആണോ അത് തന്നെ ആയിരിക്കും മക്കൾക്കും. ക്രോമസോം നമ്പർ മാറാറില്ല. നോ ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ. സോ ഇറ്റ് ഈസ് കോൾഡ് ഇക്വേഷണൽ ഡിവിഷൻ. എന്താടാ? ഇക്വേഷണൽ ഡിവിഷൻ എന്നാ വിളിക്കുക. എന്നാൽ മിയോസിസ് എങ്ങനല്ല. മിയോസിസിൽ ഒരു സെല്ല് മിയോസിസിന് പോയാൽ 4 സെല്ലായിട്ട് മാറും. ഈ 4 സെല്ലുകൾക്കും അച്ഛന്റെ അതേ ക്രോമസോം നമ്പർ അല്ല. അച്ഛന് 46 ആണെങ്കിൽ, അച്ഛന് 46 ആണെങ്കിൽ 4 മക്കൾക്കും അതിന്റെ പകുതിയെ കാണുള്ളടാ. മൈറ്റോസിസിലെ അച്ഛന്റെ ക്രോമസോം നമ്പറിനേക്കാൾ പകുതി ആയിരിക്കും മക്കൾക്ക്. മിയോസിസിൽ പകുതിയാകും. മൈറ്റോസിസിലോ അച്ഛന്റെ ക്രോമസോം നമ്പർ എത്ര ആണോ അത്ര തന്നെ ആയിരിക്കും മക്കൾക്ക്. ക്രോമസോം നമ്പർ മാറില്ല മൈറ്റോസിസിൽ. എന്നാൽ മിയോസിസിലോ അച്ഛനേക്കാൾ പകുതിയായിരിക്കും മിയോസിസിൽ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുക? അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? മിയോസിസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റിഡക്ഷണൽ ഡിവിഷൻ. പറ, മിയോസിസിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? റിഡക്ഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുക. റിഡക്ഷനായി, പകുതിയായി ക്രോമസോം നമ്പർ കുറയും. മിയോസിസിൽ ക്രോമസോം നമ്പർ പകുതിയാകും. മൈറ്റോസിസിൽ ക്രോമസോം നമ്പർ മാറില്ല. ഇക്വേഷണൽ ഡിവിഷനാ. ഓക്കെ അല്ലടാ? ഓക്കെ മക്കളെ, സ്റ്റേജസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസിന്റെ സ്റ്റേജസ് അല്ല മക്കളെ, മിയോസിസിന്റെ സ്റ്റേജ് കേട്ടോ. മൈറ്റോസിസ് ഓൾറെഡി അറിയാലോ, കാരിയോകൈനസിസ്, സൈറ്റോകൈനസിസ്. മിയോസിസില് 2 സ്റ്റേജ് ഉണ്ട് സാറേ. ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് മിയോസിസ് 1. രണ്ടാമത്തെ സ്റ്റേജിന്റെ പേരെന്താടാ? രണ്ടാമത്തെ സ്റ്റേജിന്റെ പേരാ മിയോസിസ് 2. 2 സ്റ്റേജ് ഉണ്ട് മിയോസിസിൽ. ഏതൊക്കെ? മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 വീണ്ടും 4 ആക്കിയിട്ടുണ്ട്. ഏതാടാ മിയോസിസ് 1 വീണ്ടും സ്റ്റേജ്? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ലാസ്റ്റ് എന്താ? ടീലോഫേസ് 1. ഇത് 4 പ്രോഫേസ് 1 മിയോസിസ് 1 സ്റ്റേജ്. പറ, മിയോസിസ് 1 സ്റ്റേജുകൾ ഏതൊക്കെ? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഈ 1 ഒന്നുമില്ല. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് എഴുതാ 1 കൊടുക്കുക. അപ്പൊ മിയോസിസ് 1 ആയി. എങ്കിൽ മിയോസിസ് 2 സ്റ്റേജുകൾ ഏതൊക്കെ? മിയോസിസ് 2 പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ലാസ്റ്റ് സാറേ ടീലോഫേസ് 2. കണ്ടോടാ, 2 സ്റ്റേജ് ഉണ്ട് മിയോസിസില്. മിയോസിസ് 1, മിയോസിസ് 2. മിയോസിസ് 1 സ്റ്റേജ് ഏതൊക്കെ? മിയോസിസ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. മിയോസിസ് 2 സ്റ്റേജ് ഏതൊക്കെ? പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. സെറ്റല്ലേടാ? സെറ്റാ സാറേ. ഈ പ്രോഫേസ് 1 പ്രോഫേസ് 2 അല്ല, പ്രോഫേസ് 1 വീണ്ടും 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? പ്രോഫേസ് 1 വീണ്ടും 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ ആ 5 സ്റ്റേജാടാ ഇത്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ,
പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പറ. പ്രോഫേസ് 1 വീണ്ടും 5 ആക്കിയിട്ടുണ്ട്. ഏതൊക്കെ ചോദിക്കും? ഇവിടെ നിന്നാ ചോദ്യം വരിക. എഴുതി 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 വെച്ചോ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതിന്നായിരിക്കും ചോദ്യം. ഇനി ഞാൻ പറയുന്നതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി ഞാൻ പറയുന്ന ഏത് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ചോദിക്കാം കേട്ടോ. പ്രോഫേസ് 1 5 സ്റ്റേജ് ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പറ 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 പറ. 5 സ്റ്റേജ് ഏതൊക്കെയാ? പ്രോഫേസ് 1 5 സ്റ്റേജ് ഏതൊക്കെയാ? മക്കളെ പറ, മക്കളെ പറ. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, സോറി തെറ്റിപ്പോയി. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പറയടാ സാറേ, പറ സാറേ. ലെപ്റ്റോട്ടീൻ ഉണ്ട് സാറേ, സൈഗോട്ടീൻ ഉണ്ട് സാറേ, പാക്കറ്റീൻ ഉണ്ട് സാറേ, ഡിപ്ലോട്ടീൻ ഉണ്ട് സാറേ, ഡയാകൈനസിസ് ഉണ്ട് സാറേ. ഓക്കെ, ഇങ്ങനെ ഓർത്താ മതി. ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി. ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ചില പെൺകുട്ടികളുണ്ടല്ലോ രാവിലെ ലിപ്സ്റ്റിക് ഇട്ട് വരും. പല്ലു തേച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി. ലിപ്സ്റ്റിക് എന്താ? ലെപ്റ്റോട്ടീൻ. സുന്ദരി സൈഗോട്ടീൻ. സുന്ദ 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 സൈഗോട്ടീൻ. ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി. പാക്കറ്റ് 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 എന്താ? പാക്കറ്റീൻ. ദി ദി ആദ്യത്തെ ദി എന്താ? ഡിപ്ലോട്ടീൻ. രണ്ടാമത്തെ ദി എന്താ? ഡയാകൈനസിസ്. ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി പാക്കറ്റുള്ള ദീ. എന്നാ കിണിയാ. ഓക്കെ, ആയിക്കോട്ടെ മക്കളെ, ആയിക്കോട്ടെ. മിയോസിസ് 1 കഴിഞ്ഞിട്ട് കുറച്ച് ഇടവേള കഴിഞ്ഞിട്ടേ മിയോസിസ് 2 നടക്കാറുള്ളൂ കേട്ടോ. മിയോസിസ് 1 കഴിഞ്ഞിട്ട് ഉടനെ മിയോസിസ് 2 നടക്കാറില്ല. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവർക്കിടയിൽ. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർകൈനസിസ്. പറ. ഇന്റർകൈനസിസ്. ഗ്യാപ്പ് ബിറ്റ്വീൻ മിയോസിസ് 1 and 2. പറ. ഗ്യാപ്പ് ബിറ്റ്വീൻ മിയോസിസ് 1 and 2 എന്താ വിളിക്കുക? ഇന്റർകൈനസിസ്. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരെന്താ? ഇന്റർകൈനസിസ്. ചോദിക്കും. ഇന്റർഫേസും ഇന്റർകൈനസിസും മാറിപ്പോകരുത്. ഗ്യാപ്പിന്റെ പേരെന്താ? ഇന്റർകൈനസിസ്. കൈനസിസ്. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ളതിന്റെ പേരെന്താ? ഇന്റർകൈനസിസ്. ഇന്റർഫേസ് അല്ല. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ സെല്ല് പ്രിപ്പയർ ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാ ഇന്റർഫേസ്. ഇത് ഇന്റർകൈനസിസ്. മക്കളെ, ലെപ്റ്റോട്ടീനില്ല മക്കളെ, ക്രൊമാറ്റിനുകളെല്ലാം എന്തായി മാറുക? ക്രോമസോമായി മാറുക. ഇതാണ് മക്കളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം. ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ ചോദിക്കും. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം. വെരി 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 കിങ്ങണി, വെരി വെരി കിങ്ങണി. ഓർത്ത് വെച്ചോ. ലെപ്റ്റോട്ടീനിൽ എന്താ പറ്റുക എന്നറിയാമോ? ക്രൊമാറ്റിനുകളെല്ലാം കൂടെ ക്രോമസോം ആകും. അപ്പൊ ലെപ്റ്റോട്ടീനിൽ എന്താ പറ്റുക? ക്രൊമാറ്റിൻ ക്രോമസോം ആകും. സൈഗോട്ടീനിലെ മക്കളെ ക്രോമസോമുകൾ അടുത്തു വരാൻ തുടങ്ങും, പെയറാകും. അതിന്റെ പേരാ സിനാപ്സിസ് എന്നാ വിളിക്കുക. അപ്പൊ പറ, സൈഗോട്ടീനിൽ എന്ത് നടക്കുക? സിനാപ്സിസ്. 2 ക്രോമസോമുകൾ അടുത്തു വരുന്നതിനാ സിനാപ്സിസ് എന്ന് വിളിക്കുക. ഈ അടുത്ത് വരുന്ന ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണ് ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്നൊക്കെയാ വിളിക്കുക. ബൈവാലന്റ്, ടെട്രാഡ്. ബൈവാലന്റ് എന്ന് കേട്ടാൽ എന്താ? സൈഗോട്ടീന. ടെട്രാഡ് എന്ന് കേട്ടാൽ ഏത് സ്റ്റേജാ? സൈഗോട്ടീന. സിനാപ്സിസ് എന്ന് കേട്ടാൽ ഏതാ? സൈഗോട്ടീന. ഈ 2 ക്രോമസോമുകളും ഇങ്ങനെ അടുത്ത് വരാൻ കാരണം ഇവർക്കിടയിൽ ഒരു കെമിക്കൽ ഉണ്ടടാ. ഇവർക്കിടയിൽ കാണുന്ന ഈ കെമിക്കലിനൊരു പേരുണ്ട്. ഈ കെമിക്കലിന്റെ പേരാ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. 2 ക്രോമസോമുകൾ അടുത്ത് വരുന്നതാണ് സിനാപ്സിസ്. ഈ അടുത്ത് വരിക്കുന്നത് ആരാ? ഒരു കെമിക്കൽ. അതിന്റെ പേരെന്താ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് ഉണ്ടാകുന്ന സ്റ്റേജ് ഏതാ? സൈഗോട്ടീന. ഓർത്ത് വെച്ചോ. ലെപ്റ്റോട്ടീനിൽ എന്താ നടക്കുക? ക്രൊമാറ്റിനൊക്കെ ക്രോമസോമായി. സൈഗോട്ടീനിൽ എന്താ നടക്കുക? ഈ ക്രോമസോമുകൾ അടുത്ത് വരാൻ തുടങ്ങും, പെയറാകാൻ തുടങ്ങും. പെയറാകുന്നതിന്റെ പേരെന്താ? സിനാപ്സിസ് എന്നാ വിളിക്കാം. ഈ പെയറാകുന്ന ക്രോമസോമുകളുടെ പേരെന്താ? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ്. പെയറാകാൻ കാരണം ഇവർക്കിടയിൽ ഒരു കെമിക്കൽ ഉണ്ട്. അതിന്റെ പേരെന്താ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്നാ വിളിക്കുക. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഓക്കെ അല്ലേടാ. അടുത്ത പാക്കറ്റീനിലാടാ. പാക്കറ്റീനിൽ അടുത്തു വന്ന ക്രോമസോം തമ്മിൽ ക്രോസിംഗ് ഓവർ നടത്തും. ക്രോസിംഗ് ഓവറിന്റെ വേറൊരു പേരാണ് റീകോമ്പിനേഷൻ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഏതാ? റീകോമ്പിനേഷൻ. ഓർത്താ മതി. പാക്കറ്റീനിൽ സി ഉണ്ട്. പാക്കറ്റീനിൽ സി ഉണ്ട്. സി എന്താ? ക്രോസിംഗ് ഓവർ. ഓർത്താ മതി. ഇവിടെ സൈഗോട്ടീനിൽ സെഡ് വൈ എന്നാ തുടങ്ങണേ. അപ്പൊ സിനാപ്സിസ് അവിടെ തന്നെ എസ് വൈ ആണ്. ഓർത്താ മതി. സൈഗോട്ടീൻ, സിനാപ്സിസ് അവിടെ തന്നെ. പാക്കറ്റീനിൽ സി ഉണ്ട്. അപ്പൊ ക്രോസിംഗ് ഓവറും അവിടെ തന്നെ.
ക്രോസിംഗ് ഓവറിന്റെ വേറൊരു പേരാണ് റീകോമ്പിനേഷൻ. ഈ റീകോമ്പിനേഷൻ സഹായിക്കുന്ന എൻസൈമാണ് ഇത് റീകോമ്പിനേസ്. ചോദിച്ചാ കഴിഞ്ഞ ഇംപ്രൂവ്മെന്റിന് ചോദിച്ചാ റീകോമ്പിനേഷനെ സഹായിക്കുന്ന എൻസൈം ഏതാ? റീകോമ്പിനേസ്. അത് കാണുന്നതും പാക്കറ്റീനില്ല. നോക്കണം, ഇത് ഒരു ക്രോമസോമാണ്, ഇത് വേറെ ഒരു ക്രോമസോമാണ്. ഇവർ തമ്മിൽ കണ്ടോ ക്രോസിംഗ് ഓവർ നടന്നു. ഈ ക്രോസിംഗ് ഓവർ നടന്നത് ഈ പോയിന്റിലല്ലേ? ഈ പോയിന്റിലല്ലേ രണ്ടുപേരെ കാലുകൾ കൂട്ടിമുട്ടിയേ? ഈ കാലുകൾ കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് റീകോമ്പിനേഷൻ നൊഡ്യൂള്, സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ഇതൊരു കാല്, ഇതൊരു കാല്, ഈ രണ്ട് കാല് കൂട്ടിമുട്ടുന്നത് ഇവിടല്ലേ? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ നൊഡ്യൂള്. ഈ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എവിടെ കാണുക? പാക്കറ്റീനില കാണുക. എവിടെ കണ്ടാലും അത് പാക്കറ്റീന. റീകോമ്പിനേഷൻ പാക്കറ്റീനില്ല, റീകോമ്പിനേഷൻ എൻസൈമും പാക്കറ്റീനില്ല, പിന്നെന്താടാ റീകോമ്പിനേഷൻ നൊഡ്യൂളും എവിടെ കാണുക? പാക്കറ്റീനില കാണുക. അടുത്താടാ ഡിപ്ലോട്ടീനിൽ എന്താ പറ്റുകയെന്ന് അറിയാമോ? ഈ ക്രോമസോമുകൾ ചേർന്നിരുന്ന ക്രോമസോമുകൾ അകലാൻ തുടങ്ങും. ചേർന്നിരുന്ന ക്രോമസോമുകൾ ബ്രേക്കപ്പ് ആകാൻ തുടങ്ങും. ചേർത്തിരുത്തിയതാരാ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന കെമിക്കലാ. ഈ കെമിക്കൽ പതുക്കെ ഇല്ലാണ്ടാകും. അപ്പോഴാണ് ഇവർ അകന്നു പോവുക. ചേർന്നിരിക്കണമെങ്കിൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇവരുടെ ഇടയിൽ വേണം. ഈ ഇടയിലുള്ള സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാകും. അപ്പൊ ഇവരെന്താ ചെയ്യുക? അകന്നു പോകും. അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്താ പറ്റുക? ഡിസപ്പിയർ ആകും. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസപ്പിയർ ആയി. ഇവരെ ചേർത്ത് നിർത്തിയിരുന്ന ശക്തി ഇല്ലാണ്ടായി. അപ്പൊ ഇവർ അകലാൻ തുടങ്ങുമ്പോൾ ഒരു എക്സ് ഷേപ്പ് സാധനം ഉണ്ടാകൂടാ. അതിന്റെ പേരാണ് കയാസ്മേറ്റ. രണ്ട് ക്രോമസോമുകളെ ചേർത്തിരുത്തിയതാരാ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സാ. ചേർന്നിരുന്ന ക്രോമസോമുകളെ അകലാൻ തുടങ്ങും. അകലുന്ന കാരണം ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് കയാസ്മേറ്റ. ഈ കയാസ്മേറ്റ ഉണ്ടാകുന്ന സ്റ്റേജ് ഏതാ? ഡിപ്ലോട്ടീൻ. ചോദിക്കും, ഏത് സ്റ്റേജിലാ കയാസ്മേറ്റ ഉണ്ടാകുക? ഡിപ്ലോട്ടീനില. അടുത്ത സ്റ്റെപ്പാ ഡയാകൈനസിസ്. ഇതിൽ എന്താ പറ്റുക? ഈ ഡിപ്ലോട്ടീനിൽ ഉണ്ടായ കയാസ്മേറ്റ തൊട്ടടുത്ത ഡയാകൈനസിസിൽ തന്നെ ഇല്ലാണ്ടാകും. ടെർമിനലായി കയാസ്മേറ്റ ഇല്ലാണ്ടായി. ഇത്ര ആലോചിച്ചാൽ മതിടാ. ലെപ്റ്റോട്ടീനിൽ ക്രോമാറ്റിക് ക്രോമസോം ആകും. സൈഗോട്ടീനിൽ സിനാപ്സിസ് കാണും. സിനാപ്റ്റോണിമൽ കോംപ്ലക്സും ഉണ്ടാകും. പാക്കറ്റീനിൽ റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ എൻസൈം കാണും. റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടാകും. ഡിപ്ലോട്ടീനിൽ ക്രോമസോമുകൾ അകലാൻ തുടങ്ങുന്ന കാരണം എന്താ? ഈ സ്റ്റേജിൽ ആ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാകുക. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് ഏതിലാ? സൈഗോട്ടീനില. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാകുന്നത് എവിടാ? ഡിപ്ലോട്ടീനില. അകലുന്ന കാരണം ഒരു എക്സ് ഷേപ്പിൽ ആ ക്രോമസോം നിൽക്കുക. അതിനെന്താ വിളിക്കുക? കയാസ്മേറ്റ എന്നാ വിളിക്കുക. കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഏത് സ്റ്റേജിലാ? ഡിപ്ലോട്ടീനില. കയാസ്മേറ്റ ഇല്ലാണ്ടാകുന്നത് തൊട്ടടുത്ത ഡയാകൈനസിസിലാ. മനസ്സിലായോ മക്കളെ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് സൈഗോട്ടീൻ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാകുന്നത് ഡിപ്ലോട്ടീനില. കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീനില, കയാസ്മേറ്റ ഇല്ലാണ്ടാകുന്നതോ ഡയാകൈനസിസില. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് സൈഗോട്ടീന്, ഇല്ലാണ്ടാകുന്ന ഡിപ്ലോട്ടീന്. നമ്മുടെ കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീന്, കയാസ്മേറ്റ ഇല്ലാണ്ടാകുന്നത് ഡയാകൈനസിസുമാണ്. ഓർക്കണം, ഇത് മനസ്സിലാക്കണേ. മനസ്സിലായോടാ? കഴിഞ്ഞു. ഈ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് ബിലാൽ സാർ വന്നോ നോക്കട്ടെ കേട്ടോ. നന്ദുവേ ബിലാൽ സാർ വന്നോ? ആ, കേറിയാലോ? കേറാൻ റെഡിയാണോ? ആയിക്കോട്ടെ. എന്റെ ഒന്നുകൂടെ ഉണ്ട്, ഞാൻ ലാസ്റ്റ് എടുത്തോളാം. ഒന്നുകൂടെ ഉണ്ട്. എത്ര സമയമായിട്ടും തീർന്നില്ല. ഞാൻ കുറച്ച് സ്ലോ ആണ്. വളരെയധികം സ്ലോ. ദേവപ്രിയ നിന്നെ ഓടിക്കുവിടുന്നു. തമാശ പറഞ്ഞാട്ടെ മക്കളെ. അഖിൽ സാർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും കെയർ കൊണ്ടുമാണ് അങ്ങനെ എടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഇവിടെ പറയപ്പെടുന്നു. ഓക്കെ, സോ ഗൈസ്, ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. മക്കളെ, എന്തെല്ലാണ്ട് വിശേഷം? പഠിപ്പൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷെ അഖിൽ സാർ സ്ലോ ആണെങ്കിലും ബിലാൽ സാർ ഇന്ന് ഫാസ്റ്റ് ആണ്. ഐ വിൽ ബി ലൈക്ക് നിസാമുദ്ദീൻ എക്സ്പ്രസ്. ഓക്കെ, ഹായ് ഗായ്സ്. ബിലാൽക്ക് അസ്സലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. വലൈക്കും അസ്സലാം. മാമുക്കോയ സിനിമയിലൊക്കെ പറഞ്ഞാൽ മാമുക്കോയുടെ ഒരു പഴയൊരു സിനിമ സീനുണ്ട്, നല്ല രസമുള്ള ഒരു സീനാണ്. കണ്ടില്ല? ഇത് ചതിയൻകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാർ വരിക പറയും. ഇവര് പറ്റിക്കാൻ പോവാ മറ്റേ ഒരു കടയിലേക്ക്. അങ്ങനെ പോയിട്ട്
ആദ്യം ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ എന്ന് പറയുമ്പോൾ മാമുക്കോയിൻ്റെ ഡയലോഗ് അസ്സലാമു അലൈക്കും. ഓക്കെ, സോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാണ്. സോ എനിവേ ഗൈസ്, ഹലോ ഗുഡ് ഈവനിങ് ഓൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ. കാരണം എന്താ, ഇൻ കേസ് എങ്ങാനും പരീക്ഷയ്ക്ക് നമ്മൾ പറയാത്ത വല്ലതും ചോദിച്ചാൽ എനിക്കറിയാം അടുത്ത ദിവസം കമൻറ്റ് സെഷനിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടുമല്ലോ, അത് സാറേ ടൈറ്റ് ചെയ്യുന്നു, ടഫ് ചെയ്യുന്നു, സോളജി ടഫായി എന്നൊക്കെ നിങ്ങൾ ഇടുമല്ലോ. അപ്പോൾ എനിക്ക് കാണുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങളെക്കാളും മാർക്ക് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെക്കാളും മുട്ടിപ്പായി പ്രാർത്ഥിക്കൽ ഞങ്ങളാണ്. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, കമോൺ. സോ ബഡീസ്, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ കമോൺ. നോക്ക്, നമ്മൾ നേരത്തെ 6 ചാപ്റ്റർ 2.5 മണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി നമുക്ക് 4 ചാപ്റ്ററും കൂടിയാണ്. കുഞ്ഞു ചാപ്റ്റേഴ്സാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അതായത് നമ്മൾ ആദ്യം തന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്ക്, ബൈ സെലക്ടിങ് നോക്ക്, ഇപ്പോൾ ഇത് നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നുണ്ടാവും, അയ്യോ ബിലാൽ സാറിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യനിൽ റിലേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങളെ ചാപ്റ്ററിൻ്റെ ഉള്ളിലൂടെ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു പേടിയും വേണ്ട, ഒരു ഭയവും ആവശ്യമില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എടാ നന്ദു, നമ്മളെ പേന അടിച്ചു പോയി. നന്ദു, പേന വർക്ക് ചെയ്യുന്നില്ല. സാറേ 3 മണി ലൈവിന്റെ നോട്ട് കിട്ടിയില്ല. നന്ദു ആണ് അതിൻ്റെ ആള്. നന്ദു ഇങ്ങോട്ട് വരട്ടെ. നന്ദുവിനെ മണ്ട നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന്. എടാ നന്ദു എടാ, പേന അടിച്ചു പോയടാ. ഈ എന്താ 3 മണിന്റെ ലൈവിന്റെ നോട്ട് കൊടുക്കാത്ത? ഇവർ പരാതി പറയണ്ടല്ലോ. അയച്ചില്ല എന്നാണല്ലോ ഇവർ പറയണത്. അതാ, നമുക്ക് നന്ദൂരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നന്ദൂരെ മണ്ട അടിച്ച് പൊളിക്കുക. ക്ലാസ്സിന്റെ ഇടയ്ക്കായ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നന്ദൂരെ കിട്ടൂല. ഓക്കെ, അപ്പോൾ മക്കളെ, എടാ 299 ആളായാലോ. അഖിൽ സാർ പോയപ്പോൾ അഖിൽ സാറിന്റെ ഫാൻസ് ഒരു 6-7 ആൾ പോയിട്ടുണ്ടല്ലോ. 300 ആളുണ്ടായിരുന്നല്ലോ. ബിലാൽ സാർ വരും, ടെക്നിക്കൽ ഇഷ്യൂ കൂടും. എന്താടാ അങ്ങനെയൊന്നും പറയല്ലേ. ഇന്നൊരു അപശകുനായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. സാരില്ല, വിഷമമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല. ഓക്കെ, സോ ഇന്നത്തെ 3 മണിക്കത്തെ ലൈവ് ലേറ്റ് ആവാൻ നന്ദു കൂടി കാരണമാണ്. നീ തന്നെയാണ്. ഇവൻ ലൈവ് കോർഡിനേറ്റർ ആയിട്ട് ഇപ്പം വന്നില്ല. അതന്നെ പ്രശ്നം. ഓക്കെ, സാർ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ. സോ ബഡീസ്, കമോൺ, ആരും പോവരുത്. ഓക്കെ, സോ സർ ഫിസിക്സ് ക്യാപ്സ്യൂൾ നോട്ട് ഫുള്ള് തന്നിട്ടില്ല, എന്തൊക്കെയോ ഇവർക്ക് പരാതികൾ പറയുന്നുണ്ട്. സോ മക്കളെ, എനിവേ നോക്ക്, അപ്പോൾ ഒന്ന് റിലാക്സ് ആവാം ഇൻ ബിറ്റ്വീൻ. കുറേ ക്ലാസ് കേട്ടതല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണേ. റെസ്റ്റ് എടുത്താൽ നേരെ മൊബൈൽ കളിക്കാനും നിൽക്കരുത്. ഒന്ന് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പാട്ട് കേൾക്കുക, അതൊക്കെ ഓക്കെയാണ്. ഓക്കെ, അല്ലാതെ എന്താക്കരുത്, വേറെ മൊബൈലൊന്നും കളിക്കരുത്. പക്ഷെ ഒരു കാര്യം പഠിച്ച ഒരു ഇൻ ബിറ്റ്വീൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ പഠനത്തിൻ്റെ പ്രോസസ്സിങ് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു കാര്യം ഒരു 3-4 വട്ടം ആവർത്തിച്ച് പഠിക്കുകയാണ്. ആൻഡ് ദെൻ യു ആർ ടേക്കിംഗ് ബ്രേക്ക് ഫോർ 5 മിനിറ്റ്സ്. നിങ്ങൾ ആ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, EEG സ്റ്റഡീസും അതുപോലെ തന്നെ എന്താ പറയുക, പോസിട്രോൺ എമിഷൻ സ്റ്റഡീസൊക്കെ വെച്ച് പ്രൂവ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ബ്രെയിനിൽ ഇതിൻ്റെ പ്രോസസ്സിങ്, അത് നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് പ്രോസസ്സിംഗ് ആണോ നിങ്ങളുടെ മെമ്മറി പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്, അതേ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണ് പറയുന്നത് മനഃശാസ്ത്രം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ആയില്ലേ, ഒരു വിവരം കിട്ടിയില്ലേ നിങ്ങൾക്ക്. ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, തുടങ്ങിയാലോ. ഞാനിങ്ങനെ വരുമ്പോൾ നല്ലൊരു പാട്ട് കേട്ട് വരുമായിരുന്നു. സംഭവം ഞാൻ ഓക്കെ, ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനം ഇങ്ങനെ കേട്ട് വരുന്നത്. എന്തോ രസമുള്ള പാട്ട് എന്ന് അറിയാം. ഞാൻ 2 ദിവസം മുന്നേ അത് ആദ്യമായിട്ട് കേട്ടത്. ഇറ്റ്സ് റിയലി നൈസ് വൺ. ഓക്കെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല കേട്ടോ. ഓക്കെ, പൊളിറ്റിക്സ് പറയണ്ട. പക്ഷെ നല്ല രസമുള്ളൊരു പാട്ട് ഇങ്ങനെ കേട്ട് വരികയായിരുന്നു പറയാം. ഓക്കെ, എൻ്റെ വായിൽ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ഞാൻ പാടില്ല. കാരണം നിങ്ങളെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ. 320 ആളായി. ഇനി ആദ്യം കുറയേണ്ട. ഈ 320 ആൾക്കാർ ഇതേപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഒരൊറ്റ മണിക്കൂർ, മാക്സിമം 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ 4 ചാപ്റ്ററിന് മറ്റന്നാളെ പരീക്ഷയ്ക്ക് 26-ാം തീയതി അല്ലേ പരീക്ഷ, 26-ാം തീയതി പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഉറപ്പിക്കാം. ഇത് തമാശയല്ല, വെറുതെ പറയുന്നതല്ല. ഓക്കെ, സോ by selecting appropriate terms from the bracket, complete the given table which is related with the excretory system. നോക്ക്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് അത് ഏതൊക്കെ ജീവികളിലാണ് കാണുക എന്നുള്ളത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. നോക്കൂ, നമ്മൾ ആനിമൽസിൽ കാണുന്ന 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതൊക്കെ കുട്ടികളെ? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് അല്ലേ. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്താടാ മക്കളെ വിളിക്കുക? അമോണോടെലിസം എന്നല്ലേ വിളിക്കുക. ഇറ്റ് ഈസ് കോൾഡ്
1 സെക്കൻഡ്, നിങ്ങൾ അഖിൽ സാർ ഇത് വലിയ ഫോണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് കളയട്ടെ, ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഓക്കെ, അമോണോടെലിസം എന്നാണല്ലേ പറയുക. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് അമോണോടെലിസം അല്ലേ, അമോണോടെലിസം എന്നാണ് പറയുക. നൗ ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിയ ഈസ് കോൾഡ് യൂറിയോടെലിസം. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് ഈസ് കോൾഡ്, ഉറക്കെ പറയടാ, യൂറിക്കോടെലിസം അല്ലെ. അമോണോടെലിസം കാണിക്കുന്ന ജീവികളാരാ? അമോണിയാണ് വേസ്റ്റ്, അത് കാണിക്കുന്ന ജീവികളാരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് മക്കളെ അമോണോടെലിസം കാണിക്കുന്ന ആൾക്കാരെ ഒന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെയാ? ഞാൻ ലാസ്റ്റ് പാടിത്തരാം. പാട്ട് നമ്മൾ ക്ലാസ് കഴിയാൻ നേരത്തെ നമ്മൾ പാടുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് പറ, അമോണോടെലിസം കാണിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? വേഗം പറ. യെസ്, അക്വാട്ടിക് ആംഫീബിയ ഉണ്ട്, അക്വാട്ടിക് ഇൻസെക്റ്റ് ഉണ്ട്. പിന്നെ ആരാളുള്ള കുട്ടികളെ? നമ്മുടെ എന്താ പറയുക, ബോണി ഫിഷുകൾ അല്ലേ, ബോണി ഫിഷുകൾ, ഫ്രഷ് വാട്ടർ ഫിഷ് അല്ലെങ്കിൽ ബോണി ഫിഷസ്. ഓക്കെ, അപ്പോൾ ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയ, അക്വാട്ടിക് ഇൻസെക്റ്റ്, ഇവരാണ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ യൂറിയോടെലിസം അല്ലെങ്കിൽ അവർ നമ്മൾ യൂറിയോടെലിക് ആനിമൽസ് എന്നൊക്കെ പറയും അല്ലേ. അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? യൂറിയയാണ്. അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിയയാണ്. ശരി, അതിൻ്റെ എക്സാമ്പിൾ ആരൊക്കെ കുട്ടികളെ? ഒന്ന് കാർട്ടിലേജിനസ് ഫിഷ് ആണ്, പിന്നെ അതുപോലെ തന്നെ മാമ്മൽസ് ആണ്, പിന്നെയോ ടെറസ്ട്രിയൽ ആംഫീബിയ, കരയിൽ കാണുന്ന ആംഫീബിയകൾ. ഇത്രയും ആളുകളാണ് യൂറിയോടെലിസത്തിൻ്റെ എക്സാമ്പിൾ. ഇനി യൂറിക്കോടെലിസത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന എന്താണ്? യൂറിക് ആസിഡ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്താ? യൂറിക്കോടെലിസത്തിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താ പഠിച്ചത്? ബിർല അല്ലെ, ബിർല എന്നാ പഠിച്ചത്. എന്താ? ബേർഡ്, കരയിൽ കാണുന്ന ഇൻസെക്റ്റുകൾ, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ് അല്ലടാ മക്കളെ, ലാൻഡ് സ്നെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്ക്രീറ്ററി വേസ്റ്റ് അതിന്റെ എക്സാമ്പിൾസ്. ആനിമൽ കിങ്ഡത്തിലെ 3 എക്സ്ക്രീറ്ററി വേസ്റ്റ്: അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രതിഭാസം അമോണോടെലിസം, യൂറിയ യൂറിയോടെലിസം, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിസം. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആളുകൾ ബോണി ഫിഷസ്, അക്വാട്ടിക് ഇൻസെക്ട്, അക്വാട്ടിക് ആംഫീബിയ. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആൾ ഒന്ന് അജാസ്ക അല്ലെ, മാമൽസ്. പിന്നെയോ നമ്മുടെ മറൈൻ ഫിഷുകൾ അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷുകൾ, ദെൻ ടെറസ്ട്രിയൽ ആംഫീബിയ. മറ്റേതിൻ്റെ എക്സാമ്പിൾ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ബിർല അല്ലെ. വെരി ഗുഡ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നോക്കൂ, ടെറസ്ട്രിയൽ ആനിമൽസ്, കരയിൽ ജീവിക്കുന്ന ആനിമൽസിനെ എടുത്താൽ ദേ ആർ എയ്തർ യൂറിയോടെലിക് ഓർ യൂറിക്കോടെലിക്. അവർ ഒന്നുകിൽ യൂറിയോടെലിക് ആണെങ്കിൽ യൂറിക്കോടെലിക് ആണ്, നോട്ട് അമോണോടെലിക്. സാറ് ലാസ്റ്റ് പാടാന്ന് പറഞ്ഞ് പറ്റിച്ചു തോന്നുന്നു. ബിലാലെ, എനിക്കും എനിക്കൊക്കെ ഒരേ പേരല്ല, അങ്ങനെ പറയരുത്, പറ്റിക്കൂല. ഞാൻ പാടിത്തരും, ആലോചിക്കട്ടെ. ഓക്കെ, എനിവേ കം ഹിയർ ബഡീസ്. എന്തുകൊണ്ടാണ് കരയിൽ പോയിന്റിലേക്ക് വരാം, കരയിൽ ജീവിക്കുന്ന ജീവികൾ എന്തുകൊണ്ടാണ് അമോണിയനെ എക്സ്ക്രീറ്റ് ചെയ്യാത്തത്? അവരൊന്നുകിൽ യൂറിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? പറ, അതിന്റെ റീസൺ എന്താ? വേഗം പറ. എന്തുകൊണ്ടാ? വേഗം പറയടാ. കരയിൽ ജീവിക്കുന്ന ജീവികൾ എന്തുകൊണ്ടാണ് അമോണിയൻ എക്സ്ക്രീറ്റ് ചെയ്യാതെ പകരം യൂറിയയോ യൂറിക് ആസിഡോ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, അമോണിയ ഈസ് എ മോസ്റ്റ് ടോക്സിക് നൈട്രോജീനസ് വേസ്റ്റ്. അമോണിയ എന്ന് പറയുന്നത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. സോ ഇൻ ഓർഡർ ടു റിമൂവ് അമോണിയ ഇറ്റ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. അമോണിയെ പുറന്തള്ളണമെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറേ യൂറിൻ ഒഴിച്ച് അതിലൂടെ അമോണിയനെ കളയേണ്ടി വരും, ഒരുപാട് യൂറിൻ ഒഴിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് വളരെ കുറച്ച് വെള്ളമല്ലേ കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. സോ ഗൈസ്, നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ കൂടി അമോണിയനെ പുറന്തള്ളാൻ അല്ലെങ്കിൽ വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിലേ കുറച്ച് വെള്ളമേ ഉള്ളൂ, ആ വെള്ളത്തെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ടോക്സിസിറ്റി കുറഞ്ഞ വേസ്റ്റ് ആയിട്ടുള്ള യൂറിയനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, അതുപോലെ യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്താ ഉത്തരം എഴുതുക? നോക്കൂ, ഇതേപോലെ എഴുതിയാൽ മതി. അമോണിയ ഈസ് മോസ്റ്റ് toxic waste. Ammonia is most toxic waste. So അതുകൊണ്ട് തന്നെ it require large amount of water. ധാരാളം വെള്ളം വേണ്ടി വരും ടു അല്ലെങ്കിൽ ഫോർ റിമൂവൽ. അതിനെ പുറന്തള്ളാൻ ധാരാളം വെള്ളം വേണ്ടി വരും. ബട്ട് ടെറസ്ട്രിയൽ ആനിമൽസ് ഗെറ്റ് വെരി ലിറ്റിൽ വാട്ടർ. അതുകൊണ്ട് തന്നെ in order to conserve water in the body of terrestrial animalsന്റെ ബോഡിയിൽ വാട്ടറിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് they are either യൂറിയോടെലിക് ഓർ യൂറിക്കോടെലിക്. അവർ അതിന് വേണ്ടിയിട്ട് യൂറിയോടെലിക്കോ അല്ലെങ്കിൽ യൂറിക്കോടെലിക് ആണ്, അമോണോടെലിക് അല്ല. ഇത് സെറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഈ പറഞ്ഞ പോയിന്റ് റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഒന്ന് കമൻറ്റ് ചെയ്യ് പ്ലീസ്. തമാശ കളിക്കല്ലേ പ്ലീസ്. നോക്ക് സാർ, ഫ്രോഗ് യൂറിയോടെലിക് ആണോ യൂറിക്കോടെലിക് ആണോ? ഫ്രോഗടാ, നോക്ക്, അഡൽട്ട് ഫ്രോഗ് യൂറിയോടെലിക് ആണ്,
അഡൽട്ട് ഫ്രോഗിൻ്റെ വേസ്റ്റ് യൂറിയയാണ്. അതേസമയത്ത് കുട്ടി ഫ്രോഗുകളിലെ, അതായത് നമ്മുടെ ടാഡ്പോൾ, വാൽമാക്രീൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. സെറ്റല്ലേ? ഓക്കെ, ശരി. ക്ഷമയോടുകൂടി കുറച്ച് നേരം നമുക്ക് എപ്പോഴും ക്ഷമിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയമുള്ളത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണീറ്റ് പോകാൻ, വെറുതെ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ ഓരോന്ന് കളിക്കാനൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് പരീക്ഷ കഴിയാൻ പോവാണ് മണ്ടന്മാരെ. പരീക്ഷ കഴിഞ്ഞ് എന്തോരം സുഖിച്ചിരിക്കുക, പിന്നെ എൻജാമി. ഓക്കെ, സോ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം. ഇതും ചോദിക്കാറുണ്ട്, വ്യത്യസ്ത ജീവികളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. നമുക്ക് പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ തുടങ്ങാം. അതിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണിത്. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ? വേഗം പറ. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലെയിം സെല്ലാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോട്ടോനെഫ്രീഡിയ. എന്താണ്? പ്രോട്ടോനെഫ്രീഡിയ. ഇത് പ്ലാറ്റി ഹെൽമിന്തസിന് മാത്രമല്ല കേട്ടോ, പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ്. പിന്നെ റോട്ടിഫറ എന്ന് പറയുന്ന ഒരു ഫൈലമുണ്ട്, ആ ഫൈലത്തിലെ ജീവികളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രാങ്കിയോസ്റ്റോമയുണ്ട്, ബ്രാങ്കിയോസ്റ്റോമ. ഓക്കെ, ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോക്സസ് എന്നൊക്കെ പറയുന്ന ജീവിയുണ്ട്. ഇത്രയും ജീവികളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് എന്ത്? പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ ബാക്കി ആളുകളാണ് ഉള്ളത്. നോക്കൂ, എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ എന്ന് പറഞ്ഞത്? എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ? വേഗം പറ. എർത്ത് വേമിൻ്റെ തന്നെ നെഫ്രീഡിയ അല്ലടാ. ഇനി നോക്ക്, കോക്രോച്ച് ഒരു ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റുകളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഇനി പ്രോൺസിൻ്റെതോ ആൻറ്റീനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്. സെറ്റ് അല്ലേ? റെഡി ആണല്ലോ? അപ്പോൾ ഇത് നമ്മളോട് ചോദിക്കും. ഇത്രയും എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രോട്ടോനെഫ്രീഡിയ, പ്ലാറ്റി ഹെൽമിന്തസ്, അതുപോലെ തന്നെ ചില അനലീഡകൾക്ക് നിങ്ങൾ പഠിക്കേണ്ട. പ്ലാറ്റി ഹെൽമിന്തസ്, റോട്ടിഫേഴ്സ്, ബ്രാങ്കിയോസ്റ്റോമ. ഒന്ന് പറഞ്ഞേ, പ്ലാറ്റി ഹെൽമിന്തസ്, റോട്ടിഫേഴ്സ്, ബ്രാങ്കിയോസ്റ്റോമ, ഇത്രയും ആളുകൾക്ക്. ഇനി നെഫ്രീഡിയ, സാധാരണ നെഫ്രീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തുവം അടക്കമുള്ള അനലീഡകളുടേത്. ഇനി നമ്മൾ ആർത്രോപോഡയിലേക്ക് വന്നാൽ അവിടുത്തെ ഇൻസെക്റ്റുകൾ, ആർത്രോപോഡയിൽപ്പെട്ട ടീമാണ് ഇൻസെക്റ്റും പ്രോണും ഒക്കെ. അവിടുത്തെ ഇൻസെക്റ്റുകളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. പക്ഷെ പ്രോണിനെ പോലെ, ചെമ്മീനെ പോലത്തെ ആളുകൾക്ക് ആൻറ്റീനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് ആണ്. സെറ്റേഷല്ലേ മക്കളെ? വെരി ഗുഡ്. അടുത്തത്, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഡയഗ്രാംസ് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മളോട് ഒന്നാമത് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഡയഗ്രാം ഇതാണ്. നോക്കൂ, നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ. ഓക്കെ, ഒന്ന് വരച്ചോട്ടെ കിഡ്നിയുടെ സ്ട്രക്ചർ. ഓക്കെ, കിഡ്നിയുടെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ചോദ്യം വരും. ഭയങ്കര അടിപൊളി പിക്ചറൊന്നും ആവില്ല, നിങ്ങൾക്ക് ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സ്പീഡിൽ വരയ്ക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വാട്ട് ഈസ് ദിസ്? നിങ്ങളുടെ കിഡ്നിയിൽ നിന്ന് യൂറിനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന കുഴലാണിത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കോൾഡ് യുറീറ്റർ അല്ലേ മക്കളെ? ഇതിനെ നമ്മൾ യുറീറ്റർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? യുറീറ്റർ. ഓക്കെ, നൗ നോക്കടാ, കിഡ്നിയുടെ ഉള്ളിൽ ഇവിടെ ഒരു ബ്രോഡ് സ്പേസ് നിങ്ങൾ കാണുന്നില്ലേ? വാട്ട് ഈസ് ദിസ് സ്പേസ്? ഈ സ്പേസിനെ വിളിക്കുന്ന പേരെന്താ? ദിസ് സ്പേസ് ഈസ് കോൾഡ് റീനൽ പെൽവിസ്. എന്താ വിളിക്കുക? റീനൽ പെൽവിസ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഈ പെൽവിസിൻ്റെ കുറേ പ്രൊജക്ഷൻസ് നിങ്ങൾ കാണുന്നില്ലേ? ഈ പ്രൊജക്ഷൻസിനെ നമ്മൾ എന്താടാ വിളിക്കുക? ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കാലിക്സ്. എന്താ വിളിക്കുക? കാലിക്സ്. ഉറക്കെ പറഞ്ഞേ, കാലിക്സ് എന്നാണ് കേട്ടോ വിളിക്കുക. ഉറക്കെ പറ, കാലിക്സ്. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ കിഡ്നിയുടെ ഉള്ളിലുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സോൺസ്. 2 സോണുകൾ കാണാൻ പറ്റും. നമ്പർ 1, കുറേ പിരമിഡ് പോലെയുള്ള സ്ട്രക്ചറുകൾ. ദേ ആർ പ്രൊജക്റ്റിംഗ് ഇൻ ടു ദ കാലിസസ്. ഈ കാലിക്സുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പിരമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇവരെന്താ വിളിക്കുക? ദിസ് ഈസ് എ പിക്ചർ ഫ്രം NCERT. ഞാനത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറുകൾ എന്താ വിളിക്കുക? വേഗം പറ. മെഡുല്ലറി പിരമിഡ്സ് അല്ലേടാ, മെഡുല്ലറി പിരമിഡ്സ് എന്നാണ് വിളിക്കുക. ഇനി നോക്ക്, ഈ മെഡുല്ലറി പിരമിഡുകളൊക്കെ കൂടെ ഒന്നിച്ച്, ഒരുപാട് പിരമിഡുകളില്ലേ, അവന്മാരെല്ലാവരും കൂടി ഒന്നിച്ചാണ് നമ്മൾ റീനൽ മെഡുല്ല എന്ന് പറയുക. ഓരോരുത്തരെയും നമുക്ക് മെഡുല്ലറി പിരമിഡ് എന്ന് വിളിക്കാം, അവരെ മൊത്തത്തിൽ നമ്മൾ റീനൽ മെഡുല്ല എന്ന് വിളിക്കും. ഇനി കിഡ്നിയുടെ ഔട്ടർ പാർട്ട് ഉണ്ടല്ലോ, ഈ മെഡുല്ല ഉൾഭാഗമാണ് ശരിക്കും ഈ ഔട്ടർ പാർട്ട്. ദിസ് ഈസ് കോൾഡ്, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താടാ മക്കളെ? റീനൽ കോർട്ടെക്സ് ആണോ? ദിസ് ഈസ് കോൾഡ് റീനൽ കോർട്ടെക്സ്. സെറ്റാണോ മക്കളെ? റീനൽ കോർട്ടെക്സ്. ആൻഡ് യു ക്യാൻ സീ ഈ മെഡുല്ലറി പിരമിഡുകളുടെ ഇടയിലൂടെ കോർട്ടെക്സ് ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്ക്, ഈ കോർട്ടെക്സ് ആണ് മെഡുല്ലറി പിരമിഡുകൾക്ക് ഇടയിൽ അല്ലേ? സോ ദീസ് എക്സ്റ്റെൻഷൻസ് ഓഫ് കോർട്ടെക്സ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ്, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് റീനൽ കോളം. എന്താ വിളിക്കുക? റീനൽ കോളം. അല്ലെങ്കിൽ നമ്മൾ കോളം
ഓഫ് ബെർട്ടിനി എന്ന് പറയും. എന്താ പറയുക? റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബെർട്ടിനി. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടി, കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറി ഇവിടെ ഉണ്ടാവും. സോ ദാറ്റ് ആർട്ടറി ഈസ് കോൾഡ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? റീനൽ ആർട്ടറി എന്നാണ് വിളിക്കുക. ഇനി കിഡ്നിയിൽ നിന്ന് തിരിച്ച് ഫിൽട്രേഷനൊക്കെ നടന്നതിന് ശേഷം കിഡ്നിയിൽ നിന്ന് തിരിച്ച് ബ്ലഡ് കൊണ്ടുവരുന്ന വെയിൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്നാ വിളിക്കുക? റീനൽ വെയിൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? റീനൽ വെയിൻ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ NCERT-യിലുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവരെ ചോദിക്കാത്തൊരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട്. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, നമ്മുടെ 2 കിഡ്നി, ഇതാ വി ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കിഡ്നിയിൽ നിന്ന് യൂറിൻ കൊണ്ടുവരുന്ന ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? യുറീറ്റർ എന്നാണ് വിളിക്കുക എന്നല്ലേ. സോ വി ഹാവ് എ പെയർ ഓഫ് യുറീറ്റേഴ്സ് അല്ലേ. സോ ദീസ് ആർ യുറീറ്റേഴ്സ്, നമ്മുടെ യുറീറ്ററുകളാണ്. ഓക്കെ, അങ്ങനെ യുറീറ്ററുകൾ ആർ കണക്റ്റഡ് ടു വേർ? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ യൂറിനറി ബ്ലാഡർ ആണോ? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ യൂറിനറി ബ്ലാഡർ. ഇനി നോക്ക്, ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന കുഴലിൻ്റെ പേരെന്താ? ഇറ്റ് ഈസ് കോൾഡ് യുറീത്ര അല്ലേടാ. ഇറ്റ് ഈസ് കോൾഡ് യുറീത്ര. ഈ ഒരു സ്ട്രക്ചർ എൻ്റെ കുട്ടികൾ ഓർത്തു വെക്കണം കേട്ടോ. യുറീറ്റർ, യൂറിനറി ബ്ലാഡർ, യുറീത്ര, എല്ലാവർക്കും അറിയാലോ. ഇനി നോക്കൂ, നമ്മുടെ കിഡ്നിക്കകത്തെ, നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺ ആണ്. നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. കണ്ടോ, നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശരിക്കും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നെഫ്രോണിൻ്റെ 2 ഭാഗമുള്ളത്, ഗ്ലോമറുലസ് പ്ലസ് റീനൽ ട്യൂബ്യൂൾ. ഇങ്ങനെ 2 ഭാഗമാണുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഗ്ലോമറുലസ്, റീനൽ ട്യൂബ്യൂൾ. സെറ്റാണോ? സോ വാട്ട് ഈസ് ദിസ് ഗ്ലോമറുലസ്? ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് കാപ്പില്ലറീസ്. കാപ്പില്ലറികളുടെ ഒരു കൂട്ടാണ്. കാപ്പില്ലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ചെറിയ രക്തക്കൊഴലുകളാണ്. അങ്ങനെ ഒരുപാട് കാപ്പില്ലറികൾ ഇരിക്കുന്ന ഒരു കൂട്ടമാണ് ശരിക്ക് ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഇനി റീനൽ ട്യൂബ്യൂളോ? ഒന്ന് പറഞ്ഞേ, റീനൽ ട്യൂബ്യൂളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? ഒന്ന് പറഞ്ഞു നോക്കും മക്കളെ. ഒന്നാമത്തത് ഒരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ദിസ് ഈസ് കോൾഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണല്ലോ. അടുത്ത എന്താ? ഇങ്ങനെ കൺവല്യൂട്ട് ചെയ്തെടുക്കുന്ന ട്യൂബ്യൂള്. ദിസ് ഈസ് കോൾഡ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പിന്നെ എന്താടാ ഉള്ളത്? പിന്നെ ഇങ്ങനെ ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണല്ലേ. ദിസ് ഈസ് കോൾഡ് എന്താ വിളിക്കുക? ഹെൻലീസ് ലൂപ്പ്. എൻ്റെ കൂടെ പറഞ്ഞു നോക്ക്, ഹെൻലീസ് ലൂപ്പ് അല്ലേ. ഇനി വീണ്ടും നോക്കടാ മക്കളെ, വീണ്ടും കൺവല്യൂട്ട് ചെയ്ത് കിടക്കുന്ന ട്യൂബ്യൂള്. ദിസ് ഈസ് കോൾഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇനി DCTs ഓഫ് മെനി നെഫ്രോൺ, ഒരുപാട് നെഫ്രോണുകളുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സ്ട്രെയിറ്റ് ട്യൂബ്. ഒരു സ്ട്രെയിറ്റ് ട്യൂബിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് കളക്ടിംഗ് ഡക്ട്. അപ്പോൾ ഭാഗങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഉറക്കെ പറഞ്ഞേ, ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇനി വാട്ട് ഈസ് ദിസ്? ഹെൻലീസ് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി. അതിന് 2 ഭാഗമുണ്ട് കേട്ടോ. ഒന്ന്, ഇതിലൂടെ ഇങ്ങനെ ഫ്ലൂയിഡ് താഴോട്ട് പോകുന്നു, ഇതിലൂടെ മേലോട്ട് പോകുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഡിസെൻഡിങ് ലിംബ്, താഴോട്ട് പോകുന്ന ലിംബ്, ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് അല്ലേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ്, ഇനി ഇത് മേലോട്ട് പോകുന്ന ലിംബാണ്. സോ ദിസ് ഈസ് അസെൻഡിങ് ലിംബ് ആണോ മക്കളെ? അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. അപ്പോൾ ഇവരെ ഒന്നിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൻലീസ് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി. സെറ്റാണല്ലോ, വെരി ഗുഡ്. അത് കഴിഞ്ഞ അടുത്ത ഭാഗം ഏതാ? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലേ, DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. DCT ഓഫ് മെനി നെഫ്രോൺ കണക്റ്റഡ് ടു എ സ്ട്രെയിറ്റ് ട്യൂബ് ആൻഡ് ദിസ് ഈസ് കോൾഡ് കളക്ടിംഗ് ഡക്ട് അല്ലേ മക്കളെ. ദിസ് ഈസ് കോൾഡ് കളക്ടിംഗ് ഡക്ട്. സെറ്റേഷ് ആണല്ലോ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നോക്ക്, ഇവിടെയാണ് നമ്മുടെ ഗ്ലോമറുലസ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ഗ്ലോമറുലസ്, ടഫ്റ്റ് ഓഫ് കാപ്പില്ലറീസ്. നോക്കൂ, ഗ്ലോമറുലസിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ, ഗ്ലോമറുലസിലോട്ട് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആർട്ടറി. ഓക്കെ, കൊണ്ടുപോകുന്ന ആൾ, ഇയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറൻറ്റ് ആർട്ടീരിയോൾ. എന്താ വിളിക്കുക? അഫറൻറ്റ്. ഇത് നമ്മളോട് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഫറൻറ്റ് ആർട്ടീരിയോൾ എന്നാ പറയുക. ഗ്ലോമറുലസിലോട്ട് അങ്ങോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന ആൾ. ഗ്ലോമറുലസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആളോ? ഇറ്റ് ഈസ് കോൾഡ് ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഉറക്കെ പറഞ്ഞേ, ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയാം. അപ്പോൾ അഫറൻ്റ് ആയി, ഇഫറൻ്റ് ആയി. സെറ്റാണോ? അഫറൻ്റ് ആർട്ടീരിയോൾ, ഇഫറൻ്റ് ആർട്ടീരിയോൾ. എങ്ങനെയാണ് അഫറനെയും ഇഫറനെയും തിരിച്ചറിയാം? മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇതാണ് അവിടെയുള്ള ചോദ്യം. അഫറനിൻ്റെ വലിപ്പം എപ്പോഴും ഇഫറനിനേക്കാൾ കൂടുതലായിരിക്കും. ഇഫറൻ്റ് ചെറുതും അഫറൻ്റ് വലുതുമായിരിക്കും. ആൻഡ് ദിസ് ഈസ്, ഇതാരാൾ? ദിസ് ഈസ് യുവർ ഗ്ലോമറുലസ് അല്ലേ. ഇതാണ് നിങ്ങളുടെ ഗ്ലോമറുലസ്. ഇനി നോക്കടാ, ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ഒന്നിച്ചിരിക്കുന്ന സ്ട്രക്ചറാണിത്. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? നോക്കൂ ഗൈസ്, ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ. പരീക്ഷയ്ക്കുള്ള ചോദ്യം ഇതാണ്. ഇവിടെ ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ഒന്നിച്ചാണ് നിങ്ങൾ കാണുന്നത്. വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ആൻസർ പറയാൻ പറ്റുമോ?
വാട്ട് ഈസ് ദി സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ ഇവർ രണ്ടും കൂടി ഒന്നിച്ചിരുന്നാൽ എന്താ വിളിക്കുക? ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ഒന്നിച്ചിരുന്നാൽ എന്താ വിളിക്കുക? വേഗം പറ വേഗം പറ വേഗം പറ വേഗം പറ, എന്താ വിളിക്കുക? മാൽപീജിയൻ ട്യൂബ്യൂളൊന്നുമല്ല. ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ഒന്നിച്ചിരുന്ന എന്താ വിളിക്കുക? പറയാൻ പറ്റുമോ? ആൻസർ പറയാൻ പറ്റുമോ? ആൻസർ പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ പറ്റുക? വെരി ഗുഡ്. നമ്മുടെ ജോയൽ, ഹിബ ഫാത്തിമ ഒക്കെ അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഫ, ബിലാൽ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദി സ്ട്രക്ചർ ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേരൂടെ പറയുമല്ലോ, എന്താ അത്? റീനൽ കോർപ്പസിൽ. എന്താണ്? റീനൽ കോർപ്പസിൽ കേട്ടോ. റീനൽ കോർപ്പസിൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി. ഇതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എ എന്താ? അഫറൻറ്റിൻ്റെ വലിപ്പം എപ്പോഴും കൂടുതലാവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ ദിസ് ഈസ് അഫറൻറ്റ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ബി. ബി എന്താ? ബൗമാൻസ് ക്യാപ്സ്യൂൾ. സെറ്റേജ് ആണല്ലോ മക്കളെ, ബൗമാൻസ് ക്യാപ്സ്യൂൾ. വെരി ഗുഡ്. അപ്പോൾ ഇത്രയും സ്ട്രക്ചറുകളെ പറ്റി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെറ്റാണല്ലോ. ഇനി ഒറ്റ കാര്യം കൂടി, ഈ ഇഫറൻ്റ് ആർട്ടീരിയോൾ ഉണ്ടല്ലോ, ഈ ഗ്ലോമറുലസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഇഫറൻ്റ് ആർട്ടീരിയോൾ, ഇയാൾ ഇവിടെയൊക്കെ ഒരുപാട് കാപ്പില്ലറി നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നുണ്ട്. ഇവരൊക്കെ ഒരുപാട് കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് മാറും. ഇയാൾ ഇവിടുന്ന് വന്ന് വീണ്ടും ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് ഇവിടെയൊക്കെ ഒരുപാട് കാപ്പില്ലറി ഉണ്ടാക്കും. സോ ദർ ഈസ് എ ബ്രാഞ്ച് ഓഫ് ദാറ്റ് വിച്ച് ഈസ് റണ്ണിങ് പാരലൽ ടു ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന് പാരലലായിട്ട് ആ കാപ്പില്ലറിയുടെ ഒരു ബ്രാഞ്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാസ റെക്റ്റ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. ക്ലിയർ അല്ലേ? സോ ദ ഇഫറൻ്റ് ആർട്ടീരിയോൾ ഫോം എ കാപ്പില്ലറി നെറ്റ്വർക്ക്. കാപ്പില്ലറികളുടെ കുഞ്ഞി രക്തകോലുകളുടെ ഒരു നെറ്റ്വർക്ക് നമ്മുടെ നെഫ്രോണിന് ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. ആ കാപ്പില്ലറി നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ കാപ്പില്ലറീസ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പെരി ട്യൂബുലാർ കാപ്പില്ലറീസ് എന്നാ പറയുക. So a branch of that capillary network is running parallel to the Henle's loop and that is called, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. സെറ്റേജ് അല്ലേ മക്കളെ? ഇനി നോക്കിട്ടോ, നമ്മൾ പറഞ്ഞു കിഡ്നിക്ക് കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. മെഡുല്ല എന്ന് പറഞ്ഞാൽ ഈ താഴ്ഭാഗം, പിരമിഡുകളുള്ള ഭാഗം, ഇന്നർ പാർട്ട്. ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ്. സോ ഗൈസ് ശ്രദ്ധിക്ക്, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഭാഗം നമ്മുടെ കിഡ്നിയുടെ കോർട്ടെക്സിലാണുള്ളത്. എത്ര ഭാഗം? ദേണ്ടേ നമ്മുടെ മാൽപീജിയൻ ബോഡി, PCT DCT, ഇത്രയും ഭാഗം കോർട്ടെക്സിലാണ്. അതേസമയത്ത് ഹെൻലീസ് ലൂപ്പ് മാത്രം എവിടെയാണ് കിടക്കുന്നത്? മെഡുല്ലയിലാണ് കിടക്കുന്നത്. അതെല്ലാം ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നോക്കൂ, ലുക്ക്, വിച്ച് പാർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് മാൽപീജിയൻ ബോഡി? ഒരു ചോദ്യം. ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ. ഇവിടുത്തെ എക്സ് ഏതാ, വൈ ഏതാ? വൈ ഏതാ കുട്ടികളെ പറഞ്ഞു? ദിസ് ഈസ് വൈ. ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് കളക്റ്റിംഗ് ഡക്റ്റ്. വെരി ഗുഡ്. എക്സ് ഏതാ? എക്സ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ്. സെഡ് ഏതാ കുട്ടികളെ? ഗ്ലോമറുലസ് ആണ്. ഡബ്ല്യു ഏതാ കുട്ടികളെ? PCT ആണ്. ഇനി ഇതാരാടാ? DCT ആണ്. സെറ്റല്ലേ? ഏത് ചോദിച്ചാലും ആൻസർ എഴുതാം. ഇനി അടുത്തത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. സെറ്റാണോ? റെഡിയാണോ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. സെറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വെരി ഗുഡ്. നൗ അടുത്തത്, യൂറിൻ ഫോർമേഷനിൽ ശരിക്കും 3 സ്റ്റെപ്പാണുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ യൂറിൻ ഫോർമേഷനിലെ 3 സ്റ്റെപ്പുകൾ? വിച്ച് ആർ ദ 3 സ്റ്റെപ്സ് ഇൻ യൂറിൻ ഫോർമേഷൻ? ഒന്നാമത്തതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഓർമ്മയുണ്ടാ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. രണ്ടാമത്തെ എന്താ കുട്ടികളെ? റീ അബ്സോർപ്ഷൻ. രണ്ടാമത്തെ എന്താണ്? റീ അബ്സോർപ്ഷൻ. മൂന്നാമത്തതോ? ട്യൂബുലാർ സെക്രീഷൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ട്യൂബുലാർ സെക്രീഷൻ. സോ ദീസ് ആർ ദ 3 സ്റ്റെപ്സ്. ദീസ് ആർ ദ 3 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ യൂറിൻ ഫോർമേഷൻ. എന്തൊക്കെയാണ്? സ്റ്റെപ്പ് മാത്രം പേരെങ്കിലും പഠിച്ചാൽ മതി. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ആക്ച്വലി വാട്ട് ഈസ് ദിസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ഒന്നുമില്ല, ഇവിടെ നിങ്ങളുടെ ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ടല്ലേ, നോക്കൂ. ഹിയർ ഈസ് യുവർ ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇവിടെ ഗ്ലോമറുലസ് ഉണ്ടാവും അല്ലേ? ഗ്ലോമറുലസ്. അപ്പോൾ ഈ ഗ്ലോമറുലസിലൂടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡിൽ നിന്ന് കുറേ കണ്ടൻസ് നോക്കൂ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ സ്പേസിലോട്ട്, ഈ ലൂമനിലോട്ട് വരും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അങ്ങനെ വരുന്ന ഈ ഒരു ഫിൽട്രേറ്റ്, ഈ രൂപപ്പെടുന്ന ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലേക്ക് വരുന്ന ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിനെ ഉറക്കെ പറ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എന്താ വിളിക്കുക? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. നമ്മുടെ ഗ്ലോമറുലസിലൂടെ ബ്ലഡ് പോകുമ്പോൾ ബ്ലഡിലെ കുറേ കണ്ടന്റ്, കുറേ വസ്തുക്കൾ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലോട്ട് വരും. ആ വരുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുക. ഇനി നോക്കൂ, നമ്മളോട് പരീക്ഷയ്ക്ക് ഇതൊന്നല്ല ചോദിക്കുക, വാട്ട് ഈസ് GFR എന്നാണ് ചോദിക്കുക. സോ വാട്ട് ഈസ് GFR എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അങ്ങനെ പറഞ്ഞാൽ നോക്കൂ, ഒരു മിനിറ്റിൽ
നമ്മുടെ ഓരോ കിഡ്നിയിലും ഏകദേശം 10 ലക്ഷം നെഫ്രോൺ ഉണ്ട്. അപ്പോൾ 2 കിഡ്നിയിലും കൂടി 20 ലക്ഷം നെഫ്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു മിനിറ്റിൽ ഈ 20 ലക്ഷം നെഫ്രോണുകളുടെയും കൂടെ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നുണ്ട് ഒരു മിനിറ്റിൽ? ആ അളവിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ദ കിഡ്നീസ് പെർ മിനിറ്റ്. എന്താണ്? ഉറക്കെ പറ. ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ദ കിഡ്നീസ് പെർ മിനിറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ആൻഡ് വാട്ട് ഈസ് നോർമൽ GFR? അപ്പോൾ ഡെഫിനിഷൻ പഠിക്കണം. നോക്കൂ, ഡെഫിനിഷൻ മസ്റ്റ് ആണ്. ഒന്നുകൂടെ പറഞ്ഞ എൻ്റെ കൂടെ ഡെഫിനിഷൻ. ദ എമൗണ്ട്, മറ്റന്നാളെ പരീക്ഷയ്ക്ക് ഇത് എഴുതേണ്ടി വരും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് in the kidneys per minute, that is called glomerular filtration rate. Okay, that's it. ഇനി നോർമൽ GFR എത്രയാ, നോർമൽ വാല്യൂ എത്രയാ ചോദിക്കും. ദാറ്റ് ഈസ് 125 ml per minute. ഒരു മിനിറ്റിൽ 125 ml ആണ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. നോർമൽ വാല്യൂ ഇസ് 125 ml per minute. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത്ര പഠിച്ചാൽ മതി അതിനെക്കുറിച്ച്. ഇനി രണ്ടാമത്തെ എന്താ? റീ അബ്സോർപ്ഷൻ അല്ലേ. നമുക്ക് നോക്കാം എന്താണ് റീ അബ്സോർപ്ഷൻ എന്ന്. നമ്മൾ പറഞ്ഞു നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഒരു മിനിറ്റിൽ ഏകദേശം 125 ml ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ഒരു ദിവസത്തെ കണക്ക് നിങ്ങൾ നോക്കിയാൽ 180 ലിറ്റർ 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മളാകെ പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന യൂറിൻ എത്രയാണെന്നറിയോ? അറൗണ്ട് 1.5 ലിറ്റർ മാത്രമാണ്. സോ പെർ ഡേ അറൗണ്ട് 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഫോംഡ്, ബട്ട് ദ യൂറിൻ റിലീസ്ഡ് ഈസ് ഓൺലി 1.5 ml. സോ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? എന്താ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോർ ദാൻ 99% ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോൺ. നെഫ്രോണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മോർ ദാൻ 99%ഉം റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്? 180 ലിറ്റർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഉണ്ടാവുന്നുണ്ടല്ലോ, പക്ഷേ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് 1.5 ലിറ്റർ മാത്രമാണല്ലോ. സോ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന ചോദ്യം ചോദിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞൂടെ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോർ ദാൻ 99% ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോൺ. നെഫ്രോണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മോർ ദാൻ 99%ഉം റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. സെറ്റാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡിയല്ലേ മക്കളെ? റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്യൂബുലാർ സെക്രീഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് ദിസ് ട്യൂബുലാർ സെക്രീഷൻ? നോക്കൂ മക്കളെ, ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ നെഫ്രോണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ ബൗമാൻസ് ക്യാപ്സ്യൂൾ ഇതാ, ആൻഡ് ദിസ് ഈസ് യുവർ PCT, ദിസ് ഈസ് ഹെൻലീസ് ലൂപ്പ്, യു ഹാവ് ഹെൻലീസ് ലൂപ്പ്, DCT ആൻഡ് ദെൻ കളക്ടിങ് ഡക്റ്റ് അല്ലേ. നോക്കൂ, നമ്മുടെ നെഫ്രോണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ യൂറിനിലേക്ക് H+, അതുപോലെ തന്നെ അമോണിയ, അതുപോലെ തന്നെ K+ തുടങ്ങിയ ആളുകളെ എക്സ്ക്രീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്, സെക്രീറ്റ് ചെയ്തിട്ട് അവസാനം യൂറിനിലൂടെ പുറന്തള്ളുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ലുക്ക്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് H+, K+ ആൻഡ് അമോണിയ ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ്. ഓക്കെ, സെക്രീറ്റഡ് ടു ദ ഫിൽട്രേറ്റ്. നമ്മുടെ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ ഉണ്ടാക്കി ഇതിലൂടെ പോഴുന്ന ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ആരൊക്കെ നോക്കൂ, ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോൺ H+, K+ ആൻഡ് അമോണിയ ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ്. ദിസ് ഈസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ. എന്തിനായിരിക്കും നമ്മുടെ ബോഡി ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത്? നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ K+ ഒക്കെ വല്ലാണ്ട് കൂടിയാൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഒക്കെ പ്രവർത്തനം അവതാളത്തിലാവും. സോ ടു മെയിൻറ്റെയിൻ അയോണിക് ബാലൻസ്, നമ്മുടെ ബോഡിയുടെ അയോണിക് ബാലൻസ്, Na+ൻ്റെയും K+ൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ടു മെയിൻറ്റെയിൻ അയോണിക് ബാലൻസ്, അതുപോലെ H+ ബോഡിയിൽ കൂടിയ ബോഡിയിൽ അസിഡിറ്റി കൂടും അല്ലേ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ടു മെയിൻറ്റെയിൻ ആസിഡ് ബേസ് ബാലൻസ് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ബോഡി, അതിനാണ് നമ്മളെ ആര് സഹായിക്കുന്നത് കുട്ടികളെ? ട്യൂബുലാർ സെക്രീഷൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. യൂറിൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, യൂറിൻ ഫോർമേഷനിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താണ്, ദെൻ റീ അബ്സോർപ്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ട്യൂബുലാർ സെക്രീഷൻ ആരെയൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത് ദ കൗണ്ടർ കറന്റ് മെക്കാനിസം. ഇത് റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ പ്ലീസ്. റെഡി ആണെങ്കിൽ വളരെ പെട്ടെന്ന്, വളരെ സ്പീഡിൽ കമൻറ്റ് ചെയ്യൂ. റെഡി ആണെങ്കിൽ വളരെ സ്പീഡിൽ കമൻറ്റ് ചെയ്തേക്കൂ. റെഡിയാണോ? ഓക്കെ, റെഡി. ഓക്കെ, വെരി ഗുഡ്.
ഏതോ ഒരുത്തന്നെ ഇതിൽ കമൻറ്റ് ബോക്സിൽ ബെസ്റ്റിയൊക്കെ ആവുന്നുണ്ടല്ലോ. എടാ ഇവൻ്റെ ഒന്നും ബെസ്റ്റി ആവില്ല കേട്ടോ. ബെസ്റ്റിയൊക്കെ ആവുക വെച്ചാൽ നല്ല ലെവൽ ആൾക്കാരതായാൽ മതി. ഈ കമൻറ്റ് ബോക്സിലൊക്കെ വെറുതെ മെഴുകി ഉത്തരവും പറയാതെ മെഴുകി നടക്കുന്നവന്മാരൊന്നും ബെസ്റ്റി ആവണ്ട. നിങ്ങളും മൂഞ്ചും അവരും മൂഞ്ചുമ്പോൾ എന്തായാലും നിങ്ങളും മൂഞ്ചും. ഓക്കെ, സീരിയസ്ലി നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമ്മളെക്കാളും നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അൽപന്മാരായാലും അവന്മാർ നന്നായാലും നമ്മൾ പറയില്ല ചന്ദനം ചാരിയ ചന്ദനം മണക്കും പറയാറുണ്ടല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ശരി. ഈ കമൻറ്റ് ബോക്സിലെ ആൾക്കാരോടൊന്നും ആരും ബെസ്റ്റ് ആവാൻ നിൽക്കില്ല. പിന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും നമ്മൾ എന്താ പറയുക അങ്ങനെ പറയാറില്ലേ, ചേരേണ്ടിടത്ത് ചേരുന്നു. അങ്ങനെ ചേരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അതർവൈസ് വേണ്ട. ഓക്കെ സാർ, ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാൻ ഒരു ഇമേജ് പോസ്റ്റ് തരുമോ? ഇതല്ലേ നമ്മളെ പഴയ പോസ്റ്റ്. എൻ്റെ അളിയൻ്റെ ഒക്കെ ഒരു പഴയ ഫോട്ടോ ഉണ്ട് അങ്ങനെ. ഓക്കെ, നല്ല പോസ്റ്റ് അല്ല, സ്റ്റാൻഡേർഡ്. കിട്ടിയോ? വേഗം വേഗം വേഗം. ഓക്കെ ശരി, ഓക്കെ ശരി. ബിലാലേട്ടായി അല്ലേ? ബാ നൗ ദ കൗണ്ടർ കറണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്നിയിൽ ഇടയ്ക്ക് നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും ഒഴിക്കുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മൾ ഡയല്യൂട്ട് യൂറിനാണ് ഒഴിക്കൽ, ചിലപ്പോൾ നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനാണ് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ യൂറിനെ കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, സോ ലുക്ക്, ദാറ്റ് മെക്കാനിസം ഈസ് കോൾഡ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? കൗണ്ടർ കറണ്ട് മെക്കാനിസം. അപ്പോൾ ചോദ്യം നോക്ക്, ദ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യം. അതായത് നമ്മുടെ കിഡ്നിയിൽ എന്തോ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹാപ്പൻസ്. എങ്ങനെയാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് എന്ന്. സാറേ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ, യൂറിനെ എങ്ങനെയാണ് നമ്മൾ ഇടയ്ക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണെന്ന് വളരെ റയർലി ഈ ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ. പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം ഒഴിവാക്കണം ഈ ചാപ്റ്ററിൽ നിന്ന് തോന്നുക വെച്ചാൽ ഞാൻ പറയും ഇത് ഒഴിവാക്കിക്കോ എന്ന് പറയും. ഇത് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ, ശ്രദ്ധിക്കണേ. സോ ദിസ് ഈസ് യുവർ PCT. നിങ്ങളുടെ PCT ഇതാ. ആൻഡ് ദിസ് ഈസ് യുവർ ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ് ഇതാ. ആൻഡ് ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് ഇതേണ്ട്. ഇവിടെ നിങ്ങളുടെ അസെൻഡിങ് ലിംബ് ഉണ്ട്. സോ ദിസ് ഈസ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് ദിസ് ഈസ് DCT. ഇത്രയും റെഡിയല്ലേ? വെരി ഗുഡ്. ഇനി നോക്കട്ടെ മക്കളെ, ഇവിടെ നമ്മുടെ വാസാറക്റ്റ് ഉണ്ട്. ഇവിടെ ആരുള്ളത്? വാസാറക്റ്റ്. ഓക്കെ, നന്നായി ശ്രദ്ധിക്കട്ടെ, സിമ്പിളാണ്, നിങ്ങൾ കരുതുന്ന പോലെ പണിയൊന്നുമില്ല. ഓക്കെ, നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദിസ് ഈസ് വാസാറക്റ്റ. ഓക്കെ, ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബാണിത്, താഴോട്ട് പോകുന്ന ലിംബാണിത്. ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബാണിത്. റെഡിയല്ലേ? ഇനി നോക്കിട്ടോ, വാസാറക്റ്റയ്ക്ക് ഇതുപോലെ ഒരു ഡിസെൻഡിങ് ലിംബ് ഉണ്ട്. ഇങ്ങനെയാണ് വാസാറക്റ്റയിലെ ബ്ലഡ് ഫ്ലോ നടക്കുന്നത്. അങ്ങനെ താഴോട്ട് വരും, ഇങ്ങനെ മേലോട്ട് പോകും. റെഡിയാണോ? വെരി ഗുഡ്. ഇനി നോക്ക്, നമ്മുടെ ഹെൻലീസ് ലൂപ്പിൻ്റെ ഇനി ഒരു കാര്യം കൂടി നോക്കൂ, നെഫ്രോണുകളുടെ ഇടയിലുള്ള സ്പേസ്, ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യം. എന്താണ്? ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർസ്റ്റീഷ്യം എന്ന് വിളിക്കാം. റെഡിയാണല്ലോ? ഇൻ്റർസ്റ്റീഷ്യം. ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിക്കട്ടോ, ഫ്രം ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ ഇങ്ങനെ ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ഈസ് ഓൺലി പെർമിയബിൾ ടു വാട്ടർ. വെള്ളത്തെ മാത്രമേ കടത്തി വിടുകയുള്ളൂ, അതുകൊണ്ട് വെള്ളം പുറത്തോട്ട് വരും. ക്ലിയർ അല്ലേ? സോ ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ഈസ് ഓൺലി പെർമിയബിൾ ടു വാട്ടർ. അതുകൊണ്ട് തന്നെ വാട്ടർ ഈസ് റീ അബ്സോർബ്, അല്ലെങ്കിൽ വാട്ടർ എൻറ്റേഴ്സ് ദ ഇൻ്റർസ്റ്റീഷ്യം. വാട്ടർ ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് എൻ്റർ ചെയ്യും. റെഡിയാണല്ലോ? വെരി ഗുഡ്. നൗ ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് ഈസ് ഓൺലി പെർമിയബിൾ ടു അയോൺസ്. അയോൺസിനെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് NaCl ഈസ് റീ അബ്സോർബ്ഡ് ഇൻ ടു ഇൻ്റർസ്റ്റീഷ്യം. NaClനെ ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ഇത്രയും പഠിച്ചുകൂടെ? വെരി ഗുഡ്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഡിസെൻഡിങ് ലിംബിലൂടെ ഈ ഫിൽട്രേറ്റ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അങ്ങനെ കൂടിയിട്ട് ഏകദേശം 300 മില്ലി ഓസ്മോൾ, നോക്ക് കേട്ടോ, 300 മില്ലി ഓസ്മോൾ മാത്രം കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്ന ഫിൽട്രേറ്റ് താഴോട്ട് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടി 1200 മില്ലി ഓസ്മോൾ ആയിട്ട് മാറും. റെഡിയാണോ? ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ. പക്ഷേ നോക്കൂ, ഈ കോൺസെൻട്രേഷൻ കൂടിയ ഫിൽട്രേറ്റിൽ നിന്ന് NaCl അയോണുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിൽട്രേറ്റ് ഇതിലൂടെ മേലോട്ട് പോകുമ്പോൾ ഈ അയോണുകൾ നഷ്ടപ്പെടുന്നത് കാരണം അയാളുടെ കോൺസെൻട്രേഷൻ വീണ്ടും കുറയുകയും അയാൾ എറൗണ്ട് 200 മില്ലി ഓസ്മോൾ കോൺസെൻട്രേഷനിലേക്ക് താഴുകയും ചെയ്യും. റെഡിയല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. സോ വെൻ ഫിൽട്രേറ്റ്, ലുക്ക്,
The descending limb of Henle's loop is only permeable to water. So water is reabsorbed. അവിടുന്ന് water reabsorb ചെയ്യും. So when the filtrate moves through the descending limb, the concentration increases and it reaches 1200 milliosmol. Now when the filtrate moves through the ascending limb, it is only permeable to ions. So ions are reabsorbed. So the concentration again decreases and it becomes around 200 milliosmol. Ready ആണല്ലോ? Very good. ഇനി നോക്കട്ടോ, നമ്മുടെ ബ്ലഡിൻ്റെ ഒരു അയോണിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 300 മില്ലിയോസ്മോൾ ആണ്. എത്രയാണ് കുട്ടികളെ? 300 മില്ലിയോസ്മോൾ ആണ്. അപ്പോൾ നമ്മുടെ ബ്ലഡാണ് ഇങ്ങോട്ട് വരുന്നത് 300 മില്ലി ഓസ്മോൾ. റെഡി ആണല്ലോ? ഓക്കെ, ബ്ലഡ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നോക്കട്ടെ, ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഈ NaCl ഉണ്ടല്ലോ, ഇവിടെ പുറത്തോട്ട് വരുന്ന NaCl അയാൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. ഓക്കെ, ഈ വാസറക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോൾ ബ്ലഡിലേക്ക് കൂടുതൽ അയോൺ എത്തുന്നത് കാരണം ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി അറൗണ്ട് 1200 മില്ലി ഓസ്മോൾ ആകും. റെഡി ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ആ ബ്ലഡ് ഇങ്ങനെ മേലോട്ട് നോക്കൂ മക്കളെ, ആ ബ്ലഡ് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ബ്ലഡ് മേലോട്ട് പോകുമ്പോൾ ഉള്ളിലേക്ക് കയറിയ NaCl ഒക്കെ അതേപടി പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അപ്പോൾ കോൺസെൻട്രേഷൻ വീണ്ടും കുറഞ്ഞ 1200 ഉള്ളത് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും 300 മില്ലി ഓസ്മോൾ തന്നെയായി മാറും. റെഡിയാണോ മക്കളെ? ഈ ഒരു കാര്യം വരച്ച് കാണിക്കുക. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് കൗണ്ടർ കറണ്ട് സിസ്റ്റം. ഈ ഒരു ചിത്രം വരയ്ക്കുക, ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഈ കാര്യം കൂടി പറയാ. ഞാനിപ്പോൾ പഠിപ്പിച്ചെന്ന കാര്യം ഉണ്ടല്ലോ. ലുക്ക്, NaCl enters descending limb of വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് NaCl പിന്നെ എൻ്റർ ചെയ്യുന്നു. ദ NaCl again return back to interstitium ഫ്രം ദ അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബിൽ നിന്ന് NaCl ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ വാസാറക്റ്റ as well as Henle's loop together form counter current system. So what is counter current mechanism എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും മക്കളെ. So look, what is counter current mechanism എന്ന് വെച്ചാൽ it is a mechanism, it is a system formed by Henle's loop and വാസാറക്റ്റ. എന്നിട്ട് അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയാം. വളരെ ഈസിയാണ്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയാം. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നല്ലേ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതാണ് DCT, ഇവിടെ നിങ്ങളുടെ കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട് അല്ലേ, ഉണ്ട്. ഈ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് ഉണ്ടല്ലോ, ആ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൻ്റെ മുകൾ ഭാഗത്ത് 300 മില്ലി ഓസ്മോൾ ആയിരിക്കും. കോൺസെൻട്രേഷൻ കൂടി അത് 600 ആകും, 800 ആകും, 1000 ആകും, 1200 മില്ലി ഓസ്മോൾ ആയി മാറും. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കൗണ്ടർ കറണ്ട് സിസ്റ്റം വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഡിഫറൻസസ്. ഓക്കെ, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്നാണ് അർത്ഥം. വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഡിഫറൻസ്, ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദ ഇൻ്റർസ്റ്റീഷ്യം ഓഫ് കിഡ്നിയുടെ ഇൻ്റർസ്റ്റീഷ്യത്തിൽ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ വ്യതിയാനം, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രേഡിയൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഗ്രേഡിയൻറ്റ് വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ്. ഈ ഗ്രേഡിയൻറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് gradient, water can be reabsorbed from collecting duct to produce highly concentrated urine. ഈ ഗ്രേഡിയൻറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ധാരാളം വെള്ളം കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് യൂറിന് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയ, വെള്ളം കുറവുള്ള അയോണും മറ്റുമൊക്കെ കൂടുതലുള്ള കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണോ? ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറച്ചുകൂടെ കുറവാണ്, പക്ഷെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പറയുക, കൗണ്ടർ കറണ്ട് സിസ്റ്റം ഈസ് ഫോംഡ് ബൈ Henle's loop and വാസാറക്റ്റ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ കൗണ്ടർ കറണ്ട് സിസ്റ്റത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യം ഓഫ് കിഡ്നി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വാട്ടർ ക്യാൻ ബി റീഅബ്സോർബ്ഡ് ഫ്രം കളക്റ്റിംഗ് ഡക്റ്റ് ടു പ്രൊഡ്യൂസ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ. റെഡിയാണോ മക്കളെ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകും. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ളത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. കിഡ്നി ഫംഗ്ഷന്റെ റെഗുലേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ് പാർട്ട്. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് മക്കളെ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. റെഡി ആണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. റെഡി അല്ലേ? റെഡിയാണോ? പ്ലീസ്. ഓക്കെ, വെരി ഗുഡ്. നോക്കൂ, റെഗുലേഷൻ 3 തരത്തിലുള്ള റെഗുലേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. നമ്പർ 1 ADH റെഗുലേഷൻ, നമ്പർ 2
റെനിൻ ആൻജിയോടെൻസിൻ റെഗുലേഷൻ എന്ന് ഓർക്കെ പറഞ്ഞേ, റെനിൻ ആൻജിയോടെൻസിൻ റെഗുലേഷൻ. അവസാനത്താണ് കുട്ടികളെ ANF റെഗുലേഷൻ. ഏതൊക്കെ? ADH റെഗുലേഷൻ, റെനിൻ ആൻജിയോടെൻസിൻ റെഗുലേഷൻ, ADH റെഗുലേഷൻ. എന്താണ് ANF റെഗുലേഷൻ? വാട്ട് ഈസ് ADH റെഗുലേഷൻ? ADHന്റെ ഫുൾ ഫോം എന്താ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണല്ലോ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സോ ദാറ്റ് ഈസ് ഹോർമോൺ വിച്ച് പ്രിവെൻറ്റ് ഡയൂറസിസ്. വാസോപ്രസിൻ എന്നും പേരുണ്ട്. ഡയൂറസിസ്, വാട്ട് ഈസ് ഡയൂറസിസ്? ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. യൂറിനിലൂടെ വെള്ളം നഷ്ടപ്പെടുക എന്നാണ് ഡയൂറസിസിന്റെ മീനിങ്. അപ്പോൾ ഡയൂറസിസ് തടയുന്ന ഹോർമോൺ ആണ് ഇയാൾ. എങ്ങനെയാണ് ഇയാൾ വർക്ക് ചെയ്യുക? ശ്രദ്ധിക്കുക. വെൻ യുവർ ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ്, നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, അതിന് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. വെൻ ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ്, ബോഡി വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക റിസപ്റ്ററുകളുണ്ട്. ആരുടെ? ഓസ്മോ റിസപ്റ്റേഴ്സ്. അവർ ആക്ടിവേറ്റഡ് ആകും. അവർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് സെൻഡ് സിഗ്നൽ ടു ഹൈപ്പോതലാമസ്. ഇവർ നിങ്ങളുടെ ഹൈപ്പോതലാമസിലേക്ക് സിഗ്നലിനെ കൊടുക്കും. അങ്ങനെ സിഗ്നൽ കൊടുത്താൽ ദാറ്റ് ലീഡ് ടു റിലീസ് ഓഫ് ADH റിലീസ് ആവാൻ കാരണമാകും ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. നിങ്ങളുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ADHനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ നിന്ന് ADH റിലീസ് ആവാൻ കാരണമാകും. സോ ലുക്ക്, വെൻ ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ്, വാട്ട് ഹാപ്പൻ? ഓസ്മോ റിസപ്റ്റേഴ്സ് ഇൻ ബോഡി ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ദേ സെൻഡ് സിഗ്നൽ ടു ഹൈപ്പോതലാമസ്. ദാറ്റ് ലീഡ് ടു റിലീസ് ഓഫ് ADH ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ADH? ADH ഇൻക്രീസ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്. നോക്കൂ, ഇറ്റ് സ്റ്റിമുലേറ്റ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്. നമ്മുടെ നെഫ്രോണിൻ്റെ DCT നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും ധാരാളം വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ കാരണമാകും. അങ്ങനെ ധാരാളം വെള്ളം റീഅബ്സോർബ് ചെയ്താലോ ബോഡിയിലെ വാട്ടർ ലെവൽ കൂടാൻ കാരണമാകും. ക്ലിയർ ആണോ? ആ കുറഞ്ഞ വാട്ടർ ലെവൽ നമുക്ക് വീണ്ടും കൂട്ടാൻ പറ്റും. സോ ലുക്ക്, ഈ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില കൂടുന്നതിനനുസരിച്ച് ബോഡിയിലെ ADHന്റെ റിലീസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അന്തരീക്ഷ താപനില കൂടുന്നതിനനുസരിച്ച് ബോഡിയിൽ ADHന്റെ റിലീസ് കൂടുന്നത്? ഞാൻ പറഞ്ഞുതരാം. താപനില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിയർക്കുന്ന അളവ് കൂടും. വിയർപ്പിലൂടെ ബോഡിയിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ ബോഡി വാട്ടർ ലെവൽ കുറയും. അപ്പോൾ ബോഡി വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനിലൂടെയുള്ള വെള്ളം നഷ്ടപ്പെടുന്നത് തടഞ്ഞുകൊണ്ട് മാക്സിമം ബോഡിയിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ADHന്റെ ലെവൽ കൂടി വരുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. So when temperature increases, the perspiration, നമ്മൾ സ്വെറ്റിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് perspiration. So the perspiration increases. So ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പേഴ്സ്പിരേഷൻ അല്ലെങ്കിൽ സ്വെറ്റിങ് കൂടും. സോ ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ്. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദാറ്റ് വാട്ടർ ലെവൽ ADH സെക്രീഷൻ ഇൻക്രീസസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമായിരുന്നു ഇത്. ഇനി നമുക്ക് നോക്കൂ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റെനിൻ ആൻജിയോടെൻസിൻ റെഗുലേഷനെ കുറിച്ചാണ്. നോക്കൂ, വെൻ യുവർ GFR ഡിക്രീസസ്, നിങ്ങളുടെ GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞാൽ, എപ്പോഴാണ് നിങ്ങളുടെ GFR കുറയാന്നറിയോ? മെയിൻലി നിങ്ങളുടെ BP കുറഞ്ഞാലാണ് GFR കുറയുക. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കാരണമാണ് മെയിൻലി GFR, ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ BP കുറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ അളവ് കുറയും. അപ്പോൾ എനിവേ, വെൻ GFR ഇൻ ബോഡി ഡിക്രീസസ്, ബോഡിയിലെ GFR കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നിയിൽ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആരുടെ? JGA, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഉറക്കെ പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. കിഡ്നിയിലുള്ള ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഉണ്ടല്ലോ, അയാൾ ഇറ്റ് സെക്രീറ്റ് റെനിൻ. ഇയാൾ ആരെ സെക്രീറ്റ് ചെയ്യടാ? റെനിനെ സെക്രീറ്റ് ചെയ്യും. സോ വെൻ GFR ഡിക്രീസസ്, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഓഫ് കിഡ്നി ഇറ്റ് പ്രൊഡ്യൂസ് റെനിൻ. റെനിൻ എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ബ്ലഡിൽ ആരെയും ശല്യം ചെയ്യാതെ കിടന്നിരുന്ന ഒരാളാണ് ആൻജിയോടെൻസിനോജൻ. നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജനെ ഈ റെനിൻ പോയിട്ട് ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും. ഈ ആൻജിയോടെൻസിൻ 1 പിന്നീട് പോയിട്ട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. അയാൾ എന്തായിട്ട് മാറും? ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ഈ ആൻജിയോടെൻസിൻ 2ന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, ഇറ്റ് ആക്ട് ഓൺ ദ ബ്ലഡ് വെസൽസ്. ഇയാൾ ബ്ലഡ് വെസൽസിൽ പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ ദാറ്റ് ലീഡ് ടു കൺട്രാക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ. ബ്ലഡ് വെസൽ ഇങ്ങനെ ചുരുങ്ങാൻ കാരണമാകും. ഓക്കെ, ഇറ്റ് കോസ് കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ. രക്തക്കൊഴലുകൾ ഭയങ്കരമായിട്ട് ചുരുങ്ങാൻ കാരണമാകും. രക്തക്കൊഴൽ അങ്ങ് ചുരുങ്ങി കഴിഞ്ഞാണ്ടല്ലോ BP കൂടും. സോ ഇറ്റ് ഇൻക്രീസ് BP ഇൻക്രീസസ്. BP കൂടും. BP കൂടിക്കഴിഞ്ഞാൽ GFR ഇൻക്രീസസ്. GFR കൂടും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതാണ് ഇയാളുടെ ഒരു പണി. ആൻജിയോടെൻസിൻ 2 ഈസ് എ വാസോ കൺസ്ട്രിക്റ്റർ.
ഇയാളൊരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. ഇത് കൺസ്ട്രിക്റ്റ് ബ്ലഡ് വെസൽ, വാസോ എന്ന് പറഞ്ഞാൽ വെസൽ, ബ്ലഡ് വെസലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യും. സോ ബി പി കൂടും, GFR കൂടും. ആൻജിയോടെൻസിൻ 2 ഓൾസോ ആക്ട് ഓൺ അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് ആൽഡോസ്റ്റിറോൺ വരും. ആരാ വരിക? ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോണിൻ്റെ പണി എന്താണെന്നറിയോ? ഇറ്റ് ഇൻക്രീസ് വാട്ടർ ആൻഡ് Na+ റീഅബ്സോർപ്ഷൻ. നോക്കൂ, നേരത്തെ ADH വാട്ടറിൻ്റെ മാത്രം റീഅബ്സോർപ്ഷൻ ആണ്. ഇയാൾ ഇറ്റ് സ്റ്റിമുലേറ്റ് Na+ ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ. Na+ൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ ആര് കൂട്ടും? ആൽഡോസ്റ്റിറോൺ കൂട്ടും. അപ്പോൾ ബോഡിയിൽ കൂടുതൽ വെള്ളവും Na+ ഒക്കെ റിട്ടൈൻ ചെയ്യാൻ, നിലനിർത്താനും ആര് സഹായിക്കും കുട്ടികളെ? ഈ നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം സഹായിക്കും. ക്ലിയർ ആണോ? സോ ആൻജിയോടെൻസിൻ 2 ആക്ട് ഓൺ അഡ്രിനൽ കോർട്ടെക്സ്. അപ്പോൾ അവിടുന്ന് ആൽഡോസ്റ്റിറോൺ വരും. ആൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ ഫ്രം DCT ആൻഡ് കളക്ടിംഗ് ഡക്റ്റ്. നമ്മുടെ നെഫ്രോണിൻ്റെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും DCTയിൽ നിന്നും Na+ൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ ഇയാൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതിനെ ബേസ് ചെയ്തുള്ളൊരു ഫ്ലോ ചാർട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ മൊത്തത്തിൽ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻക്രീസസ് യുവർ BP. നിങ്ങളുടെ BP കൂട്ടുന്ന ഒരു സിസ്റ്റമാണിത്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഈസ് ദാറ്റ് ക്ലിയർ? അതിനെ തന്നെ ബേസ് ചെയ്തുള്ള വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. റെഡിയാണോ? അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, അയാൾ മൊത്തത്തിൽ നമ്മുടെ BP കൂട്ടുന്നുണ്ട്. നമ്മുടെ BP കൂടുക വഴി നമ്മുടെ GFRും കൂടുന്നുണ്ട്, അല്ലേ? BP കൂടുക വഴി GFRും കൂടുന്നുണ്ട്. ഇനി നമ്മുടെ BP വല്ലാണ്ട് കൂടിയ GFR ഭയങ്കരമായിട്ട് കൂടുമല്ലേ? അപ്പോൾ നമ്മുടെ BP ഇനി കുറക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് ANF. സോ ANF നോക്കൂ, നിങ്ങളുടെ വെൻ BP ഇൻക്രീസസ് അബവ് എ പർട്ടിക്കുലർ ലെവൽ, ഒരു പർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ BP കൂടിക്കഴിഞ്ഞാൽ ദ അട്രിയം ഓഫ് ഹാർട്ട്, നമ്മുടെ ഹാർട്ടിൻ്റെ അട്രിയത്തിലുള്ള മസിലുകൾ ദേ പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ANF. ANFൻ്റെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. എന്താ മക്കളെ? അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. ANF എന്താ ചെയ്യാന്നറിയോ? നോക്കൂ, ആൻജിയോടെൻസിൻ 2 ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ BP ഭയങ്കരമായിട്ട് കൂടി, അതിനെ ചുരുക്കി ഞെക്കി അമർത്തി ആൻജിയോടെൻസിൻ 2. അപ്പോഴാണ് BP കൂടിയത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ANF ചെയ്യുക. ഇറ്റ് ഡയലേറ്റ് ബ്ലഡ് വെസൽസിനെ അങ്ങ് ലൂസാക്കിയിടും. ഓക്കെ, ഇറ്റ് ഡയലേറ്റ് ബ്ലഡ് വെസൽസ്. അപ്പോൾ എന്താ ഉണ്ടാവുക? BP ഡിക്രീസസ്. അപ്പോൾ ഇയാൾ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം ANF ആക്ട് എസ് എ ചെക്ക് ഫോർ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം. നോക്കൂ, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ANF ആക്ട് എസ് എ ചെക്ക് ഫോർ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, എക്സ്പ്ലെയിൻ ഹൗ. സോ ഇയാൾ നേരെ മറ്റാളുടെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. സോ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻക്രീസ് BP ബട്ട് ANF ഡിക്രീസ് BP. അതുകൊണ്ടാണ് ഇയാൾ ഒരു ചെക്കായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ പറയുന്നത്. നൗ ഗീവ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിനെ നമ്മൾ എന്താ പറയുക? ഗ്ലൈക്കോസ്യൂറിയ എന്നാ പറയുക. എന്താ പറയുക? ഗ്ലൈക്കോസ്യൂറിയ. യൂറിനിൽ കീറ്റോൺ ബോഡി വരുന്ന അവസ്ഥനെ നമ്മൾ എന്താ പറയുക? കീറ്റോൺ യൂറിയ. എന്താ പറയുക? കീറ്റോൺ യൂറിയ. സോ ഗ്ലൈക്കോസ്യൂറിയ, കീറ്റോൺ യൂറിയ. ക്ലിയർ അല്ലേ? ഇനി വിച്ച് ഡിസോർഡർ ഈസ് ഹാവിങ് ദീസ് സിംറ്റംസ്? ഏത് രോഗത്തിലെ ഈ 2 സിംറ്റം ഉണ്ടാവുക കുട്ടികളെ? വേഗം പറയാം. ഡയബറ്റീസ് മെല്ലിറ്റസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അല്ല, ഡയബറ്റീസ് മെല്ലിറ്റസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? ഇനി നോക്കൂ, സം കണ്ടീഷൻസ് റിലേറ്റഡ് ടു കിഡ്നി ഡിസീസ് ആർ ഗിവൺ. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. യൂറിയ ബ്ലഡിൽ കൂടുന്നു. മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി കാരണം. ഈ ഒരു അവസ്ഥനെ നമ്മൾ എന്താ വിളിക്കുക? യുറീമിയ എന്നല്ലേ വിളിക്കുക? യുറീമിയ. അടുത്തത്, ഇൻ യുവർ ഒപ്പീനിയൻ സജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ കിഡ്നി ഫെയിലിയർ ആൻഡ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. നിങ്ങളെ പരീക്ഷയ്ക്ക് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മൾ കിഡ്നി മാറ്റി വെക്കുക. വെറും കിഡ്നി ഫെയിലിയർ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോ? ഹീമോ ഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് ചെയ്ത് ഇയാളുടെ ബോഡിയിൽ നിന്ന് യൂറിയനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഏതൊരു മനുഷ്യനായാലും അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആയിക്കോട്ടെ, വെറും കിഡ്നി ഫെയിലിയർ ആയിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാ വെച്ചാൽ നമ്മളത് ഉത്തരം പറയാം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമുക്ക് കിഡ്നി മാറ്റിയേക്കാൻ കിട്ടണ്ടേ? നിങ്ങൾ എത്ര ആൾക്കാർ അവയവദാനത്തിന് സമ്മതം കൊടുത്തിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും അവയവദാനത്തിന് സമ്മതം കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ മരിച്ച് നമ്മളെ ബോഡി മണ്ണിൽ വെച്ച് ആകെ ചീഞ്ഞളിഞ്ഞ് പോയിക്കോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഞാൻ സമ്മതപത്രം അവയവദാനത്തിന് കൊടുത്ത ഒരാളാണ്. ഞാൻ എന്തായാലും മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കിഡ്നിയൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ? നമ്മൾ മരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ അല്ലേ? സോ എനിവേ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കിഡ്നി കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഡയാലിസിസ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇഫ് അവൈലബിൾ, ട്രാൻസ്പ്ലാന്റേഷൻ ആണ് എല്ലാവർക്കും ബെസ്റ്റ് ഓപ്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കൂ മക്കളെ. ഈസ് ദാറ്റ് ക്ലിയർ? പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ടേം ഫ്രം ദ ബോക്സ് ഫോർ ഡിസോർഡേഴ്സ് സ്റ്റേറ്റഡ്.
അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, ദാറ്റ് ഈസ് കോൾഡ് യുറീമിയ അല്ലെ, യുറീമിയ. അടുത്തത് ഇൻസോലിബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ ഇൻസോലിബിൾ ക്രിസ്റ്റലൈൻ സോൾട്ട് ഉണ്ടാവുന്ന അവസ്ഥനെ നമ്മൾ എന്താ വിളിക്കുക കുട്ടികളെ? റീനൽ കാൽക്കുലൈ അല്ലെ. അടുത്ത സർജിക്കൽ മെത്തേഡ് ഫോർ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ. സർജറിയിലൂടെ കറക്റ്റ് ചെയ്യുന്ന എന്താ? ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, ദാറ്റ് ഈസ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, എവറിത്തിങ് ഈസ് ക്ലിയർ എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ നേരെ ലോക്കോമോഷനിലേക്ക് പോവാണ്. സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി പെർഫോം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ദ പാർട്സ് ദാറ്റ് എക്സിബിറ്റ് ദ മൂവ്മെൻറ്റ്. ഏതെങ്കിലും 2 ടൈപ്പ് മൂവ്മെൻറ്റ്, അത് എക്സിബിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മൂവ്മെൻറ്റ്? വി ഹാവ് അമീബോയിഡ് മൂവ്മെൻറ്റ്, അമീബോയിഡ് ഉണ്ട്. ദെൻ സീലിയറി ഉണ്ട് അല്ലേ, അമീബോയിഡ് ഉണ്ട്. സീലിയറി മൂവ്മെൻറ്റ് ഉണ്ട്. ദെൻ മസ്കുലാർ മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ ഫ്ലജല്ലാർ മൂവ്മെൻ്റ് ഉണ്ട്. ഫ്ലജല്ലാർ, ഇതാണ് 4 ടൈപ്പ് മൂവ്മെൻറ്റ്. അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുന്ന ആളുകളെ പറയാൻ പറ്റുമോ? WBC, മാക്രോഫേജ്, ഇവരൊക്കെയാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്. സീലിയറി മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡിയിൽ സീലിയ ഉള്ള ഭാഗങ്ങളിൽ, നമ്മുടെ ബോഡിയിലെ ചില ഭാഗങ്ങളിൽ സീലിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഉദാഹരണത്തിന് ഫീമെയിൽസിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ്, ഫീമെയിൽസിൻ്റെ ബോഡിയിലുള്ള ഒരു ട്യൂബാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൊരു ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെയും പല ഭാഗത്ത് ബ്രോങ്കസിൽ, ബ്രോങ്കിയോളിലൊക്കെ കാണാൻ പറ്റും. ദെൻ ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് കാണിക്കുന്നത് ആണുങ്ങളുടെ ബീജമായിട്ടുള്ള സ്പേമാണ്. ക്ലിയർ അല്ലേ? മസ്കുലാർ മൂവ്മെൻറ്റ് ഓഫ് വ്യത്യസ്ത മസിലുകൾ. അടുത്തത് ഒബ്സർവ് ദ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മസിൽ ഗിവൺ ബിലോ, വിച്ച് എമംഗ് ദീസ് റെപ്രസെൻറ്റ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്. ഇതിലേതാണ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്? നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് ABC. ഇതിലേതാ കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്? ആദ്യത്തേതാണോ? നോക്കൂ, കൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ഇതേണ്ടേ, ഇതാണോ ഇതാണോ? ഓക്കെ, 2, 1. ഇതിലേതാടാ കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്? പ്ലീസ് ആൻസർ. ഇതിലേതാണ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്? വേഗം പറ, വേഗം പറ. നോക്കൂ, മയോസിന് നടുവിലുണ്ട്, ആക്റ്റിൻ വന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി അല്ലേ, ആക്റ്റിൻ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് മയോസിന് ഓവർലാപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി നിൽക്കുന്നുണ്ട്. ഏതാ പറ, ഏതാ പറ? 1 ആണോ 2 ആണോ? പ്ലീസ് കമൻറ്റ് ചെയ്യടാ, കമൻറ്റ് ചെയ്യടാ. ഏതാ? B ഈസ് ദ കൺട്രാക്റ്റഡ് സ്റ്റേറ്റ് അല്ലേ, രണ്ടാമത്താണ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്? അവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് H സോൺ ഒന്നും കാണാനേ പറ്റുന്നില്ല. എന്നിട്ടൊരു ചോദ്യം എന്താണെന്നറിയോ? നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് ABC. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യണം. നോക്കടാ, വാട്ട് ഈസ് ദിസ് എ? ഈ എ എന്താ? എ എന്താ? വാട്ട് ഈസ് എ? എ ഏതാ സ്ട്രക്ചർ? വാട്ട് ഈസ് ദിസ്? ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ യു ആൻസർ? എ എന്ന് പറഞ്ഞാൽ എന്താ? Z ലൈൻ അല്ലേ മക്കളെ? Z ലൈൻ അല്ലേ എ എന്ന് പറയുന്നത്? ഇനി അടുത്ത് നോക്ക് നിങ്ങൾ, ഈ C എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ആരെയാ? C എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ദിസ് ഈസ് മയോസിൻ അല്ലെ, തിക്ക് ഫിലമെൻ്റ് ആയുള്ള മയോസിൻ ആണ്. ഇനി ഇതാരാ മക്കളെ? ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് ആക്റ്റിൻ ആണല്ലോ. ഇനി നോക്ക്, കൺട്രാക്റ്റഡ് രണ്ടാമത്താണ്. നിങ്ങൾ പറഞ്ഞത് ശരി, ഇതാണ് കൺട്രാക്റ്റഡ്. കൺട്രാക്ട് ചെയ്യാത്ത പിക്ചറിലേക്ക് നോക്ക്, യു ക്യാൻ സി എ സ്പേസ് അല്ലേ. ഇവിടെ ആക്റ്റിൻ ഇല്ലാത്ത ഒരു സ്പേസ് നിങ്ങൾ കാണുന്നുണ്ട്. ആ ആക്റ്റിൻ ഇല്ലാത്ത സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക? ആ ആക്റ്റിൻ ഇല്ലാത്ത സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക? വേഗം പറ. ആക്റ്റിൻ ഇല്ലാത്ത സ്പേസ്, മയോസിൻ നടുവിലുണ്ട്, 2 സൈഡിലും ആക്റ്റിൻ ഉണ്ട്. ആക്റ്റിൻ ഇല്ലാത്ത നടുവിൽ മയോസിൻ മാത്രമുള്ള ഈ ഒരു സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക? ബി. വെരി ഗുഡ്, H സോൺ അല്ലേ. ദിസ് ഈസ് കോൾഡ് H സോൺ. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇനി നോക്കൂ ഗൈസ്, ശ്രദ്ധിക്ക്. ഈ I ബാൻഡും A ബാൻഡും, ഏതാടാ ഡാർക്ക് ബാൻഡ്, ഏതാണ് ലൈറ്റ് ബാൻഡ്? ഇതിലേതായിരിക്കും ഡാർക്ക് ബാൻഡ്, ഏതാണ് ലൈറ്റ് ബാൻഡ്? ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾ ഏതാന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയോ നോക്കട്ടെ. അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിക്കണം. ഓക്കെ, ശ്രദ്ധിക്ക്. ഇതേത് ബാൻഡാണ്? ഇത് ഏത് ബാൻഡാണ്? ഇതിൽ ഏതാ ഡാർക്ക് ബാൻഡ്, ഏതാണ് ലൈറ്റ് ബാൻഡ്? വേഗം പറ. ഇതാണോ A ആണ്? ഇപ്പം ഞാൻ തൽക്കാലം 1 എന്നിടാം, 2 എന്നിടാം. ഓക്കെ, 1 ആണോ 2 ആണോ? ഇപ്പം ഞാൻ ഇട്ടതിൽ 1 ആണോ 2 ആണോ ഡാർക്ക് ബാൻഡ്? നോക്കട്ടെ, മയോസിൻ കാണുന്ന, മയോസിൻ ഉള്ള ഏരിയ മൊത്തം ഡാർക്ക് ബാൻഡ് ആയിരിക്കും. മയോസിൻ ഇല്ലാത്ത ഏരിയയാണ് ലൈറ്റ് ബാൻഡ് ആവുക. ഡാർക്ക് ബാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? A ബാൻഡ് എന്ന് വിളിക്കുന്നത്. ലൈറ്റ് ബാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? I ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ I ബാൻഡും A ബാൻഡും റെപ്രസെൻറ്റ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദ്യം ഉറപ്പായിട്ടും വരും. റെഡിയാണോ ഗൈസ്? റെഡിയാണോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തേ. ഓക്കെ,
ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. ആക്റ്റിൻ്റെയും മയോസിൻ്റെയും സ്ട്രക്ചറാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് ഇഷ്ടംപോലെ ചോദ്യം വരും. സോ ഈ ഒരു സ്ട്രക്ചർ നോക്ക്. ഇതിൽ ആക്റ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം, മയോസിൻ്റെ മോണോമറായുള്ള മയോസിൻ്റെ സ്ട്രക്ചറും കാണാം. എന്താ മയോസിൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ആക്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ഫിലമെൻ്റ് ആണിത്. അതിനകത്ത് നിങ്ങൾക്ക് എഫാക്റ്റിൻ എന്ന് പറയുന്ന മോളിക്കൂൾ, യു ക്യാൻ സി, ഒരു എഫാക്റ്റിൻ ഇതാ, അടുത്ത എഫാക്റ്റിൻ ഇതാ, പിന്നെ ട്രോപ്പോമയോസിൻ, അങ്ങനെ കുറേ ആൾക്കാർ കൂടി ചേർന്ന ഒരു ആക്റ്റിൻ ഉണ്ടാവുന്നത്. ഇനി ഒരു വലിയ മയോസിൻ ഫിലമെൻ്റ് ഉണ്ടായിട്ടുള്ളത് ഇത്തരം കുറേ കുഞ്ഞി സ്ട്രക്ചറുകൾ കൂടി ചേർന്നിട്ടാണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മയോസിൻ. എന്താ വിളിക്കുക? മയോസിൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ഫിഗർ എ ആൻഡ് ബി. എയും ബിയും ഐഡന്റിഫൈ ചെയ്യുക. എ എന്താ കുട്ടികളെ? എ ഈ സിംപ്ലി ആക്റ്റിൻ ഫിലമെൻ്റ് ആണ്. ഓക്കെ, അതേ സമയത്ത് ബി എന്ന് പറഞ്ഞാൽ മയോസിൻ എന്ന് പറയരുത്, ഇറ്റ് ഈസ് മയോസിൻ. എന്താടാ? മയോസിൻ ആണ്. ഇനി അടുത്തത്, ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, ദേണ്ട ഇത്, ഇവിടെ ഇതാ കുറേ റൗണ്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. സോ ദിസ് ഈസ് കോൾഡ് എഫാക്റ്റിൻ. അയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫാക്റ്റിൻ. റെഡി ആണല്ലോ. ഇനി അടുത്തത്, ഒരു കയറ് പോലെ നിൽക്കുന്ന വേറൊരു ടീമിനെ കണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് ട്രോപ്പോമയോസിൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോമയോസിൻ. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ കുറേ ചെറിയ ചെറിയ ആളുകൾ കണ്ടോ? ഇങ്ങനെ മൂന്നാൾ, ഇങ്ങനെ മൂന്നാൾ, ഇങ്ങനെ മൂന്നാൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് കോൾഡ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോണിൻ. എന്താ വിളിക്കുക? ട്രോപ്പോണിൻ. അപ്പോൾ ഈ ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, അതുപോലെ എഫാക്റ്റിൻ, ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ഒരു ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടാവുന്നത്. കുറേ ട്രോപ്പോണിനുകൾ, ഒരു എഫാക്റ്റിന്, ഒരു ട്രോപ്പോമയോസിന്, സോറി, 2 എഫാക്റ്റിന് 2 ട്രോപ്പോമയോസിന്. ആക്ച്വലി 2 ഉണ്ട്. നോക്കൂ, ഒരു ട്രോപ്പോമയോസിൻ ഇതാ പോകുന്നു, അടുത്ത ട്രോപ്പോമയോസിൻ ഇതാ. അപ്പോൾ 2 ട്രോപ്പോമയോസിന്, 2 എഫാക്റ്റിൻ ചെയിനുകൾ, ഒരുപാട് ട്രോപ്പോണിനുകൾ, ഇവർ കൂടി ചേർന്നിട്ടാണ് ഒരു ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടാവുന്നത്. നൗ ഒരുപാട് മയോസിനുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു മയോസിൻ ഉണ്ടാവുന്നത്. ഇനി നമ്മളോട് ചോദിക്കും, മയോസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലുക്ക് അറ്റ് ദിസ് മയോസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, സോ ദർ വിൽ ബി ക്വസ്റ്റ്യൻ. ഐ എം സോറി, ഞാനത് ഇട്ടപ്പോൾ ഡിലീറ്റ് ആയി പോയെന്ന് തോന്നുന്നു. മയോസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. നോക്കൂ, ഇഫ് യു ലുക്ക് അറ്റ് വൺ മയോസിൻ, നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? യു ക്യാൻ സി ഒരു ഹെഡ് കാണാം, ഒരു ഷോർട്ട് ആം കാണാൻ പറ്റും, ആൻഡ് ദെൻ ഇങ്ങനെ ഒരു ടെയിൽ കാണാൻ പറ്റും. ഇതാണ് ഒരു മയോസിൻ്റെ ഭാഗം. ഹെഡ്, ഷോർട്ട് ആം, ദെൻ ടെയിൽ. ക്ലിയർ ആണോ? സോ ദിസ് പാർട്ട് ഈസ് കോൾഡ് ഹെഡ്. ഹെഡിൽ നിങ്ങൾക്ക് ഒരു ATP ബൈൻഡിങ് സൈറ്റ്, ATP വന്ന് അറ്റാച്ച് ചെയ്യുന്ന ATP ബൈൻഡിങ് സൈറ്റ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആക്റ്റിനിലേക്ക് പോയി അറ്റാച്ച് ചെയ്യുന്ന ഒരു സൈറ്റും കാണാൻ പറ്റും. നോക്കൂ, ഈ മയോസിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ അറ്റാച്ച് ടു ആക്റ്റിനിലേക്ക് പോയി അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. ക്ലിയർ ആണോ? ഒരു ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, ആക്റ്റിനിലേക്ക് ബൈൻഡ് ചെയ്യുന്ന സൈറ്റും ATP ബൈൻഡിങ് സൈറ്റും കാണാൻ പറ്റും. ഇതാ ഇവിടെ, ഇതാ ഈ ഹെഡിൽ ഇതാ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, ഇതാ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ക്ലിയർ ആണോ ഗൈസ്? ആൻഡ് സോ ദിസ് പാർട്ട് ഈസ് കോൾഡ്, ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഹെഡ്. ദിസ് ഈസ് ഹെഡ്. ക്ലിയർ അല്ലേ? അടുത്ത ഈ ഒരു ചെറിയ ഭാഗമാണ്, ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ആം. എന്താ വിളിക്കുക? ഷോർട്ട് ആം. ഈ ഹെഡും ഷോർട്ട് ആമും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഹെവി മയോസിൻ. എന്താ വിളിക്കുക? ഹെവി മയോസിൻ. ഇനി ലുക്ക് അറ്റ് ദിസ് പോർഷൻ, ദിസ് ഈസ് കോൾഡ് ടെയിൽ. ഇതിനെയാണ് ടെയിൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് മയോസിൻ എന്ന് വിളിക്കും. എന്താണ് ടെയിൽ അല്ലെങ്കിൽ ലൈറ്റ് മയോസിൻ? ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പാർട്സ് ഓഫ്, ലുക്ക്, 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് മയോസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? റെഡിയാണോ ഗൈസ്? ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഹെവി മയോസിൽ ഹെഡ് ഉണ്ട്, ഷോർട്ട് ആം ഉണ്ട്. ടെയിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് മയോസിൻ. ഇനി നിങ്ങൾ ഹെവി മയോസിൽ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഹെഡ്. ഹെഡിൽ യു ക്യാൻ സി ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആൻഡ് ATP ബൈൻഡിങ് സൈറ്റ്. കണ്ടോ, നെയിം ദ സബ് യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും സബ് യൂണിറ്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ഭാഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ലൈറ്റ് മയോസിൻ ആൻഡ് ഹെവി മയോസിൻ. റെഡിയല്ലേ? വെരി ഗുഡ്. അടുത്തത്, വിച്ച് തിയറി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ? മസിൽ കൺട്രാക്ഷൻ്റെ പ്രോസസ്സ്, എങ്ങനെ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നു എന്ന് ഏത് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആ തിയറിയുടെ പേരെന്നാ മക്കളെ? ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. That theory is called sliding filament theory. എന്താ വിളിക്കുക? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ആ തിയറി എന്താ പറയുന്നതെന്ന് അറിയോ? ശ്രദ്ധിക്ക്. യു ഹാവ് യുവർ Z ലൈൻ ഹിയർ. ഇതാണ് Z ലൈന്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മയോസിൻ ഉണ്ട്. ദിസ് ഈസ് മയോസിൻ. ഓക്കെ, 2 സൈഡിലും ആരുണ്ട്? ആക്റ്റിൻ ഉണ്ട്. ഇതാണ് ആക്റ്റിൻ ഫിലമെന്റ്. ഈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്താ പറയുന്നത് കുട്ടികളെ? ഓക്കെ, സോ ദിസ് ഈസ് Z ലൈൻ അല്ലേ? ഇയാളാണ് Z ലൈന്. ഓക്കെ, ആൻഡ് ദീസ് ആർ മയോസിൻ, ആൻഡ് ദിസ് ഈസ്, ഇതാരാ?
ആക്റ്റിൻ ആണ് അല്ലേ, ഇത് ആക്റ്റിൻ ആണ്. ആൻഡ് ദിസ് സോൺ ഈസ് കോൾഡ്, ഐ എം സോറി, ഈ നടുവിലുള്ള ഈ ഒരു സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എച്ച് സോൺ എന്ന് വിളിക്കുക. അപ്പം ആക്ച്വലി ഇവർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അല്ലേ, സോ ദാറ്റ് ഈസ് ഡ്യൂ ടു സ്ലൈഡിങ് ഓഫ് ആക്റ്റിൻ ഓവർ മയോസിൻ. മയോസിൻ അവിടെ തന്നെ നിൽക്കും, ആക്റ്റിൻ രണ്ട് സൈഡിൽ നിന്നും സ്ലൈഡ് ചെയ്ത് വരും. അപ്പോൾ അവസാനം എന്താ ഉണ്ടാവുക, ഈ സെഡ് ലൈൻ ഇങ്ങനെ അടുത്ത് വരും, രണ്ട് സൈഡിൽ നിന്നും സെഡ് ലൈൻ അടുത്ത് വരും അല്ലേ. സോ ലുക്ക് ദ റീജിയൻ ബിറ്റ്വീൻ ടു സെഡ് ലൈൻ, രണ്ട് സെഡ് ലൈനിൻ്റെ ഇടയിലുള്ള റീജിയൻ എന്താ വിളിക്കുക, ദിസ് റീജിയൻ. നമ്മൾ ഒരു മസിലിനകത്ത് ധാരാളം ഇത്തരം റീജിയൻസ് കാണാൻ പറ്റും. സോ ദ റീജിയൻ ബിറ്റ്വീൻ ടു സെഡ് ലൈൻ, രണ്ട് സെഡ് ലൈനിൻ്റെ ഇടയിലുള്ള റീജിയൻ്റെ പേരെന്താ, എന്താ അതിനെ വിളിക്കുക, നമ്മളൊരു പേര് പറയും. ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ദ റീജിയൻ ഓഫ് സ്കെലറ്റൽ മസിൽ ബിറ്റ്വീൻ ടു സെഡ് ലൈൻസ്, രണ്ട് സെഡ് ലൈനിൻ്റെ ഇടയിലുള്ള റീജിയനെ എന്താ വിളിക്കുക, വേഗം പറയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും എക്സാമിന് ചോദിക്കുന്നത്, ഈ ചാപ്റ്ററൊക്കെ ഭയങ്കര വലിയ ചാപ്റ്ററാണ്, എന്നിട്ട് ആകെ 2 മാർക്ക് വെയിറ്റേജും, ചാപ്റ്ററിൽ ലോഡ് കണ്ടന്റ് കൊടുത്തിട്ട് 2 മാർക്ക് വെയിറ്റേജ്. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ളതാ പഠിപ്പിക്കുന്നത് എന്താ, വെരി ഗുഡ്, സാർക്കോമിയർ എന്നാണ് വിളിക്കുക. നമ്മുടെ സ്കെലറ്റൽ മസിലിനകത്തെ ദ റീജിയൻ ബിറ്റ്വീൻ ടു സെഡ് ലൈൻ ഈസ് കോൾഡ് സാർക്കോമിയർ, ആൻഡ് ദി സാർക്കോമിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഇയാളാണ് മസിൽ കൺട്രാക്ഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ, ദ സ്ലൈഡിങ് ഓഫ് ആക്റ്റിൻ, രണ്ട് സൈഡിൽ നിന്നും ആക്റ്റിൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും മയോസിൻ്റെ മുകളിലൂടെ അല്ലേ. സോ സ്ലൈഡിങ് ഓഫ് ആക്റ്റിൻ ഓവർ മയോസിൻ ടേക്സ് പ്ലേസ് അല്ലേ, ആക്റ്റിൻ മയോസിൻ്റെ പുറത്ത് സ്ലൈഡ് ചെയ്ത് വരും. അതിന് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളുണ്ട്, നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പിന്നെ പോവാം. റെഡി ആണല്ലോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്, മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മസിൽ കൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ വിച്ച് ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. എങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ്റെ സ്റ്റെപ്പുകൾ നടക്കുന്നത് എന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നോക്കടാ, ദിസ് ഈസ് കോൾഡ് മോട്ടോർ ന്യൂറോൺ. നമ്മുടെ മസിലിലേക്ക് സിഗ്നൽ കൊണ്ടുവരുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ. ആൻഡ് ഹിയർ ഈസ് യുവർ മസിൽ. റെഡി ആണല്ലോ ഗൈസ്. അപ്പോൾ ആദ്യം സംഭവിക്കുക, സിഗ്നൽ ത്രൂ മോട്ടോർ ന്യൂറോൺ. ഈ മോട്ടോർ ന്യൂറോണിലൂടെ മസിലിലേക്ക് സിഗ്നൽ വരണം ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം. ക്ലിയർ ആണോ? സോ സിഗ്നൽ സെൻഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിലൂടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സിഗ്നൽ വരിക. അങ്ങനെ സിഗ്നൽ വന്നാൽ ദിസ് ജംഗ്ഷൻ, ദ ജംഗ്ഷൻ ബിറ്റ്വീൻ മോട്ടോർ ന്യൂറോൺ ആൻഡ് മസിൽ, ദിസ് ഈസ് കോൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. എന്താ വിളിക്കുക, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. സോ ഗൈസ്, ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക് സിഗ്നൽ വന്നു. ഓക്കെ, അങ്ങനെ സിഗ്നൽ വന്നാൽ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽസ് റിലീസാകും. ദാറ്റ് ലീഡ് ടു റിലീസ് ഓഫ് കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ്. ക്ലിയർ ആണോ? ഇൻ ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. റെഡി ആണല്ലോ. അങ്ങനെ നോക്കൂ, ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കെലറ്റൽ മസിലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. അടുത്ത സ്റ്റെപ്പ് അതാ. സോ സിഗ്നൽ സെൻഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ മോട്ടോർ ന്യൂറോൺ, റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഇൻ ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, ദാറ്റ് ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സ്കെലറ്റൽ മസിൽ. നമ്മുടെ സ്കെലറ്റൽ മസിൽ സെല്ലിനകത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ കാരണമാകും. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നിങ്ങളുടെ സ്കെലറ്റൽ മസിൽ സെല്ലാണ്, അതിനകത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായാൽ ഈ സ്കെലറ്റൽ മസിലിൻ്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താ വിളിക്കുക? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ വാട്ട് ഈസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം? ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് സ്കെലറ്റൽ മസിൽ ഈസ് കോൾഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനകത്ത് ധാരാളം കാൽഷ്യം അയോൺ ഉണ്ട്. സോ ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആയാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ജനറേറ്റഡ് ഇൻ ദ സ്കെലറ്റൽ മസിൽ. സ്കെലറ്റൽ മസിലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് കാൽഷ്യം അയോൺ റിലീസ്ഡ് ഫ്രം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ടു സാർക്കോപ്ലാസം, ദാറ്റ് ഈസ് സൈറ്റോപ്ലാസം ഓഫ് സ്കെലറ്റൽ മസിൽ. സ്കെലറ്റൽ മസിലിൻ്റെ സൈറ്റോപ്ലാസത്തെ സാർക്കോപ്ലാസം എന്നാണ് പറയുക. അങ്ങോട്ട് കാൽഷ്യം അയോൺ റിലീസാകും. അങ്ങനെ കാൽഷ്യം അയോൺ റിലീസായി കഴിഞ്ഞാൽ ശ്രദ്ധിക്ക്, ഈ ആക്റ്റിൻ ഫിലമെൻറ്റിൽ മയോസിന് കയറി അറ്റാച്ച് ചെയ്യാനുള്ള പ്രത്യേക സൈറ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ മാസ്ക് ചെയ്താണ് കിടക്കുന്നത്. കാൽഷ്യം അയോൺ റിലീസായി കഴിഞ്ഞാൽ ഈ ആക്റ്റിനിലെ ആ മയോസിന് കയറി പറ്റി പിടിക്കാനുള്ള സൈറ്റുകളൊക്കെ അൺമാസ്ക് ചെയ്യപ്പെടും, തുറന്നു കൊടുക്കപ്പെടും. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കൂ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ദാറ്റ് ലീഡ് ടു റിലീസ് ഓഫ് കാൽഷ്യം ഇൻ ടു സാർക്കോപ്ലാസം. സാർക്കോപ്ലാസത്തിലേക്ക് കാൽഷ്യം വരുന്നു.
അങ്ങനെ കാൽഷ്യം വന്നാൽ ആ കാൽഷ്യം എന്താക്കും കുട്ടികളെ, ഈ ആക്റ്റിനിൽ ഞാൻ പറഞ്ഞു മയോസിന് പറ്റിപ്പിടിക്കാനുള്ള സൈറ്റുകളുണ്ട്, അത് മാസ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിനെ മാസ്ക് ചെയ്യുന്നത് ആരാന്നറിയോ? ശരിക്കും ഈ ട്രോപ്പോണിനാണ്. ഈ ട്രോപ്പോണിനാണ് ആ സൈറ്റുകളെ, നോക്കൂ, മയോസിന് കയറി ആക്റ്റിനിലേക്ക് പറ്റിപ്പിടിക്കാനുള്ള സൈറ്റുകളെ ഈ ട്രോപ്പോണിനാണ് മാസ്ക് ചെയ്തിരിക്കുന്നത്. ആ ട്രോപ്പോണിലേക്ക് കാൽഷ്യം ബൈൻഡ് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അങ്ങനെ ട്രോപ്പോണിനെ അവിടുന്ന് മാറ്റും. അങ്ങനെ അവിടെ അൺമാസ്കിങ് സംഭവിക്കും. ക്ലിയർ ആണോ? സോ ബൈൻഡിങ് ഓഫ് കാൽഷ്യം വിത്ത് ട്രോപ്പോണിൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് റിമൂവ് ദ മാസ്ക് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ മയോസിൻ. മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റുകളെല്ലാം അൺമാസ്ക് ചെയ്യപ്പെടും. അപ്പോൾ മയോസിൻ നേരെ കയറിയിട്ട് ആക്റ്റിനിലേക്ക് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ആക്റ്റിനെ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കൊണ്ടുവരുമ്പോൾ ആ സെഡ് ലൈനും രണ്ട് സൈഡിൽ നിന്നും വലിച്ച് നടുവിലേക്ക് വരും. അപ്പോൾ സാർക്കോമിയറിൻ്റെ ലെങ്ത് മൊത്തത്തിൽ കുറയും. അങ്ങനെ ഓരോ സാർക്കോമിയറുകളുടെയും ലെങ്ത് കുറയുമ്പോൾ ഓരോ മസിൽ സെല്ലുകളുടെയും ലെങ്ത് കുറയും. അങ്ങനെയാണ് മസിലിൻ്റെ കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ പറ്റുമോ നോക്കടാ, സിഗ്നൽ ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ, നേരെ എന്താ, റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ മസിൽ സെല്ലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം റിലീസാകും. അടുത്ത സ്റ്റെപ്പ് ഇതാ, കാൽഷ്യം ട്രോപ്പോണിനിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ അൺമാസ്കിങ് സംഭവിക്കും. ശരിയല്ലേ? ട്രോപ്പോണിൻ അവിടുന്ന് അൺമാസ്കിങ് സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ മയോസിന് പോയി ആക്റ്റിനിലേക്ക് ബൈൻഡ് ചെയ്യാനും അങ്ങനെ കൺട്രാക്ഷൻ നടക്കാനും പറ്റും. റെഡി ആണല്ലോ? അടുത്തത്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ. നിങ്ങൾക്ക് ഒരേ കാര്യം എഴുതാം. നിങ്ങൾക്ക് നന്നായി അറിയുമെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നേ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിൽ പഠിക്കാം. അതൊട്ടും ഓർമ്മയില്ലെങ്കിൽ ഇതേ കാര്യം ഇപ്പം എന്താണോ പഠിപ്പിച്ചത് അതേ കാര്യം എഴുതി കൊടുത്താലും അവർ നിങ്ങൾക്ക് ആ 2 മാർക്ക് തന്നോളും. ഇനി അടുത്തത്, ഇങ്ങനെ ചിത്രം തരും. മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ ചേഞ്ചുകളാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു സാർക്കോമിയർ? മസിലിന് കൺട്രാക്ഷൻ നടക്കുമ്പോൾ സാർക്കോമിയറിൻ്റെ സൈസ് കൂടുകയാണോ കുറയാണോ? ആൻസർ പറ. സാർക്കോമിയർ എസ് എന്നിട്ടിട്ട് എഴുതിയാൽ മതി. എസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. സാർക്കോമിയറിൻ്റെ സൈസ് കൂടുകയാണോ കുറയാണോ? പിന്നെ വാട്ട് ഹാപ്പൻസ് ടു എച്ച് സോൺ? എച്ച് എന്നിട്ടിട്ട് എഴുതി വെച്ചാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, എച്ച് സോണിൻ്റെ കൂടുകയാണോ കുറയാണോ? ഓക്കെ. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ടു എ ബാൻഡ്, ദാറ്റ് ഈസ് ഡാർക്ക് ബാൻഡ്, സൈസ് കൂടുകയാണോ കുറയാണോ? അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ടു ഐ ബാൻഡ്, ലൈറ്റ് ബാൻഡിൻ്റെ സൈസ് കൂടുകയാണോ കുറയാണോ? ഇത്രയും ആളുടെ സൈസ് കൂടുകയാണോ കുറയാണോ? സാർക്കോമിയറിൻ്റെ സൈസ് ഡിക്രീസസ് അല്ലേ? മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് കൺട്രാക്റ്റായി ചുരുങ്ങി ചെറുതായി വരികയാണ്. സോ ദ സൈസ് ഓഫ് സാർക്കോമിയർ ഡിക്രീസസ്. ഇനി വാട്ട് ഹാപ്പൻസ് ടു എച്ച് സോൺ? എച്ച് സോണ് നോക്ക് മക്കളെ, ഇത്ര ഉണ്ടായിരുന്ന എച്ച് സോൺ മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ചെറുതായി അവസാനം എച്ച് സോൺ ഇല്ലാണ്ടാവുന്നില്ലേ? സോ എച്ച് സോണിൻ്റെ സൈസിന് നോക്ക്, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. മസിൽ കൺട്രാക്റ്റ് ആവുന്നതിനനുസരിച്ച് എച്ച് സോൺ നേരത്തെ ഇത്ര ഉണ്ടായിരുന്നു, അത് സൈസ് ചെറുതായി ഇത്രയായി, പിന്നെ അവസാനം ഇല്ലാണ്ടായി അല്ലേ? സോ എച്ച് സോണിൻ്റെ സൈസ് ഓൾസോ ഡിക്രീസസ്. വാട്ട് ഹാപ്പൻസ് ടു എ ബാൻഡ്? ലൈക്ക് എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ കുട്ടികളെ? എ ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ്. മയോസിനുള്ള ആ ഏരിയനെ മൊത്തത്തിലാണ് എ ബാൻഡ് എന്ന് പറയുക. നോക്കൂ, അതിൻ്റെ സൈസിൽ വല്ല മാറ്റം വരുന്നുണ്ടോ നോക്ക്. മയോസിൻ അങ്ങനെ തന്നെ നിൽക്കല്ലേ, മയോസിൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. സോ എ ബാൻഡ് അൺചേഞ്ച്ഡ്, എ ബാൻഡിന് ഒരു ചേഞ്ചും ഇല്ല, അൺചേഞ്ച്ഡ് ആണ്. വാട്ട് ഹാപ്പൻസ് ടു ഐ ബാൻഡ്? ഐ ബാൻഡും ചെറുതാവുക ചെയ്യുക കേട്ടോ. എച്ച് സോൺ അല്ലാത്ത എ ബാൻഡ് അല്ലാത്ത എല്ലാവരും ചെറുതാവുക ചെയ്യുക. എല്ലാവരുടെയും സൈസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുക, ഡിക്രീസസ്. സോ ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള എ ബാൻഡ്, ഐ ബാൻഡ്, എച്ച് സോൺ, സാർക്കോമിയർ, അതിലെ എ ബാൻഡ് അല്ലാത്ത ബാക്കി എല്ലാവരുടെയും സൈസ് ഡിക്രീസ് ചെയ്യും. എ ബാൻഡ് മാത്രം അൺചേഞ്ച്ഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? നൗ ഗൈസ്, അടുത്ത ചോദ്യം. മസിൽ ഫൈബേഴ്സ് ആർ 2 types, റെഡ് ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് ഫൈബേഴ്സ്. ഓക്കെ, നെയിം ദ റെഡ് കളേർഡ് പിഗ്മെൻറ്റ് ഇൻ മസിൽ ഫൈബർ ആൻഡ് അവർ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, നമുക്ക് 2 രീതിയിലുള്ള മസിൽ സെല്ലുകളിൽ മസിൽ ഫൈബറുകൾ കാണാൻ പറ്റും. ഒന്നാമത്തെ എന്താ? റെഡ് ഫൈബർ. രണ്ടാമത്താണ് വൈറ്റ് ഫൈബർ അല്ലേ? റെഡ് ഫൈബർ ഉണ്ട്, വൈറ്റ് ഫൈബർ ഉണ്ട്. റെഡ് ഫൈബറിൻ്റെ പ്രത്യേകത എന്താ? നോക്കൂ, മസിലിന് റെഡ് കളർ കിട്ടാനുള്ള കാരണം മസിലിനകത്ത് മയോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. സോ മയോഗ്ലോബിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് റെഡ് ഫൈബറുകളിൽ. മയോഗ്ലോബിൻ കണ്ടൻറ്റ് ഈസ് മോർ.
അതേ സമയത്ത് മയോഗ്ലോബിൻ കണ്ടന്റ് കുറവാണ് വൈറ്റ് ഫൈബറുകളിൽ. മയോഗ്ലോബിൻ കണ്ടന്റ് നന്നായി കൂടുതലുള്ളത് കൊണ്ട് തന്നെ റെഡ് ഫൈബറിന് റെഡ് കളറാണ്. ഇയാൾക്കൊരു പെയിൽ, വൈറ്റ് എന്ന് പറയാൻ പറ്റൂല, ഒരു പെയിൽ നിറമാണെന്ന് പറയും. വൈറ്റിനോട് സാദൃശ്യമുള്ള ഒരു പെയിൽ നിറമാണ് ഇയാൾക്ക്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നോക്കൂ, മയോഗ്ലോബിൻ്റെ പണി എന്താണെന്നറിയോ? ഓക്സിജൻ സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മസിൽ സെല്ലിൽ ധാരാളം മയോഗ്ലോബിൻ ഉണ്ടെങ്കിൽ അവിടെ ധാരാളം ഓക്സിജൻ കിട്ടും അല്ലേ? അപ്പോൾ ആ മസിൽ സെല്ലുകൾക്ക് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം എനർജി ഉണ്ടാക്കാൻ പറ്റും. സോ ദേ ആർ എയറോബിക് മസിൽസ്. അത്തരം മസിലുകളിൽ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള എയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുക. അതേസമയത്ത് വൈറ്റ് ഫൈബറുകളിൽ മയോഗ്ലോബിൻ കുറവാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് സംഭരിച്ച് വെക്കാൻ പറ്റുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അവർക്ക് എനർജി ഉണ്ടാക്കാൻ മെയിൻലി അനേറോബിക് പ്രോസസ്സാണ് ഉപയോഗിക്കുക. സോ ദേ ആർ അനേറോബിക് മസിൽസ്. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക മക്കളെ, മൈറ്റോകോൺട്രിയ ഉപയോഗിച്ചിട്ടല്ലേ ഓക്സിഡേറ്റീവ് എനർജി മേക്കിംഗ് നടക്കുന്നത് അല്ലേ? ഓക്സിഡേറ്റീവ് പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ അളവ് എവിടെയായിരിക്കും കൂടുതൽ? റെഡ് ഫൈബറിലായിരിക്കും. സോ മൈറ്റോകോൺട്രിയ ഈസ് മോർ അല്ലേ? ക്രബ് സൈക്കിളൊക്കെ നടക്കണ്ടേ? സോ മൈറ്റോകോൺട്രിയയുടെ കണ്ടന്റ്, നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് മോർ ഇൻ റെഡ് ഫൈബർ, ഇറ്റ് ഈസ് ലെസ് ഇൻ വൈറ്റ് ഫൈബർ. സോ ദീസ് ആർ ദ ഡിഫറൻസസ്. ഇത്രയും കണ്ടന്റ് എഴുതിയാൽ മതി. റെഡിയാണോ? സോ മയോഗ്ലോബിൻ ഈസ് ദ റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെൻറ്റ് ഇൻ മസിൽ. അതിന് ബേസ് ചെയ്താണ് റെഡ് ഫൈബറും വൈറ്റ് ഫൈബറും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. റെഡ് മസിൽ ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു ഡു വർക്ക് ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് വെറസ് വൈറ്റ് മസിൽ ഫൈബർ സഫേഴ്സ് ഫ്രം ഫാറ്റീഗ് ആഫ്റ്റർ എ ഷോർട്ട് വർക്ക്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട് ഈസ് ഫാറ്റീഗ്? എന്താ കുട്ടികളെ ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ഫാറ്റീഗ്? ഈ ഒരു പോയിന്റ് നോക്ക്. വാട്ട് ഈസ് ദിസ് ഫാറ്റീഗ്? എന്താണ് ഫാറ്റീഗ്? നമ്മൾ റിപ്പീറ്റഡ് യൂസ് ഓഫ് സ്കെലറ്റൽ മസിൽ, നമ്മുടെ സ്കെലറ്റൽ മസിലിനെ ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെലറ്റൽ മസിലിൽ അനേറോബിക് റെസ്പിറേഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യും. സോ റിപ്പീറ്റഡ് യൂസ് ഓഫ് സ്കെലറ്റൽ മസിൽ ലീഡ് ടു, കാരണം അവിടുത്തെ ഓക്സിജൻ ഒക്കെ തീർന്നു പോകും. ATP ഉണ്ടാക്കണ്ടേ? മസിലിന് വർക്ക് ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ട് ATP വേണം. സോ ATP ഉണ്ടാക്കാൻ വേണ്ടി ഓക്സിജൻ ഉപയോഗിച്ച് അവിടെ എല്ലാ ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മസിലിൽ അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്ന കാരണമാണ് നമുക്ക് മസിലിന് ആകെ ക്ഷീണവും തളർച്ചയും വേദനയൊക്കെ തോന്നുന്നത്. ക്ലിയർ അല്ലേ? സോ റിപ്പീറ്റഡ് യൂസ് ഓഫ് സ്കെലറ്റൽ മസിൽ ലീഡ് ടു അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ബൈ അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് മസിലുകളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവാൻ കാരണമാകും. സോ ദാറ്റ് ലീഡ് ടു ഫാറ്റീഗ്. അതാണ് ഫാറ്റീഗിലേക്ക് നയിക്കുന്നത്. റെഡി ആണല്ലോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് മസിലിലാണ് കൂടുതൽ ഓക്സിജൻ ഉള്ളത്? റെഡ് മസിൽ ഫൈബർ ഹാസ് മോർ മയോഗ്ലോബിൻ, സോ മോർ ഓക്സിജൻ. സോ അയാൾ പെട്ടെന്ന് തന്നെ അനേറോബിക് റെസ്പിറേഷൻ നടക്കൂല. അതേ സമയത്ത് ഇൻ വൈറ്റ് മസിൽ ഫൈബർ ദ മയോഗ്ലോബിൻ കണ്ടന്റ് ഈസ് വെരി ലെസ്. സോ ഇറ്റ് മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ അനേറോബിക് പ്രോസസ് ഫോർ എനർജി. എനർജി ഉണ്ടാക്കാൻ അത് മോസ്റ്റ്ലി ഇറ്റ് ഡിപ്പെൻഡ് ഓൺ അനേറോബിക് പ്രോസസ്. അനേറോബിക് പ്രോസസ്സിലൂടെയാണ് അയാൾ കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത്. സോ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ ഒക്കേഴ്സ് ഈസിലി. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ നടക്കുകയും അയാൾ പെട്ടെന്ന് തന്നെ ഫാറ്റീഗിലേക്ക് പോവുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ നടക്കുകയും അയാൾ പെട്ടെന്ന് തന്നെ ഫാറ്റീഗിലേക്ക് പോവുകയും ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? നന്ദു, എൻ്റെ അടുത്ത PPT എവിടെ? നന്ദുവിനെ 2 PPT അയച്ചു തന്നീന്നല്ലോ. ഒരു മിനിറ്റ്, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പോൾ തീർന്നു കേട്ടോ. സോറി, നമുക്ക് സ്കെലറ്റൽ സിസ്റ്റത്തെ കുറിച്ച് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് സ്കെലറ്റൽ സിസ്റ്റം. സംതിങ് ഹാപ്പൻ നമ്മുടെ PPT സംവേർ. ഓക്കെ, 1 second buddies, 1 second, I will be back. നന്ദു, എടാ വേറെ അടുത്ത PPT എവിടെ? ഞാൻ 2 PPT നിങ്ങൾക്ക് എപ്പോഴും അയച്ചതല്ലേ? പിന്നെ ക്ലാസ് എടുക്കണ്ടേ? ഇട്ടണോ? വേഗം കൊണ്ടോ. ബഹുമാര് പ്രശ്നം ഉണ്ടാകും. ഇവരെ അല്ലെങ്കിലേ പറയാം ബിലാൽ സാർ എന്നും വന്നാലും ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സ്പീഡപ്പ്. സത്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല, പിള്ളേര് കേൾക്കും. എൻ്റെ വായിന്ന് വെറുതെ കേൾക്കാൻ നിൽക്കണ്ട. രാത്രി എൻജോയ് ഗോ പോടാ ഗൈസ്. ശ്രദ്ധിക്കടാ. അപ്പോൾ നോക്ക്, നമുക്കൊരു കാര്യം കൂടി പഠിക്കണം കേട്ടോ. നോക്ക്, നമ്മളോട് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തെക്കുറിച്ച് മാരകമായിട്ട് ലോഡ് കണക്കിന് കാര്യം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ബട്ട് ബേസിക് ഒരു ധാരണ നിങ്ങൾക്ക് നോക്ക്, ശ്രദ്ധിക്ക്. നമുക്ക് ഒരു ബേസിക് ധാരണ സ്കെലറ്റൽ സിസ്റ്റത്തെക്കുറിച്ച് വേണം. നമുക്ക് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. വി ഹാവ് ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ അല്ലേ? നമുക്ക് ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തെ നമ്മൾ 2 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. വി ഹാവ് ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ അല്ലേ? ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ.
റെഡിയാണോ? ആക്സിയൽ സ്കെലിറ്റണിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആക്സിയൽ സ്കെലിറ്റണിൽ നമ്മുടെ ബോഡിയുടെ ആക്സിസിലുള്ള ബോണുകൾ എല്ലാവരും ഉൾപ്പെടും. അത് ഈ മെയിൻ ആക്സിസിൽ അവിടെ എന്തൊക്കെയുള്ളത്? നമ്മുടെ സ്കൾ ബോൺ അല്ലേ, നമ്മുടെ സ്കള്ളിലുള്ള ബോണുകൾ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ സ്കൾ ബോണുകൾ. നമ്മുടെ സ്കള്ളിലുള്ള ബോണുകൾ ആരൊക്കെയാടാ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന്, നമുക്ക് ക്രേനിയൽ ബോൺ, നമ്മുടെ തലയോട്ടി ഉണ്ടാക്കിയുള്ള ബോണുകളെയാണ് ക്രേനിയൽ ബോൺസ് എന്ന് വിളിക്കുക. അതുപോലെ അടുത്തതാണ് നമ്മുടെ ഫേഷ്യൽ ബോൺസ്, നമ്മുടെ ഫേസിന് ഷേപ്പ് നൽകുന്ന ബോണുകളെയാണ് ഫേഷ്യൽ ബോൺസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ക്രേനിയൽ ബോണുകൾ നമുക്ക് 8 എണ്ണം ഉണ്ട്, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ട്. ടോട്ടല് സ്കള്ളിൽ 22 ബോണുണ്ട്. സെറ്റല്ലേ? ഇനി നോക്കിട്ടോ, സ്കള്ളിൽ തന്നെ കാണുന്ന വേറെയും കുറച്ച് ബോണുകളുണ്ട്. നമ്മുടെ ഓരോ ചെവിക്കും മിഡിൽ ഇയർ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അവിടെ 3 ബോണുകളുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഇങ്ങനെ 3 ബോണുകളുണ്ട്. അത് ഓരോ സൈഡിലും 3 എണ്ണം ഉണ്ട്, ടോട്ടൽ 6 എണ്ണം അല്ലേ. അപ്പോൾ അവന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇയർ ഒസിക്കിൾസ്. എന്താ വിളിക്കുക? ഇയർ ഒസിക്കിൾസ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് 3 × 2, ടോട്ടൽ 6 എണ്ണം ഉണ്ട്. പിന്നെ എന്നാ ഉള്ളത് നമുക്ക് ശ്രദ്ധിക്കട്ടോ, നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ഈ ഫ്ലോർ ഉണ്ടല്ലോ, ഇത് ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് ആണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അതിന് ഫ്ലോറിൽ ഒരു യു ഷേപ്പ്ഡ് ബോൺ ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് ഹയോയിഡ് ബോൺ. യു ഷേപ്പ്ഡ് ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞേ, ഹയോയിഡ് ബോൺ അതൊരെണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കട്ടോ, ഇനി ഇവിടെ വന്നാൽ നമുക്കൊരു ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് സ്റ്റേണം. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേണം. ഉറക്കെ പറഞ്ഞേ, സ്റ്റേണം. പിന്നെ നമുക്ക് എന്നാ ഉള്ളത്? റിബ്സ് ഉണ്ട് 2 സൈഡിലും അല്ലേ. ഒരു സൈഡിൽ 12 എണ്ണം, അപ്പുറത്തും 12. ടോട്ടൽ നമുക്ക് എത്ര റിബ്സ് ഉണ്ട് കുട്ടികളെ? 24 റിബ്സ് ഉണ്ട്. ഒരു സ്റ്റേണം 24 റിബ്സ് ഉണ്ട്. റെഡി ആണല്ലോ? അതും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വെർട്ടിബ്രൽ കോളമാണ്, നട്ടെല്ല്. അത് നമ്മുടെ ഈ മിഡിൽ തന്നെയാണുള്ളത് അല്ലേ, ഈ ഒരു ആക്സിസിലാണുള്ളത്. നമുക്ക് 26 ചെറിയ ബോണുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉണ്ടായിട്ടുള്ളത്. വെർട്ടിബ്രൽ കോളം ഞാൻ പറഞ്ഞുതരാം, നന്നായി ശ്രദ്ധിച്ചു. ഒരുപാട് പറയാണ്ട് ഇതിനകത്ത്, പക്ഷേ എക്സാമിന് സാധാരണ ചോദിക്കുന്ന പോയിന്റുകൾ മാത്രമേ പഠിപ്പിച്ചു തരാം. വെർട്ടിബ്രൽ കോളത്തിൽ ടോട്ടൽ 26 ബോൺസ് ആണുള്ളത്. അങ്ങനെ നിങ്ങളിതെല്ലാം കൂടി കൂട്ടിയാൽ ആക്സിയൽ സ്കെലിറ്റണിൽ 80 ബോൺ കാണാൻ പറ്റും. അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ ഏകദേശം 126 ബോണുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 206 ബോണാണ് നിങ്ങളുടെ ബോഡിയിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ നിങ്ങൾ നോക്കിയാൽ അപ്പർ ലിംബ്, നിങ്ങളുടെ അപ്പർ ലിംബിൽ 30 ബോണുണ്ട്. നിങ്ങൾക്ക് 2 അപ്പർ ലിംബ് ഉണ്ടല്ലോ, ആരും അടിച്ചൊടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 അപ്പർ ലിംബ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 60 ബോൺ ഉണ്ടാകും. ഇനി ലോവർ ലിംബ്, നിങ്ങളുടെ കാല്, ലോവർ ലിംബിൽ ഒരു സൈഡിൽ 30, മറ്റേ സൈഡിൽ 30, അപ്പോൾ 30 × 2 അവിടെയും 60, 120 ആയി. ഇനി നിങ്ങളുടെ അപ്പർ ലിംബ് ഉണ്ടല്ലോ, അപ്പർ ലിംബിനെ ഈ ആക്സിയൽ സ്കെലിറ്റണിലേക്ക്, നമ്മൾ ഈ പറഞ്ഞ ഈ മെയിൻ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ബോൺ ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് പെക്ടോറൽ ഗിർഡിൽ. എന്താ വിളിക്കുക? പെക്ടോറൽ ഗിർഡിൽ. ഉറക്കെ പറ, പെക്ടോറൽ ഗിർഡിൽ എന്നാണ്. ഓക്കെ, ഗിർഡിൽ എന്ന് പറയും, GIRLDLE. പെക്ടോറൽ ഗിർഡിലിൻ്റെ ഒരു സൈഡിൽ 2 ബോണ്, അപ്പുറത്തും 2 ബോണ്, അപ്പോൾ ടോട്ടൽ 4 ബോണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ 4 ബോണായി, പെക്ടോറൽ ഗിർഡിൽ. ഓക്കെ, ടോട്ടൽ 4 ബോണ്. ഇനി അടുത്താണ് പെൽവിക് ഗിർഡിൽ. നമ്മുടെ കാലുകളെ, നമ്മുടെ ലോവർ ലിംബിനെ ആക്സിയൽ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഗിർഡിലാണ് പെൽവിക് ഗിർഡിൽ. പെൽവിക് ഗിർഡിൽ ഒരു സൈഡിലൊരു ബോണ്, അപ്പുറത്തെ സൈഡിലൊരു ബോണ്. ടോട്ടൽ പെൽവിക് ഗിർഡിൽ 2 ബോണ്. പെൽവിക് ഗിർഡിൽ 2 ബോണ്. ക്ലിയർ ആണോ? റെഡി ആണോ? ഇതാണ് നമ്മുടെ ബോണുകൾ. ഇനി എക്സാമിന്, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എക്സാമിന് ചോദിക്കാൻ സാധ്യത എന്താണെന്നറിയോ? ഒന്ന്, ഈ യു ഷേപ്പ്ഡ് ബോൺ അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, അല്ലെങ്കിൽ ഇവിടെയുള്ള യു ഷേപ്പ്ഡ് ബോൺ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് ഹയോയിഡ് ബോൺ. ആ പേര് പഠിച്ചോ. എന്താണ്? ഹയോയിഡ് ബോൺ. ആ പേരൊന്ന് പഠിച്ചേക്ക്. അടുത്ത നമ്മളോട് ചോദിക്കാൻ സാധ്യത നമ്മുടെ റിബ്സിനെ കുറിച്ചാണ് കൂടുതൽ സാധ്യത. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു പോകാച്ചാൽ, കാരണം ഈ ചാപ്റ്ററിന് 2 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഏറ്റവും കുറച്ച് പഠിച്ചു പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റിബ്സ് പഠിക്കണം. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. വി ഹാവ് 12 പെയർസ് ഓഫ് റിബ്സ് അല്ലേ. നമുക്ക് 12 പെയർ, 12 പെയർ റിബ് ഉണ്ട്. അതിലെ ഫസ്റ്റ് 7 പെയർ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് റിബ്സ്. അതിലെ ഫസ്റ്റ് 7 പെയർ, ആദ്യത്തെ 7 പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ റിബ്സ്. എന്താ വിളിക്കുക? ട്രൂ റിബ്സ്. അതിൻ്റെ കാരണം, ബാക്കിൽ ദേ ആർ അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം ആൻഡ് ഫ്രണ്ടിൽ ദേ ആർ അറ്റാച്ച്ഡ് ടു സ്റ്റേണം. ക്ലിയർ ആണോ? ഇൻ ദ ബാക്ക് സൈഡ്, ഇൻ ദ ഡോർസൽ സൈഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം. അയാൾ വെർട്ടിബ്രൽ കോളത്തിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇൻ ദ ഫ്രണ്ട് സൈഡ് ഓർ ഇൻ ദ വെൻട്രൽ സൈഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു സ്റ്റേണം. സോ ദേ ആർ കോൾഡ് ട്രൂ റിബ്സ്. റെഡി ആണോ? ഇനി നെക്സ്റ്റ് 8, 9, 10 ഈ റിബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാൾസ് റിബ്സ്. എന്താ വിളിക്കുക? ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നാണ് വിളിക്കുക. ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയും.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരെ ഈ പേര് വിളിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കട്ടോ. ദേ ആർ പോസ്റ്റീരിയർലി അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം. നമുക്ക് ബാക്കിൽ അവർ വെർട്ടിബ്രൽ കോളത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ സപ്പോസ് ദിസ് ഈസ് യുവർ സ്റ്റേണം, ഇത് നിങ്ങളുടെ സ്റ്റേണമാണെന്ന് ഇമാജിൻ ചെയ്യൂ. സോ ബാക്കിൽ ദേ ആർ അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം ആൻഡ് ഇൻ ദ ഫ്രണ്ട് ഇതാണ് നിങ്ങളുടെ 7ാമത്തെ റിബ്, 7ാമത്തെ പെയർ ഓഫ് റിബ് ഇതാണ്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, 8ാമത്തെ റിബ് ഇതാ, 9ാമത്തെ റിബ് ഇതാ, 10ാമത്തെ റിബ് ഇതാ. ആൻഡ് ഇൻ ദ ഫ്രണ്ട് സൈഡ് ഓർ ഇൻ ദ വെൻട്രൽ സൈഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു 7th റിബ്. 7ാമത്തെ റിബിലേക്ക് അവർ അറ്റാച്ച് ആയിട്ടുള്ളത്. നോക്കൂ, ഫ്രണ്ടിൽ സ്റ്റേണത്തിലേക്ക് അറ്റാച്ച് ആയിട്ടില്ല. ആദ്യത്തെ 7 പേർ ബാക്കിൽ വെർട്ടിബ്രൽ കോളത്തിലേക്കും ഫ്രണ്ടിൽ സ്റ്റേണത്തിലേക്കും അറ്റാച്ച് ആയിട്ടുണ്ട്. ദേ ആർ കോൾഡ് ട്രൂ റിബ്സ്. പക്ഷേ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ ബാക്കിൽ പോസ്റ്റീരിയർലി ദേ ആർ അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം, ബട്ട് ആൻറ്റീരിയർലി ഓർ ഇൻ ദ വെൻട്രൽ സൈഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു 7th റിബ്, 7ാമത്തെ റിബിലേക്കാണ് അറ്റാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ നമ്മൾ എന്ത് പറയുന്നത്, ഫോൾസ് റിബ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കടാ, 11ാമത്തെ പെയർ 12ാമത്തെ പെയർ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. എന്തുകൊണ്ടാണ്? ദേ ഹാവ് നോ ആൻറ്റീരിയർ അറ്റാച്ച്മെൻറ്റ്. ബാക്കിൽ അവർ വെർട്ടിബ്രൽ കോളത്തിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്, ഫ്രണ്ടിൽ അവർ ഇങ്ങനെ വന്ന് നിൽക്കുക. നോക്കൂ, ഫ്രണ്ടിൽ എങ്ങോട്ടും അറ്റാച്ച് ആയിട്ടില്ല, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എങ്ങോട്ടും അറ്റാച്ച് ആയിട്ടില്ല. ഒരു പേരതാ, അടുത്ത പേരതാ, 11, 12 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതാണ്, ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ. ഓക്കെ, സോ ദേ ഹാവ് നോ ആൻറ്റീരിയർ അറ്റാച്ച്മെൻറ്റ്. അവർക്ക് ആൻറ്റീരിയർ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അവർ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. റിബിനെ കുറിച്ചാണ് ചോദിക്കാൻ കൂടുതൽ സാധ്യത. 3 ടൈപ്പ് ഓഫ് റിബ്സ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. പ്ലീസ് ഡു കമൻറ്റ്. പ്ലീസ് ഡു കമൻറ്റ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. പ്ലീസ്. വലിയ ഒരുപാട് കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണ്. അത് ഏറ്റവും പോസിബിൾ ആയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വേറെ എന്തും ഈ ചാപ്റ്ററിൽ പഠിക്കാവൂ. റെഡിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആ റിബിൻ്റെ കേസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളുടെ അപ്പർ ലിംബിൻ്റെ ബോണ്, ലോവർ ലിംബിൻ്റെ ബോണ് ചോദിക്കും. അപ്പർ ലിംബിൻ്റെ ബോണും ലോവർ ലിംബിൻ്റെ ബോണും നോക്കടാ. അപ്പർ ലിംബിൻ്റെ ബോണുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്താണ് ഇങ്ങനൊരു ബോണുണ്ട്. ദിസ് ഈസ് കോൾഡ് ഹ്യൂമറസ്. എന്താണ്? ഹ്യൂമറസ്. ഓക്കെ, പിന്നെ ഇങ്ങനൊരു ബോണുണ്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് അൾന. ആൻഡ് ദെൻ യു ഹാവ് എ ബോൺ ലൈക്ക് ദിസ് ഈസ് കോൾഡ് റേഡിയസ്. ഓക്കെ, സോ യു ഹാവ് ഹ്യൂമറസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് റേഡിയസ്. ഓർക്കെ പറഞ്ഞേ, റേഡിയസ്. ആൻഡ് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ബോണാണിത്. ദിസ് ഈസ് കോൾഡ് അൾന. പിന്നെ നമ്മുടെ റിസ്റ്റ് ബോൺ, നമ്മുടെ റിസ്റ്റിലുള്ള ഇപ്പോൾ ഇതായി, ഇത് ഹ്യൂമറസ്. ഇവിടെ ഹ്യൂമറസ്. ഇവിടെ നോക്ക്, നമ്മുടെ തള്ളവിരലില്ലേ, നമ്മുടെ തള്ളവിരലിൻ്റെ ഈ സൈഡിൽ റേഡിയസ്, ഇവിടെ ഈ ചെറുവിരലിൻ്റെ സൈഡിൽ അൾന. ഓർക്കെ പറഞ്ഞേ, അൾന, ഉൾണയല്ല, അൾന. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നമ്മുടെ റിസ്റ്റിൽ കുഞ്ഞി ബോണുകളാണ്. ദേ ആർ കോൾഡ് കാർപ്പൽസ്. എന്താ വിളിക്കുക മക്കളെ? കാർപ്പൽ ബോൺസ് എന്നാണ് വിളിക്കുക. 8 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അടുത്ത നമ്മുടെ പത്തിയിലുള്ള, നമ്മുടെ കൈയിൻ്റെ പത്തി ഭാഗം ഉണ്ടല്ലോ, അവിടെയുള്ള ബോണുകളാണ്. ദേ ആർ 5 ബോൺസ്. ദേ ആർ കോൾഡ് മെറ്റാകാർപ്പൽസ്. അവരെ വിളിക്കുന്ന പേരാണ് മെറ്റാകാർപ്പൽസ്. ഓർക്കെ പറഞ്ഞാൽ മെറ്റാകാർപ്പൽസ്. അവർ 5 എണ്ണമാണ്. പിന്നെ കുറേ കുഞ്ഞി ബോണുകളാണ്. അത് എണ്ണി നോക്കിയാൽ മതി. നോക്ക്, വിരലിലെ ബോണുകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 14 ബോൺസ് അല്ലേ. ദേ ആർ കോൾഡ് ഫെലാഞ്ചസ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെലാഞ്ചസ്. എന്താ പറയുക? ഫെലാഞ്ചസ്. റെഡിയാണോ? ഫെലാഞ്ചസ്. ദേ ആർ കോൾഡ് ഫെലാഞ്ചസ്. 14. അങ്ങനെ ടോട്ടൽ 30 എണ്ണം ഉണ്ടാവും. അപ്പോൾ അപ്പർ ലിംബിൻ്റെ ബോൺ നോക്കി തന്നെ പഠിച്ച കുട്ടികളെ നോക്കി പഠിച്ച് നോക്ക്. ദേണ്ട ഹ്യൂമറസ്, ഇവിടെ ഹ്യൂമറസ്. പിന്നെ തള്ളവിരലിൻ്റെ സൈഡിൽ ഇവിടെ ഒന്ന് റേഡിയസ്. പിന്നെ കുഞ്ഞുവിരലിൻ്റെ അല്ലേ, ചെറിയ വിരലിൻ്റെ സൈഡിൽ ഒന്ന്, ദാറ്റ് ഈസ് അൾന. ഇവിടെ 8 കാർപ്പൽസ്. നോക്കൂ, മെറ്റാ കാർപ്പൽസ് ഇവിടെ. അവസാനം 14 ഫലാഞ്ചസ്. ക്ലിയർ ആണോ? ദീസ് ആർ ദ ബോൺസ് ഓഫ് അപ്പർ ലിംബ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബോൺസ് ഓഫ് ലോവർ ലിംബ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോവർ ലിംബിൻ്റെ ബോണുകളാണ്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലടാ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബോൺസ് ഓഫ് ലോവർ ലിംബ്. ഇതേപോലെ തന്നെയാണ്. യു ഹാവ് എ ബോൺ ഹിയർ. ദിസ് ഈസ് കോൾഡ് ഫീമർ. എന്താണ്? ഫീമർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ. യു ഹാവ് നമ്മുടെ കാലിൻ്റെ തള്ളവിരലുണ്ടല്ലോ, പെരുവിരൽ, കാലിൻ്റെ വലിയ വിരൽ, അതിൻ്റെ ഭാഗത്തുള്ള ബോണുണ്ട്. ദറ്റ് ഈസ് കോൾഡ് ടിബിയ. ഓക്കെ, കുറച്ച് വലിയ ബോണാണ്. ദറ്റ് ഈസ് കോൾഡ് ടിബിയ. പിന്നെ കാലിൻ്റെ ചെറുവിരലിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ചെറിയ കുഞ്ഞി ബോണുണ്ട്. ദറ്റ് ഈസ് കോൾഡ് ഫിബുല. എന്താ വിളിക്കുക? ഫിബുല. ഓക്കെ, സോ ദിസ് ഈസ് ടിബിയ. ആ കുഞ്ഞി ബോണിനെ യു ക്യാൻ കോൾ ഇറ്റ് എസ് ഫിബുല. റെഡി ആണല്ലോ? ഫിബുല. ആൻഡ് ദെൻ കയ്യിൽ കാർപ്പൽസ് ആണെങ്കിൽ ഇവിടെ ടാർസെൽസ് ആണ്. ദിസ് ഈസ് കോൾഡ് ടാർസെൽസ്. കയ്യിൽ 8 എണ്ണം ഉണ്ട്, പക്ഷേ ഇവിടെ 7 എണ്ണേ ഉള്ളൂ. റെഡിയാണോ? ഇനി നമ്മുടെ കാലിൻ്റെ പത്തി ഉണ്ടല്ലോ, കാൽപത്തി അല്ലേ, കാൽപത്തിയുടെ ബോണുകൾ, ദേ ആർ കോൾഡ് മെറ്റാടാർസൽസ്.
മെറ്റാടാർസൽസ്. ഓക്കെ, മെറ്റാകാർപ്പൽസ് പോലെ മെറ്റാടാർസൽസ്, അത് 5 തന്നെയാണ്. ഇനി കാലിലുണ്ട് മക്കളെ ഫലാഞ്ചസ്. കയ്യിലെ ഫലാഞ്ചസ് പോലെ തന്നെ 14 കേട്ടോ. കയ്യിലെ ഫലാഞ്ചസ് പോലെ തന്നെ 14. കയ്യിലെ ഫലാഞ്ചസ് പോലെ തന്നെ ഇവിടെയും ഫലാഞ്ചസ് 14 ഉണ്ട്. ഫലാഞ്ചസ് 14 ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് കുറേ ബോണുകളുടെ പേര് തരും, എന്നിട്ട് ഇവരെ 2 കാറ്റഗറി ആക്കാൻ വേണ്ടി പറയും. അപ്പോൾ അപ്പർ ലിംബ് ലോവർ ലിംബ്, അതാണ് ആ കാറ്റഗറി ആക്കാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ ഗൈസ്? ആ കാറ്റഗറി ആക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പർ ലിംബും ലോവർ ലിംബും ആണ്. റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇനി നോക്ക്, യു ഹാവ് എ ബോൺ ഹിയർ. നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ബോൺ ഉണ്ട് നമ്മുടെ മുട്ടിൻ്റെ, നമ്മുടെ നീയുടെ നേരെ ഫ്രണ്ടിലായിട്ട്. യു ഹാവ് എ ബോൺ ഹിയർ. ദിസ് ഈസ് കോൾഡ് പറ്റല്ല അല്ലെങ്കിൽ നീ ക്യാപ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെറ്റല്ല അല്ലെങ്കിൽ നീ ക്യാപ്പ്. നീ ക്യാപ്പ്. അപ്പോൾ കുറേ ബോണുകളുടെ പേര് തന്നിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. ക്ലിയർ ആണോ ഗൈസ്? ഇത് റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇതാണ് കൂടുതൽ തവണയും ചോദിക്കാറ്, മെജോറിറ്റി തവണയും ഇതാണ് ചോദിക്കാറ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ശ്രദ്ധിക്കട്ടോ, നമ്മുടെ പെക്ടറൽ ഗർഡിലില്ലേ, പെക്ടറൽ ഗർഡിൽ ശരിക്കും പറഞ്ഞാൽ 2 ബോണുണ്ട്. ഇവിടെ ഒരു ബോണ് നിങ്ങൾ ഫീൽ ചെയ്താൽ മതി, നോക്കി എഴുതാനൊന്നും പഠിക്കണമെന്നില്ല. ഇവിടെ ഒരു ബോണ്, യു ക്യാൻ ഫീൽ ദാറ്റ് അല്ലേ. ദിസ് ഈസ് കോൾഡ് ക്ലാവിക്കിൾ. പിന്നെ ഇവിടെ ഒരു പരന്ന ബോൺ കാണുന്നുണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് സ്കാപ്പുല. ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക്? സ്കാപ്പുല. ആ സ്കാപ്പുലയിൽ ശരിക്കും ഒരു ക്യാവിറ്റി ഉണ്ട്. ഇതാണ് ആ സ്കാപ്പുല, ഒരു പരന്ന ബോണാണ്. അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിലേക്കാണ് ഈ ഹ്യൂമറസിൻ്റെ, ഇതാണ് ഹ്യൂമറസ്, ഹ്യൂമറസിൻ്റെ ഹെഡ് പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. അത് ചോദിക്കും, ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഓക്കെ, ഗ്ലിനോയിഡ് ക്യാവിറ്റി, ഇതൊക്കെ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമറസിൻ്റെ ഹെഡ്, ഇതാണ് ഹ്യൂമറസിൻ്റെ ഹെഡ്, ഏത് ക്യാവിറ്റിയിലേക്കാണ് പോയി അറ്റാച്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്ലിനോയിഡ് ക്യാവിറ്റി ഓഫ് സ്കാപ്പുല. നോക്കൂ, പെക്ടറൽ ഗർഡിലിൻ്റെ ബോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഒന്ന് ഇങ്ങനെയുള്ള ഈ ട്രയാങ്കുലാർ ബോണ്, ദാറ്റ് ഈസ് സ്കാപ്പുല. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഉള്ള ബോണ് ദാറ്റ് ഈസ് കോൾഡ് ക്ലാവിക്കിൾ. എന്താണ്? ക്ലാവിക്കിൾ. ഈ സ്കാപ്പുലയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയിലേക്കാണ് ഹ്യൂമറസിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. റെഡി ആണോ? ഇനി അതുപോലെ ഇഫ് യു ലുക്ക് അറ്റ് യുവർ പെൽവിക് ഗർഡിൽ, നിങ്ങൾ നിങ്ങളുടെ പെൽവിക് ഗർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സൈഡിലും ഓരോ ബോണാണുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് കോക്സൽ ബോൺ അല്ലെങ്കിൽ ഹിപ്പ് ബോൺ. ഒരു സൈഡിൽ ഒരു കോക്സൽ ബോൺ, മറ്റേ സൈഡിൽ മറ്റൊരു കോക്സൽ ബോൺ ഉണ്ട്. ഓക്കെ, ആ കോക്സൽ ബോണിന് ഇതുപോലൊരു ക്യാവിറ്റി ഉണ്ട്. ഇതാണ് ഒരു കോക്സൽ ബോൺ. ഓക്കെ, അപ്പുറത്തെ സൈഡിലും ഇങ്ങനത്തെ ഒരു കോക്സൽ ബോൺ ഇവിടെ ഉണ്ടാവും. ഇതാ ഒരു കോക്സൽ ബോൺ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കോക്സൽ ബോണിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റി ഉണ്ട്, അതിലേക്കാണ് ഫീമറിൻ്റെ ഹെഡ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് അസെറ്റാബുലം. ആ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെറ്റാബുലം. എന്താ വിളിക്കുക? അസെറ്റാബുലം. ഉറക്കെ പറഞ്ഞേ, അസെറ്റാബുലം. റെഡിയാണോ? അപ്പോൾ നമുക്ക് പെൽവിക് ഗർഡിലിൻ്റെ ബോണുകൾ, പെൽവിക് ഗർഡിലിൻ്റെ ബോണുകൾ ഒരൊറ്റ ബോണേ ഉള്ളൂ, ദാറ്റ് ഈസ് കോക്സൽ ഓർ ഹിപ്പ് ബോൺ. അതിൻ്റെ ക്യാവിറ്റിയുടെ പേരെന്താ? അസെറ്റാബുലം. അതിലുള്ള ക്യാവിറ്റി, ആ ക്യാവിറ്റിയുടെ പേരെന്താ? അസെറ്റാബുലം. അതിലേക്കാണ് നമ്മുടെ കാലിൻ്റെ ഫീമറിൻ്റെ ഹെഡ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. റെഡിയാണോ? ഇനി നമ്മളോട് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? 2 കാര്യം കൂടി ചോദിക്കും. ഒന്ന് റിഗാർഡിങ് ജോയിൻസ്, ജോയിൻസിനെ കുറിച്ച് ചോദ്യം വരും. അതുപോലെ തന്നെ ഒന്നാമത്തെ ചോദ്യം റിഗാർഡിങ് ജോയിൻസ് ആണ്, 2 ഡിസോർഡേഴ്സും ആണ്. ജസ്റ്റ് അതുകൂടെ പറഞ്ഞ് നിർത്താം. നമുക്ക് ജോയിൻസിനെ 3 ടൈപ്പ് ജോയിൻസ് ഉണ്ട് ആക്ച്വലി. സോ ദേ ആർ ഏതൊക്കെയാടാ? ഒന്നാമത്തതാണ് ഫൈബ്രസ് ജോയിൻറ്റ്. എന്താണ്? ഫൈബ്രസ് ജോയിൻറ്റ്. രണ്ടാമത്തതാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. മൂന്നാമത്തതാണ് സൈനോവിയൽ ജോയിൻറ്റ്. എന്താണ്? വി ഹാവ് ഫൈബ്രസ് ജോയിൻറ്റ്, കാർട്ടിലേജിനസ്, സൈനോവിയൽ. ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബോണ്, അടുത്ത ബോണ്. ഈ 2 ബോണുകളെ തമ്മിൽ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻറ്റ് ഉണ്ടാക്കുക. ക്ലിയർ ആണോ? സോ ദ 2 ജോയിൻസ് ആർ കണക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. ഇവിടുത്തെ പ്രത്യേകത മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. നോ മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ. സോ യു ക്യാൻ സീ ബിറ്റ്വീൻ യുവർ ക്രേനിയൽ ബോൺസ്, നമ്മുടെ ക്രേനിയൽ ബോൺസിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റ് ഈസ് ആക്ച്വലി ഫൈബ്രസ് ജോയിൻറ്റ്. ഇവിടെ ബോണുകളെ തമ്മിൽ ഫൈബ്രസ് ടിഷ്യൂ ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചൊരു കോൺസെപ്റ്റ് ജോയിൻ്റ് ആട്ടോ. ബോണുകളെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് ജോയിൻ്റ് ആണ്, പിന്നെ ഡിസോർഡറുമാണ്. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഒരു ഡിസോർഡറുകളെ കുറിച്ചുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ഇതാണ്. ഇവിടെ മെജോറിറ്റി ടൈപ്പ് ബോൺസിനെ കുറിച്ച് ചോദിക്കുക വെച്ചാൽ ഒന്നുകിൽ അപ്പർ ലിമിൻ്റെ ലോവർ ലിമിൻ്റെ ബോണുകൾ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സാർ സോളജി 2 ചാപ്റ്റർ, ബോട്ടണി 5 ചാപ്റ്റർ എപ്പോഴാണ് എടുത്ത് തീരുക? ഓക്കെ, നമുക്ക് തീർക്കാം. ഓക്കെ, ഞാനിപ്പോൾ തുടങ്ങിയത്, ഞാൻ 8:45 തുടങ്ങി, 1.25 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, മാക്സിമം ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ പരമാവധി ചാപ്റ്റേഴ്സ് തീർത്ത് പോകാം. ഓക്കെ, പേടിക്കല്ലേ. ഓക്കെ,
സോ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഇൻ കാർട്ടിലേജിനസ് ജോയിൻറ്റ് ഒരു ബോണിത അടുത്ത ബോണിത, രണ്ട് ബോണുകൾക്കിടയിൽ കാർട്ടിലേജ് കാണാൻ പറ്റും. സോ ഹിയർ കാർട്ടിലേജ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ്. രണ്ട് ബോണുകൾക്കിടയിൽ കാർട്ടിലേജ് വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ജോയിൻ്റ് ആണ് എന്ത്? കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഇവിടുത്തെ പ്രത്യേകത സം മൂവ്മെൻറ്റ്, കുറച്ചൊക്കെ മൂവ്മെൻറ്റ് നടക്കും. സം മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. നല്ലതല്ല, സം മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. എക്സാമ്പിൾ ബിറ്റ്വീൻ വെർട്ടിബ്രേ, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ വെർട്ടിബ്രകൾക്കിടയിലുള്ള ജോയിൻ്റ് ആണിത്. അവസാനത്താണ് സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോണിത അടുത്ത ബോണിത, രണ്ട് ബോണുകൾക്കിടയിൽ യു ക്യാൻ സി എ ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി. ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്ന സൈനോവിയൽ ക്യാവിറ്റി കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? സൈനോവിയൽ ക്യാവിറ്റി ഉള്ള ജോയിൻറ്റുകളെയാണ് സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറയുക. നല്ല മൂവ്മെൻറ്റ്, ഓക്കെ, ഇറ്റ് അലോ കൺസിഡറബിൾ മൂവ്മെൻറ്റ്, നല്ലോണം മൂവ്മെൻറ്റ് നടക്കും. ഇതിൻ്റെ എക്സാമ്പിളാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. സോ ദാറ്റ് ഈസ് യുവർ ഷോൾഡർ ജോയിൻറ്റ്. നിങ്ങളുടെ ഷോൾഡറൊക്കെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, ബോളും സോക്കറ്റും. അടുത്തതാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ വിജാഗിരി പോലെയുള്ള ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ്, വിജാഗിരി പോലെയുള്ള ജോയിൻറ്റ്. അതെന്താ? നമ്മുടെ കാൽമുട്ടിൻ്റെയും കൈമുട്ടിൻ്റെയും ഒക്കെ ജോയിൻറ്റ് തുറക്കുക അടക്കുക അല്ലേ? സോ ദാറ്റ് ഈസ് യുവർ എൽബോ ജോയിൻറ്റ്, നീ ജോയിൻ്റ് ഒക്കെ ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത പിവട്ട് ജോയിൻറ്റ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ യുവർ ഫസ്റ്റ് വെർട്ടിബ്ര ആൻഡ് സെക്കൻഡ് വെർട്ടിബ്ര. ഇങ്ങനെ തിരിയുന്ന ജോയിൻറ്റ്, അതാണ് പിവട്ട് joint. That is between first vertebra and second vertebra. That is between atlas and axis. അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിലുള്ള ജോയിൻ്റ് ആണ് പിവട്ട് ജോയിൻറ്റ്. അടുത്താണ് സാഡിൽ ജോയിൻറ്റ്. സാഡിൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഇത് കാർപ്പൽ, ഇത് മെറ്റാകാർപ്പൽ. സോ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പാണ് സാഡിൽ ജോയിൻറ്റ്. റെഡിയാണോ? ഇനി അവസാനത്താണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ബിറ്റ്വീൻ കാർപ്പൽസ്, വ്യത്യസ്ത കാർപ്പലുകൾക്കിടയിലുള്ള ജോയിൻ്റ് ആണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഡിസോർഡേഴ്സ് നമുക്ക് നാളത്തെ ഡിസ്കഷനിൽ നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററിലെ ഡിസോർഡേഴ്സ് വി ക്യാൻ ഡിസ്കസ് അലോങ് വിത്ത് ടുമോറോസ് ഡിസ്കഷൻ. ഇന്ന് നിങ്ങൾ തൽക്കാലം ഈ ഒരു ലെവൽ വരെ പഠിക്കുക. ഡിസോർഡേഴ്സ് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ദാറ്റ് സെപ്പറേറ്റ് മെംബ്രെയിൻസ് ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. കെമിക്കൽ സൈനാപ്സിലെ പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൻ്റെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിൻ്റെ പേരെന്താണ്? പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ, പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിൻ്റെ പേരെന്താണ്? വേഗം പറ. which is the fluid filled space that separate pre and post synaptic neuron. എന്താ കുട്ടികളെ, നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ? എന്താ കുട്ടികളെ? സൈനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നല്ലേ ഈ സ്പേസിനെ എന്താ വിളിക്കുക? സൈനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലേ? സൈനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. വെരി ഗുഡ്. അടുത്തത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ ആൻ ആക്സോൺ ഈസ് ഗിവൺ. എക്സ്പ്ലെയിൻ ഹൗ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ്. എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? നമുക്കറിയാം, അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഹാസ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സർഫസ് അല്ലേ? പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും ആണുള്ളത്. ഇറ്റ് ഹാസ് നെഗറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സർഫസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ്. ആൻഡ് വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ്, നിങ്ങൾ ഇവിടെ ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ലുക്ക്, the neuronal membrane become permeable to Na+. ന്യൂറോണൽ മെംബ്രെയിൻ Na+ന് പെർമിയബിൾ ആവും ആൻഡ് Na+ ഇൻഫ്ലക്സ് ഒക്കേഴ്സ്. രണ്ട് സൈഡിൽ നിന്ന് മൊത്തത്തിൽ Na+ ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെ കയറിപ്പോയാൽ എന്താ സംഭവിക്കുക? ദാറ്റ് ലീഡ് ടു ഡീപോളാറൈസേഷൻ. അങ്ങനെ Na+ നിറയെ പോസിറ്റീവ് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് കാരണം ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആവും അല്ലേ? സോ ദിസ് ഈസ് കോൾഡ് ഡീപോളാറൈസേഷൻ. ഇതിനെയാണ് നമ്മൾ ഡീപോളാറൈസേഷൻ എന്ന് പറയുക. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഡീപോളാറൈസ്ഡ് ന്യൂറോൺ. ഡീപോളാറൈസ്ഡ് ന്യൂറോണിൽ കാണുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് പറഞ്ഞാൽ മതി. സോ വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ബിക്കം പെർമിയബിൾ ടു Na+. സോ Na+ ഇൻഫ്ലക്സ് ഒക്കേഴ്സ്. Na+ ഉള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെ Na+ ഇൻഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? Na+ ഇൻഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? That lead to depolarization and the potential difference in depolarized neuron, that is called action potential. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. അടുത്ത് the largest part of human brain ഏതാ കുട്ടികളെ?
സെറിബ്രം അല്ലേ. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഈസ് കോൾഡ് സെറിബ്രം. അടുത്തത് ദ സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറുകളെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്താ കുട്ടികളെ? നമ്മൾ ഇന്നലെ രാത്രി പഠിച്ചതല്ലേ, കോർപ്പസ് കല്ലോസം അല്ലേ കുട്ടികളെ, കോർപ്പസ് കല്ലോസം. അടുത്തത് ഇന്നലെ ഈ ക്ലാസ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വി ആർ ആക്ച്വലി റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം, ഐ നോ. ഓക്കെ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം ഞാൻ അരമണിക്കൂർ കൂടുതൽ ഒരു ചാപ്റ്ററിനെ ഏകദേശം അരമണിക്കൂറിൻ്റെ താഴെ എടുത്തേ നമ്മൾ പോയിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, യു നോ ദാറ്റ്, യു ആർ ഹിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ തീർക്കുകയാണ്, നമുക്കിന്ന് തീർക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നത്, ഇന്നലെ കാണാത്ത ആളുകളാണ്, ഇന്നലെ ഈ ചാപ്റ്റർ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ലെസ് ദാൻ 40 മിനിറ്റ് ഞാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഹൗ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്സ്, ഹൗ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ്, വാട്ട് ആർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിൻ, എവറിത്തിങ്. അപ്പോൾ ഒന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോ ഉണ്ടാവും, എടുത്ത് കണ്ടാൽ ഉപകാരപ്പെടും കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എല്ലാം കൂടെ ഇന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊക്കെ കൂടെ അങ്ങ് നടക്കുന്ന കാര്യമല്ല. അടുത്ത് 4 റൗണ്ടഡ് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ കാണുന്ന 4 സ്വെല്ലിങ്സിൻ്റെ പേരെന്താ? ഇതൊക്കെ തന്നെ ചോദിക്കലുള്ളൂ, പേടിക്കണ്ട. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഇന്നലത്തെ എടുത്ത് കണ്ടാൽ മതി. 4 റൗണ്ടഡ് സ്വെല്ലിങ്സ് ഇൻ ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ നമ്മൾ കാണുന്ന 4 സ്വെല്ലിങ്സിൻ്റെ പേരെന്താ കുട്ടികളെ? വാട്ട് ഈസ് ദാറ്റ് സ്വെല്ലിങ്സ്? They are called corpora quadrigemina അല്ലേ, corpora quadrigemina. 4 rounded swellings in the midbrain. മിഡ്ബ്രെയിനിൽ കാണുന്ന 4 സ്വെല്ലിങ്സിൻ്റെ പേരാണ്. അടുത്തത് the region of human brain which control the function like body temperature, urge for eating and drinking. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാ? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ, അർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാ? വേഗം പറ, വേഗം പറ. ഏതാ ഭാഗം? ഏതാ ഭാഗം? ഏതാ ഭാഗം? ഏതാ ഭാഗം? ഹൈപ്പോതലാമസ് അല്ലേ. സോ ഇറ്റ് ഈസ് ദ പാർട്ട് വിച്ച് മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, അർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അടുത്ത ചോദ്യം നോക്കട്ടെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ബ്രെയിൻ? വി ഹാവ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ അല്ലേ. ഫോർ ബ്രെയിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? വി ഹാവ് സെറിബ്രം, ദെൻ തലാമസ്, ദെൻ ഹൈപ്പോതലാമസ് അല്ലേ. സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ദെൻ മിഡ് ബ്രെയിനിൽ എന്തൊക്കെയുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പോറ ക്വാഡ്രിജെമിന ഉണ്ട്, അതുപോലെ തന്നെ സെറിബ്രൽ അക്യൂഡക്റ്റ് ഉണ്ട്. കോർപ്പോറ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പം ഇറങ്ങോട്ട് 2-3 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് പറയുന്ന ഡക്റ്റ് ഉണ്ട്, കോർപ്പോറ ക്വാഡ്രിജെമിന ഉണ്ട്. ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെ കുട്ടികളെ? മെഡുല്ല ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? പോൺസ് ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? സെറിബെല്ലം ഉണ്ട് അല്ലേ. മെഡുല്ല, പോൺസ്, സെറിബെല്ലം അല്ലേ. സെറിബെല്ലം, മെഡുല്ല, പോൺസ്. അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ? റെസ്പിറേഷനും ഗ്യാസ്ട്രിക് സെക്രീഷനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗം ഏതാ? നമ്മുടെ ബ്രെയിനിൽ റെസ്പിറേഷനെയും ഗ്യാസ്ട്രിക് സെക്രീഷനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഭാഗം ഏതാ? സാർ ഇനി എത്ര ചാപ്റ്റേഴ്സ്? നമുക്ക് സോളജിയിൽ ഒരു ചാപ്റ്റർ ഉള്ളത്, ബോട്ടണിയിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 4 ചാപ്റ്റേഴ്സ് എങ്ങാണ്ട് ബാക്കിയുണ്ടല്ലേ, പെൻഡിങ് ഉണ്ട് അല്ലേ. പക്ഷേ ചെറിയ ചാപ്റ്റേഴ്സ് അല്ലേ. ഏതാടാ? വിച്ച് പാർട്ട് മെയിൻറ്റെയിൻ യുവർ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ? ഏതാ മക്കളെ? വേഗം പറഞ്ഞത്. ദാറ്റ് ഈസ് മെഡുല്ല അല്ലേ. മെഡുല്ല മെയിൻറ്റെയിൻസ് റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നൗ നെയിം ദ. അടുത്തത് ഐഡൻറ്റിഫൈ ദ ബിലോ സ്റ്റേജസ് ഓഫ് നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ. ഓക്കെ, ഇത് ഈ സ്ട്രക്ചർ ഫുള്ളല്ല. ഓക്കെ, എനിവേ ആ സ്ട്രക്ചർ, ആ ഒരു ഡയഗ്രം ഞാൻ വരച്ച് കാണിച്ചത് വൃത്തിക്ക്. ആദ്യത്തത് ഇങ്ങനെയാണ്, പുറത്ത് പോസിറ്റീവ്, സിമ്പിളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതൊക്കെയാ സ്റ്റേറ്റ് എന്നുള്ള ചോദ്യം. ഒന്നാമത്തെ ഡയഗ്രം ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഡയഗ്രം ഇങ്ങനെയാണ്. ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ്, ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ്. ഈ സ്റ്റേജുകൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഈ 2 സ്റ്റേജുകൾ എന്താണ്? ഒന്നാമത്തെ സ്റ്റേജ് നോക്ക്, പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്, ദാറ്റ് ഈസ് പോളാറൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇനി ഇതോ? ദിസ് ഈസ് ഡീപോളാറൈസ്ഡ് സ്റ്റേറ്റ് അല്ല, അതാണ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. അടുത്തത് നെയിം ദ അയോൺസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്ന മെയിൻ അയോണുകൾ ആരൊക്കെയാണ്? Na+ അയോൺ ഉണ്ട്, K+ അയോൺ ഉണ്ട്, അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനുകളുണ്ട്. ഈ 3 ആളുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ആളുകൾ. Na+, K+, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനുകൾ. ഇനി അടുത്തത് ഹൗ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ്. വാട്ട് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ? നമ്മൾ ഈ പോളാറൈസ്ഡ് ന്യൂറോണിൽ കാണുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ പോളാറൈസ്ഡ് ന്യൂറോൺ ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. സോ ഗൈസ്, ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ആരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ന്യൂറോണൽ മെംബ്രെയിനിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുണ്ട്. അയാൾ ATP എനർജി ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് 2 K+നെയും ന്യൂറോണിൻ്റെ വെളിയിലേക്ക് 3 Na+നെയും പറഞ്ഞയക്കും.
അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ആരുടെ പ്രവർത്തന ഫലമായിട്ട്? സോഡിയം പൊട്ടാസ്യം പമ്പ്. Okay, it always transport 2K plus into the cell and 3Na plus out of the cell using ATP energy. Clear അല്ലേ? ഇനി അടുത്ത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം ആണ്. ഇതുകൂടെ കഴിഞ്ഞാൽ ദേവപ്രിയ മിസ് വരും നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഗൈസ് നോക്കൂ, വി ഹാവ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ സെൻട്രൽ ഉണ്ട്, അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലേ. സെൻട്രലിൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, ബ്രെയിന് സ്പൈനൽ കോഡ്. ഇനി പെരിഫറല്ലോ വി ഹാവ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ദെൻ ഓട്ടോണോമിക്കിനെ നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പാക്കി. ഏതൊക്കെയാണ്? സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ക്ലിയർ ആണോ? സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ദേണ്ട നമ്മുടെ ദേവപ്രിയ മിസ്സിന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് ബോട്ടണി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ. ഹലോ, ഇതാണ് കിടക്കുന്നത് ക്ലാസിഫിക്കേഷൻ. ഹലോ, കേക്കാമോടാ? ഹലോ ഹലോ ഹലോ. ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ വന്നതിനാണോ ലേഡീസ് ഫസ്റ്റ്? മിസ്സേ സുഖാണോ? സുഖാണ്. സുഖവിവരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കമോൺ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങിയാലോ? ഹലോ. സോ സൗണ്ട് ക്ലിയർ ആണോ? എനിക്ക് ഫസ്റ്റ് അറിയേണ്ട 2 കാര്യങ്ങൾ. സൗണ്ട് ക്ലിയർ ആണോ? സ്ക്രീൻ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾ ബ്ലേഡ് ആയിട്ടൊന്നും അല്ലല്ലോ? കേൾക്കാം. ഓക്കെ, പക്ക. 4 ചാപ്റ്റേഴ്സ് പ്ലസ് 2 കണക്കായിരുന്നില്ല, +1. +2 നിങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം കുറേ ചാപ്റ്റേഴ്സ് കളഞ്ഞിട്ട് മൊത്തത്തിൽ ബോട്ടണി ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ ചാപ്റ്റേഴ്സും ആകെ 2 മാത്രം എന്തോ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. സോ ബിലാൽക്ക് ഒരുവിധം സെറ്റാക്കിയിട്ട് ഇറങ്ങിയിട്ടത്. കമ്മിങ് ടു ദ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ബോട്ടണിയുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് നോക്കിയാലോ? ഡൺ. ഫസ്റ്റ് ചാപ്റ്റർ നോക്കടാ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സിമ്പിളാ, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is an example for flagellated protozoan? Flagellated protozoan എക്സാമ്പിൾ ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ബേസിക്കലി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി. സോ ഏതാ ഇതിന്റെ ഉത്തരം? എന്താ? ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. തന്നിരിക്കുന്നവരിൽ പലരും പ്രോട്ടോസോവൻസാ. അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമീബോയിഡ് പ്രോട്ടോസോവൻ ആണ്. പാരമീസിയം എന്ന് പറഞ്ഞാൽ അത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ട്രൈപ്പനോസോമ അല്ലെ ട്രിപ്പനോസോമ, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത്, അതെന്ത് പ്രോട്ടോസോവനാ? അതൊരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. നെക്സ്റ്റ്, പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ അതൊരു സ്പോറോസോവൻ ആണ്. സോ ബേസിക്കലി നമ്മളെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി. വെരി ഗുഡ്. അമ്മയാണോ അനഘ, പാത്തൂസ്. ഓക്കേടാ, ബി. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദീസ് ഓർഗാനിസംസ്. പടം തന്നിട്ടുണ്ട്, അത് ആരാണെന്ന് തിരിച്ചറിയണം. ഇതാരാടാ? നമ്മളുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഡൈനോഫ്ലാജലേറ്റ്സ്. അതിലുള്ള ആളാണിത്. ഇതാരാ? യെസ്, ഗോനുവാലാക്സ് എന്ന് പറയുന്ന ആളാണ് ഈ തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ തന്നിട്ടുള്ളത് ആരാ? ഇത് നമ്മളുടെ സ്ലൈം മൗൾഡ് ആണ്. ഓക്കെ, നിങ്ങൾ സ്ലൈം മൗൾഡ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പാതി മാർക്കേ അവർ തരത്തുള്ളൂ. പക്ഷെ ടെക്സ്റ്റിൽ ഈ പേര് പറയുന്നില്ല. പലവട്ടമായിട്ട് സ്ലൈം മൗൾഡിന്റെ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. സോ സപ്പോസ് സ്ലൈം മൗൾഡ് എന്ന് എഴുതിയാൽ അവർ മാർക്ക് തരാം. പക്ഷേ നിങ്ങൾ ആ പേരൊന്നും അറിയില്ല. സ്ലൈം മൗൾഡിന്റെ പേര്, ഈ ഇവിടെ തന്നിട്ടുള്ള സ്ലൈം മൗൾഡിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈസാരം എന്നാണ് അതിന്റെ പേര്. ഈ പേരൊന്ന് ആലോചിച്ച് വെച്ചോ, മറക്കരുത്. നാളെ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ, നാളെ മറ്റന്നാൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതിയിരിക്കണം. Okay, done. Next question, dead remains of diatoms are known as diatomaceous earth. Yes, diatoms which has
സിലിക്കൽ സെൽ വോൾ, സിലിക്ക കൊണ്ടുണ്ടാക്കിയ സെൽ വോൾ ഉണ്ട്. ആ സെൽ വോൾ ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ ഡൈഅറ്റോമീഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. റൈറ്റ് ഡൗൺ 2 uses of diatomaceous earth. ഈ diatomaceous earthന്റെ 2 uses പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ diatomaceous earth? diatomaceous എങ്ങനെയുള്ള സാധനമാ? കുറച്ച് ഗ്രിറ്റി ആയിട്ടുള്ള സാധനമാ, തരിതരിപ്പുള്ള സാധനമാ. സോ തരിതരിപ്പുള്ള സാധനമായത് കാരണം they can be used for filtration of syrups. സിറപ്പിന്റെയും ഓയിൽസിന്റെ ഒക്കെ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു യൂസ് ആണ് they can be used for polishing. പോളിഷിങ്ങിന് വേണ്ടിയും യൂസ് ചെയ്യാം. ഇതാണ് അവരുടെ മേജർ 2 യൂസസ്. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. പാത്തോസ് കിടിലോടാ. നെക്സ്റ്റ് വൺ. ഹൂ പ്രപ്പോസ്ഡ് ദ 5 kingdom ക്ലാസിഫിക്കേഷൻ? ആരാ 2 kingdom ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? കാളിനേഴ്സ്. 5 kingdom ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് R.H. Whittaker. യെസ്, R.H. Whittaker ആണ് 5 kingdom ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ എനി 2 ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷന് വേണ്ട ഏതെങ്കിലും 2 ക്രൈറ്റീരിയ എഴുതാൻ. എന്തൊക്കെയായിരുന്നു R.H. Whittakerന്റെ ക്രൈറ്റീരിയാസ്? ഏതൊക്കെയാ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞേ? 1, സെൽ സ്ട്രക്ചർ. അതായിരുന്നു ഒന്നാമത്തെ ക്രൈറ്റീരിയ, സെൽ സ്ട്രക്ചർ. അതായത് യുകാരിയോട്സ് ആണോ പ്രോകാരിയോട്സ് ആണോ എന്ന് നോക്കിയിട്ട്. പിന്നെ രണ്ടാമത്തത് their ബോഡി ഓർഗനൈസേഷൻ. രണ്ടാമത്തതാണ് ബോഡി ഓർഗനൈസേഷൻ. മൂന്നാമത്തത് ന്യൂട്രീഷൻ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ന്യൂട്രീഷൻ. നാലാമത്തത് റീപ്രൊഡക്ഷൻ പറയാം, എവല്യൂഷണറി റിലേഷൻഷിപ്പും പറയാം. സോ ബേസിക്കലി 2 ചോദിച്ചിട്ടുള്ളൂ, ഏതെങ്കിലും 2 എഴുതിയിരുന്നാൽ മതി. ഓക്കെ, ഡൺ. The sexual cycle of fungi involves many steps. ഫംഗൈയുടെ സെക്ഷൽ സൈക്കിളിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്. അതിനകത്തുള്ള ആ സ്റ്റെപ്സ് 3-4 സ്റ്റെപ്സ് ഉണ്ട്. വേരിയസ് സ്റ്റെപ്സിനെ അവർ പറയുന്നുള്ളൂ, ശരിക്കും 3 സ്റ്റെപ്സ് ഉള്ള. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 gametes. അവിടെ വരുന്ന 2 gametesന്റെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് കാരിയോഗമി. രണ്ടാമത്തെ സ്റ്റെപ്പ് കാരിയോഗമി. കാരിയോഗമി എന്ന് പറഞ്ഞാൽ പിന്നെ ആര് ഫ്യൂസ് ചെയ്യും? അവിടെ കിടക്കുന്ന 2 ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്യും. സോ കാരിയോഗമി മീൻസ് ഇറ്റ് ഈസ് ദി ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ. 2 ന്യൂക്ലിയർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് കാരിയോഗമി. ലാസ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് 1, ഇത് 2. മൂന്നാമത്തെ സ്റ്റെപ്പ് മിയോസിസ് ഓഫ് ദി സൈഗോട്ട് ടു ഫോം. മിയോസിസ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? ടു ഫോം 4 ഹാപ്ലോയിഡ് സ്പോർസ്. 4 ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മിയോസിസ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഡൈകാരിയോൺ? ഡൈകാരിയോൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡൈകാരിയോൺ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ? ആസ്കോമൈസീഡ്സിലും ബസീഡിയോമൈസീഡ്സിലും എന്ത് സംഭവിക്കും? അവർക്ക് പ്ലാസ്മോഗമി ഉടനെ നടക്കും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ക്യാരി ഔട്ട് കാരിയോഗമി. കാരിയോഗമി നടക്കാൻ കുറച്ച് സമയ താമസമുണ്ട്. ആ സമയത്ത് ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് കാണും. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ. സോ വാട്ട് ഇസ് ഡൈകാരിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സം ഫംഗൈ എന്ന് എഴുതുന്നതിന് വരെ നമുക്ക് കറക്റ്റ് അവരുടെ പേര് തന്നെ എഴുതാം. ആരൊക്കെയാ? ഇൻ ആസ്കോമൈസീഡ്സ് ആൻഡ് ബസീഡിയോമൈസീഡ്സ്. 2 പേര്, ആസ്കോമൈസീഡ്സും ബസീഡിയോമൈസീഡ്സും. ഇവർ 2 പേരിൽ എന്ത് നടക്കും? ഇറ്റ് ടേക്സ് സം ടൈം for the karyogamy to occur. Karyogamy to occur after plasmogamy. പ്ലാസ്മോഗമിക്ക് ശേഷം കാരിയോഗമി നടക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം എടുക്കുന്ന സമയത്ത് one cell will have 2 nuclei and one cell contains 2 ന്യൂക്ലിയൈ. 2 ന്യൂക്ലിയൈ കാണും. ആ കണ്ടീഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? N+N എന്നാണ് ആ കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ്
ഡൈകാരിയോൺ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ. കേട്ടോ? ക്ലിയർ ആണോ? യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ്. ഉത്തരം നമ്മളെ കൺമുന്നിലുണ്ട്. പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ആരാ? അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റെ നമ്മൾ 5 ആയിട്ട് തിരിക്കും. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമൗട്ട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇങ്ങനെ 5 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഈ പ്രോട്ടോസോവൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത് ആരാ? ഇവിടെ ഡൈ ആറ്റം വരില്ല, ഗോനുഅലാക്സ് വരില്ല, പാരമീസിയം. യെസ്, ഒരു സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ പേരാണ് പാരമീസിയം. സോ പാരമീസിയം ആണ് അവിടെ. നെക്സ്റ്റ് യൂഗ്ലിനോയിഡ്സ്. എക്സാമ്പിൾ ആ പേര് പോലെ യൂഗ്ലീന. ഇവിടെ ഉണ്ടടാ, അതാണ്ട് യൂഗ്ലീന. ഡൈനോഫ്ലജലേറ്റ്സ്, 2 ഫ്ലജലുള്ള ആള്, റെഡ് ഡൈനോഫ്ലജലേറ്റ് ആണ് നമ്മളുടെ ഗോനുഅലാക്സ്. ആളിവിടെ ഉണ്ടടാ, അതാണ്ട് ഗോനുഅലാക്സ്. ക്രൈസോഫൈറ്റ്സ്, 2 പേരാ ക്രൈസോഫൈറ്റ്സിൽ വരിക, ഡയാറ്റംസും ഡെസ്മിഡ്സും. ഇവിടെ ഡയാറ്റംസിന്റെ പേരുണ്ട്, ഡയാറ്റംസ്. ഓക്കെ, വെരി ഗുഡ് ബിലാലേ, ഗുഡ്. നെക്സ്റ്റ്, lichens are symbiotic association between algae and fungi. Yes, lichens algaeയും ഫംഗയും തമ്മിലുള്ള symbiotic association ആണ്. Mention one importance of lichens. So lichens ഒരു importance എന്ന് പറഞ്ഞാൽ എന്താ lichens importance? They are very good pollution indicators. അവര് വളരെ നല്ല പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഒരു സ്ഥലത്ത് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാൻ ഈ ലൈക്കൻസിന് പറ്റും. ഓക്കെ, യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അല്ലടാ, ഇവരെങ്ങനെ ആസിഡ്സും ബേസസിന്റെയും ഇൻഡിക്കേറ്റർ ആക്കുക? പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. എങ്ങനെയാ ഇവര് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയത്? ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. അവർ പൊല്യൂട്ടഡ് ഏരിയാസിൽ വളരില്ല. അങ്ങനെയാണ് ഇവരെ നമ്മൾ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ക്ലിയർ? നെക്സ്റ്റ്, ഇവിടെ ഒന്ന് ആലോചിച്ചേ. നമ്മൾ ഈ ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെയാ? ആൽഗയും ഉണ്ട്, അതുപോലെ തന്നെ ഫംഗയും ഉണ്ട്. ആൽഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരെന്ത്? ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരെന്ത്? ആൽഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്കോബയോണ്ട്. വെരി ഗുഡ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Deuteromycetes are commonly known as imperfect fungi. Comment. Explain എന്നാ അവർ ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടിറോമൈസീഡ്സിനെ എന്തുകൊണ്ടാണ് നമ്മൾ imperfect fungi എന്ന് വിളിക്കുന്നത്? Why? എന്തുകൊണ്ടാ പറയടാ. ഡ്യൂട്ടിറോമൈസീഡ്സിനെ എന്തുകൊണ്ട് നമ്മൾ imperfect fungi എന്ന് വിളിക്കുന്നത്? ഈ ഡ്യൂട്ടിറോമൈസീഡ്സിന്റെ ഏതൊക്കെ റീപ്രൊഡക്ഷനാണ് നമുക്ക് അറിയാവുന്നത്? അവരുടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ ഇവരെ ഏത് ഗ്രൂപ്പിലേക്ക് മാറ്റും? ഒന്നെങ്കിൽ ആസ്കോമൈസീഡ്സിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ബാസിഡിയോമൈസീഡ്സിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഒരു ഇംപെർഫെക്റ്റ് ഫംഗൈ ആണ് ഇവർ എന്ന് പറയുന്നത്. വെരി ഗുഡ്. ബിലാൽ പറഞ്ഞു ദർ ഇസ് നോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അത് തന്നെ കാര്യം. സോ വൈ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദി വെജിറ്റേറ്റീവ് ആൻഡ് asexual forms are known. Asexual forms are known. ഇവരുടെ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ അസെക്ഷുവൽ ഫോംസിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. whenever their sexual forms are discovered, they are moved to other groups. അവരുടെ സെക്ഷുവൽ ഫോംസിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ അപ്പോൾ തന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് മാറ്റും. സോ ബേസിക്കലി ഈ ഗ്രൂപ്പിലുള്ള ആർക്കും തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ക്ലിയർ? അതുകൊണ്ടാണ് they are known as imperfect fungi. ഓക്കെ, ക്ലിയർ ആണോ? Done. Next question. Read the following statements and select the correct statement. Correct statement മാത്രം തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. Methanogens are present in the gut of ruminant animals. Very good. Correct answer അല്ലേ അത്? Methanogens എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ they are found in the gut of ruminant animals. Ruminant animalsന്റെ ഗട്ടിൽ തന്നെ കാണുന്നത്. Correct. So A is correct. Next, mycoplasma has a distinct cell wall.
മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത ആളാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. സോ ഇത് തെറ്റാണ്. ഫസ്റ്റ് വൺ ശരിയാണ്, സെക്കൻഡ് വൺ തെറ്റാണ്. സോ വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നേക്കഡ് DNA മോളിക്യൂൾസ്. വൈറോയിഡ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള നേക്കഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾ ആണോ? നോ നോ, DNA മോളിക്യൂൾ അല്ല. അവർ എന്ത് മോളിക്യൂളാ? RNA മോളിക്യൂളാ. സോ ഇത് തെറ്റ്. വൈറോയിഡ്സ് RNA മോളിക്യൂൾസ് ആണ്. നെക്സ്റ്റ്, ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഇസ് കോൾഡ് ഫൈക്കോബയോണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ആൽഗൽ കമ്പോണന്റിന്റെ പേര് ഫൈക്കോബയോണ്ട് എന്ന് തന്നെയാണ്. ശരിയാണ്. സോ എയും ഡിയും ആണ് ശരി. ഓപ്ഷൻ ഏതാടാ വരിക? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലേ? അതെന്താ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇത് എ ആൻഡ് ഡി ആയിരുന്നു കേട്ടോ. അവർക്ക് ക്വസ്റ്റ്യൻ ഇട്ടപ്പോ തെറ്റിപ്പോയതാ. എ ആൻഡ് ഡി എന്നായിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എ ആൻഡ് ഡി എന്നായിരുന്നേ. മൂന്നാമത്തെ ഓപ്ഷൻ എ ആൻഡ് ഡി എന്നായിരുന്നേ. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അതാണ് നമ്മളെ കറക്റ്റ് ആൻസർ, എ ആൻഡ് ഡി എന്ന് വരുന്നത്. ഓക്കെ, എയും ഡിയും ആണേ. ഓക്കെടാ. നെക്സ്റ്റ്, നെയിം ദ ഫോളോയിങ്. നെയിം ദ ഫോളോയിങ്. The fungi which is extensively used in biochemical and genetic work. ഇത് കുറച്ച് പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക, ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആഡ് ചെയ്തതാ. ഏത് ഫംഗസിനെയാണ്? വേണമെങ്കിൽ ക്ലൂ തരാം. ആസ്കോമൈസീഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫംഗസിനെ നമ്മൾ ഭയങ്കരമായിട്ട് ന്യൂറോജെനറ്റിക് വർക്ക്സ്, ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്സിന് വേണ്ടി യൂസ് ചെയ്യും. പേര് N വെച്ച് തുടങ്ങുന്ന ഒരാളാണ്. ആര് പറയുന്നു നോക്കട്ടെ. ഇത് വെരി ഗുഡ് അന്ന, വെരി ഗുഡ്. എന്താടാ പേര്? ന്യൂറോസ്പോറ. വെരി ഗുഡ്. ന്യൂറോസ്പോറ എന്നാണ് അയാളുടെ പേര്. ന്യൂറോസ്പോറ. ഗുഡ്. നെക്സ്റ്റ്, ദ ഓർഗാനിസം ദാറ്റ് കോസ് റെഡ് ടൈഡ്. റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന്റെ പേര് എന്താ? നമുക്ക് അറിയാവുന്ന പേരല്ലേ, റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്. അയാളുടെ പേരാണ് ഗോനുവാലാക്സ് അല്ലേ? ഗോനുവാലാക്സ് ആണത്. ഗുഡ്. നെക്സ്റ്റ്, ബാക്ടീരിയ ആർ ഗ്രൂപ്ഡ് അണ്ടർ ഡിഫറെന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയ പല പലതാക്കിയിട്ടുണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ബാക്ടീരിയ മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. സോ ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, രണ്ട് ബാക്ടീരിയ, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയും കോമ ഷേപ്ഡ് ബാക്ടീരിയ തന്നിട്ടുള്ള അവരുടെ ആ പേര് എഴുതണം. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ എ നമ്മൾ വിളിക്കുന്ന പേര് സ്പൈറില്ലം എന്നാ വിളിക്കുക. കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് ബി, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിബ്രിയം എന്നാ വിളിക്കുക. വിബ്രിയം. വേണമെങ്കിൽ അവരെ ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം. സ്പൈറില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം, ലേബൽ ആൻഡ് മെൻഷൻ വൺ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ലേബൽ പാർട്ട് എ. ഏതാണ് ലേബൽ പാർട്ട് എ എന്നും പറയണം, ലേബൽ പാർട്ടായ എയുടെ ഫംഗ്ഷനും പറയണം. എ ഇതാരെ തന്നിട്ടുള്ള എക്സാമ്പിൾ, ആരുടെ പടവാ തന്നിട്ടുള്ളതെന്ന് ആദ്യം പറ. വെരി ഗുഡ്. നൊസ്റ്റോക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഒരു സയനോ ബാക്ടീരിയയുടെ പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ കിങ്ഡം മൊണീറയിലുള്ള സയനോ ബാക്ടീരിയ. കിങ്ഡം മൊണീറയെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും അല്ലെ. ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്, യു ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അതിൽ ഈ യു ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ആൾക്കാർ വരുന്നത്. ഈ സെയിം ആൾക്കാരുടെ 3 പേരാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഈ പടം തന്നിരിക്കുന്നത് നൊസ്റ്റോക്ക്. നൊസ്റ്റോക്കിന്റെ ഇടയിൽ ആ ഒരു സെല്ല് കാണില്ലേ, ആ സ്പെഷ്യലൈസ്ഡ് സെൽ, അതിന് വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. എന്താണ് ആ സെല്ലിന്റെ പേര്? ഹെറ്ററോസിസ്റ്റ് എന്നാണ് ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിന്റെ പേര്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് സ്പെഷ്യലൈസ്ഡ് സെൽ? എന്താണ് ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിന്റെ പ്രത്യേകത? They are used for nitrogen fixation. Very good. Nitrogen fixation ആണ് അവരുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എടാ എക്സാം ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഭയങ്കര സിമ്പിൾ ആയിരിക്കും. മാക്സിമം അവർക്ക് എത്ര എക്സ്ട്രീം വരെ പോകാമോ ആ എക്സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളെ മക്കൾ എന്താ നോക്കണ്ടേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പഠിച്ചിട്ട് പോകണം. കേട്ടോ കേട്ടോ, ഓൾറെഡി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടിരിക്കുക, അതിന്റെ മാർക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ, വാടാ അടുത്തത്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻകെഫലോപ്പതി BSE എന്ന് പറയുന്ന അസുഖം ആർക്ക് വരുന്നതാ? പശുവിന് വരുന്നതാ. ഈ ബൊവൈൻ സ്പോഞ്ചിഫോം എൻകെഫലോപ്പതി, ഇതിന്റെ ഒരു കോമൺ നെയിം പറയുമല്ലോ ഈ അസുഖത്തിന്.
മാഡ് കൗ ഡിസീസ്. വെരി ഗുഡ്, മാഡ് കൗ ഡിസീസ്. സോ ഈ മാഡ് കൗ ഡിസീസിന്റെ വേറൊരു മനുഷ്യനിൽ വരുന്ന ഒരു വേരിയന്റ് ആണ് CR ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ CJD എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏതോ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ഉണ്ടാക്കുന്നതാണ്. ഹൂ ഈസ് ദാറ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്? നെയിം ദാറ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഈ അസുഖം ഉണ്ടാക്കുന്നത് ആരാ? ബിലാലെ, കറക്റ്റ്. ആരാടാ അത്? പ്രയോൺസ്. പ്രയോൺസ് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പ്രയോൺസ്. അതിരാ കറക്റ്റ്. മാഡ് കൗ ഡിസീസ്. ഭ്രാന്തി പശു ഡിസീസ്. വെരി ഗുഡ്, ഭ്രാന്തി പശു ഡിസീസ്. അത് തന്നെ. എന്താടാ ഭ്രാന്തി പശു എന്ന് പറഞ്ഞേ? ഭ്രാന്തൻ പശു ആയിക്കോട്ടെ, ആയിക്കൂടെ? അത് മോശമായിപ്പെട്ടോ. ഭ്രാന്തി പശു എന്ന് പറഞ്ഞത് ഞാൻ അതിനെ ഭ്രാന്തൻ പശു എന്നേ പറയത്തുള്ളൂ. ഞങ്ങള് ഗേൾസിനെ ഡിഫെൻഡ് ചെയ്യണമല്ലോ. ഓക്കെ, ഭ്രാന്തൻ പശു ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. നെക്സ്റ്റ്, Ascomycetes and Basidiomycetes are two classes of fungi. Ascomycetes Basidiomycetes ഫംഗൈയുടെ 2 ക്ലാസ്സസ് ആണ്. നമുക്കറിയാം 4 ക്ലാസ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്ടിനോമൈസീഡ്സ്. അതില് how would you differentiate with them with their fruiting bodies? ഈ ആസ്കോമൈസീഡ്സിന്റെയും ബസിഡിയോമൈസീഡ്സിന്റെയും ഫ്രൂട്ടിംഗ് ബോഡി വെച്ച് അവരെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നാ പറയുന്നത്. ആദ്യം 2 പോയിന്റ് എഴുതിയിരുന്നാൽ മതി. എങ്ങനെ ഒരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ആസ്കോമൈസീഡ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയെ വിളിക്കുന്ന പേരെന്താ? നമ്മള് ആസ്കോമൈസീഡ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡി അതിനെ വിളിക്കുന്ന പേരാണ് ആസ്കോകാർപ്പ് എന്നാ വിളിക്കുക. ആസ്കോകാർപ്പ് എന്നാ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ബസിഡിയോമൈസീഡ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡി അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേരാണ് ബസിഡിയോകാർപ്പ്. ബസിഡിയോകാർപ്പ്. ആസ്കോമൈസീഡ്സ് ആലോചിച്ചാൽ മതി. ആലോചിച്ചാൽ മതി. ആസ്കോമൈസീഡ്സിനകത്ത് അവരുടെ ആസ്കോകാർപ്പിന്റെ ഉള്ളില് അകത്താണ് ആസ്കോമൈസീഡ്സിന്റെ അകത്ത് എന്നാലോചിക്കണം. ആസ്കോയുടെ ആയും അകത്തിന്റെ ആയും. ആസ്കോമൈസീഡ്സിന്റെ അകത്താണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതാണ് അടുത്ത പോയിന്റ്. ഹിയർ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. അകത്തെന്നുള്ളതിന് നമ്മൾ പറയുന്നത് എങ്ങനെ? എൻഡോജീനസ്ലി എന്നാ പറയുക. ഓക്കെ, എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടുത്തെ ബസിഡിയോമൈസീഡ്സിനാണ് നേരെ ഓപ്പോസിറ്റ്, പുറത്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേര് എക്സോജീനസ്ലി എന്ന് നമ്മൾ പറയാം. സോ ഇവിടെ ദ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിനെയും കുറിച്ചുള്ള ഇത്രയും പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, ആകെ 1 മാർക്കേ ഉള്ളൂ. 1 മാർക്ക് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതിടാ. സപ്പോസ് അവർക്ക് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. എടാ 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, 2 1 മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ക്ലിയർ ആണോ? ഡൺ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോട്ടെ. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാമോ? പ്ലാൻ കിങ്ഡം. പഞ്ചാര കുഞ്ചുകളെ ഷെയർ ചെയ്യൂ, പവറാക്കൂ. എവിടെടാ? എല്ലാരും വിളിച്ചിട്ട് വാ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാരും പഠിക്കട്ടെ. നമ്മൾ മാത്രം അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മളുടെ അത്ര മാർക്ക് ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഈ റിസൾട്ട് വരുന്ന ദിവസം ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ, ഭയങ്കര കഷ്ടമാണ്. ഞാൻ ശരിക്കും എൻ്റെ ഒരു 7 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 7 പേര് ഭയങ്കര ഫ്രണ്ട്സ്. ഞങ്ങളൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ 7 പേര്. 7 പെൺകുട്ടികളാണ്. അതില് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ, +2 റിസൾട്ട് വന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാവരും ഒരുമിച്ചാ. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ 2 പേർക്ക് A+ ഇല്ല. ഒരു സബ്ജക്റ്റിന് എന്തോ A+ ഇല്ല. അയ്യോ, അത് ഭയങ്കര സങ്കടമായിപ്പോയിരുന്നു. നമുക്ക് പോലും ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ. എനിക്ക് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള വേറൊരാൾക്ക് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ 7 പേരിൽ 2 പേര് ഫുൾ സ്കോർ ആയിരുന്നു. 1200 ഉണ്ടായിരുന്നു. സ്റ്റിൽ അത്ര ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൂടെയുള്ള നമ്മളെ സ്വന്തം ഒരാളാ, അയാൾക്ക് മാർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ബേസിക്കലി നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മളെ കൂടെയുള്ളവരോട് പഠിക്കണം. സോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇത് കേട്ടോ. ഓക്കെ, Bah. Coming to next chapter, plant kingdom. Okay. Nokada. First question. Hold fast
സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്ലാന്റ് ബോഡി ഓഫ്. ഈ ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും ഒക്കെ ഏത് ആളുടെ പ്ലാന്റ് ബോഡിയിൽ നമ്മൾ പഠിച്ചത്? യെസ്, ആൽഗയിലാണ് പഠിച്ചത്. ആൽഗയിൽ തന്നെ 3 ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ എന്ന് പറഞ്ഞു. ഇത് മൂന്നിലും ഏത് ആൾക്കാരില്ല? ബ്രൗൺ ആൽഗെ, അതായത് ഫിയോഫൈസിയയിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, യെസ്. സോ ഫിയോഫൈസിയയുടെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മണ്ണാണെങ്കിൽ ഈ മണ്ണിൽ ഇതാ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈ പോർഷൻ, ഇതിനെയാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് വിളിച്ചത്. ഇനി മേളിലോട്ടൊരു തണ്ട് പോലെ ഒരു പോർഷൻ കാണും, അതിനെയാണ് സ്റ്റൈപ്പ് എന്ന് വിളിച്ചത്. ഏറ്റവും മുകളിൽ ഇങ്ങനെ അവരെ ഫോട്ടോസിന്തറ്റിക് പാർട്ട്, ഇതിനെയാണ് ഫ്രോണ്ട് എന്ന് വിളിച്ചത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഫ്യൂഷൻ ഓഫ് 2 gametes which are dissimilar in size. സൈസിൽ മാത്രം വ്യത്യാസമുള്ള 2 gametes ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീപ്രൊഡക്ഷൻ, ആ ടൈപ്പ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് അനൈസോഗമി. ഇതാണ്ട് സി, അനൈസോഗമി. സോ ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് ആണ് ആൽഗയിൽ വരുന്നത്. ഒന്ന് ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ദാണ്ട ഐസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ സൈസും ഒരേ ഷേപ്പിലുമുള്ള ഗാമീറ്റ്സ്. അനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെയും ഷേപ്പ് ഒന്നാ, പക്ഷേ സൈസ് വേറെയാ. ഒരാൾ വലുതും ഒരാൾ ചെറുതുമായിരിക്കും. നേരെ മറിച്ച് ഊഗമി എന്ന് പറഞ്ഞാലോ എല്ലാം ഡിഫറെന്റാ, ഷേപ്പും വേറെയാ സൈസും വേറെയാ. ഒരാളൊരു വലിയ ഗാമേറ്റും ഒരാളൊരു ചെറിയ ഷേപ്പ് വേറെയുള്ള ഗാമേറ്റും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? മറന്നു പോകരുത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ബോഡി അങ്ങനെ കൃത്യമായിട്ട് റൂട്ട്, സ്റ്റെം, ലീഫ് എന്നൊന്നും കറക്റ്റായി പറയാൻ പറ്റത്തില്ല എന്നൊരു സാധനമാണ് അല്ലേ? 1200 കിട്ടണമെങ്കിൽ +1 എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് വേണ്ടേന്ന്? വേണമെടാ, +1 എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് വേണം, +2 എല്ലാ സബ്ജക്റ്റും ഫുൾ മാർക്ക് വേണം. എങ്കിൽ മാത്രമേ 1200 കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. എനിക്ക് എന്തോ ഭാഗ്യവശാൽ +1 ഫുൾ ഉണ്ടായിരുന്നു, +2 ഫുൾ ഉണ്ടായിരുന്നു. പഠിപ്പിയായിട്ടൊന്നും അല്ല കേട്ടോ, എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടൊക്കെ അങ്ങോട്ട് കിട്ടിപ്പോയതാ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ അതിൽ കുറച്ചും കൂടെ എളുപ്പ, പഠിച്ചാൽ മതി. സോ നോക്കിയേ, ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അത് ആർക്കൊക്കെയാ വരിക? ബ്രയോഫൈറ്റിനും വരും, അതുപോലെ തന്നെ ആൽഗയ്ക്കും വരും. ഗാമേറ്റ്സ് ആർ മോട്ടൈൽ. ഗാമേറ്റ്സ് ചില ആൾക്കാരിൽ മോട്ടൈൽ ആയിരിക്കും, ചില ആൾക്കാരിൽ മോട്ടൈൽ ആയിരിക്കത്തില്ല. ആൽഗയിൽ, ബ്രയോഫൈറ്റിൽ എല്ലാവരിലും മോട്ടൈലാണ്. റൈസോയിഡ്സ് ആർ ഹാപ്ലോയിഡ്. റൈസോയിഡ്സ് ഉള്ളത് ആർക്ക് മാത്രാ? ബ്രയോഫൈറ്റ്സിന് മാത്രമേ റൈസോയിഡ്സ് ഉള്ളൂ. ഇറ്റ് നീഡ്സ് വാട്ടർ ടു കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ. കിട്ടി, ഇറ്റ് ഈസ് ബ്രയോഫൈറ്റ്. ദാറ്റ് ഈസ് വൈ അവർക്ക് വെള്ളം ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് ദ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, bryophyte. Okay, done. Next, name the free living gametophyte found in pteridophyte. 1 mark question, സ്ഥിരം question. pteridophyte-ന്റെ gametophyte-ന് ഒരു പേര് വിളിക്കും. it is called prothallus. ഒരിക്കലും മറക്കരുത്, ഇത് ഭയങ്കര important question ആ. it is called prothallus. So the free living gametophyte in pteridophyte is called prothallus. Next, juvenile. ഇത് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആ. The juvenile stage of Moses is called. മോസസ്, നമ്മൾ ഈ ബ്രയോഫൈറ്റിനെ തന്നെ 2 ഗ്രൂപ്പ് ആക്കും. ഏതൊക്കെയാ? ലിവർവേർഡ്സും ഉണ്ട്, മോസസും ഉണ്ട്. അതില് മോസസിന്റെ തന്നെ ജുവനൈൽ ഫേസ്, തുടക്കത്തിലെ സ്റ്റേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യെസ് പ്രോട്ടോണിമ. വെരി ഗുഡ്, പ്രോട്ടോണിമ സ്റ്റേജ് എന്നാണ് അതിനെ വിളിക്കാം. ഇത് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. ദ താലോയിഡ് ഗാമെറ്റോഫൈറ്റ് ഓഫ് മോസസ് ഇസ് കോൾഡ്. മോസസിന്റെ ഗാമെറ്റോഫൈറ്റിനെ എന്താ വിളിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ഫുഡ് ഇൻ റോഡോഫൈസിയ. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ 3 ആൽഗൽ ക്ലാസ്സസും, ആൽഗ എന്ന് പറയുന്ന ഗ്രൂപ്പ് പഠിക്കുമ്പോൾ 3 ആൽഗൽ ക്ലാസ്സസ് ഉണ്ട്. ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ ആൻഡ് റോഡോഫൈസിയ. ഈ 3 പേരുടെയും കോമൺ നെയിം അറിഞ്ഞിരിക്കണം. 3 പേരുടെയും പിഗ്മെന്റ്, അവർ ഏത് പിഗ്മെന്റ് ആണ് അവരിൽ ഉള്ളത്, അതുകൊണ്ടാണ് ആ കളർ കിട്ടുന്നത്. സോ ആ പിഗ്മെന്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. 3 പേരുടെയും റിസർവ്ഡ് ഫുഡ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഫുഡ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ അവര് റോഡോഫൈസിയുടെ ചോദിച്ചിരിക്കുന്നത്. റോഡോഫൈസിയുടെ സ്റ്റോർഡ് ഫുഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, കട്ടായോ?
ഓക്കെ. ഹലോ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഓക്കെ. സോ റോഡോഫൈസിയയുടെ സ്റ്റോർഡ് ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. എന്താ വിളിക്കുക? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. സോ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ഥിരമുള്ളതാണ്. ക്ലോറോഫൈസിയെ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരും, ഫിയോഫൈസിയെ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരും, റോഡോഫൈസിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരും. ഈ 3 ഗ്രൂപ്പ് വരും. അതില് ക്ലോറോഫൈസിയയുടെ കോമൺ നെയിം ഇസ് കോൾഡ് ഗ്രീൻ ആൽഗെ. ഫിയോഫൈസിയയുടെ കോമൺ നെയിം ആണ് ബ്രൗൺ ആൽഗെ. റോഡോഫൈസിയയുടെ കോമൺ നെയിം ആണ് റെഡ് ആൽഗെ. മറന്നു പോകരുത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇനി കമ്മിങ് ടു ദെയർ പിഗ്മെന്റ്, ക്ലോറോഫൈസിയക്ക് റെഡ് പിഗ്മെന്റ് ഗ്രീൻ കളർ നൽകുന്നത് ജസ്റ്റ് ക്ലോറോഫിൽ മാത്രമോ. സോ ഇവരുടെ കയ്യില് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും മാത്രമേ ഉള്ളൂ. ഇനി ഫിയോഫൈസിയക്ക് ആ ബ്രൗൺ കളർ നൽകുന്നത് എന്താ? അവർക്കൊരു ബ്രൗൺ പിഗ്മെന്റ് ഉണ്ട്. ബേസിക്കലി ക്ലോറോഫിൽ ഉണ്ട്, ക്ലോറോഫിൽ എയും ഉണ്ട്, ക്ലോറോഫിൽ സിയും ഉണ്ട്. പക്ഷെ അതല്ല ബ്രൗൺ കളർ നൽകുന്നത്. ബ്രൗൺ കളർ നൽകുന്ന പിഗ്മെന്റിന്റെ പേരാണ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഇനി റോഡോഫൈസിയക്ക് റെഡ് കളർ നൽകുന്ന പിഗ്മെന്റിന്റെ പേരാണ് ആർ ഫൈക്കോ എറിത്രിൻ. ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഓക്കെ. സോ അവർക്ക് ബേസിക്കലി ഇതല്ലാതെ ക്ലോറോഫിൽ ഉണ്ട്. ഏതൊക്കെയാ? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ഡിയും. കമ്മിങ് ടു ദെയർ സ്റ്റോർഡ് ഫുഡ്. ഓക്കെ, സ്റ്റോർഡ് ഫുഡ് ഏതൊക്കെയാ വരിക? ക്ലോറോഫൈസിയ സാധാ ആൾക്കാരാണ്, സാധാ സ്റ്റാർച്ച് ആയിട്ടാണ് അവർ സ്റ്റോർ ചെയ്യുക. ഫിയോഫൈസിയോ അടിപൊളി സാധനം, ലാമിനാരിനും മാനിറ്റോളും ആയിട്ടാണ്. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഇനി ഇവരാണെങ്കിലോ സ്പെഷ്യൽ ടൈപ്പ് നമ്മളിപ്പോൾ പറഞ്ഞു, അതാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ജയന്റ് റെഡ്വുഡ് ബിലോങ്സ് ടു വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ്? ഈ ജയന്റ് റെഡ്വുഡ് എന്ന് പറയുന്ന ചെടി ഏത് പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്നതാ? ഏത് പ്ലാന്റ് ഗ്രൂപ്പിലാണെന്ന് അറിയോ? ജയന്റ് റെഡ്വുഡ്, വലിയ റെഡ്വുഡ് ട്രീ. സെക്വ, റെഡ്വുഡ് ഒക്കെ വരുന്നത് എവിടെയാ? യെസ്, വലിയ ആൾക്കാരെല്ലാം വരുന്നത് നമ്മുടെ ജിംനോസ്പേംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. സോ ജിംനോസ്പേംസിലാണ് ഈ വലിയ മാടന്മാരൊക്കെ കാണുന്നത്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിംനോസ്പേംസിലാണ് ഈ മാടന്മാരൊക്കെ കാണുക. ഓക്കെ, നെക്സ്റ്റ്, സ്പൈറോഗൈറ, വോൾവോക്സ്, യൂഡോറിന. 3 ആൽഗയുടെ പേരാ. 3 ഗ്രൂപ്പിൽ വരുന്ന ആൽഗ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3 ഗ്രൂപ്പ് അല്ല, എന്നാലും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. സ്പൈറോഗൈറ, വോൾവോക്സ്, യൂഡോറിന. These 3 belongs to 3 types of gamete fusion in sexual reproduction. Yes, ഈ 3 പേരും 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നവരാണ്. 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ we have to name what are the 3 types of gamete fusion. ഇതില് ആ 3 ടൈപ്പ് gamete fusions ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയണം. ഏതൊക്കെയാ 3 ടൈപ്പ് gamete fusion? ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഗാമേറ്റ് ഫ്യൂഷനെയാണ് നമ്മൾ ഐസോഗമി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഐസോഗമി, സെയിം ഷേപ്പ് ആൻഡ് സെയിം സൈസിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. രണ്ടാമത്തതിനെ വിളിക്കുന്ന പേരാണ് അനൈസോഗമി എന്ന് പറയുന്നത്. അനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റ്സിന്റെ ഷേപ്പ് സെയിമാ, സൈസ് ഡിഫറെന്റ് ആണ്. ഇനി മൂന്നാമത്തതിന്റെ പേരാണ് എന്ത്? ഊഗമി. ഊഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസും ഡിഫറെന്റ് ആണ്, ഷേപ്പും ഡിഫറെന്റ് ആണ്. ഓക്കെ, വാട്ട് ആർ ദ 3 ടൈപ്സ് എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ, അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ, അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഗാമേറ്റിക് ഫ്യൂഷൻ. അതായത് ഈ എക്സാമ്പിൾസ് ഇത് എവിടെയാണ് വരിക എന്നുള്ളത് അറേഞ്ച് ചെയ്യാൻ അവർ പറയുന്നത്. സ്പൈറോഗൈറ എവിടെയാണ് വരിക? സ്പൈറോഗൈറ സാധാ ആളാണ്, ഐസോഗമിയിലാണ് സ്പൈറോഗൈറ വരിക. സോ സ്പൈറോഗൈറ എന്ന് പറഞ്ഞാൽ ഐസോഗമിയിലാണ് വരിക. വോൾവോക്സോ? വോൾവോക്സ് കുറച്ച് മികച്ച ഒരാളാണ്, കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് വോൾവോക്സ്. സോ വോൾവോക്സ് കാണിക്കുക ഊഗമിയാണ്. വോൾവോക്സ് ഊഗമി. അനൈസോഗമി കാണിക്കുന്ന ആള് യൂഡോറിന. യൂഡോറിന. ഓക്കെ, ക്ലിയർ? മിസ് ഡോക്ടർ ആണോ? എന്നാണല്ലോടാ, ഡോക്ടറാണ്. അല്ലെന്ന് അറിയത്തില്ലായിരുന്നു അത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. Agar is a medium used for microbiological growth and also used for preparation of ice creams and jellies. Agar എന്ന പറയുന്ന മെറ്റീരിയൽ നമ്മൾ മൈക്രോബ്സിനെ, ബാക്ടീരിയ, ഫംഗസിനെ ഒക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഐസ്ക്രീമും ജെല്ലീസിനും വേണ്ടി യൂസ് ചെയ്യും. റൈറ്റ് 2 algae that produce agar. agar ഏത് ആൽഗയിൽ നിന്നാണ് കിട്ടുക? ഏതൊക്കെയാ? ജി വെച്ചുള്ള 2 ആൽഗെ. ഒരാളുടെ പേര് ഗ്രാസിലേറിയ, രണ്ടാമത്തെ ആളുടെ പേര് ജെലീഡിയം. സോ ഗ്രാസിലേറിയയും ജെലീഡിയത്തിൽ നിന്നാണ് നമുക്ക് അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ കിട്ടുന്നത്. സെക്കൻഡ് വൺ, നെയിം ദ ആൽഗൽ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ ബിലോങ്. ഗ്രാസിലേറിയയും ജെലീഡിയവും ഏത് ആൽഗൽ ഗ്രൂപ്പിലാണ് വരിക? ക്ലോറോഫൈസിയൽ ആണോ, ഫിയോഫൈസിയൽ ആണോ, റോഡോഫൈസിയൽ ആണോ? ജി വെച്ചുള്ള 2 പേരും ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പിലാകാണ് റോഡോഫൈസിയ. വെരി ഗുഡ്, യു ഗോട്ട് റോഡോഫൈസിയ. ഓക്കെ, സോ ബേസിക്കലി റെഡ് ആൽഗെ ആണോ എന്നിങ്ങനെ കുറച്ച് പേര് റെഡ് ആൽഗെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെയാ. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും വേണ്ടടാ, റെഡ് ആൽഗെ തന്നെയാണ് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ ടിപ്പിക്കലി ഫസ്റ്റ് പാർട്ട് ഇസ് വെരി ഈസി ആൻഡ് സെക്കൻഡ് പാർട്ട് ഇസ് എ ബിറ്റ് ടഫ്. കാരണം നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, algae are used as food supplements by space travelers. Space travelers food supplement ആയിട്ട് യൂസ് ചെയ്ത സാധനമാണ് algae. For what purpose they are used as food supplement? എന്ത് പർപ്പസിലാണ് അവരെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്തത്? ഈ algae ഒക്കെ എന്ത് കണ്ടന്റ് ആ റിച്ച് ആയിട്ടുള്ള? പ്രോട്ടീൻ. So these algae are rich in പ്രോട്ടീൻ. സോ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്തത്. ഗിവ് എക്സാമ്പിൾ ഓഫ് സച്ച് ആൻ ആൽഗെ. ഇങ്ങനെ നമ്മൾ സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്ന ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ക്ലോറെല്ല എന്ന് പറയാം, അല്ലെങ്കിൽ സ്പൈറുലിന എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. വൈ ആർ ദേ കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? 2 ക്വസ്റ്റ്യൻ കൂടെ ക്ലബ് ചെയ്ത് ചോദിച്ചിരിക്കുക. ആദ്യം നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാന്ന് പറയാം. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ബ്രയോഫൈറ്റ്സിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ വിളിച്ച പേരാണ് ആന്തറിഡിയം. എന്താ വിളിച്ചേ? ആന്തറിഡിയം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ വിളിച്ച പേരാണ് ആർക്കിഗോണിയം. ഇനി ഒരു ക്വസ്റ്റ്യൻ മാറ്റി, മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരെന്താ, ഫീമെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്തറോസോയിഡ്സ്. സോ മെയിൽ ഗാമേറ്റിന്റെ പേര് ആന്തറോസോയിഡ്. അവർ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത്. ഫീമെയിൽ ഗാമേറ്റിന്റെ പേര് എഗ്. ഒരു ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാലോ, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ്, why are they called amphibians of plant kingdom? Why they are called the amphibians of plant kingdom? എന്തുകൊണ്ടാണ് ഇവർ amphibians of plant kingdom എന്ന് വിളിക്കുന്നത്? കുറച്ചു നേരം കരയിലും കുറച്ചു നേരം വെള്ളത്തിൽ പോയി താമസിക്കുമോ? ഇല്ല. they live in soil. അവർ താമസിക്കുന്നത് സോയിലിൽ തന്നെ, but they need water for their sexual reproduction. sexual reproduction വേണ്ടി വെള്ളം വേണം. സോ കരയിൽ താമസിക്കുകയും വേണം, വെള്ളം sexual reproduction വേണ്ടി വേണ്ടവും താനും. സോ കരയും വേണം, വെള്ളവും വേണം. that is why they are known as amphibians of plant kingdom. So why amphibians of plant kingdom എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they live in soil. അവർ താമസിക്കുന്നത് സോയിലാണ്, but they need water for their sexual reproduction. അവരുടെ sexual reproduction വേണ്ടിയിട്ട് അവർക്ക് വെള്ളം വേണം. that is why they are known as amphibians of plant kingdom. okay, sure question ആ. ഒരു നാണോ മാനോ ഇല്ലാതെ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ സം ഹെട്രോസ്പോറസ് ഫേൺസ്, അതായത് ടെറിഡോഫൈറ്റ്സിൽ ചില ഹെട്രോസ്പോറസ് ആൾക്കാരുണ്ട്. വി ക്യാൻ സീ ആൻ ഇവന്റ് ദാറ്റ് ഇസ് എ പ്രീകേഴ്സർ ടു ദ ഫോർമേഷൻ ഓഫ് സീഡ്. സീഡ് ഹാബിറ്റിന് പ്രീകേഴ്സർ ആയിട്ടുള്ള ഒരു ഇവന്റ് നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഇസ് ദാറ്റ് ഇവന്റ്? എന്താണ് ഇവന്റ്? ദാറ്റ് ഇവന്റ് ഇസ് കോൾഡ് ഹെറ്ററോസ്പോറി. അത് ഇവിടെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഇവന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ heterospory. So heterospory is a precursor to seed habit. Give examples to those ferns. അങ്ങനെ heterospory കാണിക്കുന്ന 2 ferns ഉണ്ട്. ആരാണ് heterospory കാണിക്കുന്ന 2 ferns? എസ് വെച്ചിട്ടുള്ള 2 പേര്, സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. വെരി ഗുഡ്. 2 പേര് ആരൊക്കെയാ? സെലാജിനെല്ല ആൻഡ്
salvinia. Okay, done. Next, in which plant group do we see mycorrhiza and coraloid roots? What is mycorrhiza and what is the role of coraloid roots? So mycorrhiza ആരിലാ കാണുക, coraloid roots ആരിലാ കാണുക എന്നാ ക്വസ്റ്റ്യൻ. mycorrhiza ആരിലാ കാണുക? ഓ അങ്ങനല്ല ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പ്ലാൻ ഗ്രൂപ്പ് എന്നുള്ളടാ. ഏത് പ്ലാൻ ഗ്രൂപ്പിലാ ഇത് കാണുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഏത് പ്ലാൻ ഗ്രൂപ്പിലാ കാണുക? നമ്മളുടെ ജിംനോസ്പേംസ് എന്ന് പറയുന്ന ആൾക്കാരിൽ പ്ലാൻ ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ഗ്രൂപ്പ് ഏതാ? ജിംനോസ്പേംസ് എന്ന് പറയുന്ന പ്ലാൻ ഗ്രൂപ്പിലാണ് നമ്മളിത് കാണുന്നത്. ഓക്കെ, ഞാൻ ഓരോന്നും എക്സാമ്പിൾസ് ആണെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതിന്റെ തെറ്റാ. നെക്സ്റ്റ്, വാട്ട് ഇസ് മൈക്കോറൈസ? എന്താടാ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്കോറൈസ മീൻസ് ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് മൈക്കോറൈസ? ദിസ് എ സിംബയോട്ടിക് അസോസിയേഷൻ മീൻസ് ഫംഗസ് ആൻഡ് the root of higher plants and the roots of higher plants. Higher plants in the root ഫംഗസുമായിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. Then what is this coraloid roots? It is the symbiotic association between roots of higher plants and nitrogen fixing cyanobacteria. Nitrogen fixing cyanobacteria ആയിട്ടുള്ള അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോറലോയിഡ് റൂട്ട്സ് എന്ന് വിളിക്കുക. അവർ ചോദിച്ചിരിക്കുന്നത് അതല്ല, വാട്ട് ഇസ് ദ റോൾ ഓഫ് കോറലോയിഡ് റൂട്ട്സ്? കോറലോയിഡ് റൂട്ടിന്റെ റോൾ എന്താണ്? കോറലോയിഡ് റൂട്ട് കൊണ്ട് ആ പ്ലാന്റിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഉണ്ട്. എന്ത് നടക്കും? നൈട്രജൻ ഫിക്സേഷൻ നടക്കും. അത് മറക്കരുത്. സോ റൂൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. സോ നൈട്രജൻ ഫിക്സേഷൻ ആണ് കോറലോയിഡ് റൂട്ട്സിന്റെ ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, algin and carrageen നിങ്ങൾ കേട്ടില്ലേ? carrageen and algin are hydrocolloids obtained from. ആൽജിനും കെരാജിനും രണ്ട് ഹൈഡ്രോകൊളോയിഡ്സ് ആണ്. അതായത് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ. അവരെ എവിടെ നിന്നാ നമുക്ക് കിട്ടുക? കെരാജിനെ ഒരു ആൽഗയിൽ നിന്നാ കിട്ടുക, ആൽജിനെ ഒരു ആൽഗയിൽ നിന്നിട്ട. കെരാജിനെ ഏത് ആൽഗയിൽ നിന്നാ കിട്ടുക? റെഡ് ആൽഗയിൽ നിന്നാണ് കെരാജിനെ കിട്ടുക. ആൽജിനെ ഏത് ആൽഗയിൽ നിന്നാ കിട്ടുക? ബ്രൗൺ ആൽഗയിൽ നിന്നാണ് ആൽജിനെ കിട്ടുക. മറന്നു പോകരുത്. ഓക്കെ, ഡൺ. റൈറ്റ് എനി ഫോർ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. സാധാ ഇമ്പോർട്ടൻസ് അല്ല, എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് അവരുടെ സ്പെഷ്യൽ യൂസസ് ഇല്ലേ, അതാ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, സം ആൽഗെ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്. ചില ആൽഗെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെ ആൽഗയാണ് നമ്മൾ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ആൽഗെയാ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാം? ഒന്ന്, പോർഫൈറ എന്ന് പറയുന്ന ആൽഗെ. രണ്ടാമത്തത് സർഗാസം എന്ന് പറയുന്ന ആൽഗെ. മൂന്നാമത്തത് ലാമിനാരിയ എന്ന് പറയുന്ന ആൽഗെ. ഇവരൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗെ. ഇനി ചില ആൽഗേനെ നമ്മൾ എന്തിന്? ഹൈഡ്രോകൊളോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഹൈഡ്രോകൊളോയിഡ്സിനെ ചില ആൽഗയിൽ നിന്ന് നമുക്ക് കിട്ടും. രണ്ട് ഹൈഡ്രോകൊളോയിഡ്സിനെ കിട്ടും നമുക്ക്. ആൽജിൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകൊളോയിഡിനെയും കിട്ടും, കെരാജീൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകൊളോയിഡിനെ കിട്ടും. ആൽജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡിനെ നമുക്ക് കിട്ടുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നും കെരാജീനെ കിട്ടുന്നത് നമുക്ക് റെഡ് ആൽഗയിൽ നിന്നാണ്. ഓക്കെ, മൂന്നാമത്തെ യൂസ്. ഈ ആൽഗയിൽ നിന്ന് നമുക്ക് അഗർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ കിട്ടും. രണ്ട് ആൽഗയിൽ നിന്നാ കിട്ടുക. ഒരു ആൽഗയുടെ പേര് ഗ്രാസിലേറിയ, രണ്ടാമത്തെ ആൽഗയുടെ പേര് ജലീഡിയം. സോ ഈ ഗ്രാസിലേറിയം ജലീഡിയത്തിൽ നിന്ന് കിട്ടുന്ന അഗർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീമും ജെല്ലീസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ അഗറിനെ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു യൂസ്. ചില ആൽഗനെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യും. ഫുഡ് ഫോർ സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യും. സോ സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ആൽഗയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറെല്ല, സ്പൈറുലിന എന്ന് പറയുന്ന ആൽഗയൊക്കെയാ. വൈ? എന്തുകൊണ്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ വെരി റിച്ച് ഇൻ പ്രോട്ടീൻസ്. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്. The given figure shows a plant belonging to liverworts. Explain the plant. Sorry, identify the plant. ഈ പടത്തിൽ തന്നിട്ടുള്ളത് ഏത് പ്ലാന്റാ? ആരുടെ പടമായി തന്നിട്ടുള്ളത്? വെരി ഗുഡ്, മാർക്കാൻഷ്യ. ലിവർവേർട്സിൽ
മാർക്കാൻഷ്യ എന്ന് പറയുന്ന ആളെയാണ് തന്നിട്ടുള്ളത്. നെയിം ദ അസെക്ഷൽ ബഡ് സീൻ ഹിയർ. ഇവിടെ കാണുന്ന അസെക്ഷൽ ബഡിന്റെ പേരെന്താണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താ ആ അസെക്ഷൽ ബഡ് ദാറ്റ് ജെമ്മെ കപ്പിനകത്ത് ഉണ്ടാവുന്ന അസെക്ഷൽ ബഡിന്റെ പേരാണ് ജെമ്മെ. സോ അസെക്ഷൽ ബഡിന്റെ പേരാണ് ജെമ്മെ. ക്ലിയർ? ഓക്കെ. The predominant stage in the life cycle of a moss is gametophyte. ശരിയാ, മോസ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെ മെയിൻ ഫേസ് എന്ന് പറഞ്ഞാൽ അത് gametophyte ആ. കറക്റ്റാ. It consists of 2 stages. What are they? Yes. നമ്മൾ ബ്രയോഫൈറ്റിനെ എടുക്കുമ്പോൾ ബ്രയോഫൈറ്റിലെ 2 ഗ്രൂപ്പ് വരും. ലിവർവേർഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും മോസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും. അതില് ലിവർവേർഡ്സിനെ നോക്കണ്ട. മോസസ് എന്ന് പറയുന്ന ആളുടെ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് എടുക്കുമ്പോൾ അവർക്ക് 2 സ്റ്റേജ് വരും. ആ ഗാമറ്റോഫൈറ്റ് സ്റ്റേജിൽ തന്നെ 2 സ്റ്റേജസ് വരും. ഏതൊക്കെയാണ്? മോസസിന്റെ ഗാമറ്റോഫൈറ്റിന്റെ 2 സ്റ്റേജ്. ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയ ഒരു ഫിലമെന്റസ് സ്റ്റേജ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. രണ്ടാമത്തെ സ്റ്റേജിന് കുറെ ലീഫ് വരുന്ന സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിന്റെ പേരാണ് ലീഫി സ്റ്റേജ്. സോ 2 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോട്ടോണിമയും ലീഫി സ്റ്റേജും. ഓക്കെ, വെരി ഗുഡ്. ഡാർക്ക് സൈഡ് കറക്റ്റഡാ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പ്ലാന്റ് ഗ്രൂപ്പ് ഫ്രം ദ ഗിവൺ പിക്ചേഴ്സ്. റൈറ്റ് 3 salient features of any one of the group. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് എഴുതിയാൽ പക്ഷെ 3ഉം ഏത് ഗ്രൂപ്പ് ആണ് എന്ന് തിരിച്ചറിയണം. പ്ലാന്റ് ഗ്രൂപ്പ്, അതായത് ബ്രയോഫൈറ്റ് ആണോ, ടെർഡോഫൈറ്റ് ആണോ, ആൽഗെ ആണോ, ജിംനോസ്പേം ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് തന്നിരിക്കുന്നത് ആരെയാ? സെലാജിനെല്ലയുടെ പടമാണ് തന്നിട്ടുള്ളത്. സെലാജിനെല്ല ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? ടെറിഡോഫൈറ്റ്. സോ വെരി ഗുഡ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റിനെയാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആ കൊളോണിയൽ ആൽഗിയാ തന്നിരിക്കുന്നത് അല്ലെ, വോൾവോക്സിന്റെ പടമാണ് തന്നിരിക്കുന്നത്. സോ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗെ. മൂന്നാമത്തെ നമ്മൾ മാർക്കാൻഷ്യ തന്നിരിക്കുന്നത്. മാർക്കാൻഷ്യ ലിവർവേർഡ്സിൽ വരുന്നതാ. അത് ഏത് ഗ്രൂപ്പാ? പ്ലാന്റ് ഗ്രൂപ്പ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പാ. സോ 3 ഗ്രൂപ്പിന്റെയും പേര് നമുക്കറിയാം. 3 ഗ്രൂപ്പും കിട്ടി. ഇനി ആരെങ്കിലും റൈറ്റ് 3 salient features എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 ഫീച്ചേഴ്സ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അവരെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാന്ന് നോക്കിയാൽ മതിയടാ. ടെറിഡോഫൈറ്റ് എന്ന് പറയുമ്പോൾ അവര് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ അല്ലെ. അവർക്കാണ് ആദ്യമായിട്ട് എന്ത് വന്നത്? വാസ്കുലർ ടിഷ്യൂസ്. ദേ ആർ ദ ഫസ്റ്റ് terrestrial plants to have vascular tissue വന്ന ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ആര്? നമ്മളുടെ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞവർ. ഓക്കെ അല്ലെ, ടെറിഡോഫൈറ്റ്സിലാണ് ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂസ് വന്നത്. ഇനി ഇവർക്ക് കൃത്യമായ സ്റ്റെമ്മും റൂട്ടും ലീഫും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ദേ ഹാവ് ട്രൂ റൂട്ട് ഉണ്ട്, ട്രൂ സ്റ്റെം ഉണ്ട്, അതുപോലെ അവർക്ക് ട്രൂ ലീഫ് ഉണ്ട്. എല്ലാ പാർട്ടും നല്ല കൃത്യമായിട്ടുണ്ട് ഇവർക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? അല്ലെങ്കിൽ ഇവരുടെ ഗാമറ്റോഫൈറ്റിനെ നമ്മളൊരു പേര് വിളിക്കും. ഇവരുടെ ഗാമറ്റോഫൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോതാലസ് അല്ലെ. ഇവരെ ഗാമറ്റോഫൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. ഏതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതിയടാ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആൽഗെ. ആൽഗെ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവരുടെ ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ താലോയിഡ് അല്ലെ. താലോയിഡ് ബോഡി ഉള്ളവരാ. അതായത് റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നും ഇല്ല അവർക്ക്. ഉണ്ടോ? ഇല്ല. ഇനി ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി എങ്ങനെയാ? ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്. സോ ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഇവർക്ക് റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ ഉണ്ടോ? നോ റൂട്ട്, നോ സ്റ്റെം, നോ ലീഫ്, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവരിൽ ചില ആൾക്കാർക്ക് എന്തുണ്ട്? ഫ്രോണ്ടും സ്റ്റൈപ്പും മറ്റേ പേരെന്തായിരുന്നടാ, ഹോൾഡ് ഫാസ്റ്റും ഉണ്ട്. അതെഴുതാം. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും കാണുന്ന വേറൊരു ഫീച്ചേഴ്സ് എന്താ? സാലിയൻ ഫീച്ചർ എന്നാ. ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗയുടെ പേര് എഴുതാം. അങ്ങനെ ഏതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സോ അത് വേണമെങ്കിൽ എഴുതാം ഞാൻ. ഇവരിൽ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുള്ള ആള് ക്ലോറല്ല എന്ന് എഴുതാം. ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതണം. ക്ലിയർ ആണോ? ഡൺ. കമ്മിങ് ടു ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റിന്റെ ഒരു മെയിൻ ഫീച്ചർ ആയിട്ട് നമുക്ക് എഴുതാം. ദേ ആർ നോൺ ആസ് ദി ആംഫീബിയൻസ് ഓഫ്
പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിന്റെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് ഇവരാണ്. ഇനി ഇവർക്ക് 2 ഗ്രൂപ്പ്സ് ഉണ്ട് ഇല്ലേ? 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ലിവർവേർഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും രണ്ടാമത്തത് മോസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും. ഇനി ഇവരുടെ മെയിൻ ബോഡി ഏതാ? മെയിൻ ബോഡി ഗാമറ്റോഫൈറ്റ് തന്നെ. സോ ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്. ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി. ആകെ ടെറഡോഫൈറ്റിന്, ഈ 3 ഗ്രൂപ്പിൽ ടെറഡോഫൈറ്റിന് മാത്രമേ ഉള്ളൂ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആയിട്ടുള്ളത്. ആൽഗയ്ക്കും ബ്രയോഫൈറ്റിനും മെയിൻ പ്ലാൻ ബോഡി എങ്ങനെയാ? ഗാമറ്റോഫൈറ്റ് തന്നെയാണ്. ഓക്കെ, വേണമെങ്കിൽ ഇവർക്ക് എഴുതാം. ഇവരുടെ സ്പോറോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് എഴുതാം. സോ ബേസിക്കലി നിങ്ങൾ ഏതെങ്കിലും 3 പോയിന്റ് എഴുതണം. അവരുടെ തയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ 3 ഗ്രൂപ്പിന്റെ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എളുപ്പമുള്ള ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ. അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇവിടെ എവിടെ നിന്നാ കിട്ടുക? ഗ്രാസിലേറിയം ജലീഡിയത്തിൽ നിന്നും. ഇവിടെ അവർ ഗ്രാസിലേറിയ തന്നിട്ടില്ല, ജലീഡിയം തന്നിട്ടുണ്ട്. ജെമ്മ കപ്പ്, ജെമ്മെ കപ്പ് എവിടെയാ കാണുക? ബ്രയോഫൈറ്റില്, ലിവർവേർഡ്സില്, മാർക്കാൻഷ്യ ഇവിടെ ലിവർവേർഡ്സും തന്നിട്ടുണ്ട്. ഫ്യൂക്കോസാന്തിൻ പിഗ്മെന്റ്, ആർക്ക് പിഗ്മെന്റ് കളർ നൽകുന്ന? ബ്രൗൺ ആൽഗെ, ഫിയോഫൈസിയെ തന്നിട്ടുണ്ട്. ബ്രൗൺ ആൽഗയുടെ പിഗ്മെന്റാ. സ്പാഗ്നം, പീറ്റ് മോസ് എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റിന്റെ മോസസിന്റെ എക്സാമ്പിൾ ആണ് സ്പാഗ്നം. ഫൈക്കോ എറിത്രിൻ, ആർക്ക് പിഗ്മെന്റ്? റെഡ് ആൽഗയ്ക്ക് പിഗ്മെന്റ് നൽകുന്നത് റോഡോഫൈസിയെ. മൈക്കോറൈസ ആരിൽ കാണുന്ന? ജിംനോസ്പേമില്, പൈനസിൽ കാണുന്നതാണ് മൈക്കോറൈസ. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ പ്ലാന്റ്. പ്ലാന്റിന്റെ പേരെന്താ? ഇയാളുടെ പേരാണ് ഫ്യൂണേറിയ. വെരി ഗുഡ്. ഫ്യൂണേറിയയുടെ പടമാണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ ലേബൽ പാർട്സ് എ, ബി ആൻഡ് സി. എ എന്ന് പറയുന്ന പാർട്ട് ഏതാ? എ അകത്താണ് സ്പോർ ഉണ്ടാവുന്നത്. സോ എ ഇസ് ക്യാപ്സ്യൂൾ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ട്, അതാണ് ബി. ബിയുടെ പേരാണ് സീറ്റ. സി, സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടടാ, ഈ താഴത്തെ ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതിനെയാണ് സി എന്ന് പറഞ്ഞത്. സോ സി എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രക്ചർ ആയിരുന്നു? സി. സി ആണ് റൈസോയിഡ്സ്. റൈസോയിഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എ ആൻഡ് ബി ബിലോങ്സ് ടു വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്? എയും ബിയും, ക്യാപ്സ്യൂളും സീറ്റയും ഏത് പ്ലാന്റിന്റെ ഏത് പാർട്ടാണ്? യെസ്, സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പാർട്ടിന്റെ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ് കിങ്ഡം കഴിഞ്ഞു. പ്ലാന്റ് കിങ്ഡത്തില് മുക്കിന് മൂലയ്ക്കുള്ള ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ ആണോ? പ്ലാന്റ് കിങ്ഡവും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഡൺ. ഓക്കെ, ഒട്ടും സമയം കളയുന്നില്ല. കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സിമ്പിൾ ചാപ്റ്ററാ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അല്ലയോ? ആണല്ലോ? ആണ്. കമ്മിങ് ടു ദ ചാപ്റ്റർ, the arrangement of ovules in the ovary is called. ovules ഓവറിക്കകത്ത്, ഇത് ഓവറി ആണെങ്കിൽ ഓവറിക്കകത്ത് ഒവ്യൂൾസിനെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യത്തില്ലേ നമ്മള്? അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് കോൾഡ് പ്ലാസന്റേഷൻ. വെരി ഗുഡ്, പ്ലാസന്റേഷൻ. ഇതിങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഡിഫൈൻ പ്ലാസന്റേഷൻ ഒന്നും ചോദിക്കാം. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 terms ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ചെയ്യണം. ഷൂട്ട് പ്ലൂമ്യൂൾ ആണെങ്കിൽ റൂട്ട്, അതായത് ഷൂട്ട് വളരുന്നത് പ്ലൂമ്യൂളിൽ നിന്നാ. സോ റൂട്ട് വളരുന്നത് റാഡിക്കിൽ നിന്നാ. റൂട്ട് ഇസ് റിലേറ്റഡ് ടു റാഡിക്കിൾ. നെക്സ്റ്റ്, ഔട്ടർ ഇന്റഗ്മെന്റിനെ ടെസ്റ്റ് എന്ന് വിളിക്കും. ആരുടെ ഔട്ടർ ഇന്റഗ്മെന്റാ? നമ്മളുടെ ഡൈക്കോട്ട് സീഡ് എടുത്തു കഴിഞ്ഞാൽ ഡൈക്കോട്ട് സീഡിന്റെ ഔട്ടർ ഇന്റഗ്മെന്റ്, സീഡ് കോട്ടിന്റെ ഔട്ടർ ഇന്റഗ്മെന്റിനെയാണ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ഇന്നർ ഇന്റഗ്മെന്റ് അതിനെയാണ് ടെഗ്മെൻ എന്നാ വിളിക്കുക. ടെഗ്മെൻ എന്നാ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഇസ് കോൾഡ്. ഇവര് ഇത് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഡിഫൈൻ ഈ ടേം എന്നായി ചോദിക്കുക. ഇപ്പൊ അവർ തന്നിട്ടുണ്ട്, എന്താന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇൻഫ്ലോറസൻസ് എന്നാ വിളിക്കുക അല്ലെ? ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ്, അതിന് വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ് എന്നാ വിളിക്കുക അല്ലെ? ഇൻഫ്ലോറസൻസ്. യെസ്, ഡിഫൈൻ ഇൻഫ്ലോറസൻസ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേ. നെക്സ്റ്റ്, ഇഫ് എ ഫ്രൂട്ട് ഇസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി ഇറ്റ് ഇസ് കോൾഡ്. ഒരു ഫ്രൂട്ട് ഓവറിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായി, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഫോർമേഷൻ, ഇറ്റ് ഇസ് കോൾഡ്
പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താ വിളിക്കുക? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാ വിളിക്കുക. ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലൂമ്യൂൾ ഇസ് റിലേറ്റഡ് ടു കൊളിയോപ്റ്റൈൽ. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് കൊളിയോപ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ പ്ലൂമ്യൂളിന്റെ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളിയോപ്റ്റൈൽ. അങ്ങനെയാണെങ്കിൽ റാഡിക്കലിന്റെ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളിയോ റൈസ. അടുത്തത് ഒവ്യൂളിന്റെ കവറിങ് ഒവ്യൂൾ എന്തായി മാറും? സീഡായി മാറും. അങ്ങനെയാണെങ്കിൽ ഓവറി എന്തായി മാറും? ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്. ഓവറി എന്തായി മാറും? ഫ്രൂട്ടായി മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cotyledon of monocote seed is also known as. മോണോകോട്ട് സീഡ് എന്ന് പറയുമ്പോൾ മോണോകോട്ട് അവിടെ ഒരൊറ്റ കോട്ടിലെഡൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് സിംഗിൾ കോട്ടിലെഡൻ ഓഫ് എ മോണോകോട്ട് സീഡ് ഇസ് കോൾഡ് സ്ക്യൂട്ടെല്ലം. വെരി ഗുഡ്. സ്ക്യൂട്ടെല്ലം. ഓക്കെ, ഡൺ. ഫ്ലോറൽ ഫോർമുല ഇസ് ഗിവൺ ബിലോ. ഇങ്ങനെ ഒരു ഫ്ലോറൽ ഫോർമുല തന്നാൽ കണ്ണും പൂട്ടി എഴുതിക്കോ സൊളാനേഷ്യ ആയിരിക്കും. കാരണം നമുക്ക് ആകെ സൊളാനേഷ്യ എന്ന് പറയുന്ന ഒരു ഫാമിലി മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒരാളെയും പഠിക്കാനില്ല. സോ സൊളാനേഷ്യ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. സോ നെയിം ദ ഫാമിലി ദ പ്ലാന്റ് ബിലോങ്സ് ടു. ഈ ഫ്ലോറൽ ഫോർമുല ഏത് പ്ലാന്റിലാ വരിക, ഏത് ഫാമിലിയിലാ വരിക? കണ്ണും പൂട്ടി നമ്മൾ എഴുതും. ഇറ്റ് ഇസ് സൊളാനേസിയേ എന്ന് പറയുന്ന ഫാമിലിയാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന് മാത്രം ക്യാരക്ടേഴ്സ് എഴുതാനാ പറഞ്ഞിരിക്കുക. ഇവിടെ ആൻഡ്രീഷ്യം എഴുതിയപ്പോൾ അവർ എഴുതിയിട്ടുണ്ട് A5. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലടാ, ഇത്തിരി ക്ലാരിറ്റി കുറവാ. ബട്ട് സ്റ്റിൽ A5 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, A5. പിന്നെ ഇവിടുത്തെ കൊറോളയാണ് ഈ സി. ഈ കൊറോളയും ആൻഡ്രീഷ്യവും തമ്മിൽ ഇങ്ങനെ ഒരു വരയും കൂടി അവർ വരച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഇവരുടെ ആൻഡ്രീഷ്യം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രീഷ്യത്തിനകത്ത് 5 സ്റ്റേമെൻസ് ഉള്ള ആൻഡ്രീഷ്യമാണ്. ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. അതിനർത്ഥം ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിനർത്ഥം ദേ ആർ പോളി ആൻഡ്രസ് എന്നാ പറയുക. സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേമെന്റ് നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് പോളി ആൻഡ്രസ്. ഇനി ഒരു സ്പെഷ്യൽ കണ്ടീഷൻ, അതായത് ഈ ആൻഡ്രീഷ്യത്തിന്റെ സ്റ്റേമെന്റ്സ് എവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക? കൊറോളയിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക. അതിന് പറയുന്ന ഒരു പേരുണ്ട്. ആൻഡ്രീഷ്യം സ്റ്റേമെന്റ്സ് കൊറോളയിൽ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നാൽ ഇറ്റ് ഇസ് കോൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമെന്റ്സ് എന്നാ പറയാ. എന്ത് സ്റ്റേമെന്റ്സ് ആ? എപ്പിപെറ്റാലസ് സ്റ്റേമെന്റ്സ്. ഫുൾ മാർക്ക് ഇടണമെങ്കിൽ 3 പോയിന്റ് എഴുതണം. 3 പോയിന്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ? വെരി ഗുഡ്. നെക്സ്റ്റ്, the TS of 2 flowers. TS എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സെക്ഷൻ. Of 2 flowers were taken. One flower had superior ovary and the other flower had inferior ovary. What type of flowers are these? Based on the position of ovary, ഫ്ലവേഴ്സിനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പുകളാക്കും ഇല്ലേ? അതിൽ ഒരാൾക്ക് ഇൻഫീരിയർ ഓവറിയും ഒരാൾക്ക് സുപ്പീരിയർ ഓവറിയും. ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് കോൾഡ് എപ്പിഗൈനസ് ഫ്ലവർ എന്നാ വിളിക്കുക. നേരെ മറിച്ച് സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് കോൾഡ് എ ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്നാ വിളിക്കുക. ഓക്കെ, ഡൺ. Next, observe the given figure and find out the type of flower and justify your answer. പടം തന്നിരിക്കുന്നു, ഇത് ഏത് ഫ്ലവർ ആണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഹൈപ്പോഗൈനസ് ആണോ, പെരിഗൈനസ് ആണോ, എപ്പിഗൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. നോക്കിക്കോ, ഇവിടെ നോക്കിയപ്പോ ഇതാണ് അതിന്റെ ഓവറിയും ഗൈനീഷ്യവും. കണ്ടോ, ഇതാണ് ഓവറിയും ഗൈനീഷ്യവും. ഈ ഓവറിയും ഗൈനീഷ്യത്തിന്റെ അറൗണ്ട് ഒരു നടുക്ക് നിന്നാണ് ബാക്കി ഫ്ലോറൽ പാർട്സ് എല്ലാം എറൈസ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടുത്തെ ഓവറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറി ഈസ് ഹാഫ് സുപ്പീരിയർ ആൻഡ് ഹാഫ് ഇൻഫീരിയർ അല്ലെ. ഓവറി കുറച്ച് പകുതി സുപ്പീരിയറും ആണ്, പകുതി ഇൻഫീരിയറും ആണ്. ഇങ്ങനെയുള്ള ഒരു ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഗൈനസ് ഫ്ലവർ. വെരി ഗുഡ്. സോ ഇത് എന്ത് ഫ്ലവർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ പെരിഗൈനസ് ഫ്ലവർ. ഈ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഫ്ലവർ ഒരു പെരിഗൈനസ് ഫ്ലവർ ആണ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതൊരു പെരിഗൈനസ് ഫ്ലവറാ. വാട്ട് അബൌട്ട് ഇറ്റ് ജസ്റ്റിഫിക്കേഷൻ? ഇന്ന് നിങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? ബിക്കോസ് ഹിയർ ദ ഓവറി ഈസ് ഹാഫ് inferior and half superior. Ovary
ഹാഫ് ഇൻഫീരിയറും ഹാഫ് സുപ്പീരിയറും ആണ്. All other parts arise from the mid portion of the ovary. All other floral parts arise from a part at the middle of ovary. ഓവറിയുടെ മിഡിലിൽ നിന്നാണ് ബാക്കി എല്ലാ പാർട്സും അറൈസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എ പെരിഗൈനസ് ഫ്ലവർ. അതുകൊണ്ടാണ് അതിനൊരു പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുക. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രൂട്ട്. Given figure shows different parts of a fruit. What type of a fruit it is? ഈ ഫ്രൂട്ടിന്റെ പേര് മാത്രം നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. ഇതൊരു മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ വരുന്ന ഫ്രൂട്ടാ. എങ്ങനത്തെ ഫ്രൂട്ടാ? മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ ഉണ്ടാവുന്ന ഫ്രൂട്ടാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർപ്പൽ മാത്രമുള്ള ഒരു ഫ്ലവർ, ഒരു കാർപ്പൽ. ആ ഫ്ലവറിനകത്ത് ഒരു കാർപ്പലേ ഉണ്ടാവുള്ളൂ. ആ കാർപ്പലിൽ തന്നെ അകത്തുള്ള ഓവറിയിൽ എങ്ങനത്തെ ഓവറിയാ? സുപ്പീരിയർ ഓവറി ആയിരിക്കും. അതായത് ഹൈപ്പോഗൈനസ് ഫ്ലവറാ. ഒരു കാർപ്പലുള്ള ഹൈപ്പോഗൈനസ് ഫ്ലവർ. ആ ഫ്ലവറിൽ നിന്നും ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാംഗോയും കോക്കനട്ട് വരുന്ന ഈ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൂപ്പ് എന്നാ വിളിക്കുക. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആടാ, ഡ്രൂപ്പ്. സോ ഡ്രൂപ്പ് എന്ത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ഫ്ലവർ എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ്. ലേബൽ ദ മാർക്ക്ഡ് പാർട്സ്. എയും ബിയും എന്ന് പറഞ്ഞ ഒരു രണ്ട് പടം തന്നിട്ടുണ്ട്, എയും ബിയും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ കവറിങ് അല്ലെ, ആ ഫ്രൂട്ടിന്റെ ആ ഒരു പുറം തൊലി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ് എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾ പെരികാർപ്പ് എന്ന് എഴുതിയാൽ മതി. ശരിക്കും പെരികാർപ്പിന്റെ തന്നെ മീസോകാർപ്പാണ് അത്. നിങ്ങൾ പെരികാർപ്പ് എന്ന് എഴുതിയാൽ മതി. അകത്ത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? എന്റെ കുരു. അതെന്താ? സീഡ്. സോ പെരികാർപ്പും സീഡുമാണ് തന്നിട്ടുള്ളത്. പെരികാർപ്പിന്റെ തന്നെ ഏത് പോർഷനാണ് തന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസോകാർപ്പാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവര്. ഈ മീസോകാർപ്പ് അല്ലാതെ പെരികാർപ്പിന് വേറെ ഏതൊക്കെ പാർട്സ് ഉണ്ട്? പെരികാർപ്പിന് 3 പാർട്സ് ഉണ്ട് അല്ലെ. ഏറ്റവും പുറമെ തൊലി പോലെ ഒരു പോർഷൻ ഉണ്ട്, അതിനെയാണ് എപ്പികാർപ്പ് എന്ന് വിളിക്കുക. നടുക്കുള്ള മാങ്ങയുടെ പഴം ഈ കാണിച്ചിട്ടുള്ള അതാണ് മീസോകാർപ്പ്. ഏറ്റവും ഉള്ളില് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോകാർപ്പ്. ഓക്കെ, ഡൺ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക് ഫ്ലവർ. ഒരു ആക്ടിനോമോർഫിക് ഫ്ലവറും സൈഗോമോർഫിക് ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം പറയാനാ പറഞ്ഞിരിക്കുന്നത്. ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലവർ വിച്ച് ഇസ് ഹാവിംഗ് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിനോമോർഫിക് ഫ്ലവർ. That means this flower can be divided into 2 equal halves. This flower can be divided into 2 equal halves. ഇതിനെ എങ്ങനെ 2 equal halves ആക്കാൻ പറ്റും? By cutting through any plane through its center. അതിന്റെ സെന്ററിലൂടെ ഉള്ള ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും 2 equal half കിട്ടും. By cutting through any plane through its center. Any plane through its center. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫിനെ നമുക്ക് കിട്ടും. പക്ഷേ വാട്ട് അബൌട്ട് എ സൈഗോമോർഫിക് ഫ്ലവർ? സൈഗോമോർഫിക് ഫ്ലവർ എന്ന് കഴിഞ്ഞാൽ എങ്ങനത്തെ ഫ്ലവറാ? ഇറ്റ് ഇസ് എ ഫ്ലവർ വിച്ച് ഇസ് ഹാവിങ് എ ബൈലാറ്ററൽ സിമെട്രി. എങ്ങനത്തെ സിമെട്രി ഉള്ള ഫ്ലവർ ആണ് സൈഗോമോർഫിക് ഫ്ലവർ? ബൈലാറ്ററൽ സിമെട്രി ഉള്ള ഫ്ലവറിനെയാണ് നമ്മൾ സൈഗോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കുക. സോ സൈഗോമോർഫിക് ഫ്ലവറിന് ഇറ്റ് ക്യാൻ ബി കട്ട് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ഓൺലി ബൈ പാസിംഗ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫിനെ പറ്റൂ നമുക്ക്. സോ ഹിയർ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. 2 equal halves by cutting through only one single plane. Only one single plane through its center. അതിന്റെ സെന്ററിലൂടെ ഉള്ള ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫിനെ കിട്ടൂ. ഓക്കെ, ക്ലിയർ? ഡൺ. എന്താ തന്നിട്ടുള്ള പടം? പ്ലാസന്റേഷൻ അല്ലെ. ഓവറിക്കകത്ത് ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ആയ പ്ലാസന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. വി ഹാവ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ. ഇത് ഏത് പ്ലാസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ മതി.
നോക്കിയേ, ഇവിടെ ആ ഒവ്യൂൾസിനെ ഇങ്ങനെ കറക്റ്റ് കമ്പാർട്ട്മെന്റ്സ് ആക്കിയിട്ട്, ഓവറിയെ കമ്പാർട്ട്മെന്റ്സ് ആക്കിയിട്ട് ആ ഓരോ കമ്പാർട്ട്മെന്റ്സിലും ഒവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ആണെങ്കിലോ ജസ്റ്റ് നടുക്ക് വെറുതെ ഇങ്ങനെ ഒവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഫസ്റ്റ് വൺ, ആ കമ്പാർട്ട്മെന്റ്സ് ഉള്ളത് എന്ത് ടൈപ്പ് പ്ലാസന്റേഷനാ? ഇതാണ് ആക്സൈൽ പ്ലാസന്റേഷൻ. നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ള ഈ പടം എന്താ? ഇത് എന്ത് ടൈപ്പ് പ്ലാസന്റേഷനാ? അതിനെയാണ് നമ്മൾ ഫ്രീ സെൻട്രൽ, നടുക്ക് വെറുതെ ഇട്ടിരിക്കുക. സോ ഇറ്റ് ഇസ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഓക്കെ, ക്ലിയർ? രണ്ട് പ്ലാസന്റേഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പടം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അത് നോക്കി ആൻസർ ചെയ്യണം. ഐഡന്റിഫൈ ദ പാർട്സ് മാർക്ഡ് ആസ് എ, ബി ആൻഡ് സി. ഇത് എന്തിന്റെ പടമാണ് തന്നിട്ടുള്ളത്? രണ്ട് കോട്ടിലഡൻസ് തന്നിട്ടുണ്ട്. സോ ഇതൊരു ഡൈക്കോട്ട് സീഡിന്റെ പടം, അതിനകത്തുള്ള എംബ്രിയോയുടെ പടം ആണ് ഈ തന്നിട്ടുള്ളത്. വി ഹാവ് ടു ഐഡന്റിഫൈ ദ പാർട്സ് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആ ഒരു പോർഷൻ, അതേതാടാ? അതാണ് റൂട്ടായിട്ട് വളരാൻ പോകുന്ന നമ്മളുടെ റാഡിക്കൽ. ബി എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പോർഷൻ, അതാണ് സ്റ്റെം ആയിട്ട് വളരാൻ പോകുന്ന നമ്മളുടെ പ്ലൂമ്യൂൾ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിലുള്ള രണ്ട് പാർട്സ്, ആ സിയെ വിളിക്കുന്ന പേരാണ് കോട്ടിലഡൻസ്. ഓക്കെ, കോട്ടിലഡൻസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സി? അതായത് ഈ കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊരു ക്വസ്റ്റ്യനും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ എന്താ? കോട്ടിലഡൻസിന്റെ ഫംഗ്ഷൻ ഈ വളർന്നു വരുന്ന സീഡിലുള്ള എംബ്രിയോ ഇല്ലേ, ആ എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ, ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോട്ടിലഡൻസ്. ഈ കോട്ടിലഡൻസിനുള്ളിലാണ് നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ, നറിഷ്മെന്റ് കൊടുക്കുന്ന ആളാണ് കോട്ടിലഡൻസ്. സോ കോട്ടിലഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these cotyledons store food for the embryo. സോ എംബ്രിയോയ്ക്ക് വേണ്ട ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് ഈ കോട്ടിലഡൻസ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻഫ്ലോറസൻസ് ഷോൺ ഹിയർ. ഇവിടെ എന്ത് ടൈപ്പ് ഇൻഫ്ലോറസൻസ്, ഏത് ഇൻഫ്ലോറസൻസ് ആ കാണിച്ചിട്ടുള്ളത്? രണ്ട് ടൈപ്പ് ഇൻഫ്ലോറസൻസ് നമുക്കുള്ളത്. ഒന്ന് സൈമോസ് ഇൻഫ്ലോറസൻസും രണ്ടാമത്തെ റെസിമോസ് ഇൻഫ്ലോറസൻസും. ഈ പടത്തിൽ തന്നിട്ടുള്ളത് ആരാ? ഈ പടത്തിൽ തന്നിട്ടുള്ളതാണ് നമ്മളുടെ സൈമോസ് ഇൻഫ്ലോറസൻസ്, അല്ലെ? സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ് ഈ പടത്തിൽ തന്നിട്ടുള്ളത്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും ഹിയർ ദ മെയിൻ ആക്സിസ്. ഇവിടെ എന്താ പറ്റുക? ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യും. എന്താ കണ്ടില്ലേ, ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്തു മെയിൻ ആക്സിസ്. പിന്നെ എന്ത് പറയാൻ പറ്റും? ദേ ആർ അറേഞ്ച്ഡ് ഇൻ, എന്ത് പാറ്റേണിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ദേ ആർ അറേഞ്ച്ഡ് ഇൻ ബേസിപിറ്റൽ ഓർഡർ. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവരെ ബേസിപിറ്റൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവർക്ക് ലിമിറ്റഡ് ഗ്രോത്ത് ആണോ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണോ ഉള്ളത്? സൈമോസ് ഇൻഫ്ലോറസൻസിന് എപ്പോഴും ലിമിറ്റഡ് ഗ്രോത്ത് ആണുള്ളത്. ലിമിറ്റഡ് ഗ്രോത്ത് ആണുള്ളത്. എടാ, സൈമോസിന്റെ സ്പെല്ലിങ് ഞാൻ തെറ്റാടാ എഴുതിയേ. ZY എന്നല്ലേ എഴുതിയേ? ശരിക്കും CYMOS അല്ലേ? ആണ്. നിങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എഴുതിയ? ഓക്കെ, ശരി, ഞാൻ എഴുതി തെറ്റിപ്പോയതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഷുവർ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ചെയ്യാൻ എന്തായാലും ചോദിക്കും. ഡിഫൈൻ വീനേഷൻ, ഡിഫൈൻ ഫിലോടാക്സി, ഡിഫൈൻ ഈസ്റ്റിവേഷൻ, ഡിഫൈൻ പ്ലാസന്റേഷൻ, ഡിഫൈൻ ഇൻഫ്ലോറസൻസ്. ഇതെല്ലാം ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അറിഞ്ഞിരിക്കണം, എന്തായാലും ചോദിക്കും. ഓക്കെ, സോ നോക്ക്, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഫസ്റ്റ് എ, പ്ലാസന്റേഷൻ. വാട്ട് ഇസ് പ്ലാസന്റേഷൻ? ഇറ്റ് ഈസ് ദി arrangement of ovules inside ovary. ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. അത്രയും എഴുതിയിരുന്നാൽ മതി, പ്ലാസന്റേഷൻ. നെക്സ്റ്റ്, racemose inflorescence. Racemose inflorescence means the inflorescence which is arranged in acropetal order. So അത് എഴുതി വെക്കണം. Racemose inflorescence means inflorescence which is arranged in acropetal order. Racemose inflorescence എങ്ങനെയാ? Acropetal order where the main axis continues to grow. ഇവിടെ മെയിൻ ആക്സിസ് എന്ത് ചെയ്യും? വളർന്നുകൊണ്ടേയിരിക്കും. The main axis
കണ്ടിന്യൂസ് ടു ഗ്രോ. മെയിൻ ആക്സിസ് എപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, മിസ്സേ നോട്ട്സ് ഗ്രൂപ്പിൽ ഇടണേ, നോക്കിയടാ. ഷുവർ, ഉറപ്പായിട്ടും നോട്ട്സ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഡിഫൈൻ എപ്പിപെറ്റാലസ് സ്റ്റേമൻ. എന്താടാ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. എപ്പിപെറ്റാലസ് അതായത് സ്റ്റേമൻ പെറ്റലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. സോ എപ്പിപെറ്റാലസ് stamens means the stamens which are attached to the petals of corolla. കൊറോളയുടെ പെറ്റൽസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസിനെ വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ് stamens. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, കഴിഞ്ഞു. ഐഡന്റിഫൈ ദ മാർക്ക് റീജിയൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് റൂട്ട് ഗിവൺ ബിലോ. റൂട്ടിന്റെ സ്ട്രക്ചർ ആ തന്നിരിക്കുന്നത്. അതിനകത്ത് ABCD എന്ന് പറഞ്ഞ 4 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യണം. എ എന്താ? എന്താടാ? ആ റൂട്ടില് 4 പോലെ തന്നിട്ടുണ്ട് അല്ലെ? കണ്ടോ, ഈ 4 പോലെ തന്നിട്ടുള്ള ഈ പോർഷൻ അതിനെയാണ് എ എന്ന് അടയാളപ്പെടുത്തിയത്. സോ ബേസിക്കലി എ ആരാ? എ ആണ് നമ്മളുടെ റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് റൂട്ട് ഹെയർസ്? റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിക്കാം. എന്താ? ദേ ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടുന്ന ആൾക്കാരാണ് റൂട്ട് ഹെയർസ്. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ. ആ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റീജിയൻ ആ ഏറ്റവും മുകളിൽ റൂട്ട് ഹെയർസ് ഉള്ള റീജിയൻ. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ. സി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റീജിയൻ. സി എന്ന് പറയുന്ന റീജിയൻ അവിടാണ് നീളം വെക്കുന്ന റീജിയൻ. സോ അത് എന്ത് റീജിയൻ ആണ്? ഇറ്റ് ഈസ് ദി റീജിയൻ ഓഫ് എലോങ്ങേഷൻ. റീജിയൻ ഓഫ് എലോങ്ങേഷൻ. ഡി എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ അവിടാണ് എല്ലാവരും ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലിനെ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും എല്ലാം മറക്കണമെന്നോ? എല്ലാം മറക്കത്തെ ഒന്നും ഇല്ലടോ. ഒന്നും മറക്കാനൊന്നും പോകുന്നില്ല, ഒന്നും മറക്കാൻ പോകുന്നില്ല. എല്ലാം സിമ്പിൾ ആയിരിക്കും. എനിക്ക് ഇത്ര എന്റെ മക്കളോട് പറയാനുള്ളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, പ്രത്യേകിച്ച് ദോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിച്ച സാധനം മറന്നു പോകും. സോ ടെൻഷൻ അടിക്കേ വേണ്ട. നമ്മൾ പഠിച്ചിരിക്കുന്ന ആൾക്കാരാ, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ, നമുക്ക് മറ്റന്നാളത്തെ എക്സാം വെരി സിമ്പിൾ ആയിരിക്കും. ഐ ഗ്യാരണ്ടി. ഉറപ്പായിട്ടും വാട്ടിന് നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. സുവോളജി ബിലാലിക്കേ പറഞ്ഞത് കിട്ടുമോ? സോ ഞങ്ങൾ 2 പേരും കൂടി പറയുന്നുണ്ട്. ബിലാലിക്ക, ഞാൻ അഖില്, ഞങ്ങൾ 3 പേരും ഉറപ്പിച്ച് പറയുന്നുണ്ട് ബയോളജിക്ക് നിങ്ങൾ ഫുൾ മാർക്ക് അടുപ്പിച്ചിരിക്കും നിങ്ങളെ കൊണ്ട്. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ കേട്ടോ? ടെൻഷൻ അടിക്കണ്ടടാ, ഫുൾ എന്തായാലും കിട്ടും. സോ 4ാമത്തെ റീജിയൻ ഡി എന്ന് പറയുന്ന റീജിയൻ ഏതാ? ഏറ്റവും അറ്റത്തുള്ള അവിടെയാണ് മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ, ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലുകൾ ഉള്ളത്. സോ ആ റീജിയനെ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. വെള്ളം തരൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റർ തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അനാട്ടമി ചെറിയ പോർഷൻ അല്ലേ, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ: the arrangement of leaves on the branch is called. ബ്രാഞ്ചില് ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ഇറ്റ് ഇസ് കോൾഡ് എന്താ? ബ്രാഞ്ചില് ലീവ്സിനെ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഇസ് കോൾഡ് ഫില്ലോടാക്സി. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ഫില്ലോടാക്സി. ഡിഫൈൻ ഫില്ലോടാക്സി എന്ന് ചോദിക്കാം. സോ ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഐഡന്റിഫൈ ദ ലീഫ് അറേഞ്ച്മെന്റ് ഷോൺ ഹിയർ. ഇവിടെ 2 ടൈപ്പ് ലീഫ് അറേഞ്ച്മെന്റ് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടില്ല എക്സ്പ്ലെയിൻ എന്ന് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതുന്നു എക്സ്പ്ലെയിൻ എന്നും കൂടെ എഴുതിയിരിക്കാൻ. ഞാൻ ഇത് എന്ത് ടൈപ്പ് ഫില്ലോടാക്സി? ആദ്യം എ എന്ന് പറയുന്നത്, യെസ്, എ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ആണ്. ബി എന്ന് പറയുന്നതാണെങ്കിലോ ഇപ്പുറത്തോട്ടും വരുന്നത് ഇതാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. സോ 2 തമ്മിലുള്ള പ്രത്യേകത എന്താ? ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഇവിടെ ഫ്രം 1 നോഡ്, ഒരു നോഡിൽ നിന്നും എത്ര ലീഫ് അറൈസ് ചെയ്യൂടാ? From 1 node only 1 leaf arises. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ അറൈസ് ചെയ്യുള്ളൂ. നോക്കി, ഇവിടെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ്, അടുത്ത നോഡിൽ നിന്നും അടുത്ത നോഡ്. നോക്കി, അങ്ങനെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രം അറൈസ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഇവിടെ ആണെങ്കിലോ ഒരു നോഡ്, ആ നോഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും
വരും. ഇത് അടുത്ത നോഡ്, അവിടെ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് 2 ലീഫ് വരും കേട്ടോ. ഒരു നോഡിൽ നിന്നും 2 ലീഫ് വെറൈസ് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് ഫിലോടാക്സിയാണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. സോ ഓപ്പോസിറ്റ് ഫിലോടാക്സിൽ നമ്മൾ പറയും ഫ്രം 1 നോഡ്, ഒരു നോഡിൽ നിന്നും 2 ലീവ്സ് അറൈസസ്, 2 ലീഫ് വരും എന്നാ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഏത് ചാപ്റ്റർ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് കുഞ്ഞു ചാപ്റ്റർ, കുറച്ച് മാത്രമുള്ള, ഒരു മാക്സിമം 10 മിനിറ്റ് മാത്രമുള്ള നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നു. ഓക്കെ, ആ ചാപ്റ്റർ ആണ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. തുടങ്ങിയാലോ? വെള്ളം കുടിച്ചേടാ. ഓക്കെ, നോട്ട്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും. ഇതൊന്ന് കഴിയട്ടെ, ക്ലാസ് കഴിയുന്നത് ഇടാം കേട്ടോ. ചാപ്റ്റർ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ മോർഫോളജി എന്ന് നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിരുന്നു. അനാറ്റമി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് എന്ന് പറയുന്ന ഒരാളുണ്ട് നമുക്ക്. റൂട്ട്, സോ റൂട്ട് എന്ന് പറയുന്നിടത്ത് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണെങ്കിൽ സ്റ്റെമ്മിൽ എന്ത് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും? റൂട്ടിൽ റേഡിയൽ ആണെങ്കിൽ സ്റ്റെമ്മിൽ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ ആയിരിക്കും അല്ലേടാ? ആണ്, കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ ആണ്. നെക്സ്റ്റ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ടിലാണ് കാണുന്നതെങ്കിൽ മോണോകോട്ട് സ്റ്റെമ്മിൽ എന്ത് ടൈപ്പ് വാസ്കുലർ ബണ്ടിൽസ് ആ കാണുക? ഓപ്പൺ ആണോ? അല്ല, മോണോകോട്ടിൽ കാണുന്നത് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. സിമ്പിൾ സാധനമായി പോയി ചോദിച്ചത് അല്ലേ? ഭയങ്കര സിമ്പിൾ. നെക്സ്റ്റ്, choose the correct answer. All tissues on the inner side of endodermis together constitute. Endodermis കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റീൽ അല്ലേ? യെസ്, സ്റ്റീൽ എന്നാണ് വിളിക്കുക. ഏതൊക്കെയാണ് ഈ സ്റ്റീലിൽ വരുന്നത് എന്നൊന്ന് പറയാമോ? സ്റ്റീലിന്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെ പാർട്സ് ആണ്? എൻഡോഡെർമിസിന്റെ തൊട്ടുള്ളിൽ വരുന്ന പോർഷന്റെ പേരാണ് പെരിസൈക്കിൾ. പെരിസൈക്കിളിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് നമ്മളുടെ വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ബണ്ടിന്റെയും ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് പിത്ത് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ പെരിസൈക്കിളും വാസ്കുലാർ ബണ്ടിലും പിത്തും ഇവരെല്ലാരും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks. ഫസ്റ്റ് ഫോംഡ് സൈലത്തെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോസൈലം. അങ്ങനെയാണെങ്കിൽ ലേറ്റർ ഫോംഡ്, പിന്നീട് ഫോം ചെയ്ത സൈലം വെസൽസിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസൈലം അല്ലേ? യെസ്, മെറ്റാസൈലം. യെസ്, സിമ്പിൾ അല്ലയോ? ആണോ? ആണ്. നെയിം the minute openings seen in younger stems and leaves. Younger stemsലും ലീവ്സിലും കാണുന്ന മൈന്യൂട്ട് ഓപ്പണിങ്സ് എന്താ? ഈ ട്രാൻസ്പിറേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചിനും ഒക്കെ വേണ്ടിയിട്ട്, വാട്ടർ ലോസിന് വേണ്ടിയിട്ടുള്ള മൈന്യൂട്ട് ഓപ്പണിംഗ്, ഇറ്റ് ഇസ് കോൾഡ് സ്റ്റൊമാറ്റ. വെരി ഗുഡ്. എന്താണ് അതിന്റെ പേര്? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ വെറുതെ തള്ളിക്കളയരുത്. സ്റ്റൊമാറ്റ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ 3 parts ഓഫ് എ സ്റ്റൊമാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റൊമാറ്റയ്ക്ക് 3 പാർട്സ് വരുള്ളൂടാ. ഏതൊക്കെയാ 3 പാർട്സ്? ഒന്ന് 2 സെല്ലുകൾ ഇങ്ങനെ അവരെ ചുറ്റിരിപ്പുണ്ടല്ലേ, ആ 2 സെല്ലിന്റെ പേരാണ് ഗാർഡ് സെൽസ്. ഗാർഡ് സെൽസ് അല്ലാതെ അതിന്റെ ചുറ്റും കുറച്ച് സെല്ലുകൾ ഉണ്ടാവും, എപ്പിഡെർമൽ സെൽസ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഓക്കെ, ക്ലിയർ. അതിന് ചുറ്റും പറയുന്ന പേരാണ്, അവരാണ് നമ്മളുടെ സബ്സിഡിയറി സെൽസ്. എന്ത് സെൽസാ? സബ്സിഡിയറി സെൽസ്. ഇനി അതിന്റെ ഈ ഗാർഡ് സെൽസിന് അതിന്റെ നടുക്കൊരു ഹോൾ വരില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ, അല്ലെങ്കിൽ വിളിക്കാം സ്റ്റൊമാറ്റൽ പോർ എന്നും വിളിക്കാം. ഇതാണ് 3 പാർട്സ്. ഇത് മറന്നു പോവരുത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, വാട്ട് ആർ ബുള്ളിഫോം സെൽസ്? ഗിവ് ഇറ്റ്സ് ഫംഗ്ഷൻ. എന്താണ് ഈ ബുള്ളിഫോം സെൽസ്? ബുള്ളിഫോം സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ കാണുന്നതാ?
മോണോകോട്ടില് ഗ്രാസസിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ബുള്ളിഫോം സെൽസ്. ഗിവ് ഇറ്റ്സ് ഫംഗ്ഷൻ. എന്താ അവരുടെ ഫംഗ്ഷൻ? സോ ബേസിക്കലി ബുള്ളിഫോം സെൽസ് എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ എഴുതണം. സോ ബുള്ളിഫോം സെൽസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുള്ളിഫോം സെൽസ് ആർ മോഡിഫൈഡ്. ഏത് സെല്ല് മോഡിഫൈ ചെയ്ത് ബുള്ളിഫോം സെൽസ് ആയതാണ്? മോഡിഫൈഡ് എപ്പിഡേർമൽ സെൽസ്, അപ്പർ എപ്പിഡേർമൽ സെൽസ് ആണ് ശരിക്കും. മോഡിഫൈഡ് അപ്പർ എപ്പിഡേർമൽ സെൽസ് വിച്ച് ആർ എങ്ങനെയുള്ളവരാണ് ഇവര്? ലാർജ്, എംറ്റി. ലാർജ് ആണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. കളർ ഉണ്ടോ? ഇല്ല. കളർലെസ്. ലാർജ് ആണ്, എംറ്റി ആണ്, കളർലെസ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദർ ഫംഗ്ഷൻ? ഇവരെ ഫംഗ്ഷൻ എന്തുവാ? ഇവരെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുള്ളിഫോം സെൽസിന്റെ ടേർജിഡിറ്റി ആണ് തീരുമാനിക്കുന്നത്. ഗ്രാസസിന്റെ ലീഫ് തുറന്നിരിക്കണോ അതോ മടങ്ങി അകത്തേക്ക് പോണോ? സോ അവരുടെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ഒരു സെന്റൻസിന് ഒരു സുഖം വരത്തില്ല. നമ്മൾ എഴുതും ദീസ് bulliform cells control the exposure and curling of grasses leaves. ഗ്രാസസിന്റെ ലീവ്സ് തുറന്നിരിക്കണോ അതോ കേൾ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ ബുള്ളിഫോം സെൽസ്. എന്തിനു വേണ്ടിയിട്ടാ അത്? ടു മിനിമൈസ് ദി വാട്ടർ ലോസ്. ടു മിനിമൈസ് ദി വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി. എപ്പോഴാണ് ഈ ബുള്ളിഫോം സെൽസ് ഇങ്ങനെ വർക്ക് ചെയ്യുക? അതായത് എങ്ങനെയാ അവര് എപ്പോഴാ തുറക്കുക എപ്പോഴാ അടയ്ക്കേണ്ടതെന്ന് എങ്ങനെയാ തീരുമാനിക്കുക? അതായത് ഈ ബുള്ളിഫോം സെൽസ് ടേർജിഡ് ആണെങ്കിൽ അവർക്ക് ഒരു സ്വഭാവവും ബുള്ളിഫോം സെൽസ് ഫ്ലാസിഡ് ആണെങ്കിൽ അവർക്ക് വേറൊരു സ്വഭാവമായിരിക്കും. ബുള്ളിഫോം സെൽസ് ടേർജിഡ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ലീഫ് തുറന്നിരിക്കും. സോ ബുള്ളിഫോം സെൽസ് ടേർജിഡ് ആണെങ്കിൽ ലീഫ് എക്സ്പോസ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് ബുള്ളിഫോം സെൽസിനകത്ത് വെള്ളമില്ലെങ്കിൽ ഈ ലീഫ് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയിരിക്കും. എന്ത് ചെയ്യും? ഇറ്റ് കേൾ ഇൻവേർഡ്സ്. വെള്ളമില്ല, ഒരു ഫ്ലാസ്ഡ് ആണെങ്കിൽ ഇറ്റ് കേൾസ് ഇൻവേർഡ്സ്. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് രണ്ട് പടം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഡയഗ്രാംസ് എ ആൻഡ് ബി. എ നോക്കിയേ ആൻഡ് റൈറ്റ് എനി ടു ഡിഫറൻസ് ഇൻ ദ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിലുള്ള ഡിഫറൻസ് എഴുതണം. എ റിംഗ് അറേഞ്ച്മെന്റ് അല്ലെ. ഇവിടെ നോക്ക്, ആ വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ ഇങ്ങനെ റിംഗ് അറേഞ്ച്മെന്റ്. ഇത് എവിടെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ? ഡൈക്കോട്ട് സ്റ്റെം അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ബേസിക്കലി ഇതാരാ? എ എന്ന് പറയുന്നത് നമ്മളുടെ ഡൈക്കോട്ട് സ്റ്റെം ആണ്. ബി നോക്കിയേ, വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് നമ്മൾ എവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ? മോണോകോട്ട് സ്റ്റെം. സോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് നമ്മളുടെ മോണോകോട്ട് സ്റ്റെം. ഓക്കെ, സോ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. റൈറ്റ് എനി ടു ഡിഫറൻസസ് ഇൻ ദർ വാസ്കുലർ ബണ്ടിൽ. ഇവരെ വാസ്കുലർ ബണ്ടിൽ വരുന്ന വ്യത്യാസം. ഒന്ന്, ഈ ഡൈക്കോട്ടിന്റെ വാസ്കുലർ ബണ്ടിൽ നോക്കിയേ, എല്ലാ വാസ്കുലർ ബണ്ടിലും എന്ത് അറേഞ്ച്മെന്റിലാണ്? ദേ ആർ ഇൻ എ റിംഗ് അറേഞ്ച്മെന്റ്. വാസ്കുലർ ബണ്ടിലിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? അറേഞ്ച്മെന്റ് സ്പെല്ലിംഗ് എന്തോ എഴുതിയേ? റിംഗ് അറേഞ്ച്മെന്റിലാണ് വാസ്കുലർ ബണ്ടിൽസ് അല്ലെ? ആണ്. ഇത് കൺജോയിന്റ് ഓപ്പൺ ആയിരിക്കോ കൺജോയിന്റ് ക്ലോസ്ഡ് ആയിരിക്കോ? എങ്ങനെയായിരിക്കും? കേമ്പിയം ഉണ്ട് ഡൈക്കോട്ടില്. സോ ഇവരെല്ലാവരും കൺജോയിന്റ് ഓപ്പൺ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. ആണോ അല്ലയോ? ആണ്. ഇനി ഈ വാസ്കുലർ ബണ്ടിൽസ് എല്ലാം സെയിം സൈസിലാണോ? അല്ലേടാ, ആണല്ലോ, സെയിം സൈസിലല്ലേ. സോ പറയണം സെയിം സൈസ് ഓഫ് ഓൾ ബണ്ടിൽസ്. എല്ലാ ബണ്ടിൽസും ഒരേ സൈസിലാണ്. അവർ രണ്ടെണ്ണം ചോദിച്ചു, നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. ഇവിടെ ആണെങ്കിലോ മോണോകോട്ട് സ്റ്റെമ്മില് റിംഗ് അറേഞ്ച്മെന്റ് ആണോ വാസ്കുലർ ബണ്ടിൽസ്? അല്ലടാ, വാസ്കുലർ ബണ്ടിൽസ് എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. സ്കാറ്റേർഡ് ആയിട്ടുള്ള ബണ്ടിൽസ്, വാസ്കുലർ ബണ്ടിൽസ് ആണ് മോണോകോട്ട് സ്റ്റെമ്മിൽ നമ്മൾ കാണുന്നത്. ഇനി കൺജോയിന്റ് ഓപ്പൺ ആണോ? ഇവർ കൺജോയിന്റ് ക്ലോസ്ഡ് ആണോ? ഇവർക്ക് കേമ്പിയം ഉണ്ടോ? കേമ്പിയമേ ഇല്ല. സോ ദേ ഓൾ ആർ കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ആണ്. ഓക്കെ, കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. നെക്സ്റ്റ്, സൈസ് എങ്ങനെയാ? ഡിഫറെന്റ് അല്ലേ? നടുക്കുള്ള ആൾക്കാർ കുറച്ച് വലുതും
അറ്റത്തോട്ട് പോകുമ്പോൾ ചെറുതും അല്ലേ. നോക്കിയേ, ഇവിടെ നടുക്ക് കുറച്ച് വലിയ വാസ്കുലർ ബണ്ടിൽസ് ആണ്, അറ്റത്തോട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ വാസ്കുലർ ബണ്ടിൽസ്. ദാറ്റ് മീൻസ് അവരുടെ സൈസ് ഡിഫറെന്റ് ആണ്. എന്താ സൈസിന് എഴുതുക? അവർക്ക് സെൻട്രൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ലാർജർ എന്ന് എഴുതണം. സെൻട്രൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ലാർജർ, വലുതാണ്. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ചെറുതാണെന്ന് എഴുതണം. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർ ആൻഡ് എൻഡാർച്ച് ആൻഡ് എക്സാർച്ച് സൈലം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 2 നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് എ, ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ എന്ത്, റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ എന്ത്? എന്താ ട്രൈക്കോംസ്, എന്താണ് റൂട്ട് ഹെയർ? എന്താ രണ്ടിന്റെയും പ്രത്യേകത? ട്രൈക്കോംസ് എന്ന് പറഞ്ഞാലും എപ്പിഡേർമൽ അപ്പൻഡേജ് ആണ്, റൂട്ട് ഹെയർ എന്ന് പറഞ്ഞാലും എപ്പിഡേർമൽ അപ്പൻഡേജ് ആണ്. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ എപ്പിഡേർമൽ അപ്പൻഡേജസ് ഇൻ സ്റ്റെം, റൂട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ എപ്പിഡേർമൽ അപ്പൻഡേജ് ഇൻ റൂട്ട്. സോ ആദ്യം അത് എഴുതണം. സോ ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ എപ്പിഡേർമൽ അപ്പൻഡേജസ് ഇൻ സ്റ്റെം. സ്റ്റെമ്മിലുള്ള എപ്പിഡേർമൽ അപ്പൻഡേജ് ആണ് ട്രൈക്കോം. റൂട്ട് ഹെയർ ആണെങ്കിലോ ഇറ്റ് ഈസ് ദി എപ്പിഡേർമൽ അപ്പൻഡേജ് ഇൻ റൂട്ട്. സോ റൂട്ടിലുള്ള എപ്പിഡേർമൽ അപ്പൻഡേജിന്റെ പേരാണ് റൂട്ട് ഹെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈക്കോം യൂണിസെല്ലാർ ആണോ മൾട്ടി സെല്ലാർ ആണോ? ട്രൈക്കോംസ് എപ്പോഴും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആളാണ്. റൂട്ട് ഹെയർസ് ആണെങ്കിൽ എപ്പോഴും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരും. സോ മറന്നു പോവരുത്, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, വാട്ട് ഇസ് ബി ക്വസ്റ്റ്യൻ, എൻഡാർച്ച് സൈലം എന്താണ്, എക്സാർച്ച് സൈലം എന്താണ്? ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എൻഡാർച്ച് എപ്പോഴും നമ്മൾ പ്രോട്ടോസൈലത്തിന്റെ അറേഞ്ച്മെന്റാ പറയാ. എൻഡാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോട്ടോസൈലം ഇസ് അറേഞ്ച്ഡ് ടുവേർഡ്സ് ദി സെന്റർ. സോ എൻഡാർച്ച് സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ പ്രോട്ടോസൈലം ഇസ് അറേഞ്ച്ഡ് ടുവേർഡ്സ് ദി സെന്റർ. പ്രോട്ടോസൈലം സെന്ററിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എൻഡാർച്ച് സൈലം എന്ന് പറയുന്നത്. സോ എക്സാർച്ച് സൈലം എന്തായിരിക്കും? ഹിയർ ദ പ്രോട്ടോസൈലം ഇസ് അറേഞ്ച്ഡ് ടുവേർഡ്സ് ദി പെരിഫറി. അറ്റത്തോട്ടായിരിക്കും എന്ത്, പ്രോട്ടോസൈലം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് മെറ്റാസൈലത്തിന്റെ കാര്യം ഇനി എഴുതാം. എൻഡാർച്ചില് പ്രോട്ടോസൈലം നടുക്ക്, സോ മെറ്റാസൈലം ടുവേർഡ്സ് ദി പെരിഫറി. എക്സാർച്ചില് പ്രോട്ടോസൈലം പെരിഫറിയില്, സോ മെറ്റാസൈലം ഇസ് ടുവേർഡ്സ് ദി സെന്റർ. ഒരെണ്ണം എഴുതിയിട്ട് തിരിച്ചെഴുതിയാൽ മതി. ഇനി എവിടെ കാണുന്നതെന്നുള്ള എഴുതണം. അതിനുവേണ്ടി നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോഡാണ് സെന്റ് എന്നാണ് നമ്മളുടെ കോഡ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്റ്റെം, എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എൻഡാർച്ച്. സോ എൻഡാർച്ച് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെമ്മിൽ കാണുന്നു. സോ ഓപ്പോസിറ്റ് ആയിട്ട് എക്സാർച്ച് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാർച്ച് റൂട്ടിൽ കാണുന്നു. ക്ലിയർ? ഓക്കെ. എടാ എല്ലാരും കോഡാണല്ലോ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ ഡൺ. കാണുമ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ എന്നൊന്നും വിചാരിക്കണ്ട, ചെറിയ ക്വസ്റ്റ്യനാ. ജസ്റ്റ് നമ്മളത് ഏതാന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. നോക്കടാ, 2 types of specimens were given to students for microscopical observation. നിങ്ങളെ കയ്യിൽ 2 ടൈപ്പ് സ്പെസിമെൻ തന്നു. എന്താ സാധനം എന്ന് പറഞ്ഞാൽ 2 സാധനം തന്നിട്ടുണ്ട്. They were direct to note down the features they observed. നിങ്ങൾ നോക്കിയ സാധനങ്ങൾ അതിനകത്ത് കാണുന്ന ഫീച്ചേഴ്സ് എഴുതാനും പറഞ്ഞു. മേജർ ഫീച്ചേഴ്സ് നോട്ടഡ് ബൈ ദ സ്റ്റുഡൻസ് ആർ സമ്മറൈസ്ഡ് ബിലോ. അവർ മേജർ ആയിട്ടും കണ്ട ഫീച്ചേഴ്സ് ഒക്കെ പറയാം. വാസ്കുലർ ബണ്ടിൽസ് റേഡിയൽ ആൻഡ് 20 in number. വാസ്കുലർ ബണ്ടില് റേഡിയൽ ആണ്. വാസ്കുലർ ബണ്ടിൽ റേഡിയൽ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലായി അത് റൂട്ടാണെന്ന് അല്ലേ? റൂട്ടായി. വാസ്കുലർ ബണ്ടിൽ റേഡിയൽ എന്ന് പറഞ്ഞാൽ റൂട്ടായി. 20 in number. വാസ്കുലർ ബണ്ടിൽ 20 എണ്ണം ഉണ്ട്. സോ പോളി ആർച്ച് കണ്ടീഷൻ, പോളി ആർച്ച് കണ്ടീഷനിൽ ഏത് റൂട്ടിലാ കാണുക? മോണോകോട്ട് റൂട്ട്. സോ ഇത് ആരെ പറ്റി പറയുകയാണെന്ന് മനസ്സിലായി? മോണോകോട്ട് റൂട്ടിനെ പറ്റി പറയാണ് എന്ന് മനസ്സിലായി. മോണോകോട്ട് റൂട്ടിന് മാത്രമേ ആപ്ലിക്കബിൾ ആവൂ. നെക്സ്റ്റ്, കൊളാട്രൽ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. Vascular bundles ring arrangement and the vascular bundles are few in number.
വാസ്കുലർ ബണ്ടിൽസ് റിംഗ് അറേഞ്ച്മെന്റിൽ നടത്തണമെങ്കിൽ ആരായിരിക്കും? റിംഗ് അറേഞ്ച്മെന്റിൽ ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. വാസ്കുലർ ബണ്ടിൽസ് എപ്പോഴും റിംഗ് അറേഞ്ച്മെന്റിൽ ആരാണ് നടത്തുക? റിംഗ് അറേഞ്ച്മെന്റിലുള്ളത് സ്റ്റെം. എന്ത് സ്റ്റെം? ഡൈക്കോട്ട് സ്റ്റെം. സോ രണ്ടാമത്തത് ഡൈക്കോട്ട് സ്റ്റെമ്മിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി. അടുത്തത് സൈലം ഇസ് റൗണ്ട് ഇൻ ഷേപ്പ്. സൈലം റൗണ്ട് ഷേപ്പിൽ എപ്പോഴും എവിടെയാ കാണുക? റൂട്ടിലാ കാണുക. ഏത് റൂട്ടിലാ കാണുക? രണ്ട് റൂട്ടിൽ ഒരുപോലെ. സോ മോർ ഓഫൺ ഇറ്റ് ഇസ് ഇൻ മോണോകോട്ട് റൂട്ട്. സോ ഇവിടെ റൂട്ടിലാ. സോ നമ്മളിത് മോണോകോട്ട് റൂട്ടായിട്ട് എടുത്തു. കാരണം രണ്ട് പേരല്ലേ തന്നിട്ടുള്ളൂ. എന്തായാലും സ്റ്റെമ്മിൽ വരില്ല, റൂട്ടിലാ. സോ മോണോകോട്ട് റൂട്ടായിട്ട് എടുത്തു. നെക്സ്റ്റ് സൈലം എക്സാർച്ച്. എക്സാർച്ച് സൈലം എപ്പോഴും റൂട്ടിലാ. ഇവിടെ എന്ത് റൂട്ടായിട്ട് നമ്മൾ എടുക്കും? അതിനെ നമ്മൾ മോണോകോട്ട് റൂട്ടായിട്ട് എടുത്തു. നെക്സ്റ്റ് കേമ്പിയം ഇസ് പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കേമ്പിയം വരണമെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, കൺജോയിന്റ് ഓപ്പൺ. അതെവിടെയാ? റൂട്ട്. എന്ത് സ്റ്റെം? ഏത് സ്റ്റെം? ഡൈക്കോട്ട് സ്റ്റെം. നെക്സ്റ്റ് സൈലം ഇസ് എൻടാർച്ച്. അതും സ്റ്റെമ്മിലല്ലേ എൻടാർച്ച് സൈലം വരൂ. ഇവിടെ നമ്മൾ അത് എന്തായിട്ട് എടുത്തു? ഡൈക്കോട്ട് സ്റ്റെം ആയിട്ട് എടുത്തു. സോ ബേസിക്കലി ഒരു സ്റ്റെമ്മും ഒരു റൂട്ടും ആ തന്നെ. റൂട്ട് മോണോകോട്ട് റൂട്ടും സ്റ്റെം ഡൈക്കോട്ട് സ്റ്റെമ്മും ആയിരുന്നു തന്നത്. ഓക്കെ ഓക്കെ. The transverse section of a plant is given below. Identify the plant part. So ഏതോ ഒരു പ്ലാന്റിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഇങ്ങനെ മുറിച്ചിട്ടുള്ള സെക്ഷൻ തന്നിരിക്കുകയാണ്. ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട്. ഏതാണ് ആ പ്ലാന്റ് പാർട്ട്? ഏതാടാ? ഇത് കണ്ട ഉടനെ മനസ്സിലാവും. അപ്പർ എപ്പിഡെർമിസ് ഉണ്ട് അല്ലെ? അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്, പാലിസൈഡ് മീസോഫിൽ ഉണ്ട്, സ്പോഞ്ചി മീസോഫിൽ ഉണ്ട്. ആരാ? ആളാരാ? ഇയാളാരാ? ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോൾസി വെൻട്രൽ ലീഫ്. റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് ദ പാർട്ട് ഐഡന്റിഫൈഡ്. രണ്ട് ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ ഫീച്ചേഴ്സ് എഴുതും? ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഹാസ് ആൻ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് എ ലോവർ എപ്പിഡെർമിസ്. ഇല്ലേ? ഒന്നാമത്തെ ഫീച്ചർ അത്. ഇറ്റ് ഹാസ് ആൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ്. അതിന് അപ്പർ എപ്പിഡെർമിസും ഉണ്ട്, ലോവർ എപ്പിഡെർമിസും ഉണ്ട്. അടുത്ത പോയിന്റ് എന്ത് എഴുതും? അതിന്റെ മീസോഫിൽ എങ്ങനത്തെയാ? ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇതിന്റെ മീസോഫിൽ ഇത്രയും സാധനമാണ് മീസോഫിൽ അല്ലേ? ഇത് മീസോഫിൽ ഇസ് ഡിഫറൻഷിയേറ്റഡ്. അതിന്റെ മീസോഫിൽ ഡിഫറൻഷിയേറ്റഡ് ആണ് ഇൻടു ഏതൊക്കെയാ? രണ്ടെണ്ണം. ഒന്ന് പാലിസൈഡ് ആൻഡ് രണ്ടാമത്തത് സ്പോഞ്ചി. വേണമെങ്കിൽ പറയാം പാലിസൈഡ് മീസോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള അല്ലെ? ഇതാ ഇവിടെ കാണുന്നത് ഇങ്ങനെതാ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള മീസോഫിൽ സെൽസ് ആണ്. സീൻ ടുവേർഡ്സ് ദി അപ്പർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിനോട് ചേർന്ന് കാണുന്നത്. ഇനി സ്പോഞ്ചി ആണെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സീൻ ടുവേർഡ്സ് ദി ലോവർ എപ്പിഡെർമിസ്. ഇത്രയൊന്നും ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും രണ്ട് ഫീച്ചർ എഴുതിയിരുന്നാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ എന്തേ ഉള്ളൂ. നോക്കടാ ഈ ക്വസ്റ്റ്യൻ നോക്ക്. കുറച്ച് പാർട്സിന്റെ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ലീഫിന്റെയും കുറച്ച് ഫീച്ചേഴ്സ് തന്നിരിക്കാം. നിങ്ങൾ സ്റ്റെം ആണോ റൂട്ട് ആണോ ലീഫ് ആണോ എന്ന് പറയണം. എക്സാർച്ച് സൈലം. സൈലം എക്സാർച്ച് ആയിട്ട് ഒരിടത്ത് മാത്രമേ ഉള്ളൂ, റൂട്ടിൽ അല്ലേ? അല്ലേ? യെസ്. എക്സാർച്ച് സൈലം റൂട്ടിലാണ്. പ്രസൻസ് ഓഫ് എൻഡോഡെർമസ്. വെറുതെ എൻഡോഡെർമസിനെ പറഞ്ഞിട്ടുള്ളൂ. സോ വെറുതെ എൻഡോഡെർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡെർമസ് റൂട്ടിലും ഉണ്ട് സ്റ്റെമ്മിലും ഉണ്ട്. സോ അതവിടെ നിൽക്കട്ടെ, നമ്മൾ എഴുതുന്നില്ല, അതവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. സ്റ്റെമ്മും ആവാം റൂട്ടും ആവാം, അല്ല ഏതാന്ന് വേണ്ട, നമ്മൾ അവിടെ വെച്ചു. പാലിസൈഡ് പാരൻകൈമ സെൽസ്. പാലിസൈഡ് ഉള്ളത് ലീഫിലാ. പാരൻകൈമ സെൽസ് പാലിസൈഡ് പാരൻകൈമ ലീഫിലാണ്. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. കൺജോയിന്റ് എന്ന് കേട്ടാൽ തന്നെ ആലോചിച്ചോണം, സ്റ്റെമ്മിന്റെ ഫീച്ചർ ആണ് കൺജോയിന്റ് അല്ലെ? ഓപ്പൺ ആയിട്ടുള്ളത് സ്റ്റെമ്മിൽ തന്നെ. എൻഡോഡെർമസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ്. അതാരില്ല വരിക? എൻഡോഡെർമസ് സ്റ്റെമ്മിലും റൂട്ടിലും ഉണ്ട്. കാസ്പേറിയൻ സ്ട്രിപ്സ് എവിടെ മാത്രമേ ഉള്ളൂ? റൂട്ടിൽ മാത്രമേ ഉള്ളൂ. ലാർജ് എംപ്റ്റി ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എവിടാ വരിക? ലീഫിലാ വരിക. സോ ബേസിക്കലി ഇത് കാരണം നമ്മൾ ഈ പ്രസൻസ് ഓഫ് എൻഡോഡെർമസ് എന്ന് പറയുന്ന സ്റ്റെം ആയിട്ട് എടുക്കും. കാരണം റൂട്ടിന് രണ്ടെണ്ണം വന്നു, ഇപ്പൊ സ്റ്റെമ്മിന് രണ്ടെണ്ണം വന്നു, ലീഫിന് രണ്ടെണ്ണം വന്നു. ഈ എൻഡോഡെർമസ് ഫസ്റ്റ് വെറുതെ എൻഡോഡെർമസ് എന്ന് പറഞ്ഞത് നമ്മൾ റൂട്ടായിട്ട് എടുത്തില്ല, കാരണം റൂട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള എൻഡോഡെർമസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് അവർ പറഞ്ഞു. ഓക്കെ. സോ ബേസിക്കലി ഇങ്ങനെ എടുക്കണം. കേട്ടോടാ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below is a structure present in the epidermis of leaves. ലീവ്സിന്റെ എപ്പിഡെർമിസിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഈ വരച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. എന്താ ഈ സ്ട്രക്ചറിന്റെ പേര്? എന്താ സ്ട്രക്ചറിന്റെ പേര്? ദിസ് ഇസ് കോൾഡ് സ്റ്റൊമാറ്റ. വെരി ഗുഡ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് കാണിച്ചിട്ടുള്ളത്. ലേബൽ ദ പാർട്സ് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആ ഒരു സ്ട്രക്ചേഴ്സ്, ആ സെൽസ്, ആ മോഡിഫൈഡ് സെൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഹോള്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ പോർ എന്നാ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇത് കഴിഞ്ഞു. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ. ഈ ഫംഗ്ഷൻ എന്താ? അതിന്റെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്പിറേഷനും ഉണ്ട്, അതുപോലെ ഗേഷ്യസ് എക്സ്ചേഞ്ചും ഉണ്ട്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ സ്ട്രക്ചർ ഡിഫർ ഇൻ മോണോകോട്ട്സ്? ഹൗ ഡസ് ദ സ്ട്രക്ചർ ഡിഫർ ഇൻ മോണോകോട്ട്? ഈ സ്ട്രക്ചർ മോണോകോട്ടും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താ? എന്താ ഇവര് മോണോകോട്ടും ആയിട്ട് വരുന്ന ഡിഫറൻസ്? ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോകോട്ടിലെ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പിലാണ് കാണുക? അവര് ഡംബൽ ഷേപ്പിലാണ് കാണുക. ഡംബൽ ഷേപ്ഡ് ആയിരിക്കും കാണുക. ക്ലിയർ ആണോ? ഡൺ. കഴിഞ്ഞു. ബേസിക്കലി ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. കഴിഞ്ഞു. സോ മോർഫോളജി, അനാട്ടമി, പ്ലാന്റ് കിങ്ഡം, ബയോളജി ക്ലാസിഫിക്കേഷൻ, 4 ചാപ്റ്ററും പക്കാണോ? ക്ലിയർ ആണോ? ഡൺ. ഇനി ഒരു കുഞ്ഞു പോർഷൻ റെസ്പിറേഷൻ കൂടി ഇല്ലേ? അഖിൽസാർ വെയിറ്റിംഗ്. ഞാൻ പെട്ടെന്ന് അഖിൽസാറിനെ പറഞ്ഞു വിടാം. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചോ. നാളെ നമ്മളുടെ അടിപൊളി റിവിഷൻ, നമ്മളെ വെഡിക്കറ്റ് റിവിഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഒന്നില്ല അഖിൽ സാർ. ശരിടാ, ബൈ ബൈ. ഹലോടാ മക്കളെ, ഹലോടാ. തീരെ വയ്യടാ, തലവേദന. രാവിലെ മുതൽ കോളേജിൽ നിന്ന് ഓടി വന്നെടുത്തല്ലേ, തീരെ ഒരു തലവേദനയൊക്കെ. ഇതിപ്പോ കാട്ടുക. ഓ, മിസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചല്ലേ, ഇതെങ്ങനെ ഇപ്പൊ എടുക്കുക? റിൻഷാദേ, വേണ്ട വരണ്ട 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 വരണ്ട. പഞ്ചാര കുഞ്ചുകളെ, ബൈ മാം, ബൈ മാം. ആയിക്കോട്ടെ, എന്താ പറ്റിയ, എന്താ ചെയ്യാ? എടാ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, എല്ലാം അറിയാം. ഓക്കെ, ഇപ്പം എന്താ ഞാനവിടെ? ഓക്കെ, നമ്മളിവിടെ എല്ലാം നിർത്തിയ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എടുക്കാം അല്ലേടാ? കിങ്ങണീസ് ബാക്ക്. പിന്നെ അല്ലടാ, ഞാൻ വന്നടാ. പാതിരാത്രിയാണ്, എനിക്ക് അധികം എനർജി ഒന്നും ഇടാൻ വയ്യ മക്കളെ. ഇങ്ങനെ രാവിലെ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ബൈക്ക് എടുത്ത് ഇറങ്ങി വന്ന ഇവിടെ ഇരിക്കുക. അവിടെ AC ഫുൾ ടൈം ഒക്കെ ഇരിക്കാണ്ട് തലവേദന ഇരിക്കുക. എനിക്ക് തീരെ തണുപ്പും കാര്യങ്ങളൊന്നും പറ്റില്ല, ഭയങ്കര ഒരു സ്ട്രെയിനും ഒക്കെ. സാറേ ഗുഡ് മോർണിംഗ്. 1 മണിയായോ? ഇല്ലല്ലോ. 1 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ നീ ഗുഡ് മോർണിംഗ് പറയടാ. 12 മണിയാകുമ്പോൾ നീ ഗുഡ് മോർണിംഗ് പറയണം കേട്ടാ, ഞാൻ മറക്കില്ല. ഓക്കേടാ, ഉത്തരങ്ങൾ ഇങ്ങനെ പറയട്ടോ. 93 പേരുണ്ടല്ലോ, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതിന് ഞാൻ വെറുതെ ആക്കി തന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. നല്ലപോലെ അങ്ങ് എടുത്തു തന്നേക്കാം മക്കളെ, എനിക്കൊരു കുഴപ്പമില്ലടാ. തലവേദന എവിടെ തല പൊട്ടി ചത്താലും കുഴപ്പമില്ല. ഓക്കെ, പോട്ടെ മക്കളെ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറക്കട്ടെ, എന്താ റെസ്പിറേഷൻ? പറ സാറേ, എന്താടാ റെസ്പിറേഷൻ? ഒന്ന് ചലക്കി മക്കളെ, പറ എന്താ? എടാ ഒന്നുമില്ലടാ, നോക്ക്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എടുക്കും, ഫുഡിലെ കാർബൺ ബോണ്ടുകളെ മുറിക്കും. ഈ കാർബൺ കൊണ്ട് മുറിച്ച് അതിന് എന്തിനെ ഉണ്ടാക്കും? എനർജീനെ ഉണ്ടാക്കും. ഈ എനർജീനെ പിടിച്ച് എന്താക്കും? ATP ആക്കും. ഇതാണടാ എന്ത്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ റെസ്പിറേഷൻ? നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബൺ ബോണ്ടിനെ നമ്മൾ മുറിക്കുമടാ. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബൺ ബോണ്ടിനെ നമ്മൾ മുറിക്കും. കാർബൺ ബോണ്ട് മുറിക്കുമ്പം എന്ത് വെളിയിൽ വരും? എനർജി വെളിയിൽ വരും. ഈ എനർജീനെ പിടിച്ച് നമ്മൾ എന്താക്കി മാറ്റും? ATP ആക്കി മാറ്റും. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെയൊക്കെ മുറിച്ച് ATP അല്ലെങ്കിൽ എനർജി ആക്കുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? റെസ്പിറേഷൻ. പറയടാ മക്കളെ, എന്തുവാ മക്കളെ, എന്തുവാടാ റെസ്പിറേഷൻ? ഒന്ന് ചിലയ്ക്ക് മക്കളെ, പറ. ചിലയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കേട്ടോ, വേറെ തെറിയൊന്നും അല്ല കേട്ടോ. പറ മക്കളെ, എന്താടാ റെസ്പിറേഷൻ? പറ എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡ് എടുത്തു, ആ ഫുഡില് കാർബൺ ബോണ്ട് ഇല്ലേ, ആ ബോണ്ട് ഉണ്ട്. ആ കാർബൺ ബോണ്ടുകൾ മുറിച്ചിട്ട് ആ ഫുഡിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്ത്? റെസ്പിറേഷൻ. ഫുഡ് എടുക്കുന്നു,
കാർബൺ കാർബൺ ബോണ്ട് മുറിക്കുന്നു, എനർജീനെ ATP ആക്കി മാറ്റുന്നു. ഇതാണടാ എന്ത് പറ, ഇതാണ് എന്ത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഏതെങ്കിലും ഒരു ഫുഡ് എടുക്കുന്നു, കാർബൺ കാർബൺ ബോണ്ട് മുറിക്കുന്നു, എനർജി ഉണ്ടാക്കുന്നു, ഇതാണ് റെസ്പിറേഷൻ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ജസീറ PV മോളെ, ഓക്കെ, ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്ന കേട്ടോ. ഏത് സാധനത്തിന്റെയാണോ കാർബൺ കാർബൺ ബോണ്ട് മുറിക്കുന്നത്, ഏത് ഫുഡിലെ കാർബൺ കാർബൺ ബോണ്ട് മുറിച്ചിട്ടാണോ നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്, ആ ഫുഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. പറയടാ, എന്താടാ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഏത് ഫുഡിലെ കാർബൺ കാർബൺ ബോണ്ട് മുറിച്ചിട്ടാണോ നിങ്ങൾ എനർജി ഉണ്ടാക്കുന്നത്, ആ ഫുഡിന്റെ പേരാണ് സാറേ എന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. നിങ്ങൾ ഗ്ലൂക്കോസ് എടുത്തെന്നിരിക്കട്ടെ, ഗ്ലൂക്കോസിലെ കാർബൺ കാർബൺ ബോണ്ട് മുറിച്ച് എനർജി ഉണ്ടാക്കിയിരിക്കട്ടെ, അപ്പൊ ഗ്ലൂക്കോസ് ആരാ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. നിങ്ങൾ പ്രോട്ടീൻ എടുത്തെന്നിരിക്കട്ടെ, പ്രോട്ടീന്റെ കാർബൺ കാർബൺ ബോണ്ട് മുറിച്ചെന്നിരിക്കട്ടെ, പ്രോട്ടീൻ എനർജി ഉണ്ടാക്കിയിരിക്കട്ടെ, പ്രോട്ടീൻ ആരാ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. നിങ്ങൾ ഫാറ്റ് എടുത്തെന്നിരിക്കട്ടെ, ഫാറ്റിലെ ബോണ്ടുകൾ മുറിച്ചെന്നിരിക്കട്ടെ, ഫാറ്റിലെ ബോണ്ടുകൾ മുറിച്ചിട്ട് അതിന് എനർജി ഉണ്ടാക്കിയിരിക്കട്ടെ, അപ്പൊ ഫാറ്റ് ആരാടാ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഏതു സാധനത്തിൽ നിന്നാണോ നമ്മൾ എനർജി ഉണ്ടാക്കുക, ഏത് സാധനത്തിന്റെ ബോണ്ടുകൾ മുറിച്ചിട്ടാണോ നമ്മൾ എനർജി ഉണ്ടാക്കുക, ആ സാധനത്തിന്റെ പേരാണെന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അപ്പൊ എന്താ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? പറ. കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. പറ. കോമ്പൗണ്ട്സ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. പറ. കോമ്പൗണ്ട്സ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ സമയത്ത് ഏതാണോ ഓക്സിഡേഷന് പോകുന്നത്, ആ സാധനമാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ കാർബൺ ബോണ്ട് മുറിക്കുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയാം. ഏത് സാധനത്തെ എടുത്തിട്ടാണോ നമ്മൾ കാർബൺ കാർബൺ ബോണ്ട് മുറിക്കുന്നത്, ആ സാധനത്തിന്റെ പേരാ സാറേ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. മനസ്സിലായോ? റെസ്പിറേഷന്റെ സമയത്ത് ഏതിലെ കാർബൺ കാർബൺ ബോണ്ടാണോ മുറിക്കുന്നത്, അതിന്റെ പേരാ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എക്സാമ്പിൾ ആരാ? ഗ്ലൂക്കോസ് ആകാം, പ്രോട്ടീൻ ആകാം, ഫാറ്റ് ആകാം, ഇതൊക്കെ എന്താടാ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. റെസ്പിറേഷനിൽ നിങ്ങൾ ഏതിനെയാണോ മുറിക്കുന്നത്, ഏതിനെയാണോ ഓക്സിഡേഷൻ നടത്തി എനർജി ഉണ്ടാക്കുന്നത്, അതിന്റെ പേരാ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അത് ആരൊക്കെയാകും? പ്രോട്ടീൻ ആകും, ഫാറ്റ് ആകും, കാർബോഹൈഡ്രേറ്റ് ആകും. ഓക്കെ അല്ലേടാ? അടുത്ത, എന്തുകൊണ്ടാ പ്ലാന്റ്സിന് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തത്? നമുക്ക് ശ്വസിക്കാൻ എന്തുണ്ട്? ലങ്സ് ഉണ്ട്. ലങ്സ് ആ റെസ്പിറേറ്ററി ഓർഗൻ. എന്തുകൊണ്ടാ സാറേ ഇതേപോലൊരു ലങ്സ് പ്ലാന്റ്സിന് ഇല്ലാത്തത്? പറ. എന്തുകൊണ്ടാണ് എൻ്റെ പൊന്നു മക്കള്? പറ. എന്തുകൊണ്ടാ സാറേ നമുക്ക് ലങ്സ് ഉള്ള പോലെ പ്ലാന്റ്സിന് ശ്വസിക്കാൻ ഒരു ലങ്സ് ഇല്ലാത്തത്? പറ. എന്തുകൊണ്ടാ മക്കളെ? പറ. നമുക്ക് ലങ്സ് ഉള്ള പോലെ പ്ലാന്റ്സിന് ഇല്ലാത്തത്? കാരണം എന്താണെന്നറിയാമോ സാറേ? നമ്മളെപ്പോൾ നോക്കിയാലും ഓക്സിജനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഇതേപോലെ എപ്പോഴും ഓക്സിജനെ വലിച്ചെടുക്കേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് കുറച്ച് ഓക്സിജനെ വലിച്ചെടുത്താൽ മതി. കുറച്ച് ഓക്സിജനെ വലിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്ത് വേണ്ട? ഒരു ലങ്സ് ഒന്നും വേണ്ട. നമുക്ക് നിറയെ ഓക്സിജനെ വലിച്ചെടുക്കണം, അതുകൊണ്ട് വലിയ ഒരു ഓർഗൻ വേണം. അവർക്ക് ഒരുപാട് ഓക്സിജൻ ഒന്നും വലിച്ചെടുക്കണ്ട, അപ്പൊ അവർക്കൊരു ഓർഗൻ ഒന്നും വേണ്ട. അപ്പൊ എന്താ ഒന്നാമത്തെ കാരണം? ദേ നീഡ് ലെസ് ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ. പറ. ദേ നീഡ് ലെസ് ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ. നമുക്ക് കുറെ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് നമുക്കൊരു ലങ്സ് പടച്ചോൻ തന്നേക്കണേ. പ്ലാന്റ്സിന് അങ്ങനെ കുറെ ഓക്സിജൻ വലിച്ചെടുക്കണ്ട, കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഓക്സിജൻ ഉണ്ട്, ഫോട്ടോസിന്തസിസ് നടന്നിട്ട്. അപ്പൊ അവർക്ക് പുറത്തു നിന്ന് ഒരുപാട് എണ്ണത്തെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഓക്സിജൻ ഉണ്ട്. പ്ലാന്റ്സില് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒഴുകുന്ന ഓക്സിജൻ ഉണ്ട്. അപ്പൊ പുറത്തു നിന്ന് അവർക്ക് ഒരുപാട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ഓർഗൻ വേണ്ട വലിച്ചെടുക്കാൻ. ദേ നീഡ് ലെസ് ഓക്സിജൻ ഫ്രം ദ സറൗണ്ടിങ്സ് അല്ലെ അറ്റ്മോസ്ഫിയർ. സോ ദേ നീഡ് നോ സ്പെഷ്യലൈസ്ഡ് ഓർഗൻ. രണ്ടാമത്തെ എന്താ? അറേഞ്ച്മെന്റ് ലൂസായിട്ട് അറേഞ്ച് ചെയ്തേക്കണേ. പാരങ്കൈമകളൊക്കെ ഇങ്ങനെ ലൂസായിട്ട് വെച്ചേക്കണേ. അതുകൊണ്ട് ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ സുഖമായിട്ട് ആര് നടക്കും? എയർ നടന്നോളും. ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. ലാസ്റ്റ് എന്താ? ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്സ് ഇറ്റ്സ് ഓൺ ഗ്യാസസ് എക്സ്ചേഞ്ച്. ഒരു പ്ലാന്റില് ഏതെങ്കിലും ഒരു ഭാഗത്തിന്
ഒരു പ്ലാന്റിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണം എന്നിരിക്കട്ടെ. നോക്കടാ, ഈ ഭാഗത്തിന് ഓക്സിജൻ വേണം എന്നിരിക്കട്ടെ. ഈ ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ ഈ ഭാഗം തന്നെ അന്തരീക്ഷത്തിന് എന്തിനെ വലിച്ചെടുത്തോളും? ഓക്സിജനെ വലിച്ചെടുത്തോളും വേണ്ടുവോളം. ഈ ഭാഗത്തിന് ഓക്സിജൻ വേണം എന്നിരിക്കട്ടെ. ഈ ഭാഗം തന്നെ അന്തരീക്ഷത്തിന് എന്തിനെ വലിച്ചെടുത്തോളും? വേണ്ടുവോളം ഓക്സിജനെ വലിച്ചെടുത്തോളും. ഈ ഭാഗത്തിന് ഓക്സിജൻ വേണം എന്നിരിക്കട്ടെ. അപ്പൊ ഈ ഭാഗം തന്നെ അന്തരീക്ഷത്തിന് എന്തിനെ വലിച്ചെടുത്തോളും? ഓക്സിജനെ വലിച്ചെടുത്തോളും. ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ ആ ഭാഗം തന്നെ വേണ്ടുവോളം വലിച്ചെടുത്തോളും. ഒരു ഓർഗൻ കൊണ്ടു കൊടുക്കാൻ നിൽക്കൂല. നമുക്കെങ്ങനാ? 12 മണിയായല്ലേ? ഗുഡ് മോർണിംഗ്. നാളെ കോളേജിൽ പോണ്ടതല്ലേ? ഇനി ഉറങ്ങിക്കോ. മിസ്സറെ ബാൻഡേജ് പഠിപ്പിച്ചിട്ടല്ലാതെ ഉറങ്ങൂലടാ. ഇന്നോ ഇന്നലെയോ നിങ്ങളെ പോലെ കാണാൻ വന്നതല്ല ഈ വീഡിയോ. കാലങ്ങളോളം കുറേ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. മിക്സറെ ബാൻഡേജ്. ഞാനിത് പറഞ്ഞു കൊടുക്കാതെ പോകത്തുമില്ല, ഇത് നിങ്ങൾ കേൾക്കാതെയും പോകത്തില്ല എന്ന് എനിക്കറിയാം. പഠിച്ചവനെ നേരത്തെ പോവാടാ, പോയല്ലട്ടാ. പാതിരാത്രി ഇമാതിരി ചളിയടിക്കല്ലെന്നായിരിക്കും. ഓക്കെ സാറേ, മിസ്റ്റർ നാളെ കോളേജിൽ പോണ്ടതല്ലേ? സാർ ഉറങ്ങിക്കോ. കോളേജിൽ പോണ്ടെങ്കിലോ? ഓക്കെ, ശ്രദ്ധിച്ചോടാ. ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ പ്ലാന്റിൽ ആ ഭാഗം തന്നെ വേണ്ടുവോളം വലിച്ചെടുത്തോളും. ഈ ഭാഗത്തിന് വേണമെങ്കിലോ ഈ ഭാഗം വലിച്ചെടുക്കും. ഈ ഭാഗത്തിന് വേണമെങ്കിലോ ഈ ഭാഗം വലിച്ചെടുക്കും. ഈ ഭാഗത്തിന് വേണമെങ്കിലോ ഈ ഭാഗം വലിച്ചെടുക്കും. ഏതെങ്കിലും ഒരു പാട്ടിന് വേണമെങ്കിൽ ആ ഭാഗം തന്നെ വലിച്ചെടുക്കുമടാ. പറഞ്ഞ മനസ്സിലായി? നമ്മളിൽ അങ്ങനല്ല. നമ്മുടെ ഈ ഭാഗത്തിന് ഓക്സിജൻ വേണമെന്നിരിക്കട്ടെ. ഈ ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ ഈ ഭാഗം തന്നെ അന്തരീക്ഷത്തിന് വലിച്ചെടുക്കും ഓക്സിജനെ അല്ല. ഈ ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ നമ്മുടെ ലങ്സ് ആണ് അങ്ങോട്ടേക്ക് ഓക്സിജൻ എത്തിക്കുക. ഈ ഭാഗത്ത് ഓക്സിജൻ വേണമെന്നിരിക്കട്ടെ, ഇവിടേക്ക് ആരെ എത്തിക്കുക? അന്തരീക്ഷത്തിൽ നേരെ വലിച്ചെടുക്കുവോ? ഇല്ല. ഈ ഭാഗത്തേക്കും ലങ്സ് എത്തിക്കുക. ഇവിടെ ഓക്സിജൻ വേണമെന്നിരിക്കട്ടെ, എന്താ? ഈ ഭാഗം വേണ്ടുവോളം അന്തരീക്ഷത്തിന് വലിച്ചെടുക്കുമോ പ്ലാന്റിനെ പോലെ? ഇല്ല. ഇവിടേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ലങ്സ് ആണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓക്സിജൻ വേണമെങ്കിൽ അവിടേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ആരാ? ലങ്സാ. ഏതെങ്കിലും എന്റെ പൊന്നു മക്കളെ, ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ ആ ഭാഗം തന്നെ പ്ലാന്റ്സിൽ വലിച്ചെടുത്തോളും. നമ്മുടെ കാര്യത്തിൽ അങ്ങനല്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നത് ലങ്സ് ആണ് മക്കളെ, ലങ്സാ. പ്ലാന്റ്സിലെ ലങ്സ് അല്ല എത്തിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജന്റെ ആവശ്യം വന്നാൽ ആ ഭാഗം തന്നെ വേണ്ടുവോളം നേരെ അന്തരീക്ഷത്തിന് വലിച്ചെടുക്കും. അപ്പൊ എന്താ? ഈച്ച് പ്ലാന്റ് പാർട്ടേക്സ് ഇറ്റ്സ് ഓൺ ഗ്യാസസ് എക്സ്ചേഞ്ച്. മക്കളെ, അടുത്ത ആർക്യു ആട്ടോ കണ്ടുപിടിക്കുക. ആർക്യു എങ്ങനെ കണ്ടുപിടിക്കുക? എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവഡ് ബൈ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ഭാഗം, എത്ര ഓക്സിജനെ ഉപയോഗിച്ചു റെസ്പിറേഷനില്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റെസ്പിറേറ്ററി കോഷ്യന്റ് ആർക്യു. പറടാ, ആർക്യു ഈക്വൽ ടു എന്താടാ? എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. പറ, എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. പറ, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ഡിവൈഡ് ബൈ എത്ര ഓക്സിജൻ ഉപയോഗിച്ചു. ഈ റേഷ്യോ ആണ് എന്ത്? ആർക്യു. ആർക്യു ഈക്വൽ ടു കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓക്സിജൻ. ആർക്യു എങ്ങനെ കണ്ടുപിടിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓക്സിജൻ ചെയ്താൽ മതി കേട്ടോ. കാർബോഹൈഡ്രേറ്റിന്റെ ആർക്യു 1 ആണ്. പ്രോട്ടീന്റെ ആർക്യു 0.9 ആണ്. ഫാറ്റിന്റെ ആർക്യു 1 കുറവാണടാ. ഒരു ടൈപ്പ് ഫാറ്റ് ആണ് ട്രൈപാൽമിറ്റിൻ. ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര വരിക? 0.7 ആണ് വരുന്നത്. 0.7. ഓക്കെ അല്ലേ? ഉറക്കം വരുന്നുണ്ടല്ലേ? പോയി കിടന്നോടാ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് പഠിച്ചാൽ പിന്നെ ഒന്നും തലയിൽ കയറൂല. കാർബോഹൈഡ്രേറ്റിന്റെ ആർക്യു എത്രയാണ്? 1 ആണ് സാറേ. പ്രോട്ടീന്റെ എത്രയാണ്? 0.9 സാറേ. ഫാറ്റിന്റെ ആർക്യു എത്ര? 1 കുറവായിരിക്കും സാറേ. ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? 0.7 ആയിരിക്കും. ഓർത്ത് വെച്ചോ. കാർബോഹൈഡ്രേറ്റ് 1, പ്രോട്ടീൻ 0.9, ഫാറ്റ് 1 കുറവാണ്. ഒരു ടൈപ്പ് ഫാറ്റ് ആണ് ട്രൈപാൽമിറ്റിൻ. അതിന്റെ ആർക്യു 0.7. ഓക്കെ അല്ലേടാ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഡാ. എടാ, എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനേറോബിക് റെസ്പിറേഷൻ ഉണ്ട് കേട്ടോ. എന്താ ഡിഫറൻസ് പറ? ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതാണ് എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്നതിന് എന്താ വിളിക്കുക? അനേറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുക. ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്താ സാറേ? എയറോബിക്ക. ഓക്സിജൻ ഇല്ലാത്ത റെസ്പിറേഷൻ ഏതാ സാറേ? അനേറോബിക് റെസ്പിറേഷൻ ആടാ.
ഓക്കേടാ, സെറ്റാണ്. എയറോബിക് റെസ്പിറേഷൻ വഴി 38ഓളം എനർജി ഉണ്ടാകുന്നുണ്ട്, ATP ഉണ്ടാകുന്നുണ്ട്. അനേറോബിക്കില് കുറവേ ഉണ്ടാകുന്നുള്ളൂ, 2 ATP ഉണ്ടാകുന്നുള്ളൂ. എയറോബിക് റെസ്പിറേഷനിൽ ആകെ ഉണ്ടാകുന്ന ATP എത്ര ചോദിക്കും? എമൗണ്ട് ഓഫ് ATP ഫോംഡ് ത്രൂ എയറോബിക് റെസ്പിറേഷൻ എത്ര? 38 സാറേ അനേറോബിക് വഴി ഉണ്ടാകുന്നത് എത്ര? 2 ATP ഉള്ളൂ. എയറോബിക്കിനേക്കാൾ ഭയങ്കര കുറവാ അനേറോബിക്കിൽ ഉണ്ടാകുന്ന എനർജി. അടുത്തെന്താണെന്നറിയാമോടാ? എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ സെല്ലിലെ സൈറ്റോപ്ലാസവും വേണം, അതോടൊപ്പം സെല്ലിലെ ആരും വേണം? മൈറ്റോകോൺട്രിയയും വേണം. സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും രണ്ടിടത്തും കൂടെ എന്ത് നടക്കുക? എയറോബിക് റെസ്പിറേഷൻ നടക്കുക. പക്ഷെ അനേറോബിക് നടക്കാൻ സെല്ലിലെ ആരും മാത്രം മതി? സൈറ്റോപ്ലാസം മാത്രം മതി. ഓർത്ത് വെച്ചോ. എയറോബിക് നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം സാർ, അനേറോബിക്കിന് ഓക്സിജൻ വേണ്ട. എയറോബിക്കിൽ 38 ATP ഉണ്ടാകും, അനേറോബിക്കിൽ 2 ATP ഉണ്ടാകും. എയറോബിക് നടക്കണമെങ്കിൽ സെല്ലിലെ സൈറ്റോപ്ലാസം വേണം, മൈറ്റോകോൺട്രിയം വേണം. അനേറോബിക് നടക്കാൻ സൈറ്റോപ്ലാസം മാത്രം മതിയടാ, സൈറ്റോപ്ലാസം മാത്രം മതി അനേറോബിക് നടക്കാൻ. അടുത്ത ഡിഫറൻസ് എന്താണെന്നറിയാമോ? അടുത്ത ഡിഫറൻസാ ഈ എയറോബിക്ക നമ്മുടെ പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ നമ്മുടെ ശരീരത്തും പ്ലാന്റ്സിന്റെ ശരീരത്തിലും ഒക്കെ ഒരേപോലെ എയറോബിക് റെസ്പിറേഷൻ നടക്കുക. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ ഫുഡ് എത്തിയാൽ എനർജി ഉണ്ടാക്കുക, അതേപോലെ പ്ലാന്റ്സിന്റെ ഉള്ളിൽ എനർജി ഉണ്ടാക്കുക. നമ്മുടെയും പ്ലാന്റ്സിന്റെയും ഒരേ റെസ്പിറേഷനാണ്, മെക്കാനിസമാ. റെസ്പിറേഷനിലെ മെക്കാനിസം ഒരേപോലെ. ഗ്ലൈക്കോളൈസിസ്, ക്രെബ്സ് സൈക്കിൾ അവരിലും നമ്മളിലും അത് തന്നെ. പ്ലാന്റ്സിലും ആനിമൽസിലുമാടാ ഇതെന്ത് എയറോബിക് നടക്കുക. അനേറോബിക് എവിടെ നടക്കാന്നറിയാമോ? ഈസിലും നമ്മുടെ ചില മസിൽ സെല്ലിലും, പിന്നെ എവിടാന്നറിയാമോ? ചില ബാക്ടീരിയൽ സെല്ലിലുമൊക്കെയാണ് എന്ത് നടക്കുക? അനേറോബിക് നടക്കുക. എയറോബിക് എവിടെ നടക്കുക? പ്ലാന്റ്സിലും ആനിമൽസിലുമാ. അനേറോബിക് എവിടെ നടക്കുക? മസിൽ സെല്ല് ബാക്ടീരിയ. പറ, മസിൽ സെല്ല് ബാക്ടീരിയ. അടാ, എയറോബിക്കിലെ സ്റ്റെപ്പുകൾ ഞാൻ പറയാം. എയറോബിക്കിൽ 4 സ്റ്റെപ്പുകൾ ഉണ്ട് മക്കളെ. ഒന്നാണ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് എവിടെ വെച്ച നടക്കുക? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണടാ എന്ത്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എവിടെ നടക്കാന്നറിയാമോ? മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്രബ് സൈക്കിള്. ഇത് ഇവിടെ നടക്കുക, മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത് നടക്കുന്നത് എവിടാന്നറിയാമോ? മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറയില. ഇത് ഓർത്ത് വെച്ചോ. ഗ്ലൈക്കോളൈസിസ് എവിടെ നടക്കുക? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. പറയടാ, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഇതെവിടെ നടക്കാന്നറിയാമോ? ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിലാ. അടുത്ത ക്രബ് സൈക്കിള് എവിടെ വെച്ച നടക്കാന്നറിയാമോ? അതും മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിലാ. ലാസ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതെവിടെ നടക്കുക? മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറയില. മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറയിലാണ് നടക്കുക. ഇത് 4ഉമാണ് മക്കളെ എവിടുത്തെ സ്റ്റെപ്പ്? എയറോബിക് റെസ്പിറേഷനിലെ സ്റ്റെപ്പ്. അനേറോബിക്കിൽ 2 സ്റ്റെപ്പേ ഉള്ളടാ. ഒന്നാമത്തെ അതേത് തന്നെ ഇവിടുത്തെ അതേ സ്റ്റെപ്പാ. അതേതാ? ഗ്ലൈക്കോളൈസിസാ. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരാണെന്ത്? ഫെർമെന്റേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരെന്താ? ഫെർമെന്റേഷൻ. ഇത് ലാസ്റ്റ് ചാപ്റ്റർ, ഇനി വേറെ ചാപ്റ്റർ ഒന്നും ഇല്ലടാ. അപ്പൊ പറയണം മക്കളെ, അനേറോബിക്കിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഗ്ലൈക്കോളൈസിസ്, ഫെർമെന്റേഷൻ. എയറോബിക്കിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ സാറേ? ഗ്ലൈക്കോളൈസിസ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഉണ്ട്, ക്രബ് സൈക്കിൾ ഉണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോടാ. എങ്കിൽ എന്റെ ചോദ്യം ഇതാ, എയറോബിക്കിലും അനേറോബിക്കിലും രണ്ടിലും കോമൺ ആയി നടക്കുന്ന സ്റ്റെപ്പ് ഏതാ? രണ്ടിടത്തും ഒരു സ്റ്റെപ്പ് കോമൺ ആണ്. ആ സ്റ്റെപ്പ് ഏതാ? പറ. എയറോബിക് ആയിക്കോട്ടെ അനേറോബിക് ആയിക്കോട്ടെ, ഒരു സ്റ്റെപ്പ് കോമൺ ആണ്. അത് ഏതാണ് മക്കളെ? അതാണ് ചോദ്യം. എയറോബിക് ആയിക്കോട്ടെ അനേറോബിക് ആയിക്കോട്ടെ, ഒരു സ്റ്റെപ്പ് കോമൺ. അതേത്? ഏതാ മക്കളൊന്നും പറയാത്തെ?
ഏതാടാ? അതല്ലടാ. എടാ നോക്കടാ, എയറോബിക്കിലും അനേറോബിക്കിലും കോമൺ ആയി നടക്കുന്ന ഒറ്റ സ്റ്റെപ്പ് അത് ഏതാടാ? ഗ്ലൈക്കോളൈസിസ് ആ ചങ്ങായിമാരെ. രണ്ടിടത്ത് നടക്കുന്ന ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അത് ഏതാ? ഗ്ലൈക്കോളൈസിസേ. എയറോബിക്കിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളൈസിസാ, അനേറോബിക്കിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളൈസിസാ. രണ്ടിലും കോമൺ ആയി നടക്കുന്ന സ്റ്റെപ്പ് ഏതാടാ? ഗ്ലൈക്കോളൈസിസാ. ഗ്ലൈക്കോളൈസിസാ. ഗ്ലൈക്കോളൈസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കല. ഓർത്ത് വെച്ചോ സ്റ്റെപ്പുകൾ. ആദ്യം ആരുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് നേരെ എന്താകും? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് നേരെ എന്താകും? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് നേരെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആകും. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് നേരെ എന്താകും എന്നറിയാമോ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആകും. എന്താടാ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. എന്റെ കൂടെ പറ. ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ട്. പറ. ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ട്. ഈ സ്റ്റെപ്പില് നമ്മൾ എന്തുപയോഗിക്കും അറിയാമോ? ഒരു ATPനെ കൊണ്ടുവരും, എന്നിട്ട് എനർജി ആക്കി ഉപയോഗിച്ച് ADP ആക്കി മാറ്റും. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലും ATPനെ കൊണ്ടുവരും, എനർജി ഉപയോഗിച്ച് കഴിഞ്ഞത് ADP ആയി മാറും. ATPനെ ഉപയോഗിക്കുന്ന രണ്ട് സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും. ഓർത്ത് വെച്ചോ. ATPനെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഏതൊക്കെ? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേത് ഏതാ? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓർത്ത് വെച്ചോ. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന എൻസൈം ഉണ്ടടാ, അതിന്റെ പേരാ എക്സോകൈനേസ്. പറ. എൻസൈമിന്റെ പേരെന്താടാ? എക്സോകൈനേസ്. രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈമിന്റെ പേരാ ഐസോമറൈസ്. എന്താടാ? പറ. ഐസോമറൈസ്. ഫസ്റ്റ് സ്റ്റെപ്പിലെ ഗ്ലൈക്കോളൈസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പിലെ എൻസൈമിന്റെ പേരെന്താ? എക്സോകൈനേസ്. രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈമിന്റെ പേരെന്താ? ഐസോമറൈസ് എന്നാ വിളിക്കാം. ഇത്രയും സെറ്റായോ? ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടടാ. ഇനി എന്താ പറ്റുമെന്നറിയാമോ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് രണ്ടായി സ്പ്ലിറ്റ് ആകും. ഒന്നാമത്തെ ആളുടെ പേരാണ് എന്ത്? ഒന്നാമത്തെ ആളുടെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ്. 3-ഫോസ്ഫേറ്റ്. ഒന്നാമത്തെ ആളുടെ പേരെന്താ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. രണ്ടാമത്തെ DHAP, ഫുൾ ഫോം ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. പറയടാ. ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. ശ്രദ്ധിച്ചോടാ, ഞാൻ പറഞ്ഞ കേട്ടോടാ. ഇതെന്താടാ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റാ. അത് മുറിഞ്ഞു രണ്ട് പേരായി. ഒന്നേതാ? ഒന്നാണ് സാർ എന്ത്? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഒന്നാരാടാ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. രണ്ടാരാ? ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. പറ. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റുമായി. ഇയാൾ അവിടെ നിൽക്കട്ടെ മക്കളെ. ഇയാൾ നേരെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് നേരെ എന്താകും അറിയാമോ? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആകും. പറ. 1,3 ബിസ്ഫോസോ ഗ്ലിസറിക് ആസിഡ് ആകും. 1,3 ബിസ്ഫോസോ ഗ്ലിസറിക് ആസിഡ് നേരെ എന്താകും എന്നറിയാമോ? 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആകും. 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് നേരെ എന്താകും എന്നറിയാമോ? 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആകും. 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് നേരെ എന്താകും എന്നറിയാമോ? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആകും. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് നേരെ എന്താകും? പൈറുവിക് ആസിഡ് ആകും. നേരെ എന്താകും? പൈറുവിക് ആസിഡ് ആകും. കണ്ടോടാ, പൈറുവിക് ആസിഡ് കിട്ടി. പറ. എങ്ങനെ സാറേ പൈറുവിക് ആസിഡ് കിട്ടിയേ? ഞാൻ പറയാം. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയി. അത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയി. അത് രണ്ടായി മുറിഞ്ഞു. ഏതൊക്കെ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റുമായി. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് നേരെ എന്തായി? 1,3 ബിസ്ഫോസോ ഗ്ലിസറിക് ആസിഡ് ആയി. 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയി.
ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയി, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ലാസ്റ്റ് എന്തായി? പൈറുവിക് ആസിഡായി. പൈറുവിക് ആസിഡായി മക്കളെ. കണ്ടോ, ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആദ്യം ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ പോവും, ലാസ്റ്റ് പൈറുവിക് ആസിഡ് ആകും. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയി, ലാസ്റ്റ് പൈറുവിക് ആസിഡായി. അതേപോലെ ഇതേ സ്റ്റെപ്പിൽ കൂടെ കടന്നു പോയിട്ട് നമ്മുടെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും എന്താകും? വേറൊരു പൈറുവിക് ആസിഡ് ആകും കേട്ടോ. മനസ്സിലായോ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു പൈറുവിക് ആസിഡ് ഉണ്ടായ പോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൽ നിന്നും അടുത്ത പൈറുവിക് ആസിഡ് ഉണ്ടാകും. ഇവനിൽ നിന്നും ഒരു പൈറുവിക് ആസിഡ് ഉണ്ടാകും, ഇവനിൽ നിന്നും ഒരു പൈറുവിക് ആസിഡ് ഉണ്ടാകും. ടോട്ടൽ എത്ര പൈറുവിക് ആസിഡ് ഉണ്ടായി? 2 പൈറുവിക് ആസിഡ് ഉണ്ടായി. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നിന്നും പൈറുവിക് ആസിഡ് ഉണ്ടായി, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടായി, രണ്ടിടത്തു നിന്നും പൈറുവിക് ആസിഡ് ഉണ്ടായി. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേടാ? എൻസൈമിൻ്റെ പേരൊക്കെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഓർക്കണം, എന്താണെന്നറിയാമോ? ഈ സ്റ്റെപ്പിലുണ്ടല്ലോ, ഈ സ്റ്റെപ്പിൽ ADP കൂടി ചേർന്ന് ATP ഉണ്ടാകുന്നുണ്ടേ. ഇവിടെ ATP അങ്ങോട്ട് കൊടുക്കുക ചെയ്തേ. ഈ സ്റ്റെപ്പിൽ ATP ഇങ്ങോട്ട് കിട്ടി. ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിലും ADP വരുന്നുണ്ട്, എന്തായി മാറുന്നുണ്ട്? ATP ആയി മാറുന്നുണ്ട് കേട്ടോ. ഇത് ഓർത്തുക്കണം. ഈ സ്റ്റെപ്പല്ല, സോറി, ഈ സ്റ്റെപ്പിൽ ADP എന്തായി മാറുന്നുണ്ട്? ATP ആയി മാറുന്നുണ്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് വെക്കണം. ATP കിട്ടുന്നത് 2 സ്ഥലത്താ. ഒന്ന് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുമ്പം, രണ്ടാമത്തെ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആകുമ്പം. ഓക്കെ അല്ലേ? ATP ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, ATP അങ്ങോട്ടും കൊടുക്കാനുണ്ട്. ATP അങ്ങോട്ട് കൊടുക്കുന്നത് എവിടൊക്കെ? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകുമ്പം, ഫ്രക്ടോസ് 1-ബിസ്ഫോസ്ഫേറ്റ് ആകുമ്പം. ATP ഇങ്ങോട്ട് കിട്ടുന്നത് എവിടെയാ? 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുമ്പം, 3-ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആകുമ്പം. ഓക്കെ അല്ലേ മക്കളെ? ആ ബയോളജിയിൽ എനിക്ക് A+ പോയിട്ടില്ല, പേടിയുണ്ട്. ഒന്നുമില്ല, മറന്നു പോകുന്ന കരുതും, പക്ഷെ നിങ്ങൾ മറക്കൂലടാ. നോക്ക് മക്കളെ, ഇതെന്താടാ മക്കളെ? ഐഡന്റിഫൈ ദ സൈക്ലിക് പാത്വേ. ഇതെന്ത് സൈക്ലിക് പാത്വേ? പറ, ഇതെന്ത് സാധന? ഇതെന്ത് സാധനമാ? പറയാമോ? ഇതെന്ത് സാധനമാ? പറയാമോ? ഇതെന്ത് സാധനമാ? ഇങ്ങനെ പഠിക്കുന്ന ഒറ്റ സൈക്കിളേ ഉള്ളൂ. കുറെ ആസിഡിന്റെ പേര് കണ്ടോ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ്. പറ, ഏതാ 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 ഏതാ? നിങ്ങളെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? വയ്യടാ, വയ്യാത്തോണ്ടാണ്. പാതിരാത്രി ആയില്ലേ, പവറാക്കൻ്റെ തൊണ്ട ഒന്നാമത് വയ്യ. ഓക്കെ, പറ, ഇതേത് സൈക്കിളാ? പറ, ഇതേത് സൈക്കിളാ മക്കളെ? ഇങ്ങനെ ഒരു സൈക്കിള് നിറയെ ആസിഡുകൾ നിറഞ്ഞ ഒറ്റ സൈക്കിളേ ഉള്ളടാ. നിറയെ ആസിഡ് നിറഞ്ഞ ഒറ്റ സൈക്കിളിന്റെ പേരെന്താ? ക്രബ് സൈക്കിളാ. നിറയെ ആസിഡ് ഉണ്ടോ? അത് ഒറ്റ സൈക്കിൾ, അതേതാ? ക്രബ് സൈക്കിള്. അടുത്ത, ഇത് എവിടെ വെച്ചാൽ നടക്കുക? ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞാണ്. ക്രബ് സൈക്കിൾ എവിടെ വെച്ചാൽ നടക്കുക? ഞാൻ പറഞ്ഞതാണ്. ക്രബ് സൈക്കിൾ എവിടെ വെച്ചാൽ നടക്കുക? മക്കളെ? പറ. അത് നടക്കുക മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിലാണ് നടക്കുക. മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിൽ എന്താ വിളിക്കുക? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ എന്നാ വിളിക്കുക. മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിൽ എന്താ വിളിക്കുക? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. എങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയ കാണുക? ഡബിൾ മെംബ്രെയിനാ. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഉൾഭാഗത്തെ എന്താ വിളിക്കുക? മാട്രിക്സ് എന്നാ വിളിക്കുക. ഈ മാട്രിക്സിലാ എന്ത് നടക്കുക? ക്രബ് സൈക്കിൾ നടക്കണേ. ഓർത്ത് വെക്കണം കേട്ടോ. മാട്രിക്സിലാ ക്രബ് സൈക്കിൾ നടക്കുക. ഈ ഇന്നർ മെംബ്രെയിനില എന്തിരിക്കണേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇരിക്കണേ. അത് ഓർത്ത് വെച്ചോ. ക്രബ് സൈക്കിൾ എവിടെ നടക്കുക? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. അടയാളപ്പെടുത്തും മക്കളെ. ഇതെന്താണെന്നറിയാമോ? ഇത് അസറ്റൈൽ കോഎൻസൈം എ ആ. ഇതോ ഓക്സാലോ അസറ്റിക് ആസിഡാ. ബി എന്നുള്ളത് ഏതാ? സിട്രിക് ആസിഡാ. ഇത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. സി എന്താടാ? സക്സിനിക് ആസിഡ്. ഇത് അടയാളപ്പെടുത്തണം കേട്ടോ.
അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇതെന്താ സാറേ? അസറ്റൈൽ കോഎൻസൈമാ. ഇതെന്താ സിട്രിക് ആസിഡാ? ഇതെന്താ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡാ? ഇതെന്താ സാക്സിനിക് ആസിഡാ? ഇതെന്താ മാലിക് ആസിഡാ? ഇതെന്താ ഓക്സാലോ അസറ്റിക് ആസിഡാ? ഇത് ഓർത്ത് വെക്കണം. കണ്ടോ, ഈ നോക്കണം മക്കളെ, ഇത് ഓർത്ത് വെക്കണം. ഓരോ സ്റ്റെപ്പും ഓർത്ത് വെക്കണം. ഞാൻ അടയാളപ്പെടുത്താടാ. ഇതെന്താ? ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇതെന്താടാ? ആസറ്റൈൽ കോഎൻസൈം എ. ഇതെന്താടാ? സിട്രിക് ആസിഡ്. ഇതേതാണ്? ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. ഇതെന്താ? സക്സിനിക് ആസിഡ്. ഇതെന്താ? മാലിക് ആസിഡ്. നോക്കടാ, ഇതിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഈ സ്റ്റെപ്പ് നടക്കുമ്പം NADH ഉണ്ടാകുന്നുണ്ട്. ഈ സ്റ്റെപ്പിലും എന്തുണ്ടാകുന്നുണ്ട്? NADH ഉണ്ടാകുന്നുണ്ട്. ഈ സ്റ്റെപ്പിൽ FADH ഉണ്ടാകുന്നുണ്ട്. ഈ സ്റ്റെപ്പിൽ വീണ്ടും NADH ഉണ്ടാകുന്നുണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ സ്റ്റേജിലാ NADH ഉണ്ടാകുക? സാർ വിഷ് ചെയ്യോ, ബർത്ത്ഡേ ആണ് ബോസ്, ഒരുപാട് നാൾ ഈ ലോകത്തിന്റെ തന്നെ ബോസ് ആയിട്ടിരിക്കാൻ പറ്റട്ടെ. രാംചന്ദ്ര ബോസ് ബോസ് അവനാണ് ബോസ്. സാറേ ക്ലാസ് ഇപ്പം കഴിയൂടാ. ബോസ് ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് വിഷ് ചെയ്തേക്ക് മക്കളെ, ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കട്ടെ. നോക്ക് മക്കളെ, ഇതെന്താണ്? ഓക്സാലോ അസറ്റിക് ആസിഡ്, അസറ്റൈൽ കോഎൻസൈം എ, സിട്രിക് ആസിഡ്, സക്സിനിക് ആസിഡ്. ഈ സ്റ്റെപ്പിൽ എന്തുണ്ടാകും? NADH. ഈ സ്റ്റെപ്പിലും എന്തുണ്ടാകും? NADH. ഈ സ്റ്റെപ്പിൽ FADH ഉണ്ടാകുക, NADH അല്ല. ഈ സ്റ്റെപ്പ് നടക്കുമ്പം ഇവിടെ എന്താ ഉണ്ടാകുക? FADH ഉണ്ടാകുക. ഇവിടെയും NADH ഉണ്ടാകും കേട്ടോ. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ നാളെ ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിൽ ആദ്യം ചോദിക്കുക, ഇതെവിടെ നടക്കുക? നമ്മുടെ മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറയിലാണ് നടക്കുക. അടുത്ത ചോദിക്കുന്നത് എന്താണെന്നറിയാമോ മക്കളെ? അടുത്ത ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ETS കൂടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ മൂവ് ചെയ്യും. ഈ ഇലക്ട്രോണുകളെ അവസാനമായി വായിക്കുന്നത് ആരാ? പറ അവസാനമായി വാങ്ങുന്നത് ആരാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാടാ? ETSലെ അവസാനം ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ETS. പറയാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ അവസാനമായി ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? പറയാൻ പറ്റുമോ? ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അവസാനമായി ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ. ബോസ് ഒരു താങ്ക്സ് പറയൂ, അല്ലെങ്കിൽ ബോസിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ നേരുന്ന ടൈപ്പിലുള്ള കോഴികളാണ് എല്ലാവരും. ഓക്കെ, ചുമ്മാ പറഞ്ഞ കേട്ടോ. ബോസേ മോനെ എത്ര വയസ്സായടാ? 17, 16, 15? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? അവസാനമായി ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? ETSൽ അവസാനമായി ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാടാ മക്കളെ? ഓക്സിജൻ ആടാ. ആരാടാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ആരും എന്താ പറയാഞ്ഞേ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? കോംപ്ലക്സ് 5 അല്ല. കോംപ്ലക്സ് 5ലേക്ക് ഇലക്ട്രോൺ പോകുന്നില്ല. ഇലക്ട്രോണുകൾ കൈമാറുന്നത് കോംപ്ലക്സ് 4 വരെ ഉള്ളൂ. കോംപ്ലക്സ് 5ന്റെ പണി ATP ഉണ്ടാക്കല. 18. ഓക്കെ, പറയടാ, ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? പറ. 95 വയസ്സായി. കുഴിയിലേക്ക് കാലുമെടുത്ത് വെക്കാറായ. പറ മക്കളെ, പറ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ ചങ്ങായിമാരി? 95 തൂർന്നൊന്ന് പറയാതല. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? പറ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയ ബോസേ മോനെ അന്നെ കളിയാക്കിയതല്ലോടാ കേട്ടോടാ. വേറെ ആരോ എന്തോ പറഞ്ഞപ്പോ അവരെ കളിയാക്കിയതാണ്. ഓക്കേടാ, പറ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഓക്സിജൻ. ആരും അത് ടൈപ്പ് ചെയ്യാത്ത എന്താ? ETSലെ ആ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഓക്സിജനാ മക്കളെ. ETSല് 5 കോംപ്ലക്സുകൾ ഉണ്ട്. ഈ 5 കോംപ്ലക്സുകളുടെ പേര് പഠിക്കണം. ഒന്നാമത്തെ കോംപ്ലക്സിന്റെ പേരെന്താ? NADH ഡീഹൈഡ്രോജിനേസ്. രണ്ടാമത്തെ പേരെന്താണെന്നറിയാമോ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. മൂന്നാമത്തെ പേരാണ് എന്ത്? മൂന്നാമത്തെ കോംപ്ലക്സിന്റെ പേരാണടാ എന്ത്?
സൈറ്റോക്രോം B1C കോംപ്ലക്സ്. നാലാമത്തെ കോംപ്ലക്സിന്റെ പേരാ സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. അഞ്ചാമത്തെ കോംപ്ലക്സ് ആടാ ATP ഉണ്ടാക്കുന്നത്, അവന്റെ പേരാ ATP സിന്തേസ്. ഈ 4 കോംപ്ലക്സുകളെ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യൂ. ATP സിന്തേസ് എന്തിനെ കടത്തിവിടുക? H+നെ കടത്തിവിടുക. ഓർത്തോണം, ഈ 4 കോംപ്ലക്സും ഇലക്ട്രോണുകളെ അവരുടെ ഉള്ളിൽ കൂടെ കടത്തിവിടുക. പക്ഷെ ATP സിന്തേസ് ഇലക്ട്രോണിനെ കടത്തിവിടില്ല. അവരെന്തിനെ മാത്രമേ കടത്തിവിടുക? H+നെ കടത്തിവിടുക. H+ അവരുടെ ഉള്ളിൽ കൂടെ പോകുമ്പം അവർ ATP ഉണ്ടാകും. അപ്പൊ പറ, 5 കോംപ്ലക്സുകൾ ഏതൊക്കെ? NADH ഡീഹൈഡ്രോജിനേസ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്, സൈറ്റോക്രോം BC1, സൈറ്റോക്രോം C ഓക്സിഡേസ്, ATP സിന്തേസ്. ഓക്കെ അല്ലേ മക്കളെ? ഈ 5 എണ്ണത്തില് ഇലക്ട്രോൺ കടന്നു പോകുന്നത് 4, ആദ്യത്തെ 4 കോംപ്ലക്സിൽ കൂടെ മാത്രമാ. എന്നാൽ കോംപ്ലക്സ് 5 ATP സിന്തേസിൽ കൂടെ കടന്നു പോകുന്നത് ഇലക്ട്രോൺ അല്ല, H+ കടന്നു പോവാ. അവരുടെ ഉള്ളിൽ കൂടെ H+ കടന്നു പോയാൽ അവർ ATPനെ ഉണ്ടാക്കും. ഓർത്ത് വെച്ചോ മക്കളെ. വേറൊരു കാര്യം ഇവിടെ പഠിക്കുന്നേടാ, ATP ഇലക്ട്രോൺ ഫ്ലോ ഒന്ന് പഠിച്ചു വെക്കട്ടോ. ഇലക്ട്രോൺ എങ്ങനെ ഫ്ലോ ചെയ്യാന്ന് ഓർത്ത് വെച്ചോ. ആദ്യം ഇലക്ട്രോണിനെ FMN വാങ്ങിക്കുക. FMN FESന് കൊടുക്കും. FES കയ്യിൽ നിന്ന് ആരാ വാങ്ങിക്കുക? യുബിക്വിനോണാ വാങ്ങിക്കുക. യുബിക്വിനോൺ നേരെ ചെന്ന് സൈറ്റോക്രോം Bക്ക് കൊടുക്കുവാടാ. സൈറ്റോക്രോം B നേരെ ചെന്ന് സൈറ്റോക്രോം C1ന് കൊടുക്കും. സൈറ്റോക്രോം C1 നേരെ ചെന്ന് സൈറ്റോക്രോം Cക്കാ കൊടുക്കുക. സൈറ്റോക്രോം C നേരെ ചെന്ന് സൈറ്റോക്രോം Aക്ക് കൊടുക്കും. സൈറ്റോക്രോം A നേരെ സൈറ്റോക്രോം A3ക്ക് കൊടുക്കും. ഈ A3ന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ അവസാനമായി വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജൻ ആടാ. A3ന്റെ കയ്യിൽ നിന്ന് ഫൈനലായി ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജനാ മക്കളെ. അപ്പൊ ചോദിക്കും, ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഓക്സിജൻ ആടാ. ഇതാണ് ETS കൂടെ പോകുന്ന ഇലക്ട്രോൺ പോകുന്ന ഓർഡർ കേട്ടോ. ഇങ്ങനാണ് ഇലക്ട്രോണുകൾ പോകുക. എങ്ങനെ പോവാ? ആദ്യം ഫ്ലാവിൻ മോണോ ന്യൂക്ലിയോടൈഡ് FMN വാങ്ങിക്കും ഇലക്ട്രോണിനെ. FMN ഇലക്ട്രോണിനെ ആർക്കാ കൊടുക്കുക? FESനാ കൊടുക്കുക. FES ഇലക്ട്രോണിനെ ആർക്കാ കൊടുക്കുക? യുബിക്വിനോണാ കൊടുക്കുക. യുബിക്വിനോൺ ഇലക്ട്രോൺ ആർക്കാ കൊടുക്കുക? സൈറ്റോക്രോം Bക്കാ കൊടുക്കുക. സൈറ്റോക്രോം B ഇലക്ട്രോൺ ആർക്കാ കൊടുക്കുക? സൈറ്റോക്രോം C1നാ കൊടുക്കുക. സൈറ്റോക്രോം C1 ഇലക്ട്രോണിനെ സൈറ്റോക്രോം Cക്ക് കൊടുക്കും. സൈറ്റോക്രോം C ഇലക്ട്രോണിനെ സൈറ്റോക്രോം Aക്ക് കൊടുക്കും. സൈറ്റോക്രോം A ഇലക്ട്രോണിനെ സൈറ്റോക്രോം A3ക്ക് കൊടുക്കും. A3ന്റെ കയ്യിൽ നിന്ന് ഫൈനലായി ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജനാ. ഓക്സിജൻ നേരെ H+ കൂടെ വാങ്ങിച്ചിട്ട് എന്തായി പെയ്യും? മഴയായി മാറും, വാട്ടറായി മാറും. ഓക്സിജന് ഇലക്ട്രോൺ കിട്ടിയ ഉടനെ H+ കൂടെ വാങ്ങിക്കും, അവര് വാട്ടറായി മാറും കേട്ടോ. ഓർത്തിരിക്കണം, ഈ ഇലക്ട്രോൺ ഫ്ലോ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഇലക്ട്രോൺ ചോദിക്കാറുണ്ട്. സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്താ? സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ക്രബ് സൈക്കിളിലും ഗ്ലൈക്കോളൈസിസിലും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലുമൊക്കെ ഉണ്ടാകുന്നതാണ്. ATP ഉണ്ടാകുന്നതിനെയാണ് സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് വിളിക്കുക. സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എഴുതാൻ ചോദിച്ചാൽ ഗ്ലൈക്കോളൈസിസിലോ ക്രബ് സൈക്കിളിലോ ഏതെങ്കിലും ഒരു ATP ഉണ്ടാകുന്ന സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ വേറൊരെണ്ണമുണ്ട്, ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് ചോദിച്ചാൽ അതെന്ത് തന്നെയാണെന്നറിയാമോ? അത് നമ്മുടെ ETS തന്നെ കേട്ടോ. ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് ചോദിച്ചാൽ ക്രബ് സൈക്കിളോ ഗ്ലൈക്കോളൈസിസോ എവിടത്തേലും ATP ഉണ്ടാകുന്നത് എഴുതി വെക്കണം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് ചോദിച്ചാൽ ETSല് ATP ഉണ്ടാകുന്നത് എഴുതി വെക്കണം കേട്ടോ. അതാണ് വ്യത്യാസം. ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ETS ആണ്. സബ്സൈറ്റ് ലെവൽ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളൈസിസോ ക്രബ് സൈക്കിളോ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ മക്കളെ, ഇതൊന്ന് പറയാമോടാ? ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയാമോ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റായി, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റൊക്കെ ആയിട്ട് ഏറ്റവും അവസാനം പൈറൂവിക് ആസിഡായിട്ട് മാറി. ഈ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറും? ഒന്നെങ്കിൽ ഒരു സാധനമാകും, അല്ലെങ്കിൽ വേറൊരു സാധനമാകും. പറ, A എന്താടാ, B എന്താടാ? A എന്താ? പൈറൂവിക് ആസിഡ് 2 സാധനങ്ങളായിട്ടാണ് മാറുക. ഒന്നെങ്കിൽ അവൻ എന്തായിട്ടാണ് മാറുക എന്നറിയാമോ? ലാക്റ്റിക് ആസിഡായിട്ടാണ് മാറുക. അല്ലെങ്കിൽ അവൻ എന്തായിട്ടാണ് മാറുക എന്നറിയാമോ? എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാട്ടോ മാറുക. ഇങ്ങനെ
രണ്ടായിട്ടാ പൈറുവിക് ആസിഡ് മാറുക. ഇങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇല്ലാണ്ടാകണം. അനേറോബിക് റെസ്പിറേഷനിൽ ഇങ്ങനെ മാറാറുള്ളൂ. എയറോബിക് റെസ്പിറേഷനിൽ പൈറുവിക് ആസിഡ് നേരെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് പോകും, നേരെ ക്രബ് സൈക്കിളിന് പോകും, നേരെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് പോകും. ഇങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടെങ്കിൽ പൈറുവിക് ആസിഡ് പോകുക. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ പൈറുവിക് ആസിഡ് ചെയ്യുക? ഓക്സിജൻ ഇല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനോ ക്രബ് സൈക്കിളോ ETS ഒന്നും പോകൂല. പൈറുവിക് ആസിഡ് നേരെ ലാക്റ്റിക് ആസിഡ് ആയിട്ടും നേരെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ടോ മാറും. മനസ്സിലായോ മക്കളെ? മനസ്സിലായോടാ? മനസ്സിലായോ? പൈറുവിക് ആസിഡ് ഇല്ലേടാ. പൈറുവിക് ആസിഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ, പൈറുവിക് ആസിഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ നേരെ എന്തിനാ പോവാ? നേരെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് പോകും, പിന്നെ ക്രബ് സൈക്കിളിന് പോകും, പിന്നെ ETSനൊക്കെ അങ്ങനെ പൊക്കോളും ഓക്സിജൻ ഉണ്ടെങ്കിൽ. ഓക്സിജൻ ഇല്ലെങ്കിൽ ഇവൻ എന്താ ചെയ്യാന്നറിയാമോ? ഓക്സിജൻ ഇല്ലെങ്കിൽ ഇവൻ ഒന്നെങ്കിൽ എന്താകും? ലാക്റ്റിക് ആസിഡ് ആകും, അല്ലെങ്കിൽ ഇവന് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആകും. ഒന്നെങ്കിൽ ലാക്റ്റിക് ആസിഡും ആകും ഓക്സിജൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഓക്സിജൻ ഇല്ലെങ്കിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആകും. അതാണ് ഇവിടെ എഴുതിയേക്കണത്. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഒന്നെങ്കിൽ മാറും, അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും മാറും. ഓക്കേടാ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാടാ? ഇതെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേടാ. ഇതൊന്ന് കമന്റ് ചെയ്യണേ. ഉറക്കം വരുന്നറിയാം. ഇതൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്നറിയാം. എന്തുകൊണ്ടാ റെസ്പിറേഷനെ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കണേ? എന്തുകൊണ്ടാ റെസ്പിറേഷനെ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കണേ? കമന്റ് ചെയ്യണേ. ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണേ. പതിവ് പോലെ വന്നിട്ട് ഉറക്കമൊക്കെ മാറിയിട്ടൊക്കെ മതി, നാളെ പുലർച്ചെ മതി. കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലടാ മക്കളെ. വൈ റെസ്പിറേഷൻ ഈസ് കോൾഡ് ആംഫിബോളിക് പ്രോസസ്. നിങ്ങൾക്ക് അറിയുന്നതെന്ന് എനിക്കറിയാം. ഉഷാറായിട്ട് പഠിച്ചോ. ആംഫിബോളിക് എന്താന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല പോലെ പഠിച്ചോടാ, ഉഷാറായിട്ട് പഠിച്ചോ. എനിക്ക് നല്ല തലവേദനയുണ്ട്, നിങ്ങൾക്കും തലവേദനയുണ്ട്. എനിക്കും എക്സാമാ, നിങ്ങൾക്കും എക്സാമാന്നറിയാം. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചോ. പഠിച്ചവനെയും കഷ്ടപ്പെടുന്നവനെയും ഒന്നും പടച്ചോ മറക്കാറില്ലടാ. പടച്ചോ നല്ല പ്രത്യുപകാരം തരാറുണ്ട്. ഓക്കെ, പഠിച്ചോടാ. ഒരു ടെൻഷനും വേണ്ട. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കണ്ടോടാ, 7:30 തുടങ്ങിയതാ. തീർക്കാനാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അടിച്ച് തീർത്തവിടെയും പോകാം. എന്നിട്ടും ഇത്രയും ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ചാപ്റ്ററും ഒക്കെ എടുത്ത് എന്തിനാന്ന് ചോദിച്ചാല്, പരീക്ഷ തലേന്നാ. നമുക്ക് നിങ്ങളത് കേൾക്കാൻ വേണ്ടി ഇരിക്കുക, ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാ. മാക്സിമം നിങ്ങൾക്ക് തരാനും ആഗ്രഹമുള്ളവരാ. തരാൻ ആഗ്രഹമുള്ളവര്, വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എത്ര വേണമെങ്കിലും വാരിക്കോരി കൊടുക്കാലോ. അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്ന അറിയില്ല. കുറെ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി ഇരിക്കുന്നവരാ നിങ്ങൾ, നല്ല പോലെ പഠിക്കാനും. കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനും ഇരിക്കുന്നവരാ ഞങ്ങള്. കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനും ഞങ്ങൾക്ക് ഇഷ്ടമാ, കുറെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറെ നേരം പറഞ്ഞോടെ മക്കളെ, കുഴപ്പമില്ലല്ലോ. നല്ല പോലെ പഠിച്ചോ. ഞങ്ങളുണ്ട് കൂടെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ട്. ഓക്കെ അല്ലേ? പൊളിച്ചടുക്കിക്കോ. തലവേദന ഉണ്ടെന്ന് പോയി കിടക്കട്ടെ മക്കളെ. ജയറാമേട്ടൻ പറയുന്ന പോലെ തലവേദന എടുക്കണമെന്ന് കിടക്കട്ടെ മക്കളെ. ഗുഡ് നൈറ്റ് ഓൾ. പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനിയൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, തലയിലൊന്നും കയറൂല. പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ പറ്റുമെങ്കിൽ. ഒറ്റ കാര്യമുള്ളൂ, ഐ ലവ് യുടാ. ഓക്കെ, ആംഫിബോളിക് പ്രോസസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? കമന്റ് ചെയ്യണേടാ. മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തികളെ, തക്കുട്ടുകളെ, എൻ്റെ ചേട്ടനും ചേച്ചിമാരെ, അച്ഛനമ്മമാരെ ഉഷാറാക്കടാ. ബൈ. ഗുഡ് നൈറ്റ് ഓൾ. പലർക്ക് ഞാൻ കിങ്ങിണി, എനിക്ക് ഞാൻ വാഴ. പലർക്ക് ഞാൻ എന്തോ ഉണ്ട്. പോട്ടെ, ബൈ. കിങ്ങിണി സാറ് പോവാടാ. കിങ് ഓഫ് പോട്ടണി സൈനിങ് ഓഫ്. ഓക്കെ, ബൈ.